മക്കളെ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. തുടങ്ങാണല്ലേ സാറേ? തുടങ്ങല്ലേ? അപ്പൊ സെറ്റാണ്. എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ചാപ്റ്ററിലെയും മുഴുവൻ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് നേടുക എന്നുള്ളത് മാത്രമാണ്. അതെ, നാളത്തെ എക്സാമിന് ഫുൾ മാർക്ക് ആറ് സാറേ? ഒരു രക്ഷയില്ലേ? തീർച്ചയായിട്ടും ഫുൾ മാർക്ക്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ, എല്ലാ ടൈപ്പും ഉണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, എല്ലാ മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ സെറ്റ് ആയിട്ടാണ് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4:30 തുടങ്ങും. എത്ര മണിക്ക്? 6:15 ഒരു ബ്രേക്ക് ഉണ്ട്. 6:15 മുതൽ 7:15 വരെ നോമ്പ് തുറക്കാനുള്ള ബ്രേക്ക് ആണ്. ആ സമയത്ത് പോയി കളയരുത്. ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് ബാക്കിയുള്ളവരല്ലേ സാറേ? അത് കഴിഞ്ഞ് വീണ്ടും നമ്മള് ഫുൾ എനർജി കണ്ടിന്യൂ. 6:15 നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് ഒരു നോമ്പ് തുറക്കണ്ട. നോമ്പ് മിസ് തുടങ്ങുന്നു. അല്ല, ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 3 4. 10ാമത്തെ 1 2 3 4 5 6 7 8 9 10. ഇതെന്ത് എണ്ണലാണ്? ആറാം സാറിനെ തുടങ്ങുന്നത്. ആറാം സാർ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മക്കളെ? അതല്ല സാർ, പ്രായത്തിൽ മൂത്ത ആൾ തുടങ്ങുന്നതാണ്. ആറാം സാറിന് ഒരുപാട് വയസ്സുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വയസ്സ് 13 ഇത് സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് വയസ്സെണ്ണാൻ തുടങ്ങിയത്. എണ്ണം പഠിച്ചതിന് ശേഷം ഏറ്റവും ഇളയ ആൾ തുടങ്ങിക്കോട്ടെ. ഓക്കെ സാർ, കുട്ടികൾ ഓർഗാനിക്കിനെ ചോദിക്കുന്നുണ്ട്. എനിവേ നമുക്ക് ഓർഗാനിക് അല്ല, ഓർഗാനിക് പഠിക്കാൻ കുറച്ചുകൂടി നല്ലത് ഒരു 7 മണിക്ക് ശേഷമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ കുറച്ച് പേര് മക്കളെ കുറച്ച് പേര് ടയേർഡ് ആയിരിക്കും. ഓർഗാനിക് തുടങ്ങിയിടും. എന്നിട്ട് എന്ത് ചെയ്യാം? 7 മണിക്ക് അങ്ങോട്ട് മക്കളെ ഓർഗാനിക്. ഇന്നലെയും മിനിയാന്നൊക്കെ നമ്മൾ ഓർഗാനിക് ഒന്ന് കളിക്കുകയാണ്. അപ്പം ആ DNF ഒക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായേക്കാം. ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും അല്ലേ? അതിന് DNF മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അത് DNFന്റെ നേതാവ് തന്നെയാ. നേതാവ് മാക്സിമം ഷെയർ ചെയ്യണം മക്കളെ. മാക്സിമം ഷെയർ ചെയ്യട്ടോ. നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലേ? അല്ല, ലാസ്റ്റ് ഡേ അല്ല, നാളെ കൃത്യം രാവിലെ 6 മണിക്കുണ്ട് മക്കളെ. സോ കുറെ ദിവസമായിട്ട് നമ്മുടെ എഫേർട്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. കൃത്യം 6 മണിക്ക് ആർഎഫ് സാറും ആഷിം സാറും രാവിലെ. ഞാനില്ല, ഇതെന്ത് പരിപാടിയാ? എല്ലാവരും ഉണ്ടാവും മക്കളെ. രാവിലെ നിങ്ങളെ ഞങ്ങൾ 4 പേരും നിങ്ങളെ അനുഗ്രഹിച്ചു പറഞ്ഞേക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ആർഎഫിന് ഉറങ്ങിണിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ എന്നാൽ പോലും ഞാൻ ചവിട്ടി എണീപ്പിക്കും. ഓക്കെ, 5:30 ഇന്നത്തെ ദിവസം കഴിഞ്ഞാലല്ലേ? 5 ദിവസം പറഞ്ഞു. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലല്ലേ കാര്യമില്ല. ഇന്ന് ഫുള്ള് ലൈവ് ആയിരിക്കും. ഇന്നത്തെ ലൈവിന്റെ ബ്രേക്ക് ആണ് 6:15. അല്ലാതെ നോമ്പ് തുറക്കാനുള്ള സമയമല്ല കേട്ടോ. അത് ബാങ്ക് വിളിക്കുമ്പോ തുറന്നാ മതി. 6:15 നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഓക്കെ, 39 വാച്ചിങ്. അപ്പം 9 10 അല്ലേ? അങ്ങനെയല്ല എണ്ണിയത്? മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പഠിക്കുക. ക്രൂഷ്യൽ ഡേ ആണ്. സോ അത് മനസ്സിലാക്കി ആ സീരിയസ്നെസ്സോട് കൂടി പഠിക്കുക. മക്കളെ, ഞാൻ DNF ബ്ലോക്ക് എലമെന്റ്സ് ഞാനിതാ ചെയ്യാൻ പോവാണ്. DNF ബ്ലോക്ക് എലമെന്റ്സ്. ഈ DNF ബ്ലോക്ക് എലമെന്റ്സിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഫുൾ ടൈം എൻ്റെ ക്ലാസ്സിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഫുൾ ടൈം ഈ DNF ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 35-40 മിനിറ്റ് സമയമാണ് ഉണ്ടാവുക. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ ചാപ്റ്ററിന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നതിൽ ഒരു സംശയമില്ല. ആരും ലൈവ് നിന്ന് ഡിസ്കണ്ടിന്യൂ പോവാതെ കൂടെ നിൽക്കും. നമ്മൾ സെലക്റ്റീവായ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വെരി സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം. നമുക്കറിയാം DNF ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ആണ്. ചില റിയാക്ഷൻസുകൾ നമ്മൾ പഠിച്ചും പറഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ. ആയതുകൊണ്ട് ഈ ലൈവിന്റെ ഇടയിൽ പ്രിപ്പറേഷൻസ്, അതേപോലെ കെമിക്കൽ റിയാക്ഷൻസ്, ഓക്സിഡൈസിങ് നേച്ചർ, പ്രധാനപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം പറഞ്ഞു പഠിക്കാം. എന്റെ കൂടെ പറഞ്ഞു പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോഴെങ്ങനെ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം മക്കളെ. നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ് മക്കൾ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ DNF ബ്ലോക്ക് എലമെന്റ്സിൽ, ചാപ്റ്റർ DNF ബ്ലോക്ക് എലമെന്റ്സ് ആട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? ഓക്കെ, റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ്. റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേന മഷി ചാർജ് ഇല്ല. ഓക്കെ,
റൈറ്റ് എനി 4 characteristics of properties of transition elements. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട. D&F ബ്ലോക്ക് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച ഒരു കുട്ടിയുടെ മനസ്സിന്റെ അകത്തുള്ള ചില കാര്യങ്ങൾ മാത്രം എഴുതിയാൽ അത് ആ എലമെന്റ്സുകളുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ കണ്ടതാ ട്രാൻസിഷൻ എലമെന്റ്സുകൾ എങ്ങനെ എഴുതിയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇങ്ങനെ താഴോട്ട് എഴുതാറുണ്ട് ഇല്ലേ? മാംഗനീസ് +7 വരെ എഴുതാറുണ്ട്. എങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മക്കൾ മറക്കല്ല, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഒരിക്കലും മറക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് പറയുക. വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാവരും മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് എല്ലാം മെറ്റൽസ് ആണ്. ആ പേരിൽ തന്നെയുണ്ട് ട്രാൻസിഷൻ മെറ്റൽസ്. അത് പിന്നെ മെറ്റലേ ഉണ്ടാവുള്ളൂ. ആട്ടിൻകുട്ടി അത് ആടിന്റെ കുട്ടിയായിരിക്കും. അപ്പൊ ഓൾ ആർ മെറ്റൽസ് അല്ലേ? ഇപ്പോൾ തന്നെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആയി, 4 എണ്ണം നമുക്ക് എഴുതാൻ കഴിയണം. പിന്നെ ട്രാൻസിഷൻ മെറ്റലുകൾ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് DD ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ട് അവ കളേർഡ് കോംപ്ലക്സുകൾ ഫോം ചെയ്യും. അഥവാ കളേർഡ് പ്രോപ്പർട്ടി കാണിക്കും. കളേർഡ് അയോൺസ് എഴുതിയാലും മതി. പിന്നെ ട്രാൻസിഷൻ മെറ്റലുകൾ കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ, ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പൊ മറക്കല്ലേ, ട്രാൻസിഷൻ മെറ്റൽസിന്റെ പ്രധാനപ്പെട്ട 4 പ്രോപ്പർട്ടീസുകൾ: വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓൾ ആർ മെറ്റൽസ്, കളേർഡ് അയോൺസുകൾ ഫോം ചെയ്യുന്നു, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒന്ന് ലൈവിൽ വാ മക്കൾ. യെസ്, അലോയ് ഫോർമേഷൻ. യെസ്, അവക്ക് അലോയ് ഫോർമേഷൻ ഉണ്ട്. ഈ ചാപ്റ്ററിൽ പഠിച്ച വ്യത്യസ്ത ഹെഡിങ്ങുകൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. കോംപ്ലക്സ് ഫോർമേഷൻ, അലോയ് ഫോർമേഷൻ, കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ സമയം കളയുന്നില്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്? ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്രാൻസിഷൻ മെറ്റൽസുകളുടെ കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടിയുടെ റീസൺ എന്താണെന്നായിരുന്നു ചോദ്യം. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി റീസൺ ലൈവിലില്ലേ? ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റലുകൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു റീസൺ? യെസ്, ഒരൊറ്റ കുട്ടി മറക്കരുത്. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി റീസൺ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ആൻഡ് ഓൾസോ ലാർജ് സർഫസ് ഏരിയ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ കാരണങ്ങൾ കൊണ്ട് ട്രാൻസിഷൻ മെറ്റലുകൾ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. മറക്കരുത്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എയ്ഗണിന്റെ ലൈവ് മനസ്സിലോട്ട് വരണം, ആൻസർ എഴുതണം. ഒരു വിട്ടുവീഴ്ചയുമില്ല മക്കളെ, മൈൻഡിൽ വേണം. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ലാർജ് സർഫസ് ഏരിയ, കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയുടെ റീസൺ, ട്രാൻസിഷൻ മെറ്റൽസിന്റെ 4 പ്രോപ്പർട്ടി. ഇതൊന്നും ഒരിക്കലും എന്റെ മക്കൾ മറക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെന്റ്സ് ഫോം ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് കോമ്പൗണ്ട് വൈ? എന്തുകൊണ്ട് ട്രാൻസിഷൻ മെറ്റൽസുകൾ ലാർജ് നമ്പർ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നു? അതിന്റെ ആൻസർ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. ട്രാൻസിഷൻ മെറ്റലുകൾ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സുകൾ ഫോം ചെയ്യാനുള്ള റീസൺ. യെസ്, ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സുകൾ ഫോം ചെയ്യാൻ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡി ഓർബിറ്റൽ ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ തന്നെ മൈൻഡിൽ വരണം, ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറയാനുള്ള റീസൺ തന്നെ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണ്. യെസ്, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ, സ്മോൾ സൈസ് ഹൈ അയോണിക് ചാർജ്. യെസ്, partially filled d orbital and also very small size and high ionic charge.
ഈ കാരണങ്ങൾ കൊണ്ട് ട്രാൻസിഷൻ മെറ്റലുകൾ ലാർജ് നമ്പർ കോംപ്ലക്സുകൾ, കോർഡിനേഷൻ കോംപ്ലക്സുകൾ ഫോം ചെയ്യും. ദിസ് ഈസ് ഡ്യൂ ടു കമ്പാരിറ്റീവ്ലി സ്മോൾ സൈസ്, ഹൈ അയോണിക് ചാർജ്, പ്രസൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ. യെസ് കറക്റ്റ് പറഞ്ഞു. ഇന്ന് ഒരുപാട് കുട്ടികൾ നമ്മളെ ലൈവിലുണ്ട്. ഞാനിതാ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ DNF ബ്ലോക്കിൽ ഈ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈവനിങ് സെക്ഷനിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും ഒരുപാട് ചാപ്റ്ററുകളുമായിട്ട് RT സാർ, അഞ്ജിത മിസ്, HM സാർ, പിന്നെ ഇടയ്ക്ക് ഞാനൊക്കെ ലൈവിൽ വരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം വ്യത്യസ്ത ചാപ്റ്ററിൽ, എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകൾ, വളരെ സെലക്റ്റീവ് ആയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നു പോകും. നാളെ രാവിലെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു കോൺക്രീറ്റ് അടിക്കും പോലെ നിങ്ങളെ മെമ്മറിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലൂടെ നാളത്തെ എക്സാമിൽ നിങ്ങൾ പൊളിക്കും മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ, വാട്ട് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ്സ്? ഫസ്റ്റ് ട്രാൻസിഷൻ എലമെന്റ്സ് സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ ഫസ്റ്റ് സീരീസ് ആണ്. ഇതിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ മക്കൾ കണ്ടതാണ്. എല്ലാവരും +2 കാണിക്കും, എല്ലാ എലമെന്റും +2 കാണിക്കും. ഇപ്പൊ ഫസ്റ്റ് സീരീസിലെ കോമൺ ഓക്സിഡേറ്റ് +2 ആണ്, എക്സെപ്റ്റ് സ്കാൻഡിയം. സ്കാൻഡിയം +3 ആണ് കാണിക്കുക. ബാക്കി എല്ലാവരും +2 ആണ്. എങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ +2 ആണ്. യെസ്, ഇതാ കമന്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. സോൾട്ടി ഒഫീഷ്യൽ, സ്റ്റെല്ല തോമസ്, അൽഫോൺസ ബെന്നി, സ്റ്റെല്ല തോമസ്, സെൻഹ, അലീന അനൻ, ദേവിക, ആദി, കൃഷ്ണ, ആദി, ലവിയ എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുകയാണ്. യെസ്, കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കണം. ഓക്കെ +1 അല്ലേ സ്കാൻഡിയം? +1 അല്ലേ? അല്ല, സ്കാൻഡിയത്തിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് കേട്ടോ. മോള് ഓർത്ത് വെക്കുക. ആരാണത്? കൃഷ്ണയാണ്. കൃഷ്ണ സ്കാൻഡിയം +1 അല്ല, +3 ആണ്. ആ സീരീസിൽ കോപ്പർ മാത്രമാണ് +1 സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. സ്കാൻഡിയം +3 ആണ്. +3 ആണ്. ആ കൺഫ്യൂഷനുള്ള മോള് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കൃഷ്ണ ക്ലിയർ ആയി എന്ന് വിചാരിക്കുമെങ്കിൽ കൃഷ്ണ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ എങ്കിൽ എന്റെ ചോദ്യം, ഞാൻ സ്ലൈഡ് നീക്കാതെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലാതെ ലാന്തനോയിഡുകൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ലാന്തനോയിഡിന്റെ കോമൺ ഓക്സിഡേറ്റ് പറ. കൃഷ്ണക്ക് ക്ലിയർ ആയി. ഓക്കെ, ലാന്തനോയിഡിന്റെ കോമൺ ഓക്സിഡേറ്റ് പറഞ്ഞാൽ മാത്രമേ സ്ലൈഡ് നീക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും ഞാൻ, നോമ്പ് ഇവിടുന്ന് തുറക്കും. ലാന്തനോയിഡിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. യെസ് ആൻസർ പറഞ്ഞു. ലവിയ +3, ആദിൽ +3, അലീന അനൻ +3. വെരി ഗുഡ് 62 സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ കൂടെയുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക മക്കള്, അടിപൊളിയായിട്ട് പഠിക്കുക. അൽഫോൺസ ബെന്നി +3. യെസ്, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലൈഡ് നീക്കുന്നതിന് മുമ്പ് ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഓക്സിഡേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്? +3 പരീക്ഷയ്ക്കുണ്ടാകും. ലാന്തനോയിഡിന്റെ കോമൺ ഓക്സിഡന്റ് +3 ആണെന്നും അതിന്റെ കൂടെ വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താ നമ്മൾ ചർച്ച ചെയ്യും. ഇതാ കമന്റ് വന്നിരിക്കുന്നു. +3 69 സ്റ്റുഡൻസ്. വെരി ഗുഡ്. ഒരുപാട് പുതിയ കുട്ടികളുണ്ട്. യെസ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മളെ ഹയർ സെക്കൻഡറി ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെമിസ്ട്രിയുടെ ദിവസമാണ് ഇന്നും നാളെ മോർണിംഗും. അത് ഏഗണിന്റെ കൂടെ നിന്നോ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യം, ഫുൾ A+ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ഏറ്റു കഴിഞ്ഞു. വെരി ഗുഡ് +3 ഗുഡ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ ജനറലി കളേർഡ് വൈ? യെസ്, ആൻസർ വന്നു. DD ട്രാൻസിഷൻ. ഈ ചാപ്റ്റർ പല കുട്ടികൾക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രാൻസിഷൻ മെറ്റലില് ഡി ഓർബിറ്റൽ 5 കള്ളിയാണ്. 5 കള്ളിയുള്ള ഡി ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് എക്സാക്ട്ലി ഹാഫ് ഫിൽഡാ. പെയറിംഗ് നടന്നാൽ ഫിൽഡ് ആയി. കംപ്ലീറ്റ് ആയിട്ട് പെയറിംഗ് നടക്കാതിരുന്നാൽ അവിടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലുകൾ ഉണ്ട്. ഇങ്ങനെ പാർഷ്യലി ഫിൽഡ് ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും, കളറ് കാണിക്കും. ഈ ഡി ഓർബിറ്റൽ ഈ പാർഷ്യലി ഫിൽഡ് ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യും. ലൈറ്റിന് എനർജി അബ്സോർബ് ചെയ്തിട്ട്
That is known as DD transition. Yes, 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 yes. ഷെയർ ആക്ക് ഗൈസ്. ഇന്ന് നമുക്ക് 100 വ്യൂ ആക്കണം. അതിനെന്താ സംശയം? ഷെയർ ആക്കണം. 100 വ്യൂ എബോവ് നമുക്ക് ആക്കണം. റിസൾട്ട് വാങ്ങണം. നാളത്തെ +2 പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യും. നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു കോൺസെപ്റ്റ് നാളെ സംഭവിക്കും. ഒരു സംശയവുമില്ല. നാളെ അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളെ. അത്ഭുതങ്ങളിൽ വിശ്വസിച്ചോ? നാളെ അത്ഭുതം സംഭവിക്കും. DD ട്രാൻസിഷൻ. അപ്പൊ ട്രാൻസിഷൻ മെറ്റലിൽ പാർഷ്യൽ ഫീൽഡ് ഡി ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് DD ട്രാൻസിഷൻ കാണിക്കും. കളർ ഈസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ. Okay. Name the 2 type of magnetic behavior shown by transition metals. Yes, transition metalന്റെ 2 magnetic properties, paramagneticum, diamagneticum. Paramagnetism is due to presence of unpaired electrons. Diamagnetism is no unpaired electron. Unpaired electron ഇല്ലെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. മാഗ്നറ്റിക് മൊമെന്റ് കാണുന്ന ഇക്വേഷൻ mu equal to √n into n+2, where n is the number of unpaired electron. Next question. Calculate the spin only magnetic moment of M2+. Atomic number 27. Atomic number 27 ആണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 1s2, 2s2, 3s2 നമ്മൾ കോൺഫിഗറേഷൻ എഴുതില്ലേ? 27 വരുമ്പോൾ മാംഗനീസ് 25, അയൺ 26, കൊബാൾട്ട് 27. അപ്പോൾ 27 ആവുമ്പോൾ 4s2 3d7 ആയിരിക്കും കോൺഫിഗറേഷൻ വരിക. ലാസ്റ്റ് കോൺഫിഗറേഷൻ 4s2 3d7. അപ്പൊ ഡി ഓർബിറ്റൽ 5 കള്ളിയുള്ള ഡി ഓർബിറ്റൽ നമ്മൾ വരച്ചു നോക്കിയാൽ മക്കളെ, ഡി ഓർബിറ്റൽ സിംഗിൾ ആയിട്ട് ഫിൽ ചെയ്തിട്ട് പെയറിംഗ് നടക്കും. 1 2 3 4 5 6 7 7 ഇലക്ട്രോൺ കൊടുത്തു. there are 3 unpaired electrons. 3 unpaired electrons. so magnetic moment കാണുന്ന ഇക്വേഷൻ √3 into 3 + 2 √15. √15 എന്ന് പറഞ്ഞാൽ 3.87 യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ. യെസ്, 3.87. അൺപെയ്ഡ് ഇലക്ട്രോൺ 3 അൺപെയ്ഡ് ആണെങ്കിൽ 3 പോയിന്റിൽ ആൻസർ വരും. 4 അൺപെയ്ഡ് ആണെങ്കിൽ 4 പോയിന്റിലേ വരുള്ളൂ. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് കാണുന്ന ഇക്വേഷൻ √n into n+2 യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ. പഠിക്ക് നിങ്ങൾ. അൺപെയ്ഡ് ഇലക്ട്രോൺ എണ്ണം കിട്ടിയാൽ മാഗ്നറ്റിക് മൊമെന്റ് കാണുന്ന ഇക്വേഷൻ √n into n+2 3.87. യെസ്, ഷെയറാക്ക്. എല്ലാ മക്കളും ലൈവിൽ വരട്ടെ, അടിപൊളിയായിട്ട് പഠിക്കുക. √15. യെസ്, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മക്കളെ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എല്ലാവരും പഠിച്ചില്ലേ? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കണം. മാഗ്നറ്റിക് മൊമെന്റ് കാണുന്ന ഇക്വേഷൻ √n into n+2 Yes, good. Clear, sir. Yes, next question ലോട്ട് പോകാം. Question. From the following ions, identify the ion which are paramagnetic and show color in aqueous solution. Paramagnetic ആവണമെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ വേണം. ടൈറ്റാനിയം 2+. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. ഈ എലമെന്റ് മൈൻഡിൽ വേണം. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ. അതിൽ ടൈറ്റാനിയം 4s2 3d2. അപ്പൊ ടൈറ്റാനിയം 2+ 3d2 ഇത് കളേർഡ് ആണ്. ടൈറ്റാനിയം 2+ കളേർഡ് ആണ്. ഇത് ഇവരെന്താ ചോദിച്ചത്? കളറാണ് ചോദിച്ചത്. ടൈറ്റാനിയം 2+ കളേർഡ് ആണ്. Fe2+ 4s0 3d 4s2 3d6 ആയിരുന്നു. അപ്പൊ Fe2+ ആവുമ്പോൾ 4s0 3d6 കളേർഡ് ആണ്. അതേപോലെ സ്കാൻഡിയം 3+ 3d0 കളർലെസ് ആണ്. വലതുഭാഗത്ത് ഞാൻ കാണിക്കുന്ന കളർലെസ് ആണ് 3d0. ആൻഡ് വനേഡിയം 3+ വനേഡിയം
4s2 3d4 ആണ്. വനേഡിയം 3+, 4s0 3d3 കളേർഡ് ആണ്. Cu2+, 4s0 3d9 കളേർഡ് ആണ്. കളർ അല്ലാത്ത ആളുകൾ Cu+ D10 കളർലെസ് ആണ്. സ്കാൻഡിയം 3+, ടൈറ്റാനിയം 4+, ടൈറ്റാനിയം 4+ D0 ആണ്, കളർലെസ് ആണ്. അപ്പൊ കളേർഡ് ആയിട്ടുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. യെസ് യെസ് സർ, ബോർഡ് ക്ലിയർ ആവുന്നില്ല. ബോർഡ് ക്ലിയർ ആവണമല്ലോ, ബോർഡ് ക്ലിയർ ആവണമല്ലോ. ഒന്ന് നോക്കൂ, നെക്സ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. ടൈറ്റാനിയം 2+ 3d2, Fe2+ 3d6 പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉണ്ട്. വനേഡിയം 3+ 3d3 പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉണ്ട്. മൈനസ് ചെയ്യേണ്ട M2+ ആകുമ്പോൾ 2 ഇലക്ട്രോൺ ആകുമോ? M2+ എന്ന് പറയുമ്പോൾ 4s0, യെസ് M2+, ഈ ക്വസ്റ്റ്യനിലാണുള്ളത്. യെസ് 4s0, 4s2 3d7 ആണ്. അന്ന് M2+ ആകുമ്പോൾ 4s0 3d7. ഓക്കെ, ഇപ്പൊ കളർലെസ് അയോണും കളേർഡ് അയോണും ഞാൻ ഇപ്പോൾ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് മക്കളെ. The catalyst used in the Wacker process for the oxidation of ethine to ethanol. ഒരൊറ്റ കുട്ടി മറക്കരുത്, പലേഡിയം ക്ലോറൈഡ്. വാക്കർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് PdCl2. അരമാർക്കിനായിട്ട് ചോദിക്കുന്നതാണ്. വാക്കർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് PdCl2, പലേഡിയം ക്ലോറൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ക്രോമൈറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ. യെസ്, പ്രിപ്പറേഷൻ പഠിക്കാൻ തയ്യാറായിക്കോ. ഞാനിപ്പോൾ ചെല്ലി പഠിപ്പിക്കാൻ പോവാണ്. പൊട്ടാസ്യം ക്രോമൈറ്റ് പ്രിപ്പയർ ചെയ്യാം ഫ്രം ക്രോമൈറ്റ് ഓർ. ഈ പ്രിപ്പറേഷൻ ഇവിടെ ഇതാ, നമ്മൾ ഇനി നാളത്തെ എക്സാമിന് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ, പൊട്ടാസ്യം ക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് നമ്മൾ ആൻസർ ചെയ്തിരിക്കും. എന്താണ് ചോദിച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ പൊട്ടാസ്യം ക്രോമേറ്റ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്രോമൈറ്റ് ഓറിനെ അഥവാ അയൺ ക്രോമേറ്റ് FeCr2O4, അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റുമായി ട്രീറ്റ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് എയർ നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടുന്നു. സോഡിയം ക്രോമേറ്റ് പ്ലസ് Fe2O3 പ്ലസ് 8CO2. ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. 4 FeCr2O4 പ്ലസ് 8 Na2CO3 പ്ലസ് 7O2 gives 8 Na2CrO4 പ്ലസ് 2 Fe2O3 പ്ലസ് 8 CO2. മറക്കല്ലേ, അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ക്രോമേറ്റ് മറക്കല്ലേ, അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ക്രോമേറ്റ്, അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ക്രോമേറ്റ്. അപ്പൊ എഴുതുന്നു അയൺ ക്രോമേറ്റ് ഈസ് റിയാക്ട് വിത്ത് സോഡിയം കാർബണേറ്റ് ഇൻ പ്രസൻസ് ഓഫ് എയർ, സോഡിയം ക്രോമേറ്റ്. സോഡിയം ക്രോമേറ്റിനെ ഇനി സോഡിയം ഡൈക്രോമേറ്റ് ആക്കണം. ആദ്യം നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടി, ഇനി അതിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കണം, പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ഡൈക്രോമേറ്റ്, സോഡിയം ക്രോമേറ്റ്, അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ക്രോമേറ്റ്, അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ക്രോമേറ്റ്. ആ സോഡിയം ക്രോമേറ്റിനെ നമ്മൾ അസിഡിഫിക്കേഷൻ നടത്തുന്നു. സോഡിയം ക്രോമേറ്റ് Na2CrO4 ഓൺ അസിഡിഫിക്കേഷൻ നടത്തിയാൽ സോഡിയം ഡൈക്രോമേറ്റ് Na2Cr2O7, സോഡിയം ഡൈക്രോമേറ്റ്. അപ്പൊ സോഡിയം ക്രോമേറ്റ് സോഡിയം ഡൈക്രോമേറ്റ് ആയി ഓൺ അസിഡിഫിക്കേഷൻ. ആസിഡ് ആഡ് ചെയ്യുന്നു, സോഡിയം ഡൈക്രോമേറ്റ് ആയി മാറുന്നു. ദാറ്റ് സോഡിയം ഡൈക്രോമേറ്റ് വിത്ത് KCl. യെസ്, സോഡിയം ഡൈക്രോമേറ്റും KCl-ഉം പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ബൈ പ്രൊഡക്റ്റ് 2NaCl, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. യെസ് യെസ് യെസ്. അപ്പൊ ഈ സ്റ്റെപ്പിന് മറക്കല്ല പരീക്ഷയ്ക്ക്. സോ അയൺ ക്രോമേറ്റ് സോഡിയം കാർബണേറ്റ് എയർ, സോഡിയം ക്രോമേറ്റ് അസിഡിഫിക്കേഷൻ, സോഡിയം ഡൈക്രോമേറ്റ് KCl, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ആണോ, മൈൻഡിൽ വേണം.
അയൺ ക്രോമേറ്റ്, സോഡിയം കാർബണേറ്റ്, എയർ, സോഡിയം ക്രോമേറ്റ് അസിഡിഫിക്കേഷൻ, സോഡിയം ഡൈക്രോമേറ്റ് KCl, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പ്രിപ്പറേഷൻ മറക്കരുത്. 3 സ്റ്റെപ്പിന്റെ ആ പ്രിപ്പറേഷന്റെ മക്കൾ മറക്കരുത്. നമ്മൾ അവസാനത്തെ ചോദ്യങ്ങളിലോട്ട് പോവുകയാണ് മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ കൂടുതൽ സമയം നമ്മൾ പഠിപ്പിക്കുന്നില്ല. യെസ് എല്ലാവരും ഷെയർ ചെയ്യ്, ആൻസർ പറയൂ. ഹൗ വിൽ യു പ്രിപ്പയർ KMnO4 ഫ്രം MnO2? ഹൗ വിൽ യു പ്രിപ്പയർ? Yes. How will you prepare KMnO4 from MnO2? KMnO4 MnO2 എങ്ങനെ പ്രിപ്പയർ ചെയ്യും? വെരി ഇമ്പോർട്ടന്റ് ആണ്. MnO2 is treated with KOH in presence of air. അപ്പോൾ നമുക്ക് K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടും. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ നമ്മൾ അസിഡിഫിക്കേഷൻ നടത്തുന്നു. അസിഡിഫിക്കേഷൻ നടത്തിയാൽ അത് പെർമാംഗനേറ്റ് ആവും, 2MnO4-. അതിന് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്തിയാൽ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം നടത്തിയാലും MnO4- കിട്ടും. ഇത് ഓർത്ത് വെച്ചോ. KMnO4ന്റെ പ്രിപ്പറേഷൻ ഓർത്ത് വെച്ചോ. KMnO4 എന്ന് പറഞ്ഞാൽ MnO4-. അതിന്റെ പ്രിപ്പറേഷൻ MnO2 പൈറോലുസൈറ്റ് MnO2 പൈറോലുസൈറ്റും KOHും എയറിന്റെ പ്രസൻസിൽ പൊട്ടാസ്യം മാംഗനേറ്റ്, MnO2 KOH എയറിൽ പൊട്ടാസ്യം മാംഗനേറ്റിനെ അസിഡിഫിക്കേഷൻ നടത്തിയാലും MnO4- കിട്ടും. ദിസ് ഈസ് ദ കോമൺ മെത്തേഡ്. ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ കൊമേഴ്ഷ്യൽ മെത്തേഡ്. ഓക്കെ. അപ്പോൾ MnO2-വിനെ KOHുമായി ട്രീറ്റ് ചെയ്താൽ എയറിന്റെ പ്രസൻസിൽ K2MnO4, അതിന് അസിഡിഫിക്കേഷൻ നടത്തിയാൽ MnO4-. അതിന് ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ നടത്തിയാലും MnO4-. ഈ രൂപത്തിൽ ആ പ്രിപ്പറേഷൻ ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ? ഗിവ് റീസൺ. യെസ്, കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങി വരിക. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, ലാന്തനോയിഡിന്റെ സൈസ് കുറഞ്ഞു വരുന്നതിനെയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ലാന്തനോയിഡ്സ് ആർ ഗ്രാജുവലി ഡിക്രീസിംഗ് ഫ്രം ലന്താനം ടു ലുട്രീഷ്യം. ഇറ്റ് ഈസ് നോൺ ആസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ തെറ്റൂല. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങി വരിക, ചെറുതായി വരിക. ലാന്തനോയിഡിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. സൈസ് ഓഫ് ലാന്തനോയിഡ് ഡിഗ്രീസ് ഈസ് നോൺ ആസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഗിവ് റീസൺ. ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ റീസൺസ്. റീസൺ ഫോർ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഈസ് the reason for lanthanoid contraction is poor shielding of d and f orbital. Poor shielding of d and f orbital. Lanthanoid contraction the reason adana lanthanoid contraction. Write any consequence of lanthanoid contraction. Lanthanoid contraction the consequence edana parayunnathu. Write any, yes ellarum live il va. Write any two consequence of lanthanoid contraction. Very important rendu question. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ റീസൺ എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഒരു കോൺസിക്വൻസ് എന്താന്ന് ചോദിച്ചാൽ സെക്കൻഡ് ആൻഡ് തേർഡ് സീരീസ്, സെക്കൻഡ് സീരീസിലെയും തേർഡ് സീരീസിലെയും എലമെന്റ്സ് in a particular group have similar size. Have similar size. Size similar ആയിരിക്കും. അതാണ് സിർക്കോണിയം, ഹാഫ്നിയം ഓൾമോസ്റ്റ് സിമിലർ സൈസ്. നിയോബിയം, ടെൻഡാലം ഓൾമോസ്റ്റ് സിമിലർ സൈസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, സിർക്കോണിയം ഹാഫ്നിയവും ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആവാൻ കാരണം എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ.
ഒരു കോൺസിക്വൻസ്. അടുത്തൊരു കോൺസിക്വൻസ്, ഇവിടെ സൈസ് സിമിലർ ആയതുകൊണ്ട് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ്. ഇവയെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ്. ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസ് ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. സിർക്കോണിയം, ഹാഫ്നിയം ഹാവ് ഓൾമോസ്റ്റ് സിമിലർ സൈസ്. വൈ? ദ ആൻസർ ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺ. യെസ്, നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയോൺസ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺ. ഈ സ്ട്രക്ചർ എല്ലാവർക്കും അറിയുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തതായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ ആൾഡിഹൈഡുമായിട്ട് HM സാർ ലൈവിൽ വരികയാണ്. 45 സ്റ്റുഡൻസ് ഇപ്പൊ ലൈവിലുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യൂ. ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് HM സാർ ലൈവിൽ വരികയാണ്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺ. ക്രോമേറ്റ് അയോൺ CrO4 - അപ്പൊ നിങ്ങൾ വരയ്ക്കേണ്ടത് ക്രോമിയത്തെ വരച്ചിട്ട് ടെട്രാഹീഡ്രലായിട്ട് ക്രോമിയത്തെ വരച്ചിട്ട് 4 ഓക്സിജൻ കൊടുക്കുക. എന്നിട്ട് 2- ചാർജ് കൊടുക്കുക. ദിസ് ഈസ് ക്രോമേറ്റ് അയോൺ. ഡൈക്രോമേറ്റ് അയോൺ വരയ്ക്കുമ്പോൾ 2 ക്രോമിയം വരയ്ക്കുക. എന്നിട്ട് CrO ബോണ്ട് കൊടുക്കുക. 2 ടെട്രാഹീഡ്രൽ പരസ്പരം CrO ബോണ്ടിലൂടെ കൂടിച്ചേർന്നത് പോലെ വരയ്ക്കുക. 2- ചാർജ് കൊടുക്കുക. 2 ക്രോമിയം CrO ബോണ്ട്, 3 ഓക്സിജൻ. ഓരോ ക്രോമിയത്തുമ്പിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ടെട്രാഹീഡ്രൽ ആണത്. -2 ചാർജ് കൊടുക്കുക. ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ. ഓക്കെ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് മാംഗനേറ്റ് ആൻഡ് പെർമാംഗനേറ്റ്. മാംഗനേറ്റ് അയോൺ MnO4 2- മാംഗനേറ്റ് അയോൺ. പെർമാംഗനേറ്റ് അയോൺ MnO4-. യെസ് 45 സ്റ്റുഡൻസ് ഓൺ ലൈവ്. HM സാർ ഇതാ വരുന്നു. MnO4-. അപ്പൊ 2 മാംഗനീസും ഒന്നും 4 ഓക്സിജന് കൊടുക്കുക. 2- ചാർജ് ഉണ്ടെങ്കിൽ 2- ചാർജ്. 1- ചാർജ് ആണെങ്കിൽ 1 ഓക്സിജന് മാത്രം നെഗറ്റീവ് ചാർജ് കൊടുക്കുക. രണ്ടും ടെട്രാഹീഡ്രൽ ആണ്. യെസ് HM സാർ, രണ്ടും ടെട്രാഹീഡ്രൽ ആണ്. ഓക്കെ. അപ്പൊ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ വെരി ഇമ്പോർട്ടന്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. HM സാർ ഇതാ ലൈവിൽ വന്നു കഴിഞ്ഞു. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഒന്ന് സ്ലൈഡ് എടുത്തോട്ടെ. ഓർഗാനിക് കെമിസ്ട്രി വേണമെന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈവിലോട്ട് വരിക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് HM സാർ ഇന്ന് പൊളിക്കും. ഇന്ന് HM സാർ എടുക്കുന്ന ഭാഗത്തു നിന്നല്ലാത്തൊരു ചോദ്യം നാളത്തെ എക്സാം ഹാളിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത്രയ്ക്കും അദ്ദേഹം ഈ 3-4 ദിവസം ഇരുന്ന് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു. ദുബായിലായിരുന്നു എന്ന് മാത്രം. എനിവേ മക്കള് പൊളിക്ക്, അടിപൊളിയാക്കിട്ട എല്ലാവരും ഷെയർ ചെയ്യേ, ലിങ്ക് ഷെയർ ചെയ്യൂ. യെസ് മക്കളെ റെഡിയാണ്. ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യണേ പെട്ടെന്ന് കേട്ടോ. ഓക്കെ, റെഡി. യെസ്, ഒന്ന് സ്ലൈഡ് എടുത്തോട്ടെ. ഓക്കെ ആണ്. യെസ് യെസ് മക്കളെ റെഡി. ഇപ്പൊ എന്താ ചാപ്റ്ററിന്റെ പേര് ഏതാണ് മക്കളെ? ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. നമുക്ക് പഠിക്കാനുള്ള ഓർഗാനിക് ചാപ്റ്ററിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ? ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഓക്കെ, യെസ്. ഒന്ന് ഷെയർ ചെയ്തടാ, മാക്സിമം ഷെയർ ചെയ്ത് പെട്ടെന്ന്. നോമ്പ് തുറക്കാൻ ബ്രേക്കൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേ, ഒന്ന് കാണട്ടെ എല്ലാവരും. ഹായ്. ഹൗ വാസ് യുവർ ട്രിപ്പ് സ്നേഹ? അടിപൊളിയായിരുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ്. നിഷിത ഗുഡ് ഈവനിങ് ഓൾ. റെഡി. യെസ് മക്കളെ, ഓക്കെ ആണ്. റെഡി. എടാ അപ്പം എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറയാ? ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ കയ്യിലെടുത്ത് വെക്കുക. ചുമ്മാ ലൈവ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കരുത്. ഓർഗാനിക് റിയാക്ഷൻസ് ആകുമ്പോൾ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, എന്നാലും നമുക്ക് നാളെ എക്സാമുകളിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ കൂടെ എഴുതി പഠിച്ച് മുന്നോട്ട് പോവുക. ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് ഈ ചാപ്റ്റർ സെറ്റാക്കി എടുക്കാം. ഓക്കെ, റെഡി. യെസ്.
ഒന്ന് ഷെയർ ചെയ്തേ. ഗുഡ് ഈവനിങ് ഓൾ. അലീന ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ് റെഡി. എടാ മക്കളെ, അപ്പോൾ ഞാനിതാ ചോദ്യങ്ങളിലൂടെ ഈ ചാപ്റ്ററിന്റെ തിയറി അങ്ങ് കവർ ചെയ്യുക കേട്ടോ, പേടിക്കേണ്ട കാര്യമില്ല. സോ വൈ ആർ കീറ്റോൺസ് ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്സ്? എന്താണ് കീറ്റോണുകൾ ആൽഡിഹൈഡുകളെക്കാൾ റിയാക്ടിവിറ്റി കുറയാനുള്ള കാരണം? വൈ ആർ കീറ്റോൺസ് ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്സ്? 2 പോയിന്റുകളാണ് പറയേണ്ടത്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്തുകൊണ്ട് കീറ്റോണുകൾ ആൽഡിഹൈഡുകളെക്കാൾ ലെസ് റിയാക്റ്റീവ് ആണ്? അതിനുള്ള ഒന്നാമത്തെ കാരണം ശ്രദ്ധിക്കണം മക്കളെ. കീറ്റോണിന്റെ ഫോർമുല ഒന്ന് പറയാവോ? എന്താ കീറ്റോണിന്റെ ഫോർമുല? കീറ്റോൺ എന്ന് പറയുമ്പം RCOR ആണ് അല്ലേ? RC ഡബിൾ ബോണ്ട് OR. എന്നാൽ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ RC ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. അപ്പോൾ ആൽഡിഹൈഡിൽ ഈ കാർബോണൽ ഗ്രൂപ്പിന്റെ ഒരു വശത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളൂ, മറുവശത്തെ ഹൈഡ്രോജൻ ആറ്റമാണ്. എന്നാൽ നമ്മുടെ കീറ്റോണിനെ സംബന്ധിച്ച് ഈ കാർബോണൽ ഗ്രൂപ്പിന്റെ ഇരുവശത്തും ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. എന്ത് ഗ്രൂപ്പുകളാണ് പറഞ്ഞ മക്കളെ? ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. സോ കീറ്റോൺസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസിൽ ലെസ് റിയാക്റ്റീവ് ആവാനുള്ള ഒന്നാമത്തെ കാരണം ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അത് നിങ്ങൾ എഴുതി വെക്കണം. എന്താണ് +I എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്? എന്താണ് അത് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ അതങ്ങ് ചാമ്പിയേക്കണം. +I എഫക്റ്റ് ഓഫ് ഏത് ഗ്രൂപ്പ് പറഞ്ഞേ? ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പുകൾ കൂടുതൽ വരുമ്പോൾ മോർ +I എഫക്റ്റ് ഉണ്ടാവും. കൂടുതൽ +I എഫക്റ്റ് വന്നാൽ കാർബണിന്റെ പോസിറ്റീവ് പൊളാരിറ്റി കുറയും. അപ്പോൾ ന്യൂക്ലിയോഫൈൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് കുറയും. ഒന്നും പേടിക്കേണ്ട. കാർബണ് ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ആ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് സ്ലോ ഡൗൺ ചെയ്യപ്പെടും ഇൻ പ്രസൻസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. എന്തേ കാരണം? ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നാൽ ഈ പോസിറ്റീവിന്റെ അളവ് കുറയും. പോസിറ്റീവിന്റെ അളവ് കുറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ അട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് കുറയും. റെഡിയാണ്? സോ വൈ ആർ കീറ്റോൺസ് ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്സ്? പോയിന്റ് നമ്പർ 1, +I എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. എഴുതി വെച്ച മക്കളെ. ഓർ ഇലക്ട്രോൺ റിലീസിംഗ് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ കാരണം പറയട്ടെ മക്കളെ. ദാ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗ്ഗർ ഗ്രൂപ്പാണ്. എന്നാൽ ആൽഡിഹൈഡില് ഒരെൻഡിൽ എന്തായാലും വളരെ ചെറിയ ഹൈഡ്രോജൻ ആറ്റം ഉള്ള. സോ വളരെ ചെറിയ ഹൈഡ്രോജൻ ആറ്റം ഇവിടെ നിൽക്കുമ്പം ന്യൂക്ലിയോഫൈലിന് എളുപ്പം വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യാം. എന്നാൽ കീറ്റോൺസിനെ സംബന്ധിച്ച് ഈ കാർബോണൽ ഗ്രൂപ്പിന്റെ ഇരുവശങ്ങളിലും ബിഗ്ഗർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള. ആൻഡ് ഈ ബിഗ്ഗർ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സാന്നിധ്യം ന്യൂക്ലിയോഫിലിക് അറ്റാക്കിനെ തടസ്സപ്പെടുത്തും. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെറിക് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. എന്താണ് പറഞ്ഞ മക്കളെ? സ്റ്റെറിക് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കണം. എന്താ അത്? സ്റ്റെറിക് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. പെട്ടെന്ന് നോട്ട് ചെയ്തേ. ഓക്കെ. അപ്പൊ 2 കാരണം വൈ ആർ കീറ്റോൺസ് ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്സ്? മക്കളെ, വെൻ ബിഗ്ഗർ ഗ്രൂപ്പ് കംസ് റിയാക്ടിവിറ്റി ഡിക്രീസസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കീറ്റോണിൽ ഈ കാർബോണൽ ഗ്രൂപ്പിന്റെ ഈ ഭാഗത്ത് മീഥൈൽ വരുമ്പോഴാണോ ആ റിയാക്ടിവിറ്റി കുറയുക? ഈഥൈൽ വരുമ്പോഴാണ്. പ്രൊപ്പൈൽ വരുമ്പോൾ അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറയും. സോ വലിയ ഗ്രൂപ്പുകൾ വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറയും. ആൻഡ് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്? ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. ഇനി ആൽഡിഹൈഡുകൾ തന്നെ എടുക്കുമ്പോൾ ബിഗ്ഗർ ആൽഡിഹൈഡ്സ് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. ക്ലിയർ ആണ്? സോ റിയാക്ടിവിറ്റി ഓർഡർ അതിലേക്ക് വരുന്നതിന് മുമ്പ് വൈ ആർ കീറ്റോൺസ് ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്? 2 പോയിന്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 മാർക്ക് നേടുന്നു. 1 +I എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, 2 സ്റ്റെറിക് എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ 2 പോയിന്റ് അങ്ങ് പഠിച്ചു കൊടുത്തേക്കണം. റെഡി? യെസ്. അഞ്ജിത മിസ് വരും കേട്ടോ, പേടിക്കേണ്ട. അഞ്ജിത മിസ് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ മോനെ? യെസ്. എടാ മക്കളെ, അപ്പൊ അടുത്തത് arrange CH3COCH3 HCHO CH3CHO in the decreasing order of their reactivity towards HCN. HCN എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. HCN-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. അത്രേ ഉള്ളൂ. HCN അഡീഷൻ ആവട്ടെ, ഗ്രിഗനാർഡ് റിയേജന്റ് റിയാക്ഷൻ ആവട്ടെ, ഇതൊക്കെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. എന്താ റിയാക്ഷൻ എന്നുള്ളത് ജസ്റ്റ് ചെയ്യണമെന്ന് പറയാം മക്കളെ. ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും ബോത്ത് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ദിസ് ഗ്രൂപ്പ്, കാർബോണൈൽ ഗ്രൂപ്പ്. ഇതിലേക്ക് നമ്മൾ HCN ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ HCN ആരാ? ന്യൂക്ലിയോഫൈല്. ഞാൻ നേരത്തെ പറഞ്ഞു HCN ന്യൂക്ലിയോഫൈല് CN- ആണ്.
എന്നാൽ കാർബോണൽ കാർബണ് പോസിറ്റീവ് പൊളാരിറ്റി. അപ്പൊ ഈ CN- കാർബോണൽ കാർബൺ അറ്റാക്ക് ചെയ്യുന്നു. ചോദിക്കട്ടെ, നിലവിൽ കാർബണിന്റെ എല്ലാ ബോണ്ടുകളും കംപ്ലീറ്റഡ് ആണ്, ഇതൊരു സ്റ്റേബിൾ മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ CN- ഇവിടേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതിലെ പൈ ബോണ്ട് എന്ത് ചെയ്യണം പറഞ്ഞേ, ബ്രേക്ക് ചെയ്യണം. ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് CN- കാർബോണൽ കാർബണിലേക്ക് ജോയിൻ ചെയ്യും. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ H+ വന്നിട്ട് ഈ ഓക്സിജന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഡബിൾ ബ്രേക്ക് ചെയ്യുക, ഒന്നിലേക്ക് CN- ചേർക്കുക, മറ്റേതിലേക്ക് H+ ചേർക്കുക. അപ്പൊ എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഒന്ന് പറയട്ടെ മക്കളെ. ഡബിൾ അങ്ങ് ബ്രേക്ക് ചെയ്തോ, എന്നിട്ട് കാർബോണൽ കാർബണിൽ CN വന്നു, ഓക്സിജന്റെ മുകളിൽ H വന്നു. ആ ഡബിൾ ബ്രേക്ക് ചെയ്തു, HCN ആഡ് ചെയ്യപ്പെട്ടു. ആൻഡ് ഉണ്ടായ ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് സയനോഹൈഡ്രീൻ. സയനോഹൈഡ്രീൻ. റെഡി? അപ്പൊ HCN അഡീഷൻ ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ HCN-ഉമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞ മക്കളെ, പേരാണ് എന്ത്? സയനോഹൈഡ്രീൻ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരൂ. അറേഞ്ച് CS3CO CS3 HCHO and CS3CHO in the decreasing order of their reactivity towards HCN. അപ്പൊ എന്താ മക്കളെ, ഇവിടുത്തെ റിയാക്ടിവിറ്റി ഓർഡർ ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഏതാ റിയാക്ടിവിറ്റി ഓർഡർ? ചോദിക്കട്ടെ, ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്? ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ്? നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്. അപ്പൊ തന്നതില് രണ്ടുപേര് ആൽഡിഹൈഡ് ആണ്. ഇതും ആൽഡിഹൈഡ്, ഇതും ആൽഡിഹൈഡ്. ഇത് ആൽഡിഹൈഡ്, ഇതും ആൽഡിഹൈഡ്. ഇവരുടെ പേര് മെത്തനാള്, എന്നതിന്റെ പേര് എത്തനാള്. ചോദ്യം, മെത്തനാളാണോ എത്തനാളാണോ മോർ റിയാക്റ്റീവ്? മെത്തനാളാണോ എത്തനാളാണോ മോർ റിയാക്റ്റീവ്? വെൻ ബിഗർ ഗ്രൂപ്പ് കംസ് reactivity decreases. That will hinder the attack of nucleophile. അപ്പോൾ നിങ്ങൾ പറ, HCHO ആണോ CS3CHO ആണോ മോർ റിയാക്റ്റീവ്? HCHO ആണ്. അപ്പൊ ഏറ്റവും റിയാക്റ്റീവ് HCHO. അത് കഴിഞ്ഞാൽ CH3CHO. ആൻഡ് അതും കഴിഞ്ഞിട്ടേ നമ്മൾ കീറ്റോൺ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ ഒരുമിച്ച് തന്നിട്ട് റിയാക്ടിവിറ്റി ഓർഡർ ചോദിച്ചാൽ മക്കൾ ചെയ്യേണ്ട കാര്യം ആദ്യം ആൽഡിഹൈഡുകൾ എഴുതി വെക്കുക, എന്നിട്ട് കീറ്റോൺ എഴുതാൻ പാടുള്ളൂ. ആൽഡിഹൈഡ് ആണ് കീറ്റോണിനേക്കാൾ മോർ റിയാക്റ്റീവ്. ആൻഡ് ആൽഡിഹൈഡ് തന്നെ സ്മോളർ ആൽഡിഹൈഡ്സ് ആണ് മോർ റിയാക്റ്റീവ്. ബിഗർ ഗ്രൂപ്പ് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഷെയർ ചെയ്ത ക്ലാസ്സിന്റെ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തേ. ഓക്കെ, റെഡി മക്കളെ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. എക്സ്പ്ലെയിൻ ആൽഡോൾ കണ്ടൻസേഷൻ ടേക്കിംഗ് CH3CHO ആസ് എൻ എക്സാമ്പിൾ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. CH3CHO വെച്ച് തന്നെയാണ് നമ്മളോട് കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. റെഡിയാ? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ആൽഡോൾ കണ്ടൻസേഷൻ ടേക്കിംഗ് CH3CHO ആസ് എൻ എക്സാമ്പിൾ. അപ്പൊ ആദ്യ ചോദ്യം, ആരാണ് ആൽഡോൾ കണ്ടൻസേഷൻ കാണിക്കുന്നത്? എങ്ങനെയുള്ള ആളുകളാണ് ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ കാണിക്കുക? എന്താ മക്കൾ ഉത്തരം? ആൽഡിഹൈഡുകളും കീറ്റോണുകളും കാണിക്കുന്ന റിയാക്ഷൻ ഇത്. എങ്ങനെയുള്ള ആൽഡിഹൈഡും കീറ്റോണുമാണ്? ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. സോ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ ആണ് ഈ റിയാക്ഷൻ കാണിക്കുന്ന ആളുകൾ. സോ ദിസ് റിയാക്ഷൻ aldol condensation is given by aldehydes and ketones containing alpha hydrogen. അപ്പൊ എന്താ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ? ഇതാ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്കൊക്കെ സാറ് പറഞ്ഞുതരാം, ഒന്നും പേടിക്കണം, നോക്കിക്കോളൂ. ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും രണ്ടിലും ഈ ഗ്രൂപ്പ് ഉണ്ട്, കാർബോണൽ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന്റെ പേരാണ് ആൽഫ കാർബൺ. ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ. ആൻഡ് ആൽഫ കാർബണിലുള്ള ഹൈഡ്രജന്റെ പേരാണ് ആൽഫ ഹൈഡ്രോജൻ. ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജന്റെ പേരാണ് ആൽഫ ഹൈഡ്രോജൻ. ക്ലിയർ ആണോ? ഇയാളുടെ പേര്, ഇയാൾ കാർബോണൽ കാർബൺ ആണ്. കാർബോണൽ കാർബൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിൽ അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജന്റെ പേര് ആൽഫ ഹൈഡ്രോജൻ. റെഡിയാണോ? അപ്പൊ ആരാ ഈ റിയാക്ഷൻ കാണിക്കുന്നത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രോജൻ. എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളൊന്ന് പറ, CH3CHO എന്ന് പറയുമ്പം ഇയാളിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയാവോ? CH3CHO എന്ന് പറയുന്ന എത്തനാളിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? എന്താ ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്.
ഇയാൾ അറ്റാച്ച് ചെയ്ത കാർബൺ, ഇതിന്റെ പേര് ആൽഫ കാർബൺ. ആൽഫ കാർബണിലുള്ള ഹൈഡ്രജന്റെ പേരാണ് ആൽഫ ഹൈഡ്രോജൻ. ഇതാണ് ആൽഫ കാർബൺ എങ്കിൽ ദിസ് കാർബൺ ഹാസ് ഗോട്ട് 3 ഹൈഡ്രോജൻ ആറ്റംസ്. സോ എത്തനാളില് എത്ര ആൽഫ ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട് മക്കളെ? 3 ആൽഫ ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട്. ക്ലിയർ ആണോ? എന്നാൽ പ്രൊപ്പനാൾ എടുത്താലോടാ, പ്രൊപ്പനാള് CH3 CH2 CHO, ഇതിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറഞ്ഞേ? ഇതിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇയാൾ അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പൊ എത്ര ആൽഫ ഹൈഡ്രജനാ ഉള്ളത്? യെസ്, 2 ആൽഫ ഹൈഡ്രജനാ ഉള്ളത്. ക്ലിയർ ആണ്? സ്നേഹ മോളെ റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ HCHO എടുത്താലോ, മെത്തനാൾ എടുത്താലോ, മെത്തനാൾ അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡ് എടുത്താൽ ഇതിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? കമന്റ് ചെയ്യടാ. HCHO, മെത്തനാൾ അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡില് സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ റിയാക്ഷൻ എഴുതിയാൽ മാർക്ക് കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. റെഡിയാ? റിയാക്ഷൻ എഴുതുമ്പോൾ തന്നെ അത് എക്സ്പ്ലനേഷൻ ആണ്, പേടിക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറ? CH3 CHO, HCHO, മെത്തനാൾ എന്താ പറഞ്ഞത്? മെത്തനാളില് ആൽഫ ഹൈഡ്രജൻ എത്ര ഉണ്ടോ? ഇല്ല, കാരണം ആകെ ഒരു കാർബണേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് അവർ കാർബോണൽ കാർബൺ. ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ മാത്രമേ ഉള്ളൂ, നോ അതർ കാർബൺ. ആൽഫ കാർബൺ തന്നെ ഇല്ല, അപ്പൊ ആൽഫ ഹൈഡ്രജനും ഇല്ല. സോ ഫോമാൽഡിഹൈഡ് ഹാസ് നോ ആൽഫ ഹൈഡ്രജൻ. റെഡി? ഫോമാൽഡിഹൈഡില് ആൽഫ ഹൈഡ്രജൻ ഇല്ല. അസെറ്റാൽഡിഹൈഡില് 3 ആൽഫ ഹൈഡ്രജൻ. പ്രൊപ്പനാളില് 2 ആൽഫ ഹൈഡ്രജൻ. ക്ലിയർ ആണോ? അങ്ങനെയാണ്. ദൂടൊന്ന് പറ, ബെൻസാൽഡിഹൈഡിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ബെൻസാൽഡിഹൈഡിൽ എത്ര ആൽഫ ഹൈഡ്രജൻ? മക്കളെ, ഇതാണ് നമ്മുടെ കാർബോണൽ കാർബൺ. ഈ കാർബൺ ഇതാണ് കാർബോണൽ കാർബൺ, ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിൽ ഓൾറെഡി 4 ബോണ്ടുകൾ ഉണ്ട്, 1 2 3 4. അതിന്റെ മുകളിൽ ഹൈഡ്രജൻ ഇല്ല. സോ നോ ആൽഫ ഹൈഡ്രജൻ. ബെൻസാൽഡിഹൈഡ് ഹാസ് നോ ആൽഫ ഹൈഡ്രജൻ. എന്നാൽ അസെറ്റാൽഡിഹൈഡിലും പ്രൊപ്പനാളിലും ഒക്കെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ക്ലിയർ ആണ്? ക്ലിയർ? അലീന കൃഷ്ണ, ഗുഡ്. സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. റെഡി? യെസ്. സ്നേഹ റെഡി? എടാ മക്കളെ, അപ്പൊ ആരാ ആൽഡോൾ കണ്ടൻസേഷൻ കാണിക്കുന്നത്? റെഡി ആയിക്കോ. ആൽഡോൾ കണ്ടൻസേഷന്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാന്നുള്ള പറയാൻ പോവാൻ. ആൽഡോൾ കണ്ടൻസേഷൻ is given by aldehydes and ketones containing alpha hydrogen. Aldehydes and ketones containing alpha hydrogen. അപ്പൊ എങ്ങനെയാ ആൽഡോൾ കണ്ടൻസേഷന്റെ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത്. ആൽഡോൾ കണ്ടൻസേഷന്റെ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്കാ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ മക്കളെ. ഞാൻ ആദ്യം പ്രൊപ്പനാളിന്റെ എഴുതാം. പ്രൊപ്പനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ്, അതായത് പ്രൊപ്പനാളിനെ ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഡയലൂട്ട് NaOH, ശേഷം കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടുക. ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടുക. അത് എഴുതാനുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത്. നോക്കൂ, നോമ്പായതുകൊണ്ടേ തൊണ്ടക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ലല്ലോ. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ എങ്ങനെ എഴുതാ? പ്രൊപ്പനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാ മക്കളെ? പറയട്ടെ. 2 പ്രൊപ്പനാൾ മോളിക്യൂളിനെ നിങ്ങൾ എഴുതാം. എന്താ പ്രൊപ്പനാളിന്റെ ഫോർമുല? പ്രൊപ്പനാളിന്റെ ഫോർമുല ഒന്ന് പറഞ്ഞേടാ, എന്നോട് പറഞ്ഞ മക്കളെ. ഏതാ ഫോർമുല? CH3 CH2 CHO. ഇതല്ലേ പ്രൊപ്പനാള്? ഇങ്ങനെ ഒരു പ്രൊപ്പനാൾ മോളിക്യൂൾ എഴുതാ. വീണ്ടും ഒരു പ്രൊപ്പനാളും കൂടെ എഴുതാം. റെഡി? അടുത്ത പ്രൊപ്പനാളിനെ സാർ എഴുതാണ്, നോക്കിക്കോണേ. CH3 CH2 CHO. മക്കളെ, ഇപ്പൊ ഞാൻ 2 പ്രൊപ്പനാൾ മോളിക്യൂളിനെയാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെ എഴുതിയെന്നറിയോ? ഒന്നാമത്തെ പ്രൊപ്പനാളിന്റെ കാർബോണൈൽ ഓക്സിജൻ, രണ്ടാമത്തെ പ്രൊപ്പനാളിന്റെ ആൽഫ കാർബണെ ഫേസ് ചെയ്യുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തത്. എങ്ങനെ? അതായത് ഒന്നാമത്തെ മോളിക്യൂളിന്റെ ഇവർ 2 പേര് ജോയിൻ ചെയ്യുന്ന റിയാക്ഷനായത് ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോഡക്റ്റ് എഴുതാനാണ് നമ്മൾ പറയുന്നത് ഡയലൂട്ട് NaOH ഫോളോഡ് ബൈ ഹീറ്റിംഗ്. റെഡി? എന്താ പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്ക് പറയട്ടെ. പ്രൊപ്പനാളിന്റെ 2 മോളിക്യൂൾ എഴുതുന്നു. ഒന്നാമത്തെ മോളിക്യൂളിന്റെ കാർബോണൈൽ ഓക്സിജൻ,
രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ കാർബൺ ഫേസ് ചെയ്യുന്ന രൂപത്തിൽ എഴുതണം. അതുകൊണ്ടാണ് ഇതാണല്ലോ ആൽഫ, ആ ആൽഫ കാർബണും ഈ കാർബോണിൽ ഓക്സിജനും ഫേസ് ചെയ്യുന്ന രൂപത്തിൽ എഴുതുക. മറ്റേ ഭാഗം ബ്രാഞ്ച് ആക്കി വെച്ചു. റെഡി? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഇവിടുന്ന് ഒരു ഓക്സിജനും ഈ 2 ഹൈഡ്രജനൂടെ എടുത്തങ്ങ് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. ഓക്സിജനും രണ്ടാമത്തെ കാർബൺ ആൽഫ കാർബൺ 2 ഹൈഡ്രജനും എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് അവർക്കിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുത്ത് ജോയിൻ ചെയ്യണം. ദാറ്റ് ഈസ് യുവർ ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ്. ഏതാ പ്രോഡക്റ്റ്? പറ. CH3 CH2 CH ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 CHO. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടിയത്. ക്ലിയർ ആണോ? പ്രൊപ്പനാളിന്റെ ആൽഡോൾ കണ്ടൻസേഷൻ ഏതാനാ പറഞ്ഞത്? നമ്മളോട് ചോദിച്ചത് എക്സ്പ്ലെയിൻ ആൽഡോൾ കണ്ടൻസേഷൻ ടേക്കിംഗ് CH3 CHO, അതായത് എത്തനാൽ ആസ് എൻ എക്സാമ്പിൾ എന്നാ പറഞ്ഞത്. എത്തനാൽ വെച്ചുകൊണ്ട് ആൽഡോൾ കണ്ടൻസേഷൻ എക്സാമ്പിൾ ആൽഡോൾ കണ്ടൻസേഷൻ പറയാനാ പറഞ്ഞത്. യെസ്. അപ്പൊ എത്തനാൽ വെച്ച് എങ്ങനെയാ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. എന്താ എത്തനാളിന്റെ ഫോർമുല? CH3 CHO. നിങ്ങൾ 2 എത്തനാളുകളും എഴുതിക്കോ. അടുത്ത എത്തനാളും കൂടെ എഴുതി. 2 എത്തനാളുകളും എഴുതിക്കോ. എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ മക്കളെ, ഒന്നാമത്തെ എത്തനാളിന്റെ കാർബോണിൽ ഓക്സിജൻ രണ്ടാമത്തെ എത്തനാളിന്റെ ആൽഫ കാർബണ് ഫേസ് ചെയ്യുന്ന രൂപത്തിൽ എഴുതണം. ആകെ ഇവിടെ ആൽഫ കാർബണേ ഉള്ളൂ, കാർബോണൽ കാർബണും ആൽഫ കാർബണേ ഉള്ളൂ. നോ അതർ കാർബൺ. ആൽഫ കാർബൺ ഇതാ രണ്ടാമത്തെ മോളിക്യൂളിന്റെ ആൽഫ, ഒന്നാമത്തെ മോളിക്യൂളിന്റെ കാർബോണിൽ ഓക്സിജൻ. ക്ലിയറാ? എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ മോളിക്യൂളിൽ നിന്ന് 2 ഹൈഡ്രജനും ഇവിടുന്ന് ഒരു ഓക്സിജനും എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് അവർക്കിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്താ ചെയ്ത? റിയാക്ഷനില് ആദ്യം ഡയലൂട്ട് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യണം. കിട്ടുന്ന ആൾഡോളിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടുക. റെഡി? അപ്പൊ എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ? CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CHO. റെഡിയാണോ? തീർച്ചയായിട്ടും പോസ്റ്റ് ആക്കാം. അത് ക്ലിയർ ആണ്. അപ്പൊ എന്തായാലും എത്തനാളിന്റെ ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എങ്ങനെ ചെയ്താന്ന് പഠിച്ച് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എത്തനാളെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. എത്തനാൾ നമ്മൾ ഇതുവരെ എക്സാമിന് എത്തനാൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, റൈറ്റ് the name reactions involved in the following conversions. CH3COCl നെ CH3CHO ആക്കുന്ന H2 bar PD barium sulfate. ഏതാ റിയാക്ഷൻ? റോസൻമൺസ് റിഡക്ഷൻ. ഇറ്റ് ഈസ് എ പാർഷ്യൽ റിഡക്ഷൻ മെത്തേഡ്. ഏതാ റിയാക്ഷന്റെ പേര്? റോസൻമൺസ് റിഡക്ഷൻ. റോസൻമൺസ് റിഡക്ഷൻ കണ്ട ഒന്നുമില്ല മക്കളെ. COCl നെ മാറ്റിയിട്ട് പകരം CHO കൊടുത്തോളൂ. അത്രേ ഉള്ളൂ. COCl നെ മാറ്റിയിട്ട് പകരം CHO കൊടുത്തോളൂ. ഏതാ ഇവിടെ റിയേജന്റ് ഉപയോഗിക്കുന്നത്? H2 bar PD ബേരിയം സൾഫേറ്റ്. ഇങ്ങനെ കണ്ടാൽ അതൊരു പാർഷ്യൽ റിഡക്ഷൻ ആണ്. ഇവിടെ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആള് റിഡക്ഷനെ ആൽഡിഹൈഡ് സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എന്തോട്ടെ, ഇതാണ് റോസൻമൺസ് റിഡക്ഷൻ. COCl മാറ്റുന്നു, പകരം CHO പ്ലേസ് ചെയ്യുന്നു. ഒരൊറ്റ എക്സാമ്പിൾ സാറ് പറയട്ടെ, അത് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എക്സാമ്പിളും കൂടെയാണ്. ഓക്കെ, നോക്കിയോ. ബെൻസീൻ റിംഗിൽ COCl. എന്റെ പേരാ ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ്. ആരോന്റെ മുകളിൽ മക്കളെ സാറ് എഴുതുന്നു H2 bar PD ബേരിയം സൾഫേറ്റ്. എന്താ പ്രോഡക്റ്റ് പറയാമോ മക്കളെ? COCl മാറ്റിക്കോ, പകരം CHO പ്ലേസ് ചെയ്തോ. COCl മാറ്റിക്കോ, പകരം CHO പ്ലേസ് ചെയ്തോ. അത്ര ചെയ്യാനുള്ളൂ. അപ്പൊ COCl റിംഗ് ഒന്ന് മാറ്റുന്നു, പകരം CHO പ്ലേസ് ചെയ്തിരിക്കുന്നു. കിട്ടിയ പ്രോഡക്റ്റിന്റെ പേരാണ് ബെൻസാൾഡിഹൈഡ്. എന്താ ആൽഡിഹൈഡാ? ബെൻസാൾഡിഹൈഡ് ആണ് പ്രോഡക്റ്റ് ഫോംഡ്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അമോണിയ ഡെറിവേറ്റീവിന്റെ റിയാക്ഷൻ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, റോസൻമൺസ് റിഡക്ഷൻ. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. അതിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. റോസൻമൺസ് റിഡക്ഷൻ ചെയ്തു. 2HCHO NaOH നേരോന്റെ മുകളിലുണ്ട്. ഇതിൽ HCO Na plus CH3OH.
ഏതാ റിയാക്ഷന്റെ പേര്? ദാറ്റ് ഈസ് കാനിസാരോ റിയാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ, കാനിസാരോ റിയാക്ഷൻ. ആരാ മക്കളെ കാനിസാരോ റിയാക്ഷൻ കാണിക്ക? കാനിസാരോ റിയാക്ഷൻ is given by aldehydes having no alpha hydrogen. കാനിസാരോ റിയാക്ഷൻ is given by aldehydes having no alpha hydrogen. അവിടെ തന്നെ 1 മാർക്ക് ചോദിക്കും. 4 ആൽഡിഹൈഡ് വന്നിട്ട് ഇതിലാരാണ് കാനിസാരോ റിയാക്ഷൻ തരുന്നത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുകൾ നൽകുന്ന റിയാക്ഷന്റെ പേരാണ് കാനിസാരോ റിയാക്ഷൻ. എന്താ പ്രോഡക്റ്റ് ചെയ്താനുള്ള ട്രിക്ക്? പ്രോഡക്റ്റ് ചെയ്താനുള്ള ട്രിക്ക് എക്സാക്ട് മെക്കാനിസം ഒന്നും വേണ്ട. പ്രോഡക്റ്റ് ചെയ്താനുള്ള ട്രിക്ക് എന്താണ്? ഒന്നുമില്ല മക്കളെ, നോക്കിക്കൊള്ളുക. ഇതാ എൻ്റെ കയ്യിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത, ശ്രദ്ധിക്കണേ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആൽഡിഹൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇയാളെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ എടുത്താൽ, കോൺസെൻട്രേറ്റഡ് NaOH അല്ലെ കോൺസെൻട്രേറ്റഡ് KOHന്റെ പ്രസൻസിൽ എടുത്താൽ റിയാക്ട് ചെയ്യപ്പെടുന്ന മോളിക്യൂൾസിന്റെ 50% ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് സോൾട്ട് ആയിട്ടും ബാക്കി 50% റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളായിട്ടും മാറുന്ന റിയാക്ഷന്റെ പേരാണ് കാനിസാരോ റിയാക്ഷൻ. ഈ ഉണ്ടായ പ്രോഡക്റ്റ് ആസിഡ് സോൾട്ട്, ഈ ഉണ്ടായ പ്രോഡക്റ്റ് ആൽക്കഹോൾ. അപ്പോൾ 2 മോളിക്യൂൾ എടുത്താൽ അതിൽ ഒരു മോളിക്യൂള് ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് സോൾട്ട് ആയി, ഒരു മോളിക്യൂൾ റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോൾ ആയി. ഇത്രേ ഉള്ളൂ. ദ ആൽഡിഹൈഡ് ആസിഡ് സോൾട്ട് ആയത് ഓക്സിഡേഷൻ, എന്ന ആൽഡിഹൈഡ് ആൽക്കഹോൾ ആവുന്ന റിഡക്ഷൻ. ഇറ്റ് ഈസ് എ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ or disproportionation reaction. It is called a Cannizzaro reaction. ഒന്നുമില്ല, ഈ ഹൈഡ്രോകാർബൺ പാർട്ട് അതുപോലെ കീപ്പ് ചെയ്യുന്നു. എന്താ പ്രോഡക്റ്റ് ചെയ്താലുള്ള ട്രിക്ക്? ആദ്യ പ്രോഡക്റ്റ് ചെയ്താൽ CHO മാറ്റിക്കോ, COONA പ്ലേസ് ചെയ്തോ. പക്ഷെ ഇവിടെ KOH എന്നാണെങ്കിൽ COOK എന്നാട്ടോ എഴുതണ്ട. റെഡിയാ? അതുപോലെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എഴുതാൻ CHO മാറ്റിക്കോ, പകരം CH2OH പ്ലേസ് ചെയ്തോ. CHO മാറ്റിയിട്ട് CH2OH പ്ലേസ് ചെയ്താൽ അതാണ് കൂടെ ഉണ്ടായ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആൽക്കഹോള്. ക്ലിയർ ആണോ? ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒന്നുമില്ല, വളരെ സിമ്പിളാ. നോക്കുക, ഇതൊന്ന് എഴുതി നോക്കുക. ബെൻസാൽഡിഹൈഡ് ആണെങ്കിൽ ബെൻസാൽഡിഹൈഡ് കാനിസാരോ റിയാക്ഷൻ നടത്തിയാൽ എന്തായിരിക്കും പ്രോഡക്റ്റ്? കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്തു ബെൻസാൽഡിഹൈഡിനെ. എന്താ ചെയ്യേണ്ട? ഒരു പ്രോഡക്റ്റ് എഴുതാൻ CHO മാറ്റിയിട്ട് പകരം COONA എഴുതിക്കോ. അടുത്ത പ്രോഡക്റ്റ് എഴുതാൻ നമ്മൾ ചെയ്യേണ്ടത് CHO മാറ്റിയിട്ട് പകരം CH2OH എന്ന് എഴുതിക്കോളൂ. ഇത്രേ ഉള്ളൂ. റെഡി? അതവിടെ പറഞ്ഞത്. ഒരു പ്രോഡക്റ്റ് എഴുതാൻ CHO മാറ്റിയിട്ട് COONA എന്ന് എഴുതി. അടുത്ത പ്രോഡക്റ്റ് എഴുതാൻ CHO മാറ്റിയിട്ട് COONA അല്ല CH2OH എന്ന് എഴുതുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോമാൽഡിഹൈഡ് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് പറഞ്ഞേ. ഫോമാൽഡിഹൈഡ് ആവുമ്പോഴോ എന്താ? ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ HCHO ആണ് അല്ലേ? ഈ ഫോമാൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് NaOHുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താ പ്രോഡക്റ്റ് പറയാൻ വേണ്ടി പറ്റുമോ മക്കളെ? ഒരു പ്രോഡക്റ്റ് എഴുതുമ്പോൾ CHO മാറ്റിക്കോളൂ, പകരം COONA പ്ലേസ് ചെയ്യൂ, ആസിഡ് സോൾട്ട്. അടുത്ത പ്രോഡക്റ്റ് എഴുതാൻ CHO മാറ്റിക്കോളൂ, പകരം CH2OH പ്ലേസ് ചെയ്യൂ. റെഡി? HCH2OH അതൊന്ന് നന്നാക്കി എഴുതിയാൽ എങ്ങനെ എഴുതാം? HCH2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡോളില് 2 ഹൈഡ്രജനും പിന്നെ ഈ ഒരു ഹൈഡ്രജനൂടെ 3 ഹൈഡ്രജൻ. അപ്പം എന്ത് എഴുതാം? CH3OH എന്ന് എഴുതാം. ക്ലിയർ ആണോ? HCOONA ആസിഡ് സോൾട്ട്, CH3OH മെത്തനോള്. ക്ലിയർ ആണ്? അപ്പൊ ഈ റിയാക്ഷന്റെ പേര് കാനിസാരോ റിയാക്ഷൻ. നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് കാനിസാരോ റിയാക്ഷൻ. നെക്സ്റ്റ്, ഹൗ ആർ ദ ഫോളോയിങ് കൺവേർഷൻസ് അച്ചീവ്ഡ്? CH3CN2 CH3COOH. പറ, CH3CNനെ CH3COOH ആക്കാൻ എന്താ മാർഗം? നോക്കണേ. CH3CNനെ മീഥൈൽ സയനൈഡ് അല്ലെങ്കിൽ ഈഥൈൻ നൈട്രൈല്, ഇതിനെ സയനൈഡിനെ ആസിഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ്. H2O+H+ എന്നോ അല്ലെങ്കിൽ H3O+ എന്നോ എഴുതിയാൽ മതി. റെഡിയാ? അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? CN മാറിയിട്ട് പകരം COOH വരും. ഇത്രേ ഉള്ളൂ. CH3CNനെ CH3COOH ആക്കി മാറ്റി. ക്ലിയർ ആണ്?
ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടെ സാറ് പറയാം മക്കളെ. സ്റ്റീഫൻസ് റിയാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്റ്റീഫൻ റിയാക്ഷൻ സയനൈഡിനെ എന്താക്കി മാറ്റാനാ? ആൽഡിഹൈഡ് ആക്കി മാറ്റാനാണ്. ആൽഡിഹൈഡ് ആക്കി മാറ്റാനാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് CH3CHO ആണ് കിട്ടുക. CH3CHO ആ കിട്ടുക. ഏതാ റിയേജന്റ്? SnCl2 bar HCl. SnCl2 bar HCl followed by hydrolysis. റെഡി? അപ്പൊ ഈ രണ്ട് റിയാക്ഷൻ ഒരുമിച്ച് പഠിച്ചോ. സയനൈഡിനെ ആസിഡ് ആക്കാൻ ഹൈഡ്രോളിസിസ്, സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കാൻ സ്റ്റീഫൻസ് റിയാക്ഷൻ. സ്റ്റീഫൻസ് റിയാക്ഷൻ SnCl2 bar HCl followed by hydrolysis. അവിടെ ഡൈബാലച്ച് ഉപയോഗിച്ചാലും മതി. ഡൈബാലച്ച്, ഡൈഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. എന്തായാലും ഇതാണ് ഒന്നാമത്തെ കൺവേർഷൻ. അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്ത് വെച്ച ഈ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കാം. റെഡി? ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് സ്റ്റീഫൻസ് റിയാക്ഷൻ. സ്റ്റീഫൻസ് റിയാക്ഷൻ. അടുത്തത് CH3COOH-നെ CH2ClCOOH ആക്കാൻ എന്താണ് മാർഗം? ശ്രദ്ധിക്കണേ മക്കളെ. ഈ റിയാക്ഷന്റെ പേരാണ് HVZ റിയാക്ഷൻ. HVZ റിയാക്ഷൻ ഇത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടുണ്ടാവും, ഗ്യാരണ്ടി. HVZ റിയാക്ഷൻ, ഹെൽവഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ് ചാപ്റ്ററിൽ ആകെ ഒരു നെയിം റിയാക്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് HVZ റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ് പാർട്ടിലുള്ള ഏക നെയിം റിയാക്ഷൻ ദാറ്റ് ഈസ് HVZ റിയാക്ഷൻ. ഹെൽവഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ, HVZ റിയാക്ഷൻ. എന്താ മക്കളെ HVZ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അറ്റ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ നടക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് ഒന്നുമില്ല, നോക്കിക്കോളൂ. എൻ്റെ കയ്യിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ CH3CH2COOH. ഇയാള് ഈ കാർബോക്സിലിക് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഈ കാർബണാണ് ആൽഫ കാർബൺ. ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലുള്ള ഹൈഡ്രജന്റെ പേര് ആൽഫ ഹൈഡ്രജൻ. So HVZ reaction is given by carboxylic acids containing alpha hydrogen. This reaction is shown by ആരെ പറ? carboxylic acids containing in the alpha hydrogen. So എന്താ പ്രോഡക്റ്റ് മക്കളെ? ഒന്നുമില്ല. ഈ ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. ആ ആൽഫ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റിയാക്ഷൻ ആയത്. എന്താ റിയാക്ഷന്റെ പേര്? HVZ റിയാക്ഷൻ. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ക്ലോറിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. അത് ബ്രോമിനേഷൻ ആയാലും കുഴപ്പമില്ല. ബ്രോമിനേഷൻ ആകുമ്പോൾ ബ്രോമോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോഡക്റ്റ് ചെയ്താൽ വളരെ എളുപ്പം മക്കളെ. ഒന്നുമില്ല, നിങ്ങൾ നമ്മുടെ ആൽഫ കാർബണിലെ ഒരു ഹൈഡ്രജനെ മാറ്റിക്കോ, പകരം ക്ലോറിനെ പ്ലേസ് ചെയ്തോ, അത്രേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അറ്റ് ആൽഫ കാർബൺ. ഇപ്പം എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഒന്ന് പറയാവോ? എഴുതി നോക്കണം, എൻ്റെ കൂടെ എഴുതി നോക്കണം. CH3CHClCOOH. CH3CHClCOOH. മക്കളെ ഇതിൻ്റെ പേര് പ്രൊപ്പനോയിക് ആസിഡ്. ഇവൻ്റെ പേര് 2-chloroproppanoic ആസിഡ്. അവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ വരാം. വിച്ച് ഇസ് സ്ട്രോങ്ങർ ആസിഡ്? വിച്ച് ഇസ് സ്ട്രോങ്ങർ എമംഗ് ദീസ്? ഈ രണ്ടെണ്ണത്തിൽ ആരാണ് സ്ട്രോങ്ങർ? പ്രൊപ്പനോയിക് ആസിഡ് ആണോ 2-chloroproppanoic ആസിഡ് ആണോ സ്ട്രോങ്ങർ ആസിഡ്? പറയണം. തീർച്ചയായിട്ടും പഠിക്കണം മോനെ അഷ്റഫെ. യെസ്. എടാ മക്കളെ പറ, പ്രൊപ്പനോയിക് ആസിഡും 2-chloroproppanoic ആസിഡ് ഉണ്ട്. ഇതിൽ ആരാണ് സ്ട്രോങ്ങർ ആസിഡ് എന്ന് ചോദിച്ചാൽ ആൻസർ 2-chloroproppanoic ആസിഡ്. എന്തേ കാരണം? ക്ലോറോ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ആൻഡ് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ അസിഡിക് ക്യാരക്ടർ. നോട്ട് ചെയ്തോ, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. Presence of electron withdrawing group increases the acidic character. So presence of chloro group acidic character വർദ്ധിപ്പിക്കും. So propanoic acid ആണോ 2-chloroproppanoic acid ആണോ stronger acid എന്ന് ചോദിച്ചാൽ ആൻസർ 2-chloroproppanoic acid. ഇനി പ്രൊപ്പനോയിക് ആസിഡിനെ 2-chloroproppanoic acid ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള റിയാക്ഷൻ ചോദിച്ചാൽ HVZ റിയാക്ഷൻ. ഓക്കെ, ഇനി ഒന്നുകൂടി ചെയ്താലോ? ഒരു തവണയുടെ ക്ലോറിനേഷൻ ചെയ്താൽ ഈ ഹൈഡ്രജനൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഈ ഹൈഡ്രജനൂടെ ക്ലോറിനാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. റെഡി? ബ്രോമിനേഷനാണ് ചെയ്യുന്നതെങ്കിലോ ഇപ്പം ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആൽഫ കാർബണിലെ ഹൈഡ്രജന് പകരം ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ബ്രോമോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോഴും അസിഡിക് ക്യാരക്ടർ വർദ്ധിക്കും.
ക്ലിയർ ആണോ? യെസ്, അതാണ് HVZ റിയാക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ഹെൽവഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. പഠിക്കേണ്ട കാര്യം നമ്പർ 1 എന്താ? ആരാ ഇത് കാണിക്കുന്ന? കാർബോക്സിലിക് ആസിഡ്സ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. എന്താ ചെയ്യേണ്ട? പ്രോഡക്റ്റ് എഴുതാൻ ആൽഫ കാർബൺ ഹൈഡ്രജനെ മാറ്റുക, ക്ലോറിനെ പ്ലേസ് ചെയ്യുക. ക്ലോറിനേഷൻ ആണെങ്കിൽ, ബ്രോമിനേഷൻ ആണ് ഹൈഡ്രജനെ മാറ്റിക്കോ, ബ്രോമിനെ പ്ലേസ് ചെയ്തോ. ഇത്രേ ഉള്ളൂ. റെഡിയാണോ? യെസ്, ദാറ്റ് ഈസ് ഹെൽവഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ ഓർ HVZ റിയാക്ഷൻ. ക്ലിയർ ആണ്? നെക്സ്റ്റ്, how will you bring about the following conversions? How will you bring about the following conversions? നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടായിരുന്നു വന്നല്ലേ, അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഇതാ, CH3COOHനെ CH2ClCOOH ആക്കാൻ ഏതാ റിയാക്ഷൻ? ഒന്നുമില്ല. ഇത് ആൽഫ കാർബൺ. ആൽഫ കാർബണിലെ ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നു. റിയാക്ഷന്റെ പേര് HVZ റിയാക്ഷൻ. റിയജന്റ് ഉപയോഗിക്കേണ്ടത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ക്ലോറിൻ ബാർ റെഡ് ഫോസ്ഫറസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ ഓക്കെ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. HVZ റിയാക്ഷൻ. How will you bring about the following conversions? എത്തനോൾ ടു എത്തനോയിക് ആസിഡ്. എത്തനോളിനെ എങ്ങനെ എത്തനോയിക് ആസിഡ് ആക്കി മാറ്റാം? ശ്രദ്ധിച്ചോ, എത്തനോൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. എത്തനോൾ എന്താ? എത്തനോളിന്റെ ഫോർമുല ദാ, എത്തനോളിന്റെ ഫോർമുല പറയട്ടെ. എത്തനോൾ ഒരു പ്രൈമറി ആൽക്കഹോൾ ആണ്. പ്രൈമറി ആൽക്കഹോളിന്റെ ഫോർമുല RCH2OH. RCH2OH. മക്കളെ, ഈ പ്രൈമറി ആൽക്കഹോൾ എന്തുകൊണ്ടാണ് പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്നത്? കാരണം OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബണിലേക്ക് ഡയറക്റ്റ് ബോണ്ട് ചെയ്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു കാർബൺ ആണല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു 1 ഡിഗ്രി കാർബൺ ആണ്. അതുകൊണ്ടാണ് പ്രൈമറി ആൽക്കഹോൾ എന്നതിനെ വിളിക്കുന്നത്. ഒന്നുമില്ല മക്കളെ, ഈ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ആരാ ഉണ്ടാവുക എന്നറിയോ? ആൽഡിഹൈഡ് ആണ് ഉണ്ടാവുക, RCHO. ആൻഡ് ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ ദാറ്റ് കൺവേർട്ടഡ് ഇൻറ്റു എന്താ? കാർബോക്സിലിക് ആസിഡ്. ഒന്നുമില്ല, പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് ആരായി ടേൺ ചെയ്യുന്നു? കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ സംശയം, നമ്മൾ ആരെയാണ് പ്രൊഡക്റ്റ് എഴുതേണ്ടത്? ആൽഡിഹൈഡ് ആണോ എഴുതേണ്ടത്? ആസിഡ് ആണോ എഴുതേണ്ടത്? ആൽഡിഹൈഡ് ആണോ പ്രോഡക്റ്റ് എഴുതേണ്ടത്? ആസിഡ് ആണോ പ്രോഡക്റ്റ് എഴുതേണ്ടത്? ഇതാ മക്കളെ, അതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യാൻ വരുന്ന ആള് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് ആരാണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. എന്നാൽ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യാൻ വരുന്ന ആള് ഒരു വീക്ക് അല്ലെങ്കിൽ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ എഴുതേണ്ടത് ആൽഡിഹൈഡ് ആണ്. അതായത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്സ് ദേ ക്യാൻ സ്റ്റോപ്പ് ദ ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ അറ്റ് ആൽഡിഹൈഡിക് സ്റ്റേജ്. റെഡി? ക്ലിയർ ആണോ? ആൻഡ് അത്തരം മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസിന് എക്സാമ്പിൾസ് പറയാമോ? റെഡി? അങ്ങനെയുള്ള മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ് ഒന്ന് PCC, പിരിഡീനിയം ക്ലോറോക്രോമേറ്റ്. PCC. അടുത്തത് CrO3 ഇൻ അൺഹൈഡ്രസ് മീഡിയം. ഇത് രണ്ടും ഇപ്പൊ തന്നെ എഴുതി വെക്കണം. പ്രൈമറി ആൽക്കഹോളിന്റെ ഓക്സിഡേഷൻ ആൽഡിഹൈഡിക് സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യും. PCC ആസിഡ് സ്റ്റേജിലേക്ക് പോവില്ല. അതുപോലെ CrO3 ഇൻ അൺഹൈഡ്രസ് മീഡിയം എന്ന് കണ്ടാലും അയാൾ എന്ത് ചെയ്യും? ആ പ്രൈമറി ആൽക്കഹോളിന്റെ ഓക്സിഡേഷനെ ആൽഡിഹൈഡിക് സ്റ്റേജിൽ പിടിച്ചു നിർത്തും, ആസിഡ് സ്റ്റേജിലേക്ക് പോവില്ല. റെഡി? എന്നാൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ഇല്ലേ? KMNO4, K2Cr2O7, നൈട്രിക് ആസിഡ്, CrO3 ബാർ, ഡയലൂട്ട് H2SO4, ഇതൊക്കെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. KMNO4, K2Cr2O7, HNO3 ഇതൊക്കെ സ്ട്രോങ്. നിങ്ങൾ തൽക്കാലം മൈൽഡിൽ ഇത് രണ്ടും പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ബാക്കി സ്ട്രോങ് ഓർത്തോളൂ. റെഡി? യെസ്. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? എത്തനോൾ ടു എത്തനോയിക് ആസിഡ് ആണ്. എത്തനോൾ ടു എത്തനോയിക് ആസിഡ് ആണെങ്കിൽ വി നീഡ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. എത്തനോളിനെ എത്തനോയിക് ആസിഡ് ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യണം. എന്താ എത്തനോളിന്റെ ഫോർമുല? CH3CH2OH. ഇതിന് PCC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റ് ആരാ ഉണ്ടാവുക? CH3CHO ആണ് ഉണ്ടാവുക. അതായത് എത്തനാളാണ് ഉണ്ടാവുക. എന്നാൽ ചോദ്യം എത്തനാളല്ല, ബട്ട് നാളത്തെ ക്വസ്റ്റ്യൻ വേണം എത്തനാൾ വരാം. അപ്പൊ അത് പഠിച്ചു വെച്ചാലോ. ഓക്കെ,
എന്നാൽ ആരോന്റെ മുകളിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. അസിഡിഫൈഡ് KMNO4. അസിഡിഫൈഡ് KMNO4 ഉപയോഗിച്ചാൽ 2 കാർബണുള്ള ഈ പ്രൈമറി ആൽക്കഹോള് 2 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും, എത്തനോയിക് ആസിഡ്. സോ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ പ്രൈമറി ആൽക്കഹോള് ആസിഡ് ആക്കി മാറ്റാം. എന്നാൽ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ ആൽഡിഹൈഡിക് സ്റ്റേജിൽ ഓക്സിഡേഷനെ സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, റെഡിയാണ്. അപ്പൊ മക്കളെ കൺവേർഷൻസ് ചെയ്യാനാ പറഞ്ഞത്. എത്തനോൾ ടു എത്തനോയിക് ആസിഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ബെൻസമൈഡ് ടു ബെൻസോയിക് ആസിഡ്. ബെൻസമൈഡിനെ ബെൻസോയിക് ആസിഡ് ആക്കുന്നത് എങ്ങനെ? പേപ്പർ എടുത്തോ, എഴുതിക്കോ. ബെൻസോയിക് ആസിഡിനെ ബെൻസമൈഡിനെ ബെൻസോയിക് ആസിഡ് ആക്കുന്നത് എങ്ങനെ? എന്താ ബെൻസമൈഡ് എന്ന് പറഞ്ഞാൽ? ബെൻസമൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങില് CONH2, ഇവന്റെ പേരാ ബെൻസമൈഡ്. ഈ ബെൻസമൈഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. ആസിഡ് ഹൈഡ്രോളിസിസോ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആയാലും കുഴപ്പമില്ല, പിന്നെ അസിഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. സോ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അമൈഡ്, ആസിഡ് അമൈഡ് എന്ന ആസിഡ് ഡെറിവേറ്റീവ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ചോദ്യം ഇതായിരുന്നു, ഹൗ വിൽ യു കൺവേർട്ട് ബെൻസമൈഡ് ടു ബെൻസോയിക് ആസിഡ്? ദിസ് ഈസ് ബെൻസമൈഡ് ആൻഡ് ദിസ് വൺ ഇസ് ബെൻസോയിക് ആസിഡ്. ക്ലിയർ ആണോ? ബെൻസമൈഡിനെ ബെൻസോയിക് ആസിഡ് ആക്കാനുള്ള മെത്തേഡാണ് പഠിച്ചത് മക്കളെ. അങ്ങനെയാണ് തിരിച്ചു വേണേൽ ചോദിക്കാം, ബെൻസോയിക് ആസിഡിനെ എങ്ങനെ ബെൻസമൈഡ് ആക്കും? അപ്പൊ തളരരുത്, ഒന്നുമില്ല. ആദ്യം അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുക. അമോണിയയുമായി കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്താൽ വി ഗെറ്റ് അമോണിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. എന്നിട്ട് ഒന്ന് ഹീറ്റ് ചെയ്താൽ അത് അമൈഡായിട്ട് മാറും. ഇത്രേ ഉള്ളൂ. അപ്പൊ ചോദ്യം എങ്ങനെയാവാം? എങ്ങനെ കൺവേർട്ട് ബെൻസോയിക് ആസിഡ് ടു ബെൻസമൈഡ്? ഇതാണ് മെത്തേഡ്. കൺവേർട്ട് ബെൻസമൈഡ് ടു ബെൻസോയിക് ആസിഡ്, ഇതാണ് മെത്തേഡ്. ഹൈഡ്രോളിസിസ് ഒറ്റ ഒന്നുകൂടെ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോണേ. ഇതാ മക്കളെ, നിങ്ങളുടെ കയ്യിൽ ഇതാ ബെൻസോയിൽ ക്ലോറൈഡും ഉണ്ട്. ബെൻസോയിൽ ക്ലോറൈഡ്, ഇയാളുടെ പേര് ബെൻസോയിൽ ക്ലോറൈഡ്. ഈ ബെൻസോയിൽ ക്ലോറൈഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ ആസിഡ് ഹൈഡ്രോളിസിസ് H2O ബാർ H+ ലൈന് പകരം ചിലപ്പോൾ H3O+ എന്ന് എഴുതാം, ബോത്ത് സെയിം. ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്താൽ ആരാ പ്രോഡക്റ്റ്? ആസിഡ് ഡെറിവേറ്റീവ് ഹൈഡ്രോളൈസ് ചെയ്താൽ ആസിഡാണ് പ്രോഡക്റ്റ്. ഇത്രേ ഉള്ളൂ. ആസിഡ് ക്ലോറൈഡ് ആവട്ടെ, ആസിഡ് അമൈഡ് ആവട്ടെ, എസ്റ്റർ ആവട്ടെ, അൺഹൈഡ്രൈഡ് ആവട്ടെ, ഇവരൊക്കെ ഹൈഡ്രോളൈസ് ചെയ്താൽ ദ പ്രോഡക്റ്റ് ഇസ് കാർബോക്സിലിക് ആസിഡ്. ഇനി തിരിച്ചു ചോദിച്ചാലോ, ബെൻസോയിക് ആസിഡിനെ എങ്ങനെ ബെൻസോയിൽ ക്ലോറൈഡ് ആക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, SOCl2 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇനി PCl5 PCl3 ആയാലും കുഴപ്പമില്ല, PCl5 PCl3 കുഴപ്പമില്ല, SOCl2 ബെസ്റ്റ് ആണ്. SOCl2ന്റെ പേര് തയോണിൽ ക്ലോറൈഡ്. തയോണിൽ ക്ലോറൈഡ്. എന്തിൽ ക്ലോറൈഡ്? തയോണിൽ ക്ലോറൈഡ്. റെഡി? ഇത് രണ്ടു മക്കൾ പഠിച്ചോ. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, പല കുട്ടികളും ചെയ്യില്ല, ഇപ്പം ലൈവിലുള്ള ആൾക്കാർ ചെയ്യില്ലേ? എന്തല്ല, ബെൻസമൈഡിനെ ബെൻസോയിക് ആസിഡ് ആക്കാൻ പറഞ്ഞാൽ ഹൈഡ്രോളിസിസ്, ബെൻസോയിക് ആസിഡിനെ ബെൻസമൈഡ് ആക്കാൻ പറഞ്ഞാൽ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് ഹീറ്റ് ചെയ്യിപ്പിക്കുക. റെഡി? 2, ബെൻസോയിൽ ക്ലോറൈഡിനെ ബെൻസോയിക് ആസിഡ് ആക്കാൻ പറഞ്ഞാൽ ഹൈഡ്രോളിസിസ് അഗെയിൻ. എന്നാൽ ബെൻസോയിക് ആസിഡിനെ ബെൻസോയിൽ ക്ലോറൈഡ് ആക്കാൻ പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് തയോണിൽ ക്ലോറൈഡ് SOCl2. റെഡിയാണോ സ്നേഹ? റെഡിയാണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ബെൻസമൈഡിനെ ബെൻസോയിക് ആസിഡ് ആക്കാൻ പഠിച്ചു. അതിനിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ബെൻസാൽഡിഹൈഡ് ടു മെറ്റാനൈട്രോ ബെൻസാൽഡിഹൈഡ്. ഒന്നുമില്ല, സിമ്പിളാ, നൈട്രേഷൻ ചെയ്താൽ മതി. എന്താ ബെൻസാൽഡിഹൈഡിന്റെ ഫോർമുല? ബെൻസീൻ റിങ്ങിൽ CHO. ഇയാളുടെ പേരാ ബെൻസാൽഡിഹൈഡ്. ആരാ? നൈട്രേറ്റീവ് മിക്സ്ചർ, കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് H2SO4. ഈ മിക്സ്ചറിന്റെ പേരാ നൈട്രേറ്റീവ് മിക്സ്ചർ. ആ മിക്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ ആരാന്ന് ചോദിച്ചാൽ NO2+ എന്ന് പറയണം. 1 മാർക്ക് ചോദിക്കാവുന്നതാണ്. ഈ NO2+ ആണ് മെറ്റാ പൊസിഷനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. സോ ദ പ്രോഡക്റ്റ് ഫോംഡ് ആസ് മെറ്റാനൈട്രോ ബെൻസാൽഡിഹൈഡ്.
So how will you convert benzaldehyde to സെൻഹയാണ് അല്ലെ നമ്മളൊക്കെ സെൻഹ. ഗുഡ് സെൻഹ റെഡി. ഞാൻ ഓർക്കുന്നു നിന്റെ പേര് സെൻഹ. ബെൻസാൾഡിഹൈഡിനെ മെറ്റാനൈട്രോ ബെൻസാൾഡിഹൈഡ് ആക്കാൻ പറഞ്ഞാൽ റിയാക്ഷൻ ഈസ് നൈട്രേഷൻ. മക്കളെ ഇതേപോലെ ബെൻസോയിക് ആസിഡും ചോദിക്കാം. ബെൻസോയിക് ആസിഡ് ആണെങ്കിലും സെയിം പ്രോഡക്റ്റ് ആണ് എടോ. ബെൻസോയിക് ആസിഡിനെ നൈട്രേഷൻ ചെയ്താൽ മെറ്റാനൈട്രോ ബെൻസോയിക് ആസിഡാണ്. ഓക്കെ. ഒരു കാര്യം കൂടെ, ഫീനോളിനെ ചെയ്താൽ ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് HNO3 H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്താലോ 2,4,6 ട്രൈനൈട്രോഫീനോൾ പിക്രിക് ആസിഡ്. അനിലീനെ ചെയ്താലോ അനിലീനെ ചെയ്താൽ മെറ്റാ പ്രോഡക്റ്റ് ഉണ്ടാവും. ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് കൂടാതെ നൈട്രേറ്റഡ് പ്രോഡക്റ്റ് നോക്കിയാൽ മെറ്റാ പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് പോലും അനിലീനിയം അയോൺ ഉണ്ടാവുന്നതുകൊണ്ടാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. റെഡിയാ? ഫീനോളിന്റെ ഓർത്തോള പിക്രിക് ആസിഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റെഡിയല്ലേ? പിക്രിക് ആസിഡ് ആണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ദ കോമ്പൗണ്ട്സ് ഹാവിംഗ് CO group. Choose the IUPAC name of the compound. CH3CH double bond CH single bond CHO. CH3CH double bond CH single bond CHO. ഇവന്റെ IUPAC നെയിം എന്താണ്? ഇതിലാരാ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഇയാളാണ് 1, 2, 3, 4. എന്താ പേര്? ബ്യൂട്ട് 2-in-1-ol. എന്താണ്? ബ്യൂട്ട് 2-in-1-ol. ബ്യൂട്ട് 2-in-1-ol. ഏത് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ 2. റെഡി? ഓക്കെ. DNF ആയിരുന്നു നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. DFന് ഒരു ഡൗട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്തായാലും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കേട്ടോ, പേടിക്കേണ്ടതില്ല. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മൾ ആൽഡിഹൈഡ് ഇടക്കത് കയറ്റുന്നത് ശരിയില്ലല്ലോ അല്ലേ? അടുത്ത നോക്കടാ. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. CH3CHO പ്ലസ് NH2 സിംഗിൾ ബോണ്ട് NH2. അതിൻ്റെ പേര് ഹൈഡ്രസീൻ. അമോണിയ ഡെറിവേറ്റീവിൻ്റെ അഡീഷൻ ആണ്. അമോണിയ ഡെറിവേറ്റീവിൻ്റെ അഡീഷൻ എഴുതാൻ പറഞ്ഞാൽ പ്രോഡക്റ്റ് എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഇത്രേ ഉള്ളതാ. ഈ ഒരു ഓക്സിജനും ഈ 2 ഹൈഡ്രജനും എടുത്ത് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് അവിടെ ആ NH2 പ്ലേസ് ചെയ്തോളൂ. ആരാ? CH3CH ഡബിൾ ബോണ്ട് O എന്നായിരുന്നു. ആ O മാറി, പകരം NH2. ഈ അഡീഷൻ പ്രോഡക്റ്റിന്റെ പേര് ഹൈഡ്രസോൺ. റിയാക്ട് ചെയ്ത ആള് ഹൈഡ്രസീൻ. സെറ്റാണോ? അമോണിയ ഡെറിവേറ്റീവ്സ് നേരത്തെ ഒരാൾ ചോദിച്ചായിരുന്നു. ഓക്കെ. ഇതുപോലെ മക്കളെ അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണെങ്കിലോ, അമോണിയയുമായിട്ട് CH3CHO റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ പ്രോഡക്റ്റ് ചെയ്ത? ഒന്നുമില്ല. അമോണിയയിൽ നൈട്രജൻ്റെ മുകളിൽ 3 ഹൈഡ്രജൻ കാണുന്നില്ലേ? അതിൽ നിന്ന് 2 ഹൈഡ്രജൻ അങ്ങ് എടുത്തോ. എന്നിട്ടൊരു ഓക്സിജനും കൂടെ അങ്ങ് ഒഴിവാക്കിക്കോ. ബാക്കി അവിടെ പ്ലേസ് ചെയ്തോ. എന്താ? CH3CH ഡബിൾ ബോണ്ട് NH. ഇത്രേ ഉള്ളൂ. റെഡിയാ? റെഡിയാണോ? ഓക്കെ. T2G EG എനർജി ലെവൽ നോക്കുന്നത് ഡൗട്ട് ഉണ്ട്? ഓക്കെ. എടാ, നിങ്ങൾക്ക് ഡൗട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ അത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് തരാം, ഏതൊക്കെ നിങ്ങൾ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ക്ലമൻസൺ റിഡക്ഷൻ. ദാദാ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താ? C6H5COCS3 സിങ്കമാൽഗം HCl ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താ പ്രോഡക്റ്റ്? ആ റിയാക്ഷന്റെ പേരാണ് ക്ലമൻസൺ റിഡക്ഷൻ. എന്ത് റിയാക്ഷൻ? ക്ലമൻസൺ റിഡക്ഷൻ. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ദാ CO ഗ്രൂപ്പിന് പകരം CH2 ഗ്രൂപ്പ് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഹൈഡ്രോ കാർബൺ ആയിട്ട് ടേൺ ചെയ്യുന്ന റിയാക്ഷനായത്. CO ഗ്രൂപ്പിന് പകരം CH2 ഗ്രൂപ്പ് പ്ലേസ് ചെയ്താൽ മതി. ഏതാ റിയേജന്റ്? സിങ്കമാൽഗം HCl. ഓക്കെ. ഏതാണ്? ഒന്നുമില്ല മോനെ. ക്ലമൻസൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ CO ഗ്രൂപ്പ് ഉള്ള ഗ്രൂപ്പ് അല്ലേ? ആൽഡിഹൈഡ് ആയാലും കീറ്റോൺ ആയാലും ബോത്ത് കണ്ടെയ്ൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന് പകരം ഹൈഡ്രോ കാർബൺ വരുന്നു, CH2 വരുന്നു. ഓക്കെ. ഒരു എക്സാമ്പിൾ വെക്കുമ്പോൾ ക്ലിയർ ആവും മോനെ. ഒന്നുമില്ല,
ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചോ. C6H5COCS3. ആരാ C6H5COCS3 എന്ന് പറഞ്ഞാൽ? C6H5 എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആട്ടോ. C6H5COCH3. ഓക്കെ, ഇതിനെ സിങ്ക് അമാൽഗം HCl-മായി ട്രീറ്റ് ചെയ്താൽ ഏതാ പ്രോഡക്റ്റ്? ഒന്നുമില്ല. CO മാറ്റിക്കോ, പകരം CH2 പ്ലേസ് ചെയ്യൂ. CO മാറ്റിയിട്ട് CH2 പ്ലേസ് ചെയ്യൂ. എന്തുവരും പ്രോഡക്റ്റ്? CO മാറ്റി CH2 പ്ലേസ് ചെയ്തു. സോ CH2CH3, ഈഥൈൽ ബെൻസീൻ. ഓക്കെ ആണോ? ഈഥൈൽ ബെൻസീൻ ആണ് ക്ലമൻസൺ റിഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലമൻസൺ റിഡക്ഷനിൽ അസെറ്റോഫീനോൺ എന്നതിൻ്റെ പേരിട്ടോ. അസെറ്റോഫീനോണെ ഈഥൈൽ ബെൻസീൻ ആക്കി മാറ്റി. ബാബു മോനെ ഏതാണ് നിങ്ങൾക്ക് ഡൗട്ട്? ഇതാണോ? അമോണിയ ഡെറിവേറ്റീവാ. അമോണിയ ഡെറിവേറ്റീവ് ഇതാ, ഈ നൈട്രജൻ്റെ മുകളിലുള്ള 2 ഹൈഡ്രജനും നമ്മുടെ കാർബണിൽ ഓക്സിജനോട് അങ്ങോട്ട് കളയാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അവിടേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ജോയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മക്കൾ, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് ആസിഡ്സ് കണ്ടെയ്ൻ CO ഗ്രൂപ്പ്. ചൂസ് ദ IUPAC name of the compound. CH3 twice CHCOOH. and the CH3 twice എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? CH3 CH. ഇതാണ് CH3 twice CHCOOH. എന്താ ഇതിൻ്റെ പേര്? COH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ 1, 2, 3. രണ്ടാമത്തെ കാർബണിൽ മീഥൈലുള്ള പ്രൊപ്പനോയിക് ആസിഡ്, 2-methyl propanoic acid. 2-methyl propanoic acid. Clear ആണോ? Okay. Ready. Next, complete the following reactions. CH3 CH2 COOH LiAlH4 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്താൽ ആരാ കിട്ടുക? നേരത്തെ നിങ്ങൾ പഠിച്ചു. പ്രൈമറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്താൽ ആരാ കിട്ടുക? പ്രൈമറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്താൽ ആദ്യം ആൽഡിഹൈഡ്, ദെൻ ആസിഡ്. അങ്ങനെ ആസിഡ് റെഡ്യൂസ് ആയാൽ ആരാ കിട്ടുക? ആൽക്കഹോളാ കിട്ടുക. അത്രേ ഉള്ളൂ. LiAlH4 ആകുമ്പോൾ മക്കളെ നോക്കിയോ, COOH ആരോൻ്റെ മുകളിൽ LiAlH4 എന്ന് കണ്ടാൽ എൻ്റെ മക്കള് COOH മാറ്റി പകരം CH2OH വെച്ചു. അത്രേ ഉള്ളൂ. ആസിഡ് മാറി പ്രൈമറി ആൽക്കഹോൾ, പ്രോസസ്സസ് റിഡക്ഷൻ. റെഡിയാ? അപ്പോൾ ആരാ പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞേ? ബാക്കി ഭാഗമൊക്കെ അതേപോലെ കീപ്പ് ചെയ്യണം മക്കളെ. അപ്പോൾ ആരാ പ്രോഡക്റ്റ്? CH3 CH2 COOH മാറ്റിയിട്ട് CH2OH. ക്ലിയർ ആണോ? യെസ്. അടുത്തതിന് ആൻസർ എന്ന് പറയുന്നാൽ SOCl2, തയോണിൽ ക്ലോറൈഡ്, SOCl2. അപ്പോൾ COOH മാറിയിട്ട് ആസിഡ് ക്ലോറൈഡ് ആവും, COCl ആവും. എന്താ പ്രോഡക്റ്റ് മക്കളെ? CH3 CH2 COCl. CH3 CH2 COCl. പ്രൊപ്പനോയിൽ ക്ലോറൈഡ്, ആസിഡ് ക്ലോറൈഡ്. അടുത്തത് CH3 CH2 COH, ബ്രോമിൻ ബാർ, റെഡ് ഫോസ്ഫറസ്. റിയാക്ഷൻ HVZ റിയാക്ഷൻ, ഹെൽവഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഇപ്പം എന്താ നടക്കുക? ഈ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ കാർബണിലെ ഹൈഡ്രജന് പകരം ബ്രോമിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. എന്താ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ? ഇവിടെ ഹൈഡ്രജന് പകരം ബ്രോമിൻ വരുന്നു. CH3 CHBr COOH. ക്ലിയർ ആണോ? അടുത്തത് മക്കളെ, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ആസ് കാറ്റലിസ്റ്റ്. റിയാക്ഷൻ എസ്റ്ററിഫിക്കേഷൻ. ഈ 4 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. റിഡക്ഷൻ ഇതാ, തയോണിൽ ക്ലോറൈഡ് റിയാക്ഷൻ, HVZ റിയാക്ഷൻ, എസ്റ്ററിഫിക്കേഷൻ്റെ പ്രോഡക്റ്റ് ആരാ? എസ്റ്ററാണ്. എങ്ങനെ പ്രോഡക്റ്റ് ചെയ്താൽ? കാർബോക്സിലിക് ആസിഡ് OHും ആൽക്കഹോളിന് H കൂടെ ഒഴിവാക്കുക, ഒരു വാട്ടർ എടുത്ത് ഒഴിവാക്കുക, ബാക്കിയുള്ള ഭാഗം ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ. എന്താ പ്രോഡക്റ്റ്? CH3 CH2 CO. കഴിഞ്ഞില്ല. ബാക്കി ആൽക്കഹോളിന്റെ ഭാഗം OCH3 പ്ലസ് H2. ഇതാണ് എസ്റ്റർ ഫോംഡ്. എസ്റ്ററിന്റെ പേര് മീഥൈൽ പ്രൊപ്പനോയേറ്റ് എന്ന് പറയുന്ന
എസ്റ്റർ ആണ്. വൈ കാർബോക്സിലിക് ആസിഡ് ഇസ് മോർ അസിഡിക് ദാൻ ഫീനോൾ? എടാ മക്കളെ, അതിനുള്ള കാരണം കാർബോക്സിലിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് കാർബോക്സിലേറ്റ് അയോൺ. ഫീനോളിന്റെ കോൺജുഗേറ്റ് ബേസ് ഫീനോക്സൈഡ് അയോൺ. അതിൽ കാർബോക്സിലേറ്റ് അയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ്. ഇത്രേ ഉള്ളൂ. കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ അസിഡിക് ക്യാരക്ടർ വർദ്ധിക്കും. കാർബോക്സിലേറ്റ് അയോൺ ഹാസ് 2 equivalent resonating structures with negative charge on more electronegative oxygen atom. ഇത്ര പറഞ്ഞാലും മതി. കാർബോക്സിലേറ്റ് അയോൺ ഹാസ് 2 similar resonating structures. So carboxylate ion is more stable than phenoxide ion. Therefore, carboxylic acid is more acidic than phenol. Okay. Instability of phenoxide alla to. Okay. Phenoxide instability illa. Phenoxide nalla stable ആണ്. Resonance stabilized. അത് phenyl cation ആണ് stability ഇല്ലായ്മ ഉള്ളത്. Okay. Okay. Ready. ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ആ ഭാഗം പോസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കണേ. ആ ചോദിച്ച ആൾ കാർബോക്സിലിക് ആസിഡ് ഇസ് മോർ അസിഡിക് ദാൻ ഫീനോൾ വൈ? അത് CBSE എക്സാമുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ. ബോർഡ് എക്സാമിന് നമ്മുടെ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ബട്ട് ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. യെസ്. യെസ് മക്കളെ, which acid of each pair shown here would you expect to be stronger? ഇതിലേതാ സ്ട്രോങ്ങർ ആസിഡ്? ഈ 3 ആസിഡ് സെറ്റിൽ ഓരോ സെറ്റിലും ആരാണ് സ്ട്രോങ്ങർ? ഒന്ന് CH3CO2H. നെട്ടരുത്. CO2 പറഞ്ഞാൽ COO എന്നാണ് കേട്ടോ. COOHനെയാണ് CO2H എഴുതുന്നത്. കണ്ടുപേടിക്കണ്ട. റെഡി? ഒന്ന് CH3COH, അടുത്തത് CH2FCOH. അതിലാരാ സ്ട്രോങ്ങർ? അതായത് ഒന്ന് അസെറ്റിക് ആസിഡാണ്. അടുത്തത് അസെറ്റിക് ആസിഡിൽ ഒരു ഹൈഡ്രജന് പകരം ഫ്ലൂറിൻ വന്നിരിക്കുക. പേര് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്. മക്കളെ പോയിന്റ്, ഫ്ലൂറോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആൻഡ് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ അസിഡിക് ക്യാരക്ടർ. സോ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് is stronger than acetic acid. ഫ്ലൂറോ അസെറ്റിക് ആസിഡ് is stronger than acetic acid. കാരണം ഫ്ലൂറോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ്, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദ അസിഡിക് ക്യാരക്ടർ. റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിന് ആൻസർ പറയും. CH2FCOH ആൻഡ് CH2ClCOH, ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ആൻഡ് ക്ലോറോ അസെറ്റിക് ആസിഡ്. ഇതിലാരാ സ്ട്രോങ്ങർ? ഇതിലാരാ സ്ട്രോങ്ങർ? ക്ലോറോ ഗ്രൂപ്പ് ആയാലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് തന്നെയാണ്. ബട്ട് ആരാ മോർ വിഡ്രോയിങ്? ക്ലോറോ ഓർ ഫ്ലൂറോ? ഫ്ലൂറോ. ഫ്ലൂറോ ആണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആൻഡ് ഫ്ലൂറോ ഗ്രൂപ്പ് ഇസ് മോർ വിഡ്രോയിങ് ദാൻ ക്ലോറോ ഗ്രൂപ്പ്. അപ്പോൾ മോർ വിഡ്രോയിങ് എഫക്റ്റ് വന്നാൽ കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും. റെഡി? സോ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ഇസ് സ്ട്രോങ്ങർ ദാൻ ക്ലോറോ അസെറ്റിക് ആസിഡ്. ഓക്കെ. അപ്പോൾ ഓർഡർ നിങ്ങൾ പഠിച്ചു നോക്കണം. ഏത്? എല്ലൊന്നും പഠിക്കേണ്ട. നമുക്ക് അത്യാവശ്യമുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഇതാണ്. നൈട്രോ, നൈട്രോ, സയനോ, ഹാലോ. ഹാലോയിൽ ഫ്ലൂറോ, ക്ലോറോ, ദെൻ ബ്രോമോ, അയഡോ. ഓക്കെ. ഇത് വിഡ്രോയിങ് എഫക്റ്റിൻ്റെ ഡിക്രീസിങ് ഓർഡർ എഴുതിയാണ്. ആൻഡ് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിക് ക്യാരക്ടർ. സെറ്റാണോ? യെസ്. അങ്ങനെയാണ് അത് അടുത്ത് പറയും. CH2F, CH2, CH2COOH. ആര്? CH2F, CH2, CH2COOH. അടുത്തത് CH3, CHF, CH2COOH. ഇയാള് 1, 2, 3 chlorobutanoic acid. ഇത് 1, 2, 3, 4 chlorobutanoic acid, which is stronger acid. 3 chlorobutanoic acid ആണോ 4 chlorobutanoic acid ആണോ stronger acid? ആൻസർ 3 chloro ആണ്. കാരണം 3 chloroയുടെ വിഡ്രോയിങ് എഫക്റ്റ് 4 chloroനേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഐ എഫക്റ്റ് ഉണ്ടല്ലോ, മൈനസ് ഐ എഫക്റ്റ്. ഈ ഐ എഫക്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് എഫക്റ്റ്.
അത് നമ്മുടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അകന്നു പോകുന്നതിനനുസരിച്ച് വിഡ്രോയിങ് എഫക്റ്റിൻ്റെ അളവ് കുറയും. ഈ COH ഗ്രൂപ്പിനോട് അടുത്ത് നമ്മുടെ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴാണ് മോർ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക. അത്രേ ഉള്ളൂ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. അസെറ്റിക് ആസിഡും ഫ്ലൂറോ അസെറ്റിക് ആസിഡും എടുത്താൽ സ്ട്രോങ്ങർ ആസിഡ് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്, ഫ്ലൂറോ അസെറ്റിക് ആസിഡും ക്ലോറോ അസെറ്റിക് ആസിഡും എടുത്താൽ സ്ട്രോങ്ങർ ആസിഡ് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്. കാരണം ഫ്ലൂറോ ഗ്രൂപ്പ് ക്ലോറോനേക്കാൾ വിഡ്രോയിങ് ആണ്. ഇനി 3 ഫ്ലൂറോ 4 ഫ്ലൂറോ ബ്യൂട്ടനോയിക് ആസിഡും 3 ഫ്ലൂറോ ബ്യൂട്ടനോയിക് ആസിഡും എടുത്താൽ 3 ഫ്ലൂറോ ബ്യൂട്ടനോയിക് ആസിഡ് ആ സ്ട്രോങ്ങർ ആസിഡ്. കാരണം ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് എഫക്റ്റ്. ഏത് ചാപ്റ്ററാണ് സാർ? മക്കളെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. കഴിഞ്ഞത് D&F കേട്ടോ. ഓക്കെ, യെസ്. റെഡി? ഓക്കെ മക്കളെ ഒരു 3 ടെസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. ടോളറൻസ് ടെസ്റ്റ്, ഫെലിങ്സ് ടെസ്റ്റ് ആൻഡ് ആഡഫോം ടെസ്റ്റ്. ഇതൊരു പഠിച്ച് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്താ ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ടോളറൻസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് പഠിച്ചു വെക്കുക. ഏതാ ടോളറൻസ് ടെസ്റ്റിലെ റിയേജന്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. വാട്ട് ഈസ് ടോളറൻസ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ആരാണ് ഈ ടെസ്റ്റ് ആൻസർ തരിക? ഓൾ ആൽഡിഹൈഡ്സ്. എല്ലാ ആൽഡിഹൈഡുകളും ഈ ടെസ്റ്റ് ആൻസർ ചെയ്യും. ആൽഡിഹൈഡ് കൂടാതെ ചില ആൾക്കാരൊക്കെ ഉണ്ടാകും, നിങ്ങൾ നോക്കണ്ട. നമുക്ക് നമ്മുടെ ബോർഡ് എക്സാമിന് ഓൾ ആൽഡിഹൈഡ്സ്. റെഡി? ഒബ്സർവേഷൻ സിൽവർ മിറർ ഫോർമേഷൻ. എടാ, ബ്രൈറ്റ് സിൽവർ അല്ലെങ്കിൽ സിൽവർ മിറർ ഫോം ചെയ്താൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൽഡിഹൈഡും കീറ്റോണിനെയും വേർതിരിക്കാൻ ഈ ടെസ്റ്റ് ഉപയോഗിക്കാം. കീറ്റോൺസ് ഈ ടെസ്റ്റ് ആൻസർ ചെയ്യില്ല, ആൽഡിഹൈഡ് ഈ ടെസ്റ്റ് ആൻസർ ചെയ്യും. എന്താ റിയാക്ഷൻ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ആൽഡിഹൈഡിനെ ടോളറൻസ് റിയേജന്റ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ AgNS3 ട്വൈസ് പ്ലസ്. ഇതാണ് സിൽവർ അമോണിയം കോംപ്ലക്സ്. ഇതാൾ അടങ്ങിയിട്ടുണ്ട് ടോളറൻസ് റിയേജന്റിൽ ഇൻ പ്രസൻസ് ഓഫ് OH മൈനസ്. അമോണിയാക്കൽ സൊല്യൂഷനാ ബേസിക് സൊല്യൂഷൻ. അപ്പോൾ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് സോൾട്ട് ആവും അല്ലെ, RCOO മൈനസ് ആവും. റിയേജന്റ് സിൽവർ ആയിട്ട് റെഡ്യൂസ് ആവും. മിനിമം ഇതെങ്കിലും എഴുതണം. അതുകൂടാതെ വാട്ടറും അമോണിയൊക്കെ ബൈ പ്രോഡക്റ്റ് ഉണ്ട്, അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾ എഴുതിയിരിക്കണം. സിൽവറിന്റെ ഫോർമേഷനോ നടക്കുന്ന ആൽഡിഹൈഡ് ആസിഡായ പ്രോസസ്, ആസിഡ് സോൾട്ടായി മാറിയ പ്രോസസ് അല്ലെ കാർബോക്സിലേറ്റ് ആയി മാറിയ പ്രോസസ്, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അതിന് ഹെൽപ്പ് ചെയ്ത ആളാണ് ടോളറൻസ് റിയേജന്റ്. ടോളറൻസ് റിയേജന്റ് സിൽവർ +1 ആണ്, അത് 0ലേക്ക് മാറി. റെഡി? ഇതാണ് ടോളറൻസ് ടെസ്റ്റ്. ഓക്കെ, ആരാ ഇത് ആൻസർ ചെയ്യുക? ഓൾ ആൽഡിഹൈഡ്സ്. ആര് തരില്ല? കീറ്റോൺസ്. ക്ലിയർ? അതുപോലെ ഫെലിങ്സ് ടെസ്റ്റ്. എന്താ ഫെലിങ്സ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന റിയേജന്റ്? 1:1 മിക്സ്ചർ ഓഫ് ഫെലിംഗ് സൊല്യൂഷൻ A and ഫെലിംഗ് സൊല്യൂഷൻ B. 1:1 mixture of filling solution A and filling solution B. What is filling solution A? Aqueous copper sulfate. Filling solution B, alkaline sodium potassium tartarate. Alkaline sodium potassium tartarate. Alkaline sodium potassium tartarate. ഇതാണ് ഫില്ലിംഗ് സൊല്യൂഷൻ ബി. ആരായി ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത്? ആൽഡിഹൈഡ്സ് എക്സെപ്റ്റ് അരോമാറ്റിക് ആൽഡിഹൈഡ്സ്. മക്കളെ, അരോമാറ്റിക് ആൽഡിഹൈഡ് ഒഴികെയുള്ള മറ്റെല്ലാ ആൽഡിഹൈഡ്സും ഈ ടെസ്റ്റ് ആൻസർ ചെയ്യും. ബെൻസ് ആൽഡിഹൈഡ് ആൻസർ ചെയ്യില്ല. എന്നാൽ ടോളറൻസ് ടെസ്റ്റ് എല്ലാ ആൽഡിഹൈഡ്സും ആൻസർ ചെയ്യും. ഫില്ലിംഗ് ടെസ്റ്റ് ആൽഡിഹൈഡ്സ് എക്സെപ്റ്റ് അരോമാറ്റിക് ആൽഡിഹൈഡ്സ്. എന്താ ഈ ടെസ്റ്റിന്റെ ഒബ്സർവേഷൻ? റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഓർ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് കുപ്രസ് ഓക്സൈഡ്. Cu2O-യുടെ ഫില്ലിംഗ് സൊല്യൂഷനുമായിട്ട് അല്ലെ ഫില്ലിംഗ് റിയേജന്റുമായിട്ട് ആൽഡിഹൈഡ് പ്രവർത്തിക്കുമ്പോൾ വിൽ ഗെറ്റ് റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഓഫ് Cu2O, റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഓഫ് കുപ്രസ് ഓക്സൈഡ്. ആൽഡിഹൈഡ് ഓക്സിഡൈസ്ഡ് ആസിഡ് ആവും. ഓക്കെ, റിയാക്ഷൻ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽഡിഹൈഡ് ഫില്ലിംഗ്സ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഫില്ലിംഗ്സ് റിയേജന്റ് കണ്ടെയ്ൻ copper 2+.
അപ്പോൾ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് സോൾട്ട് ആവും, കാർബോക്സിലിക് ആസിഡ് ആവും, RCOO-. ആൻഡ് കോപ്പർ 2+ സ്റ്റേറ്റിൽ നിന്ന് +1 സ്റ്റേറ്റിലേക്ക് റെഡ്യൂസ് ആവും. Cu2O ആണ് റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഓഫ് Cu2O മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. ഫെലിങ്സ് ടെസ്റ്റ്. ഓക്കെ, ആരായി ടെസ്റ്റ് ആൻസർ ചെയ്യാം? ആൽഡിഹൈഡ്സ് എക്സെപ്റ്റ് അരോമാറ്റിക് ആൽഡിഹൈഡ്. ഐഡോഫോം ടെസ്റ്റ് അത് ഹാലോഫോം റിയാക്ഷൻ ആട്ടോ. ആരാ മക്കളെ ഐഡോഫോം ടെസ്റ്റിലെ റിയേജന്റ്? NaOI, സോഡിയം ഹൈപ്പോ അയോഡൈഡ്. സോഡിയം ഹൈപ്പോ അയോഡൈഡ്. ചിലപ്പം അയഡിൻ ഇൻ ആൽക്കലി എന്ന് വരും. ബോത്ത് സെയിം. ഓക്കെ ഓക്കെ. ആരായിട്ട് റിയാക്ഷൻ ആൻസർ ചെയ്യുന്നത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡും ആൻസർ ചെയ്യും, കീറ്റോൺസും ആൻസർ ചെയ്യും. ഹാവിങ് CH3CO ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം? ഒരു കണ്ടീഷനുണ്ട്, എല്ലാവരും ആൻസർ ചെയ്യില്ല. CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആൻസർ ദിസ് റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷൻ is given by aldehydes and ketones containing CH3CO ഗ്രൂപ്പ്. ചില ആൽക്കോൾസും തരുന്നുണ്ട്, ബട്ട് CH3CHOH ഗ്രൂപ്പുള്ള ആൽക്കോൾ. ബട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുക ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഹാവിങ് CH3CO ഗ്രൂപ്പാണ് ഈ റിയാക്ഷൻ ആൻസർ ചെയ്യുക. എന്താ ഈ റിയാക്ഷൻ ഒബ്സർവേഷൻ? യെല്ലോ ഐഡോഫോമിന്റെ ഫോർമേഷൻ ആണ്. ഐഡോഫോമിന്റെ ഫോർമുല CHI3. ഐഡോഫോമിന്റെ ഫോർമുല CHI3. ക്ലിയർ ആണോ? എന്താ റിയാക്ഷൻ? ഏതാ മക്കളെ? ഐഡോഫോം ടെസ്റ്റിന്റെ റിയാക്ഷൻ ഒന്നുമില്ല. CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡുകളും കീറ്റോണുകളുമായി ടെസ്റ്റ് ആൻസർ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 6 എന്ന് എഴുതിയത് അത് ഹൈഡ്രോജൻ ആറ്റം ആവാം, അത് ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, അത് അരൈൽ ഗ്രൂപ്പ് ആവാം, ഏത് ഗ്രൂപ്പും ആവാം. CH3CO ഗ്രൂപ്പായി ഇവിടെ ഉള്ള CH3CO ഗ്രൂപ്പുള്ള ആൽഡിഹൈഡും കീറ്റോണും ഈ ടെസ്റ്റ് ആൻസർ ചെയ്യും. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്തത്? NaOI. അപ്പോൾ മക്കളെ ഈ ഭാഗം ഇങ്ങനെ അങ്ങ് ബ്രേക്ക് ആവും. ഈ ഭാഗം ആസിഡ് സോൾട്ട് ആയിട്ട് മാറും, RCOONA. എന്നാൽ ഈ മീഥൈൽ പാർട്ട് ഹാലോഫോം ആയിട്ട് ടേൺ ചെയ്യും, CHI3. അതിൻ്റെ പേരാ ഐഡോഫോം, വിച്ച് ഇസ് യെല്ലോ ഇൻ കളർ. ഓക്കെ. അപ്പോൾ NaOI ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NaOIയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ യെല്ലോ ഐഡോഫോം കിട്ടണമെങ്കിൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആരുണ്ടായിരിക്കണം? CH3CO ഗ്രൂപ്പ്. അപ്പോൾ CH3CO ഗ്രൂപ്പിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റും കൂടെയാണ് ഐഡോഫോം ടെസ്റ്റ്. ഹാലോഫോം റിയാക്ഷനിൽ ഐഡോഫോം റിയാക്ഷനെയാണ് ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ യെസ്. അവസാനിപ്പിക്കുകയാണ്. CH3CHO ഇതേലോന്ന് പറയും. ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യോ? CH3CHO ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യോ? എല്ലാ ആൽഡിഹൈഡും ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യും. ഫെലിങ്സ് അല്ല, ടോളറൻസ് ടെസ്റ്റ് ആൻസർ ചെയ്യും. ടോളറൻസ് ടെസ്റ്റ് ആൻസർ ചെയ്യും. ഫെലിങ്സ് ടെസ്റ്റ് ആൻസർ ചെയ്യും. കാരണം അരോമാറ്റിക് ആൽഡിഹൈഡ് അല്ലാത്ത എല്ലാ ആൽഡിഹൈഡും ആൻസർ ചെയ്യും. ഐഡോഫോൺ ടെസ്റ്റ് ആൻസർ ചെയ്യോ? CH3CHO ഐഡോഫോൺ ടെസ്റ്റ് ആൻസർ ചെയ്യോ? സെൻഹ CH3CHO എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? CH3CHO എന്ന് പറഞ്ഞാൽ കാണാനൊരു ലുക്കില്ലായിട്ടാ. ശരിക്കും അയാൾ ആരാ? CH3 C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H ആണ്. ഇതാണ് CH3CHO. that has got that group CH3CO group, CH3CO group. So it answers iodoform test also. Okay. അടുത്തത് CH3 CH2 COCH2 CH3. It is a ketone. It does not give tolerance test, does not give Felling's test, and it does not give iodoform test also. Iodoform തരില്ല, കാരണം CH3CO ഗ്രൂപ്പ് ഇല്ല. CH3 CH2CO ഉള്ളൂ, CH3 CH2CO ഉള്ളൂ. നമ്മുടെ അടുത്തത് അയാൾ CH3CO CH2 CH2 CH3. ഇയാളുടെ പേര് പെൻഡൻ 2 ഓൺ, ഇവന്റെ പേര് പെൻഡൻ 3 ഓൺ. ഇത് പെൻഡൻ 3 ഓൺ, ഇത് പെൻഡൻ 2 ഓൺ. പെൻഡൻ 2 ഓൺ അഗൈൻ കീറ്റോൺ ആണ്. does not give tolerance test, does not give Felling's test, but it has got that group CH3CO group, CH3CO group. So it answers iodoform test.
അപ്പോൾ how will you distinguish pendant 2 on from pendant 3 on? Answer iodoform test. കാരണം ഇതാണ് pendant 2 on. Pendant 2 on which has CH3CO group, so it answer haloform reaction, but pendant 3 on does not. Clear? Yes. Next, C6H5CHO. എന്താ അയാളുടെ പേര്? ബെൻസാൾഡിഹൈഡ്. C6H5CHO ബെൻസാൾഡിഹൈഡ്. ടോളറൻസ് ടെസ്റ്റ് ആൻസർ ചെയ്യും, എന്നാൽ ഫെലിങ്സ് ടെസ്റ്റ് ചെയ്യില്ല. ഫെലിങ്സ് ടെസ്റ്റ് ആരാ ആൻസർ ചെയ്യുക? ആൽഡിഹൈഡ്സ് എക്സെപ്റ്റ് അരോമാറ്റിക് ആൽഡിഹൈഡ്. ബെൻസാൾഡിഹൈഡ് ഇസ് എൻ അരോമാറ്റിക് ആൽഡിഹൈഡ്. ഐഡോഫോം ടെസ്റ്റ് ചെയ്യോ? ഇല്ല, കാരണം CH3CO ഗ്രൂപ്പ് ഇല്ല. അടുത്തത് CH3CH2CHO ആൽഡിഹൈഡ് ആണ്. ടോളറൻസ് ആൻസർ ചെയ്യും, ഫെലിങ്സ് ആൻസർ ചെയ്യും, എന്നാൽ ഏത് ആൻസർ ചെയ്യില്ല? ഐഡോഫോം ടെസ്റ്റ് ആൻസർ ചെയ്യില്ല, ബിക്കോസ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ CH3CO ഗ്രൂപ്പ്. ക്ലിയറാ? യെസ്. അപ്പോൾ ഇത്രയാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അടുത്ത ചാപ്റ്റർ ആൽക്കോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് പരമാവധി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുക, കൃത്യമായിട്ട് എഴുതി കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് 1 hour ബ്രേക്കാണ് വരുന്നത്. നിങ്ങൾ നോമ്പൊക്കെ തുറന്ന്, ഓക്കെ, നോമ്പില്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പഠിപ്പിച്ച 2 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നവർ ഉറപ്പ് വരുത്താം. റെഡി? ശേഷം നമ്മൾ ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം എന്താണ്? ബ്രേക്കാണ്. ഓക്കെ, എത്ര സമയം വരെ ഉണ്ട്? 7:15 നമ്മൾ ഇനി ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. 7:15. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക്. സെറ്റല്ലേ? ഓക്കെ, 7:15 നമ്മൾ കണ്ടിന്യൂ ചെയ്യടാ മക്കളെ. ഓക്കെ, ബൈ. യെസ്, വിൽ കണ്ടിന്യൂ അഗെയിൻ. ഓക്കെ 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 ഓക്കെ.
യെസ് മക്കളെ, അപ്പൊ ഒരു പവർഫുൾ ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം നോമ്പ് തുറക്കുന്നവരൊക്കെ നോമ്പ് തുറന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. റെഡി അല്ലേ? നമുക്ക് തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആയിരിക്കും അല്ലേ? പവറാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പവർ. അതെ, നമ്മളും ഫുഡൊക്കെ കഴിച്ച് ഒരു ഗ്യാപ്പ് കിട്ടി. ഫുഡൊക്കെ കഴിച്ച് രാവിലെ തുടങ്ങിയാണ് എന്ത് ചെയ്യാ, കോണ്ടന്റ് വീഡിയോ, ഷോർട്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. അപ്പം ക്ലിയർ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ സെറ്റ് ആയിരിക്കാണ്. എനർജറ്റിക് അല്ലേ? എനർജിയാണ്. മക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, മിസ് ക്വസ്റ്റ്യൻ പറയുന്നു, മിസ് ആൻസർ പറയുന്നു, ഞാൻ നോക്കി നിൽക്കുന്നു, അങ്ങനെയൊക്കെ പോകും. റെഡി? അപ്പൊ പറയാം. യെസ്, ആദ്യത്തെ ചോദ്യം എന്താണ് സാർ? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡറും മോളിക്കുലാരിറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓർഡർ, എന്താണ് മോളിക്കുലാരിറ്റി? അപ്പൊ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓർഡറും മോളിക്കുലാരിറ്റിയും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മിസ് പറഞ്ഞു. മുഹമ്മദ് ആദിൽ പറയുന്നുണ്ട്, എടാ എന്റെ പേര് അവൻ മിസ്റ്റേക്ക് ആണല്ലോ ആർട്ടിസ്റ്റ് സർ പറയുന്നത്. എന്റെ പേര് അൻസിത എന്നാണ് കേട്ടോടാ. യെസ് മക്കളെ, ഓർഡറും മോളിക്കുലാരിറ്റിയും ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു K into A raised to X B raised to Y. മക്കളെ, റിയാക്ഷന്റെ ഓർഡർ ഒന്ന് പറഞ്ഞേ. എന്താണ് ആർട്ടിസ്റ്റ് സർ ഈ റിയാക്ഷന്റെ ഓർഡർ? എന്താ? വേഗം കമന്റ് ചെയ്യൂ. വെരി ഗുഡ്. ഹസ്ന പറയുന്നുണ്ട്, സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഓഫ് റേറ്റ് ലോ. മക്കളെ, ഈ A യുടെ മുകളിൽ കാണുന്ന എക്സും ഈ വൈയും B യുടെ മുകളിലെ വൈയും ഓർഡർ ആണ്. N ആണ് ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ആണല്ലോ. അതെ, ഈ എക്സും വൈ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് എക്സ്പെരിമെന്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ മോളിക്കുലാരിറ്റി, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കോ സാർ. മോളിക്കുലാരിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? മക്കളെ, ഞാനൊരു റിയാക്ഷൻ എഴുതുകയാണ്. അമോണിയം നൈട്രൈറ്റിന്റെ ഡീകമ്പോസിഷൻ NH4NO2 ഡീകമ്പോസ് ചെയ്തിട്ട് N2ഉം അതേപോലെ 2H2ഉം ആയിട്ട് മാറുക. മക്കളെ, മോളിക്കുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എത്ര മോളിക്യൂൾസ് അല്ലേ, എത്ര മോളിക്യൂൾസ് ആണ് റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്, അതാണ് മോളിക്കുലാരിറ്റി. നമ്പർ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ സൈമുൾട്ടേനിയസ് കൊളീഷൻ ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ നോൺ ആസ് മോളിക്കുലാരിറ്റി. അപ്പോൾ മോളിക്കുലാരിറ്റി ഇവിടെ എത്ര മോളിക്യൂൾസ് ആണ് മക്കളെ കൊളൈഡ് ചെയ്യുന്നത്? ഒരു NH4NO2 ആണുള്ളത്. സോ ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? N is equal to 1. ആൻഡ് എന്താണ് റിയാക്ഷനെ വിളിക്കുന്ന ആർട്ടിസ്റ്റ് സാർ? യൂണിമോളിക്കുലർ റിയാക്ഷൻ. ഇറ്റ്സ് നോൺ ആസ് യൂണിമോളിക്കുലർ റിയാക്ഷൻ. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണത് യൂണിമോളിക്കുലർ റിയാക്ഷൻ. സോ ദ മോളിക്കുലാരിറ്റി ഈസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, വേറൊരു റിയാക്ഷൻ ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറുക. ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി ഒന്ന് കമന്റ് ചെയ്തോളൂ മക്കൾ, കമന്റ് ചെയ്തോളൂ. മോളിക്കുലാരിറ്റി, ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എന്താ? 2Hi H2ഉം I2ഉം ആയിട്ട് മാറുന്ന റിയാക്ഷൻ എന്താണ്? എത്ര മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത്? എത്ര മോളിക്യൂൾസ് ആണ് കൊളൈഡ് ചെയ്യുന്നത്? റിയാക്ടന്റ് മാത്രം നോക്കിയാൽ മതി, പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എത്ര റിയാക്ടന്റ് ആണ്? 2Hi ആണ്. സോ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി ഈസ് 2. അതായത് ഇതൊരു ബൈ മോളിക്കുലാർ റിയാക്ഷൻ. അലീന കറക്റ്റ് ആണ് മോളെ. 2 മോളിക്കുലാരിറ്റി 2 ആണെന്ന് അലീന പറഞ്ഞിട്ടുണ്ട്. നെക്സോൺ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഡിഫറൻസ് മനസ്സിലായിക്കോ. ഓർഡർ എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്, വെറസ് മോളിക്കുലാരിറ്റി ഈസ് എ തിയറിറ്റിക്കൽ വാല്യൂ. ഇതുപോലെ ഒരു ബാലൻസ് ചെയ്ത് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ഡിറ്റർമൈൻ ചെയ്യാം? മോളിക്കുലാരിറ്റി ഡിറ്റർമൈൻ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് അറിയാം? അപ്പോൾ പറഞ്ഞു. ഒന്നാമത്തെ ഫസ്റ്റ് ഡിഫറൻസ് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഡിഫറൻസ്, ഓർഡർ ഈസ് ആൻ എക്സ്പെരിമെന്റൽ വാല്യൂ, വെറസ് മോളിക്കുലാരിറ്റി ഈസ് എ തിയറിറ്റിക്കൽ വാല്യൂ. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന എലമെന്ററി റിയാക്ഷൻസ് ഉണ്ട്, അതേപോലെ ഒന്നിലധികം സ്റ്റെപ്പിൽ നടക്കുന്ന കോംപ്ലക്സ് റിയാക്ഷൻസ് ഉണ്ട്. ഏത് റിയാക്ഷനും ആയിക്കോട്ടെ ഓർഡർ ആപ്ലിക്കബിൾ ആ. ഓർഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഓർഡർ ഏത് റിയാക്ഷൻ, സിംഗിൾ സ്റ്റെപ്പിലായാലും മൾട്ടി സ്റ്റെപ്പിലായാലും നടക്കുന്ന റിയാക്ഷൻ ഓർഡർ എന്ന സംഭവം ആപ്ലിക്കബിൾ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റി ആപ്ലിക്കബിൾ അല്ല. സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിന് മാത്രമാണ് മോളിക്കുലാരിറ്റി ആപ്ലിക്കബിൾ. ഒരു യൂണിമോളിക്കുലർ റിയാക്ഷന് മാത്രമാണ് മോളിക്കുലാരിറ്റി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചേ, അല്ല യൂണിമോളിക്കുലർ ബൈമോളിക്കുലർ കോംപ്ലക്സസ് എലിമെന്ററി റിയാക്ഷൻസിന് മാത്രമാണ് ആപ്ലിക്കബിൾ. മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്ത ഡിഫറൻസ് ഇമ്പോർട്ടന്റ്. ഓർഡർ എന്ന് പറയുന്നത് 0 ആകാം, 1 ആവാം, 2 ആകാം, ഈവൻ ഒരു ഫ്രാക്ഷൻ ആവാം, 1/2 ഹാഫ് ഓർഡർ റിയാക്ഷൻ. ഓർഡർ 0 ആവാം, 1 ആവാം, 2 ആവാം, ഒരു ഫ്രാക്ഷണൽ നമ്പർ ആവാം ഓർഡർ. ബട്ട് മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. 1 or 2 അല്ലേ? 1 2 3 4 ആകാം, 2 ആകാം, 3 ആകാം, ഒരിക്കലും 0 ആകാൻ പറ്റില്ല. ആരെങ്കിലും റിയാക്ട് ചെയ്താലല്ലേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. സോ ദ മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് 1 2 3 നമ്പർ. ഓക്കേ, റെഡി? നെക്സ്റ്റ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. യെസ്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടോളിൻ ബൈ വുഡ്സ്വിറ്റിക് റിയാക്ഷൻ. എന്താ വുഡ്സ്വിറ്റിക് റിയാക്ഷൻ? മക്കളെ പറഞ്ഞേ, എന്താണ് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ? പറയൂ, എന്താണ് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ?
ഒരു ആൽക്കൈൽ ഹാലൈഡും അറൈൽ ഹാലൈഡും റിയാക്ട് ചെയ്യുക ആരെ പ്രസൻസിൽ? സോഡിയത്തിന്റെ പ്രസൻസിൽ അല്ലേ? ഒരു ആൽക്കൈൽ ഹാലൈഡും മക്കൾ പറ, ഒരു ആൽക്കൈൽ ഹാലൈഡ്, ഇത് അറൈൽ ഹാലൈഡ് ആണ് മക്കളെ, അറൈൽ ഹാലൈഡ് ആണ് അല്ലെ? ഒരു അറൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് ചെയ്യാണ് ആരെ പ്രസൻസിലാ? സോഡിയത്തിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. സോഡിയം ആൽക്കൈൽ ഹാലൈഡും അറൈൽ ഹാലൈഡും ആരെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു? സോഡിയത്തിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. ആരാണ് സോൾവെന്റ് ഉപയോഗിക്കുക? ആരാണ് സോൾവെന്റ് ഉപയോഗിക്കുക? ഡ്രൈ ഈതർ സോൾവെന്റ് ആണ്. എന്താ പറ? ഡ്രൈ ഈതർ യൂസ്ഡ് ആസ് എ സോൾവെന്റ്. ഇവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഡ്രൈ ഈതർ ആണ്. ഡ്രൈ ഈതർ ആണ്. എന്താ റിമൂവ് ചെയ്യുക? NaCl റിമൂവ് ചെയ്യപ്പെടും ആൻഡ് ഗിവ്സ് ടൊളീൻ, മിഥൈൽ ബെൻസീൻ നോൺ ആസ് ടൊളീൻ. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാണ്? ഉണ്ടാവുന്ന പ്രോഡക്റ്റ് മിഥൈൽ ബെൻസീൻ അഥവാ ടൊളീൻ ആണ്. ടൊളീൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ. അപ്പൊ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടൊളീൻ ബൈ വുഡ്സ്വിറ്റിക് റിയാക്ഷൻ ആണ്. എന്താണ് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് മക്കൾ പറ, ഒരു ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ അറൈൽ ഹാലൈഡും ആരെ പ്രസൻസിൽ? സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. ഏതാണ് സോൾവെന്റ്? ഡ്രൈ ഈതർ ആണ് സോൾവെന്റ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താ കിട്ടുക? ടൊളീൻ കിട്ടും. അത് കിട്ടും ടൊളീൻ. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണിത് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഇക്വേഷൻ ക്ലിയർ അല്ലേ മക്കൾക്ക്? ക്ലിയർ അല്ലേ? മിസ്സേ കമന്റ് ഒക്കെ റെഡി അല്ലേ? വുഡ്സ്വിറ്റിക് റിയാക്ഷൻ റെഡിയാണ്. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് മുമ്പ് ഫിറ്റിക് റിയാക്ഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ഫിറ്റിക് റിയാക്ഷൻ എന്നുകൂടി പറയാം. എന്താണ് ഫിറ്റിക് റിയാക്ഷൻ? രണ്ട് അറൈൽ ഹാലൈഡുകൾ മക്കൾ നോക്കുക. രണ്ട് അറൈൽ ഹാലൈഡുകൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. രണ്ട് അറൈൽ ഹാലൈഡുകൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. ആരെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുക? സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. ഡ്രൈ ഈതർ എന്നുള്ള സോൾവെന്റ് പ്രസൻസിൽ. ആരാണ്? ഡ്രൈ ഈതർ എന്നുള്ള സോൾവെന്റ് പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ ബൈഫീനൈൽ രണ്ട് ബെൻസീൻ റിങ്ങുള്ള കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? രണ്ട് അറൈൽ ഹാലൈഡുകൾ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരെ പ്രസൻസിൽ? ഡ്രൈ ഈതർ എന്നുള്ള സോൾവെന്റ് പ്രസൻസിൽ. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ബൈഫീനൈൽ അഥവാ രണ്ട് ബെൻസീൻ റിങ്ങുള്ള കോമ്പൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത്തരം റിയാക്ഷനുകളെ വിളിക്കുന്ന പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ. എന്താ വിളിക്കുക? ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ ആണ്. അപ്പോ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ ആരൻസിലെ നെയിം റിയാക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻ ആണ്. ഒന്ന് വുഡ്സ്വിറ്റിക് റിയാക്ഷനും മറ്റേത് ഫിറ്റിക് റിയാക്ഷനും. എന്താണ് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അറൈൽ ഹാലൈഡും സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ എങ്കിൽ രണ്ട് അറൈൽ ഹാലൈഡുകൾ റിയാക്ട് ചെയ്യുന്ന ഫിറ്റിക് റിയാക്ഷൻ ആണ് മക്കളെ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ചോദ്യം മക്കളെ ആൽക്കഹോൾ ഫിനോൾസിലെ ക്വസ്റ്റ്യൻ ആണല്ലേ? Mixture of concentrated HCl and anhydrous zinc chloride is an important reagent which helps to distinguish between primary, secondary and tertiary alcohol. മക്കളെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷ്യറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് ആണ് ആര്? കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കൂടിയുള്ള മിക്സ്ചർ. യെസ് സർ, അതൊന്ന് തരുമോ? അപ്പൊ അങ്ങനാണെങ്കിൽ ആ റിയേജന്റിനെ വിളിക്കുന്ന പേരാണ് നിങ്ങളോട് ചോദിച്ചത്. വേഗം എഴുതിക്കേ. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് HCl-ഉം. വേഗം കമന്റ് ചെയ്യൂ. എന്താണ് ആ മിക്സ്ചർ? ഏത് മിക്സ്ചർ ആണ് മക്കൾ? കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഏത് മിക്സ്ചർ ആണ്? ഏത് മിക്സ്ചർ ആണ്? യെസ്, വെരി ഗുഡ് ഷിഫാൻ. എന്താണ്? ലൂക്കാസ് റിയേജന്റ് അല്ലേ? ഇതിനെ എന്താ വിളിക്കുക? ലൂക്കാസ് റിയേജന്റ്. ആൻഡ് ലൂക്കാസ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ലൂക്കാസ് റിയേജന്റ്? പറഞ്ഞേ. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. കോൺസെൻട്രേറ്റഡ് HCl-ഉം അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കൂടിയുള്ള മിക്സ്ചർ ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ടർബിഡിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും? ഇല്ല. സെക്കൻഡറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ടർബിഡിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ആഫ്റ്റർ 5 minutes. ടെർഷ്യറി ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ? ടെർഷ്യറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റും ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി. സെക്കൻഡറി ആൽക്കഹോൾ ആഫ്റ്റർ 5 minutes ആൻഡ് പ്രൈമറി ആൽക്കഹോൾ ഓൺലി ഓൺ ഹീറ്റിംഗ്. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണേ ആർട്ടിസ്റ്റ്. യെസ്, ബി പാർട്ടിൽ. അപ്പൊ എ പാർട്ടിലെ ക്വസ്റ്റ്യന്റെ ആൻസർ ലൂക്കാസ് റിയേജന്റ് എന്നാണ് കേട്ടോ. ലൂക്കാസ് റിയേജന്റ് ആണ്. ആൻഡ് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോളിനും പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും നമ്മൾ എഴുതാനായിട്ട് പോവാ. മക്കളെ ഞാൻ ഒരു ആൽക്കഹോൾ എഴുതാം. CH3CH2OH. ഇത് ഏത് ആൽക്കഹോളാ? നിങ്ങൾ പറഞ്ഞു ഇത് ഏത് ആൽക്കഹോളാ? ഒന്ന് കമന്റ് ചെയ്തോളൂ. ഏത് ആൽക്കഹോളാ മക്കളെ? കമന്റ് ചെയ്യൂ. യെസ് മക്കളെ നോക്കിയേ. OH ഗ്രൂപ്പ്
അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏത് കാർബണാ? ഈ കാർബണാ. ആ കാർബൺ എത്ര കാർബണുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണെന്ന് നോക്കുക. ഈ കാർബൺ ഒരൊറ്റ കാർബണുമായിട്ടാണ് ഡയറക്ട്ലി അറ്റാച്ച്. സോ ഇതെന്താണ്? ഒരു പ്രൈമറി ആൽക്കഹോൾ. അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബണായിട്ട് മാത്രമേ ടച്ച് ഉള്ളൂ എങ്കിൽ ആ ആൽക്കഹോളിനെ വിളിക്കുന്ന പേരെന്താ? പ്രൈമറി ആൽക്കഹോൾ. അടുത്ത എഴുതിക്കോ. അടുത്ത ഞാൻ എഴുതാം. അപ്പോഴത്തേക്ക് ആർട്ടിസർ പറഞ്ഞു. അപ്പൊ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ രണ്ട് കാർബണായിട്ട് ടച്ച് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ആൽക്കഹോൾ. ഇവിടെ നിങ്ങൾ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ കാണുന്നുണ്ടോ? ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ കാണുന്നുണ്ടോ? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ രണ്ട് കാർബണുമായിട്ട് ടച്ച്. സോ ഇറ്റ് ഈസ് സെക്കൻഡറി. ടെർഷ്യറി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടെർഷ്യറി നോക്കുക മക്കളെ. ഞാൻ ആദ്യം OH ഗ്രൂപ്പ് വരയ്ക്കുന്നു. ആ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 1, 2, 3 കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ 1, 2, 3 കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഈ കാർബൺ എങ്കിൽ ഈ കാർബണെ ഈ ഒരു ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് tertiary alcohol. അപ്പൊ മൂന്ന് ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, tertiary alcohol. ക്ലിയർ അല്ലേ? ഒരു കാർബൺ ആറ്റമായിട്ടാണെങ്കിൽ 1 പ്രൈമറി, രണ്ട് കാർബൺ ആയിട്ടാണെങ്കിൽ രണ്ടാളുമായിട്ട് സെക്കൻഡറി, മൂന്നാളുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ tertiary. അപ്പൊ പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും tertiary ആൽക്കഹോളും ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൗ ദി above reagent helps to distinguish above 3 types of alcohol. എങ്ങനെയാണ് ലൂക്കാസ് റിയേജന്റ് വെച്ചിട്ട് പ്രൈമറി, സെക്കൻഡറിയെ, tertiaryയെ ഡിസ്റ്റിംഗ്വിഷ്? അപ്പൊ പ്രൈമറി പറയണം. ഓക്കെ മക്കളെ, ടേർഷ്യറി ആൽക്കഹോൾ നോക്കാം. ടേർഷ്യറി ആൽക്കഹോൾ ഒരുമിച്ച് നിൽക്കാൻ സമയമുണ്ട്, നിങ്ങൾക്ക് എഴുതാൻ കാണൂല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ടേർഷ്യറി ആൽക്കഹോൾ മക്കളെ ഇതാണ് ടേർഷ്യറി ആൽക്കഹോൾ. ടേർഷ്യറി ആൽക്കഹോൾ ഇതാണ് ടേർഷ്യറി ആൽക്കഹോൾ. റെഡിയാണ്? ടേർഷ്യറി ആൽക്കഹോളും ലൂക്കാസ് റിയേജനും, ടേർഷ്യറി ആൽക്കഹോളും ലൂക്കാസ് റിയേജനും HCl പ്ലസ് സിങ്ക് ക്ലോറൈഡ് ആണ്. സിങ്ക് ക്ലോറൈഡ് മക്കൾ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ലൂക്കാസ് റിയേജന്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ OH പോയിട്ട് Cl വരും. അത്രേ ഓർമ്മിക്കണ്ടു. OH പോയിട്ട് Cl വരിക. പ്രോഡക്റ്റ് ചെയ്താൽ എളുപ്പമാണ്. ഇവിടെയുള്ള OH ഒഴിവാക്കുക, അവിടെ എന്ത് കൊടുക്കുക? Cl കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? CH3. മക്കൾ പറയോ CH3 റെഡി അല്ലേ? CH3 റെഡി. CH3 ഇവിടെ ആര് പോയിട്ട് ആര് വരും? OH പോയിട്ട് Cl വരും. OH പോയിട്ട് Cl വരും. യെസ്. അപ്പൊ ടേർഷ്യറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റും റിയാക്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. പെട്ടെന്ന് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അങ്ങനെ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുന്നുവെങ്കിൽ മക്കൾ മനസ്സിലാക്കുക, തന്നിരിക്കുന്ന ആൽക്കഹോൾ ടേർഷ്യറി ആൽക്കഹോൾ ആണ്. തന്നിരിക്കുന്ന ആൽക്കഹോൾ എന്താ? ടേർഷ്യറി ആൽക്കഹോൾ ആണ്. ഒരു ആൽക്കഹോൾ തന്നിട്ട് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേർഷ്യറി ആണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്ന നേരം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ആൽക്കഹോൾ എടുക്കുക, ലൂക്കാസ് റിയേജന്റ് ഒഴിച്ചു നോക്കുക. ടെർബിഡിറ്റി ഉണ്ടാവുന്നു, അത് ടേർഷ്യറി ആണ്. ഇനി സെക്കൻഡറി ആൽക്കഹോളിലേക്ക് പോവുക. സെക്കൻഡറി ആൽക്കഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോളും ലൂക്കാസ് റിയേജന്റും HCl ആര് പോയിട്ട് ആര് വരും? ആര് പോയിട്ട് സിങ്ക് ക്ലോറൈഡ്, ആര് പോയിട്ട് ആര് വരും? OH പോയിട്ട് ആര് വരും? OH പോയിട്ട് ആര് വരും? Cl വരും. പ്രോഡക്റ്റ് CH3Cl റെഡി അല്ലേ? സെക്കൻഡറി ആൽക്കഹോൾ OH പോയിട്ട് Cl വരും. അത് ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ 0 to 5 minutes 5 മിനിറ്റ് വരെ എടുക്കണം. 5 മിനിറ്റ് വരെ എടുക്കണം. 0 to 5 minutes. ക്ലിയർ ആണ്? ഇനി റിയാക്ഷൻ പ്രൈമറി ആൽക്കഹോൾ CH3 നേരത്തെ ഓൾറെഡി മിസ് പ്രൈമറി ആൽക്കഹോൾ എഴുത്തതാണ്. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബൺ ടച്ച്. HCl OH പോയിട്ട് ഇവിടെയും ആരാ വരിക? ഇവിടെയും OH പോയിട്ട് Cl വരും. സിങ്ക് ക്ലോറൈഡ് CH2Cl റെഡിയാണ്? CH2Cl ക്ലിയർ അല്ലേ? അപ്പൊ ടേർഷ്യറി ആൽക്കഹോളും ലൂക്കാസ് റിയേജനും ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളും ലൂക്കാസ് റിയേജനും ആഫ്റ്റർ 5 minutes ആണ്. പ്രൈമറി ആൽക്കഹോൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ചൂടാക്കിയാൽ മാത്രം, ഹീറ്റ് ചെയ്താൽ മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. സോ ദ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോളിനെയും സെക്കൻഡറി ആൽക്കഹോളിനെയും ടേർഷ്യറി ആൽക്കഹോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ലൂക്കാസ് റിയേജന്റ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മക്കൾ ശ്രദ്ധിച്ചോ? 3 ചോദ്യങ്ങൾക്ക് ആൻസർ നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അത് പറഞ്ഞല്ലേ ആർട്ടി സാർ? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഹലോ അലക്കീൻസ് ആൻഡ് ഹലോ അരീൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഹലോ അരീൻസ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് ആൻഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. റൈറ്റ് 2 examples for ampidendate nucleophile. അപ്പൊ ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും റിയാക്ഷനും പോവാറുണ്ട് അല്ലേ? ഹാലോ അരീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും പോവാറുണ്ട്. Write 2 examples for ampidendate nucleophile. എന്താണ് ampidendate nucleophile? രണ്ട് പേർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയോഫൈലിനെ വിളിക്കുന്ന പേരാണ് ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ സയനൈഡ് കാണുന്നുണ്ടോ? സയനൈഡിന്റെ കേസിൽ സയനൈഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബൺ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നൈട്രജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും.
ആ 2 ഡോണർ ആറ്റം ഉണ്ട്, 2 ഡോണർ ആറ്റം. പക്ഷേ എറ്റ് എ ടൈം ഒരാൾക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ. സയനൈഡിൽ കാർബണും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, നൈട്രജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണ്. സയനൈഡിന് CN എന്ന് എഴുതാം, NC എന്നും എഴുതാം. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ അല്ലേ? NO2 ഒരു ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ ആണ്. നൈട്രജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഓക്സിജനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ONO എന്ന് എഴുതാം. ക്ലിയർ ആണ്. സോ റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Write examples for ambidendate nucleophile. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Write 2 examples for ambidendate nucleophile. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് കമന്റ് നോക്കട്ടെ. ഓക്കെ, മക്കളെ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് കണ്ടാ ഫുൾ ഉണ്ടാവൂലെന്ന്. ഫുൾ ഉണ്ടാവും മക്കളെ. 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവർ ആൻസർ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ പ്രശ്നം മക്കളെ. നെക്സ്റ്റ് ഓൺ C2O4 2 - C2O4 ഒക്കെ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സിലാണ് ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ ആണ്. പക്ഷെ എന്താ, അത് കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് ഡിസ്കസ് ചെയ്യാറ്. ഇവിടെ NO2 CN- ഒക്കെ. പക്ഷെ അവിടെ നെക്സോൺ OH- ഒരിക്കലും ആംബിഡെന്റേറ്റ്, അവിടെ ശ്രദ്ധിച്ചോ, OH- ആംബിഡെന്റേറ്റ് അല്ല. ഓക്സിജനെ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, ഹൈഡ്രജന് പറ്റില്ലല്ലോ. ഓക്കേ, സോൾ യൂട്യൂബ് ഒഫീഷ്യൽ ഹായ് ഡിയർ. യെസ്, എന്നെ തിരക്കുന്നുണ്ട്. ആർട്ടി സർ കണ്ടിന്യൂ. ഇത് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ്, റൈറ്റ് എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയാനാ പറഞ്ഞത്. ക്ലോറോബെൻസീന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്ലോറോബെൻസീന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? മക്കൾ നോക്കിക്കോ. ക്ലോറോബെൻസീൻ വരയ്ക്കാണ്. ക്ലോറോബെൻസീനിലേക്ക് NaOH ആഡ് ചെയ്യുക. NaOH. മക്കളെ ശ്രദ്ധിക്കുക, ക്ലോറോബെൻസീനിൽ Cl- മാറിയിട്ട് OH- വരത്തില്ല. റൂം ടെമ്പറേച്ചറിൽ ക്ലോറോബെൻസീനിൽ Cl- മാറിയിട്ട് എന്ത് വരില്ല? OH- വരത്തില്ല. ക്ലിയർ അല്ലേ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള Cl പോയിട്ട് ആര് വരണം? Na+ഉം OH-ഉം. ഇവിടെയുള്ള Cl- പോയിട്ട് അവിടെ OH- വരണമെന്ന്, പക്ഷേ വരത്തില്ല. റൂം ടെമ്പറേച്ചറിൽ വരത്തില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 623 കെൽവിൻ കൊടുക്കുക. നന്നായിട്ട് ചൂടാക്കിക്കോ. 623 കെൽവിൻ. ഈ റിയാക്ഷൻ എന്തുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ നടക്കില്ല എന്നുള്ളത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പറയും. ഓക്കെ, പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ 623 കെൽവിനും 300 ATM പ്രഷറും കൊടുക്കണം. ക്ലിയർ അല്ലേ മിസ്സേ? ഈ റിയാക്ഷൻ ഒരു പേര് പറയും. പേരൊന്ന് കമന്റ് ചെയ്തോളൂ. ഈ റിയാക്ഷൻ ഒരു പേര് പറയുന്നുണ്ട്. അപ്പൊ Cl- മാറിയിട്ട് ആര് വരും? OH- വരുമ്പോഴാ Cl- മാറിയിട്ട് OH- വരും. ക്ലിയർ? അവരെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ. ക്ലിയർ ആണ്. രണ്ടാമത്, റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയാൻ പറഞ്ഞിരിക്കുകയാണ്. ക്ലോറോബെൻസീൻ NaOH റിയാക്ട് ചെയ്യുക. എത്ര ടെമ്പറേച്ചർ? 623 കെൽവിൻ ആൻഡ് 300 ATM പ്രഷർ. Cl- മാറിയിട്ട് ആര് വരും? OH-. റെഡിയാണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. മക്കളെ ശ്രദ്ധിക്കുക. ബെൻസീൻ, വൺ മോർ പേജ് എഴുതട്ടെ മക്കളെ. ബെൻസീന്റെ തലയിൽ ക്ലോറിനാണ് ഉള്ളതെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ. ബെൻസീന്റെ തലയിൽ ക്ലോറിനാണ് ഉള്ളതെങ്കിൽ വരുന്ന ഗ്രൂപ്പുകൾ എങ്ങോട്ടാ പോവുക? ഓർത്തോ അല്ലെങ്കിൽ പാര. ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ഓർത്തോ, ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണ് പാര. മെറ്റ, ഇത് രണ്ടും മെറ്റ. അവിടെ കിട്ടെ. ബെൻസീന്റെ തലയിൽ ക്ലോറിനാണ് ഉള്ളതെങ്കിൽ ഇലക്ട്രോഫൈൽ വരുന്നത് ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ ആയിരിക്കും. അത് ഓർമ്മിച്ച് വെച്ചോ. ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഇനി ഞാൻ എഴുതാൻ പോവുക. 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതാൻ പോവുക. അതിലേക്ക് ബ്രാമിനേറ്റ് ചെയ്യുക. ബ്രാമിൻ ഫെറിക് ബ്രാമൈഡ് ആണ്. വരുന്ന ആൾ ആരാണെന്നല്ലേ? വരുന്ന ആൾ Br+. അവിടെ ഓർമ്മിച്ച് വെച്ചോ. ഇത് എക്സാം പേപ്പറിൽ എഴുതിയാൽ മാർക്ക് പോകുന്നില്ല. ഇത് എക്സാം പേപ്പറിൽ എഴുതിയാൽ മാർക്ക് കൂടുകയേ ഉള്ളൂ. Br+ എങ്ങോട്ട് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ബെൻസീന് മുകളിൽ ക്ലോറിൻ ആണെങ്കിൽ Br+ പോകുന്നത് ഒന്നിക്കൽ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ ആയിരിക്കും. ഓർത്തോ പാര. സാർ വന്നിട്ടുണ്ട്. ഒരു പാര വന്നിട്ടുണ്ട് മക്കളെ, ഒരു പാര വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്, ഒന്നിക്കൽ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ ആയിരിക്കും. ഓർത്തോ ബ്രോമോ പ്ലസ് മക്കൾ പറ. ഓർത്തോ ബ്രോമോ പ്ലസ് പാരാ ബ്രോമോ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓർത്തോ ബ്രോമോ പ്ലസ് പാരാ ബ്രോമോ. ഒരു ഇലക്ട്രോഫിലിക് കഴിഞ്ഞു. അടുത്ത ഇലക്ട്രോഫിലിക് കൂടി പറയട്ടെ. 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാനാ പറഞ്ഞത്. ക്ലോറോബെൻസീനിലേക്ക് ഇവിടെ നോക്കിയോ. ക്ലോറോബെൻസീനിലേക്ക് മക്കള് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ്. എന്താ പറയാ? നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. കോൺസെൻട്രേറ്റഡ് നിങ്ങൾ ഓർമ്മിച്ചോളൂല്ലേ? വരുന്നത് NO2+. ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്.
വരുന്ന ആളെ ഓർമ്മിച്ച് വെച്ചേ, വരുന്ന ആൾ ഓർമ്മിച്ച് വെച്ചോ. ക്ലോറിൻ ആയതുകൊണ്ട് വരുന്ന ആൾ ഒന്നിക്കൽ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ പോകുള്ളൂ. നോക്കണ്ട. നൈട്രോ ഗ്രൂപ്പ് എങ്ങോട്ടാ പോവാ? ഓർത്തോ ഓർ പാര. മിസ് റെഡി അല്ലേ? ഓർത്തോ ഓർ പാര. അടുത്ത ക്വസ്റ്റ്യൻ വേണ്ടി മിസ് വെയിറ്റ് ചെയ്യാണ്. ഓർത്തോ പ്ലസ് പാര. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഇതിൽ എപ്പോഴും പാരാ പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്, സിമ്മട്രിക്കൽ പ്രോഡക്റ്റ്. റിപ്പൾഷൻ, വികർഷണം കുറവുള്ള പ്രോഡക്റ്റ് അല്ലെ, സിമ്മട്രിക്കൽ പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ക്ലിയർ ആണ്, സെറ്റ് ആണ്. അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് റിവൈസ് ചെയ്യട്ടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ടു എക്സാമ്പിൾ ഫോർ ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ. ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽ ആരൊക്കെയാ? സയനൈഡും NO2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ക്ലോറിൽ ആര് പോയിട്ട് ആര് വരിക? ക്ലോറിൽ Cl പോയിട്ട് ആര് വരിക? OH-. എത്ര ടെമ്പറേച്ചർ? 623 കെൽവിനും 300 atm പ്രഷറും വേണം. ഗ്രൂപ്പ് ടെമ്പറേച്ചർ ഒരിക്കലും നടക്കൂലേ. 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കൂലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസീൻ. ഏതാ? ക്ലോറോബെൻസീന് 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഒന്ന് ബ്രോമിനേഷൻ ആണെങ്കിൽ മറ്റെന്താ? നൈട്രേഷൻ ആണ്. ബ്രോമിനേഷൻ ആണെങ്കിൽ നൈട്രേഷൻ. വരുന്ന ഗ്രൂപ്പ് ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്കോ വരും. ഏതായിരിക്കും മേജർ പ്രൊഡക്റ്റ്? പാരാ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. ക്ലിയർ, ക്ലിയർ മിസ്സേ പറഞ്ഞു. മക്കളെ അടുത്ത ചോദ്യം ആൽക്കഹോൾ ഫിനോൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ തളരില്ല, അതുകൊണ്ട് നമ്മൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ തളരാൻ പാടില്ല. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വെള്ളം ഇത് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് തന്നെ വെള്ളം കുടിക്കാൻ തോന്നി. അത്രയ്ക്ക് സ്ട്രെസ് ചെയ്തിട്ടാണ് പാവം. അല്ല, ക്വസ്റ്റ്യൻ കളഞ്ഞിട്ട് പോയോ? ക്വസ്റ്റ്യൻ ഒക്കെ കളിക്കരുത്. യെസ് മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ആർ ദി ഫോളോയിങ് കൺവേർഷൻസ് ക്യാരിഡ് ഔട്ട്? എങ്ങനെയാണ് ഇനി പറഞ്ഞിരിക്കുന്ന കൺവേർഷൻസ് നടത്തുക? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയില് കൺവേർഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ആദ്യത്തെ കൺവേർഷൻ ഫീനോൾ ടു പിക്രിക് ആസിഡ് ആണ്. വേഗം കമന്റ് ചെയ്തേ, ഫീനോളിൽ നിന്ന് പിക്രിക് ആസിഡ് ഫോം ചെയ്യണം. മക്കളെ എന്താണ്? ഫീനോൾ വരയ്ക്കുക. ഫീനോൾ ഇതാണ് അല്ലെ, ബെൻസീൻ വരച്ചിട്ട് തലയിൽ ഒരു OH ഇട്ടാൽ ഇത് ഫീനോൾ ആണ്. ഫീനോളിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? പിക്രിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പിക്രിക് ആസിഡ്. അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതിക്കോ. പിക്രിക് ആസിഡ് എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. നോടെ ഒന്ന് കമന്റ് ചെയ്തേ. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. യെസ് റാണിയ, ഷിഫാൻ കറക്റ്റ് ആണ്. ആൻഡ് പിക്രിക് ആസിഡ് എന്താണെടാ? പിക്രിക് ആസിഡ് വരയ്ക്കുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ആദ്യം തന്നെ എന്താ നമ്മുടെ ഫീനോൾ വരയ്ക്കുക. മിസ് ഒരു ട്രിക്ക് പഠിപ്പിച്ചില്ലേ? ആദ്യം ഫീനോൾ വരയ്ക്കുക. ആൻഡ് ഫീനോളിന്റെ 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും എന്ത് വരയ്ക്കണം? NO2 വരയ്ക്കണം. NO2 ഗ്രൂപ്പ് വരും അല്ലെ? ഫീനോളിന്റെ 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും NO2 ഗ്രൂപ്പ് വരുന്ന ഈ പ്രൊഡക്റ്റ് ആണ് എന്ത്? പിക്രിക് ആസിഡ്. അപ്പൊ പിക്രിക് ആസിഡ് ഫോം ചെയ്യണമെങ്കിൽ മക്കൾ കമന്റ് ചെയ്തത് കറക്റ്റ് ആണ്. എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ആൻഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് എഴുതിക്കോട്ടോ. സൾഫ്യൂരിക് ആസിഡും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ഫീനോൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ട്രൈ നൈട്രോ ഫീനോൾ എന്നൊക്കെ ഷിഫാൻ പറയുന്നുണ്ട്. 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ ഓർ പിക്രിക് ആസിഡ്. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ കോൺസെൻട്രേറ്റഡ് HNO3 പകരം ഡൈല്യൂട്ട് HNO3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ ഫിനോളിന്റെ അടുത്ത കെമിക്കൽ റിയാക്ഷൻ ഇവിടെ കോൺസെൻട്രേറ്റഡ് പേജ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? യെസ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന് പകരം നിങ്ങൾ ഫീനോളില് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ എന്താ കിട്ടുന്ന പ്രൊഡക്റ്റ്? ഞാൻ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യാണ്. ഡൈല്യൂട്ട് HNO3 H2SO4 ആണ്. വേഗം പ്രൊഡക്റ്റ് കമന്റ് ചെയ്തേ, വേഗം പ്രൊഡക്റ്റ് കമന്റ് ചെയ്തേ. യെസ്, എന്താണ് ഒന്നും അറിയില്ല എന്നൊക്കെ ചില ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. മക്കളെ അതേപോലെ തന്നെ നിങ്ങൾ ഫീനോൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുക? എന്ത് പ്രൊഡക്റ്റ് കിട്ടുക? യെസ്, ആർട്ടിസർ കമോൺ. എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുക? ഓർത്തോ നൈട്രോ ഫീനോൾ അല്ലേ? ഓർത്തോ നൈട്രോ ഫീനോൾ. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരും. പാരാ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വരുന്ന 2 പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മക്കളെ, ഓർത്തോ നൈട്രോ ഫീനോൾ ആൻഡ് പാരാ നൈട്രോ ഫീനോൾ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ കാര്യം? ഓർത്തോ നൈട്രോ ഫീനോളിൽ ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട്. ഓർത്തോയിൽ ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. പാരയില് ഇന്റർ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. മക്കളെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം? അപ്പൊ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എടുത്താൽ എന്ത് കിട്ടും? 2,4,6 ട്രൈനൈട്രോഫീനോൾ. That is known as picric acid. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും കിട്ടും. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീനോൾ ടു ബെൻസീൻ. ആർട്ടിസ്റ്റർ നമ്മൾ ആക്ച്വലി ഒരു ഷോർട്ട് ട്രിക്ക് പഠിച്ചിരുന്നു. ഫീനോൾ ബെൻസീൻ ആക്കാൻ ഡയറക്റ്റ് ആയിട്ട് റിയാക്ഷൻ നമ്മൾ കോണ്ടന്റ് വീഡിയോ ചെയ്തിരുന്നു. പെട്ടെന്ന് പഠിക്കുന്ന റിയാക്ഷൻ അത് കണ്ട മക്കൾ പെട്ടെന്ന്
പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ ഫീനോൾ വരയ്ക്കുന്നു, ഫീനോളിനെ എനിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഫീനോളിനെ ബെൻസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഫീനോളിനെ ബെൻസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ? ഫീനോളിനെ നമുക്ക് ബെൻസീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്താ യൂസ് ചെയ്യാ മക്കളെ? ഒന്നുമില്ല, സിങ്ക് ഡസ്റ്റ് ആണ് അല്ലെ? സിങ്ക് പൗഡർ യൂസ് ചെയ്യാം. സിങ്ക് ഡസ്റ്റ് അല്ലെ? അപ്പൊ ഫീനോളിന്റെ തലയിൽ നിന്ന് OH കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ് മക്കളെ? സിങ്ക് ഡസ്റ്റ് ആണ്. എന്താ പറയാ? സിങ്ക് ഡസ്റ്റ്. അത് ബെൻസീനായി മാറും. ബെൻസീനായി മാറും. എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. നെക്കോസോൺ, അലീന, ഷിഫാൻ, റാണിയ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. മക്കളെ ഞാൻ ലാസ്റ്റ് വൺ, ഫീനോൾ ടു ട്രൈ ബ്രോമോ ഫീനോൾ. 3 ബ്രോമിൻ കയറണം. രണ്ട് ഓർത്തോപോസിഷനിലും ഒരു പാരാപോസിഷനിലും ബ്രോമിൻ വരണം. യെസ്, വേഗം പറയൂ മിസ്. വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മക്കൾ പറഞ്ഞു റിയേജന്റ് പറഞ്ഞോളൂ. ഏത് റിയേജന്റ് ആണ് ഉപയോഗിക്കുക? ഫീനോളിൽ നിന്നും 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് റിയേജന്റ് ഉപയോഗിക്കണം? അവരുടെ കമന്റ്സ് വായിക്കണം. ഞാൻ പറഞ്ഞോളൂ. നോക്കോ, ഫീനോള് വരയ്ക്കുക. എന്നിട്ട് ഓർത്തോയിലും പാരായിലും നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബ്രോമിൻ വരണം. 3 ബ്രോമിൻ വരണം. 2 ഓർത്തോ പൊസിഷൻ. OHനെ വെച്ച് നോക്കിയാൽ ഇതുമാണ് ഓർത്തോ പൊസിഷൻ. ആ 2 ഓർത്തോ പൊസിഷനിലും ബ്രോമിൻ വരണം. ഒരു പാരാ പൊസിഷനിലും ബ്രോമിൻ വരണം. ഇതാണ് എന്താ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ. എന്താ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഫീനോളിന്റെ ബ്രോമിൻ വാട്ടർ ആഡ് കിട്ടും. പറഞ്ഞു ബ്രോമിൻ വാട്ടർ. ആഡ് ചെയ്യേണ്ടത് ബ്രോമിൻ വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2,4,6 ട്രൈബ്രോമോഫീനോൾ. ഇനിയും ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതിൽ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന് ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആയിട്ട് എന്ത് കിട്ടും? 2,4,6 ട്രൈ നൈട്രോഫീനോൾ കിട്ടും. നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? ഫീനോളിനെ പിക്രിക് ആസിഡ് ആകാൻ വേണ്ടി നിങ്ങൾ എന്താ യൂസ് ചെയ്തത്? കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. രണ്ടാമത്തെ റിയാക്ഷൻ ഫീനോളിനെ ബെൻസീൻ ആക്കാൻ എന്താ യൂസ് ചെയ്തത്? സിങ്ക് പൗഡർ. സിങ്ക് ഡസ്റ്റ് യൂസ് ചെയ്തു. ക്ലിയർ ആണ്. ആൻഡ് മൂന്നാമത്തേത് ഫീനോൾ ടു ട്രൈ ബ്രോമോ ഫീനോൾ. 3 ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ അറിയാം അല്ലേ? ബ്രോമിൻ വാട്ടർ യൂസ് ചെയ്യണം. ഫീനോളിലേക്ക് 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജന്റ് ആണ് ബ്രോമിൻ വാട്ടർ. ക്ലിയർ ആണ്? ബ്രോമിൻ വാട്ടർ ക്ലിയർ അല്ലേ മക്കളെ? ഓക്കേ അല്ലേ? യെസ്, അടിപൊളിയാണ് മക്കളെ. കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ എല്ലാ സംശയവും തീർത്തിട്ടേ നമ്മൾ ഇന്ന് ലൈവിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ. ആഷിം സാർ വരെ ഞാൻ വരണോന്നൊക്കെ ഇല്ല, കുറച്ച് സമയം. ആഷിം സാറും റാഫി സാറും റെഡി ആയിട്ടിരിക്കുകയാണ്. യെസ് ആർട്ടി സർ. യെസ്, ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ, ആൽക്കഹോൾസ് ആർ കോമ്പൗണ്ട് വിത്ത് ജനറൽ ഫോർമുല ROH. ആൽക്കഹോൾസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. മക്കളെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ സോല്യൂബിൾ ആണ് എന്ന് പറഞ്ഞാൽ അല്ല, ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ സോല്യൂബിൾ ആണ് എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ സോല്യൂബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? ആ ഓർഗാനിക് കോമ്പൗണ്ടിന് വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒരുപാടൊന്നും പറയണ്ട, ഒരുപാട് എഴുതണ്ട. ആൽക്കഹോൾസ് are soluble in water because alcohol form intermolecular hydrogen bond with water molecule. Clear ആണോ? അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ വാട്ടറിൽ സോല്യൂബിൾ ആവാനുള്ള കാരണം എന്താ? ഓർഗാനിക് കോമ്പൗണ്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആരുമായിട്ട്? വാട്ടറുമായിട്ട്. ക്ലിയർ അല്ലേ? ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ആൽക്കഹോൾസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. നെക്സ്റ്റ്. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഈസ് which of the following oxidation state is shown by? മക്കളെ ഇതിൽ മാംഗനീസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാംഗനീസ് ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും? +2 ഉണ്ട് നിങ്ങളെ പോലെ, +3 ഉണ്ട്, +4 ഉണ്ട്, +5 ഉണ്ട്, +6 ഉണ്ട്, +7 ഉണ്ട്. സോ +2 to +7 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ആര് കാണിക്കും? മാംഗനീസ് കാണിക്കും. അപ്പൊ ഇതിലില്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഇതിലില്ലാത്തത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും അല്ലെ? എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ +2 +3 +4 +5 +6 +7 ഒക്കെ കാണിക്കാനുള്ള റീസൺ എന്താണ് മക്കളെ? നിങ്ങൾക്ക് അറിയാം, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ അല്ലേ? അപ്പൊ NSലെ ഇലക്ട്രോൺസ് ആണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? N-1 Dയിലെ ഇലക്ട്രോണും കൂടി കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇവർ എന്ത് കാണിക്കുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കിട്ടി. 1 മാംഗനീസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പഠിക്കണം. 2 എന്തുകൊണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഒരു ക്വസ്റ്റ്യനും കൂടെ, ട്രാൻസിഷൻ എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ
ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന എലമെന്റ് ആരാണെന്ന് ചോദിക്കും. അപ്പോഴും നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്താണ്? മാംഗനീസ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സിൽ 3D സീരീസിൽ ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, റൈറ്റ് എനി 2 റീസൺസ് ഫോർ ദ ലെസ് റിയാക്ടിവിറ്റി ഓഫ് അറൈൽ ഹാലൈഡ്സ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോവാറില്ല. നോർമലി റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഫേവർ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവർ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞില്ലേ, ക്ലോറോബെൻസീൻ. മക്കൾ നോക്കുക, ക്ലോറോബെൻസീനിലേക്ക് മക്കൾ നോക്കേണ്ടത് ക്ലോറോബെൻസീനിലേക്ക് റൂം ടെമ്പറേച്ചർ NaOH ആഡ് ചെയ്യുക. NaOH റൂം ടെമ്പറേച്ചറും പ്രഷറും. റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിയാക്ഷൻ. റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നോ റിയാക്ഷൻ ആണ് മക്കളെ. ഈ റിയാക്ഷൻ നടക്കത്തില്ല. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. Aryl halides are less reactive towards the nucleophilic substitution under room temperature and pressure. Room temperature ലും പ്രഷറിലും അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവർ ചെയ്യാറില്ല. എന്തുകൊണ്ട്? ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മക്കളെ ആൻസർ ചെയ്യണം. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ടു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അണ്ടർ റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. റെഡിയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ആൾ പറയാൻ പോകുന്നത്. റെഡി? ശ്രദ്ധിച്ചോ? റെഡിയാണ്? ശ്രദ്ധിക്കുക മക്കൾ. നോക്കുക, 2-3 റീസൺ ആണുള്ളത്. 2 റീസൺ പറയേണ്ടി വരും. നിങ്ങൾ നോക്കിക്കോ. മക്കൾ നോക്കിക്കോ, ഇവിടെ അറൈൽ ഹാലൈഡ്സ് ഇതാണ് അറൈൽ ഹാലൈഡ്സ്. ക്ലിയർ അല്ലേ? ഈ അറൈൽ ഹാലൈഡ്സ് ഹാലോജൻ പോയി കഴിഞ്ഞാൽ, ഇവിടുന്ന് അറൈൽ ഹൈലൈഡ് നിന്നും ഹാലോജൻ, തലയിൽ നിന്ന് ഹാലോജൻ പോയി കഴിഞ്ഞാൽ അത് ഫീനൈൽ കാർബോ കാറ്റയോണായി മാറി. ഇത് ലെസ് സ്റ്റേബിൾ ആണ് മക്കളെ. ഇതെന്താ പറ? ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അതാ റൂം ടെമ്പറേച്ചറും പ്രഷറിലും ഹാലോജനെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു പരിപാടി ആലോചിക്കില്ല? ബെൻസീൻ ആലോചിക്കില്ല. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ട് അറൈൽ ഹാലൈഡുകൾ ലെസ് റിയാക്റ്റീവ് ആവുന്നു എന്ന് ചോദിച്ചാൽ, അറൈൽ ഹാലൈഡ്സ് ഹാലോജൻ ഒഴിവാക്കുക, -Cl-. ഹാലോജൻ പോയി കഴിഞ്ഞാൽ ഫീനൈൽ കാർബോ കാറ്റയോണായി മാറി. ഫീനൈൽ കാർബോ കാറ്റയോൺ ലെസ് സ്റ്റേബിൾ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? Aryl halides are less reactive because by removing halogen it becomes phenyl carbocation and phenyl carbocation is least stable. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എഴുതാൻ പോവാണ്. മക്കൾ നോക്കിക്കോ, ബെൻസീൻ ഹാലോജൻ അറ്റാച്ച്. ബെൻസീൻ നോക്കിക്കോ, ബെൻസീനിൽ ഹാലോജൻ എന്ന് പറഞ്ഞാൽ ലോൺ പെയർ എലമെന്റ് ആണ്. ആരാണ് പറ? ലോൺ പെയർ എലമെന്റ്. ഡബിളി ബോണ്ടഡ് കാർബൺ ലോൺ പെയർ എലമെന്റ് അറ്റാച്ച് ചെയ്താൽ ഇവിടെ റെസൊനൻസ് എന്നുള്ള ഫിനോമിന ഉണ്ട്. റെസൊനൻസ് മക്കൾ ശ്രദ്ധിച്ചോ? സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിച്ചോ? ഹാലോജൻ ബെൻസീനെങ്കിൽ അറ്റാച്ച് ചെയ്ത് അവിടെ റെസൊനൻസ് ഉണ്ടാവും. റെസൊനൻസ്. ഞാൻ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഹാലോജൻ ഇവിടെ നമ്മൾ ആര് വെച്ചു? നെഗറ്റീവ്. ഹാലോജൻ വരച്ചു. ഹാലോജൻ 2 ലോൺ പെയർ ഒരു പോസിറ്റീവ് വരച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ. ഹാലോജൻ ബെൻസീനെങ്കിൽ അറ്റാച്ച് ചെയ്താൽ, അതായത് ഡബിളി ബോണ്ടഡ് കാർബണിൽ ലോൺ പെയർ എലമെന്റ് അറ്റാച്ച് ചെയ്താൽ അവിടെ റെസൊനൻസ് ഉണ്ടാവും. ആ റെസൊനൻസ് കാരണം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. ഇപ്പൊ ഇത്ര എഴുതിയാൽ മതി. ഇത്രയും സ്ട്രക്ചർ എഴുതി വെക്കുക. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ, partial double bond character by resonance. Bond become less polar, bond become shorter and bond become stronger. എന്തൊക്കെയായി മാറി? Bond become less polar, bond become shorter and bond become stronger. ഇത്രയും പോയിന്റ് എഴുതി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ. അറൈൽ ഹാലൈഡ്സ്. ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 റീസൺ ഫോർ ലെസ് റിയാക്ടിവിറ്റി ഓഫ് അറൈൽ ഹാലൈഡ്സ്. മക്കളെ, അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോകാറില്ല. അറൈൽ ഹാലൈഡിന്റെ കേസിൽ Cl- മാറിയിട്ട് OH- വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. എന്താ കാര്യം? റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും അറൈൽ ഹാലൈഡുകൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഫേവർ ചെയ്യാറില്ല. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാ ഫേവർ ചെയ്യാത്ത എന്ന് വെച്ചാൽ 2 റീസൺ ആണ് പറയാ. അറൈൽ ഹാലൈഡ്സ് ഹാലോജൻ പോയാൽ, ബെൻസീന്റെ തലയിൽ നിന്നും ഹാലോജൻ പോയാൽ അത് ഫീനൈൽ കാർബോ കാറ്റയോണായി മാറി. ആ ഫീനൈൽ കാർബോ കാറ്റയോൺ ലെസ് സ്റ്റേബിൾ ആണ്.
ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ്, അറൈൽ ഹാലൈഡ്സിൽ റെസനൻസ് വഴി കാർബണും ഹാലോജനും തമ്മിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. ആ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാരണം ബോണ്ട് ബിക്കം ലെസ് പോളാർ, ബോണ്ട് ബിക്കം ഷോർട്ടർ ആൻഡ് ബോണ്ട് ബിക്കം സ്ട്രോങ്ങർ ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ് ബിക്കം ഡിഫിക്കൽട്ട്. അപ്പൊ പോയിന്റ് ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, write the IUPAC name of this compound. Yes, മക്കളെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഈ കോംപ്ലക്സിന്റെ IUPAC നെയിം എഴുതണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിയേ, ആദ്യം ഞാൻ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഏതാണ് കോമ്പൗണ്ട് എന്ന് നോക്കിക്കോ. K2ZnOH 4 ടൈംസ് ആണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കോംപ്ലക്സിന്റെ ഓക്സിഡേഷൻ, സെൻട്രൽ മെറ്റൽ അയോണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേരിടാം കേട്ടോ. അപ്പൊ സിങ്ക് ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ. ഈ കോർഡിനേഷൻ സ്പിയർ നോക്കൂ, ഇതാണ് നമ്മുടെ കോർഡിനേഷൻ സ്പിയർ. ഈ കോർഡിനേഷൻ സ്പിയറിനുള്ളിൽ ആരൊക്കെയുണ്ട്? സെൻട്രൽ മെറ്റൽ അയോണും ആ സെൻട്രൽ മെറ്റൽ അയോണിനെ ചുറ്റിയിട്ടുള്ള ലിഗാൻഡുകളും ഉണ്ട്. ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത് OH ആണ്. 4 ലിഗാൻഡുകളാണുള്ളത്. സോ നമ്മൾ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക മക്കളെ? പൊട്ടാഷ്യത്തിന്റെ അറിയാം നിങ്ങൾക്ക്. നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം അല്ലെ. പൊട്ടാഷ്യത്തിന്റെ എന്താ? +1 ആണ്. എത്ര പൊട്ടാഷ്യം ഉണ്ട്? 2 പൊട്ടാഷ്യം ഉണ്ട്. സോ +1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സിങ്കിന്റെതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സിങ്കിന്റെ നമുക്ക് എന്ത് കൊടുക്കാം? X എന്ന് കൊടുക്കാം. നമുക്ക് അറിയില്ല അല്ലെ. ആൻഡ് OH, ഒരു OHന്റെ ചാർജ് എത്രയാണ്? ഒരു OHന്റെ ചാർജ് -1 ആണ്. ആൻഡ് എത്ര OHകളുണ്ട്? 4 OHകളുണ്ട്. സോ -1നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാതാ മക്കൾ ആൻസർ കമന്റ് ചെയ്തു കേട്ടോ. പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. സോ കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് കോമ്പൗണ്ടിന്റെ ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 പ്ലസ് X അങ്ങനെ തന്നെ എഴുതുക. പ്ലസ് മക്കളെ -1നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 4 which is equal to 0. ഇനി 1 × 2 2 പ്ലസ് X -1 × 4 -4 is equal to 0. X -2 is equal to 0. So X is equal to +2. So ഇവിടെ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? +2 ആണ്. സർ അതൊന്ന് കൊണ്ടുവരുമോ? യെസ്, +2 ആണ് സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കമോൺ. യെസ്. ആൻഡ് ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇനി എന്താ ചെയ്യേണ്ടത്? ആർട്ടി സാർ നോക്കുക മക്കളെ, നോക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലിഗാൻഡിന്റെ നമ്പർ നോക്കുക. അല്ല, അതിനു മുൻപ് പൊട്ടാഷ്യം വെളിയിലുണ്ട് അല്ലെ? പൊട്ടാഷ്യം വെളിയിലുണ്ട്. സിമ്പിൾ എലമെന്റ് വെളിയിലുണ്ട്. ഒരു ട്രിക്കില്ലേ, നിങ്ങൾ ആദ്യം ആരെയാണോ കാണുന്നത് അവർക്ക് അയാളെ ഫസ്റ്റ് പേരിടുക. ഇവിടെ നിങ്ങൾ ആദ്യം കാണുന്നത് പൊട്ടാഷ്യം. അപ്പൊ നമ്മൾ ആദ്യം ആരുടെ പേര്? ആദ്യം ഫസ്റ്റ് പൊട്ടാഷ്യത്തിന്റെ പേര് ഇത്. ആദ്യം ആരെയാണോ കാണുന്നത് അയാളെ പേര് എഴുതുക. മറക്കാൻ പാടില്ല മക്കളെ, അത് വലിയ തെറ്റാണ്. സോ പൊട്ടാഷ്യം എഴുതുന്നു. ഇനി കോർഡിനേഷൻ സ്പിയറിന് പേര് കൊടുക്കുന്നു. ആരാണ് ലിഗാൻഡ്? ഹൈഡ്രോക്സോ അല്ല, ഹൈഡ്രോക്സോ. പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സോ. മക്കളെ ലിഗാൻഡിന്റെ പേരല്ല, ആദ്യം അവന്റെ നമ്പർ കൊടുത്തിട്ട് വേണം പേരിടാൻ. 4 OH ഗ്രൂപ്പ് ഉള്ളത് ടെട്രാ ഹൈഡ്രോക്സോ. അപ്പൊ 4 OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് 4ന് നമ്മൾ വിളിക്കുന്നത് ടെട്രാ എന്നാണ്. സോ ടെട്രാ എന്ന് എഴുതുക. ഇനി ലിഗാൻഡിന്റെ പേര്, ലിഗാൻഡ് ആരാ? OH ആണ്. OH ആരാണ്? ഹൈഡ്രോക്സോ. അപ്പൊ ടെട്രാ ഹൈഡ്രോക്സോ കഴിഞ്ഞോ? ലിഗാൻഡ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സെൻട്രൽ മെറ്റൽ അയോൺ. ആരാ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആണ്? സിങ്കേറ്റ്. കോംപ്ലക്സ് രണ്ടാമത് വന്നാൽ നെയിം എൻഡ് വിത്ത് AT. കോംപ്ലക്സ് രണ്ടാമതാണ് വരുന്നതെങ്കിൽ നെയിം എൻഡ് വിത്ത് AT. സിങ്ക് ആണ്. സോ കോംപ്ലക്സ് രണ്ടാമതായതുകൊണ്ട് നെയിം എൻഡ് വിത്ത് AT. സിങ്കേറ്റ്. നെഗറ്റീവ് കോംപ്ലക്സിന് നമ്മൾ സിങ്കേറ്റ് എന്ന് കൊടുക്കണം. സിങ്കേറ്റ് കഴിഞ്ഞില്ല. സെൻട്രൽ മെറ്റൽ അയോൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യണം. എത്ര വരുന്നത്? റോമൻ ന്യൂമറൽ എഴുതുക. +2. യെസ്, 2 ആണ്. സോ 2 ഇടുക. അപ്പൊ കോംപ്ലക്സിന്റെ പേര് കിട്ടി. ഒരു കോംപ്ലക്സ് ആർട്ടി സാർ പറഞ്ഞു. പൊട്ടാഷ്യം വേണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ ഓക്കെ അല്ലേ? പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 3 ആണ് വരുന്നത്. അതായത് എപ്പോഴും IUPAC നെയിമിംഗിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ട്. കോർഡിനേഷൻ കോംപ്ലക്സിൽ IUPAC നെയിമിംഗിൽ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. മറന്നു പോരുത്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. കുറെ ഡൗട്ട്സ് മക്കൾ ചോദിക്കുന്നുണ്ട്. ആ ഡൗട്ട്സ് ഒക്കെ അവസാനം നമ്മൾ എന്തായാലും കമന്റ് ചെയ്തോളൂ. ആ ഡൗട്ടുകളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ ക്ലിയർ ചെയ്യണോ? ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഒരു ഡൗട്ട് നമ്മുടെ ആരാണ് ചോദിച്ചത്? നമ്മുടെ കാറ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്. Cr2+ എന്ന് പറയുന്നത് റെഡ്യൂസിംഗ് ആണ്. Cr
Cr2+ അപ്പത്തേക്ക് ആർട്ടി സാർ ഒരു ഡൗട്ട് ഉണ്ട്, അസിഡിറ്റിയുടെ ഒരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് നോക്കി വെച്ചോ. Cr2+ അല്ല ആ ഡൗട്ട് എന്താ നോക്കി വെച്ചോട്ടോ, നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തെടുക്കാം. അപ്പൊ Cr2+ എന്ന് പറയുന്നത് റെഡ്യൂസിങ്ങും Mn3+ എന്ന് പറയുന്നത് Mn3+ ഓക്സിഡൈസിങ് നേച്ചറും കാണിക്കുന്നു. കാറ്റിറ്റ്യൂഡിന്റെ ഡൗട്ട് ആണ്. യെസ്, കാറ്റിറ്റ്യൂഡ് HMന്റെ സ്റ്റുഡന്റ് ആണ് കേട്ടോ, HMന് എപ്പോഴും തിരക്കുന്ന സ്റ്റുഡന്റ് ആണ്. സോ ഇതിന്റെ റീസൺ ആണ് കാറ്റിറ്റ്യൂഡ് ചോദിച്ചത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഏത് കോൺഫിഗറേഷൻ ആണ് മക്കളെ? D4 കോൺഫിഗറേഷനാ. അപ്പൊ നിങ്ങൾ Cr3+ന്റെ d ഓർബിറ്റൽ വരച്ചേ. d ഓർബിറ്റൽ 1 2 3 4 5 d ഓർബിറ്റൽ വരച്ചു. ഓക്കെ, Cr3+ ആണ്, അല്ല Cr2+ ആണ്, D4 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ എങ്ങനെയാ വരയ്ക്കുക? ആദ്യത്തെ ഓർബിറ്റലിൽ ഒരാള്, രണ്ടാമത്തെ ഓർബിറ്റലിൽ ഒരാള്, മൂന്നാമത്തതിൽ 1, നാലാമത്തിൽ 1. സോ D4 കോൺഫിഗറേഷൻ ഓഫ് Cr2+. അടുത്തത് Mn3+. Mn3+ന്റെ ഓർബിറ്റൽ വരച്ചേ. 5 d ഓർബിറ്റൽ എന്ന് വെച്ചാൽ 5 എണ്ണം വരയ്ക്കണം. 1 2 3 4 5 എണ്ണം വരച്ചു. എന്ത് കോൺഫിഗറേഷൻ ആണ്? D4 കോൺഫിഗറേഷൻ ആണ്. ആർക്ക്? Mn3+ന്. സോ 1 2 3 4. ഇനി മക്കൾ ശ്രദ്ധിച്ചേ, Cr2+ എന്തായിട്ട് മാറുകയാണെന്ന് വെച്ചോ? Cr3+ ആയിട്ട് മാറുക. Cr3+ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ പോണം, അല്ലെ? Cr3+ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ പോണം. യെസ്, ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Crന്റെ കയ്യിൽ ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ മക്കൾ നോക്കിയേ, ഈ ഡിയിലെ 3 ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് T2g ഓർബിറ്റൽസ് എന്നാ, അല്ലെ? ഡിയിലെ ഈ ആദ്യത്തെ 3 ഓർബിറ്റൽസിനെ T2g എന്നും, ഈ കാണുന്ന, ഞാൻ യെല്ലോ കളറിൽ കൊടുക്കാം മക്കളെ, ഈ കാണുന്ന 2 ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്നത് EG ഓർബിറ്റൽസ് എന്നാ. അപ്പൊ Cr3+ ആയാൽ ഒരു ഇലക്ട്രോൺ EGന് പോയി. അപ്പൊ എന്താണ്? T2gയിൽ ഹാഫ് ഫിൽഡ് ആയാലേ, T2gയിൽ മൊത്തം 6 ഇലക്ട്രോൺ ഇരിക്കാം. ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ നമുക്ക് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള T2g കിട്ടി. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള T2g ഓർബിറ്റൽ കിട്ടി. അപ്പൊ T2g ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെബിലിറ്റി കിട്ടി. അതുകൊണ്ട് Cr2+ എന്തായിട്ട് മാറാനാണ് ശ്രമിക്കുക? Cr3+ ആയിട്ടാണ് മാറുക. Cr2+ Cr3+ ആകുന്ന പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാർ റെഡ്യൂസിങ് നേച്ചർ ആയിരിക്കും. അപ്പൊ Cr2+ എന്തുകൊണ്ടാണ് റെഡ്യൂസിംഗ്? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സാറയാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ Mn3+ കൂടി ഒന്ന് അല്ല ആർട്ടിസ്റ്റ് സാർ ആക്രാന്തം കാണിക്കല്ലേ? യെസ്, Mn3+ മക്കളെ നോക്കോ, D4 കോൺഫിഗറേഷൻ. അല്ല ആർട്ടിസ്റ്റ് വരണോ? D4 കോൺഫിഗറേഷൻ ആണ്. Mn3+ Mn2+ ആയിട്ട് മാറിയാൽ എന്താണ് സംഭവിക്കുക മക്കളെ? Mn3+ Mn2+ ആകാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണും കൂടി ഇവിടെ ആഡ് ചെയ്യും. അപ്പൊ D5 കോൺഫിഗറേഷൻ കിട്ടും. D5 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ Mn3+ എന്തിനാണ് ശ്രമിക്കുക? Mn2+ ആവാനാണ് ശ്രമിക്കുക. അതായത് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ് എന്താണ്? റിഡക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അത് ഓക്സിഡൈസിങ് നേച്ചർ കാണിക്കും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വേണ്ട, സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സാറ് അതിന് ഡൗട്ട് ചോദിച്ചിരുന്നു. വൈ ഫീനോൾ ഈസ് അസിഡിക് എന്നൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഫീനോൾ അസിഡിക് ആവുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വൈ ഫീനോൾ ഈസ് അസിഡിക് ഇൻ നേച്ചർ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആൽക്കോൾ ഈസ് നോട്ട് അസിഡിക്. ആൽക്കോൾ ഭയങ്കര അസിഡിറ്റി ഒന്നുമല്ല, അല്ലെങ്കിൽ അസിഡിറ്റി ഓഫ് ഫീനോൾ ഈസ് ഗ്രേറ്റർ ദാൻ ആൽക്കോൾ. ആൽക്കോളിനേക്കാൾ അസിഡിറ്റി കൂടുതലാണ് ഫീനോളിന്. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താ? ആൽക്കഹോളിനേക്കാൾ അസിഡിറ്റി കൂടുതലാണ് ഫീനോളിന്. എന്തുകൊണ്ട് മോർ അസിഡിക് ഫീനോൾ എന്ന് ചോദിക്കും. എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. വൈ? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയാൽ സാറാ നോക്കിയാൽ സാറല്ല എല്ലാവരും നോക്കും. ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കും മക്കളെ, ഇത് ആൽക്കഹോൾ ആണ്. എന്താ പറ? ആൽക്കഹോൾ. CH3 CH2OH. മക്കളെ, ഒരു കോമ്പൗണ്ട് അസിഡിക് ആണെന്ന് പറയുന്നത് ഒന്നുമില്ല. ഒരു കോമ്പൗണ്ട് എപ്പോഴാണ് അസിഡിക് ആണെന്ന് പറയുന്നത്? ആ കോമ്പൗണ്ട് H+ ലൂസ് ചെയ്യുന്നവരല്ലേ? അതായത് ഈ കോമ്പൗണ്ട് H+ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ആൽക്കോക്സൈഡായി മാറും. ശ്രദ്ധിച്ചോ, ആൽക്കഹോൾ H+ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽക്കോക്സൈഡായി മാറുന്നു. ക്ലിയർ ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ആൽക്കോക്സൈഡ്. ഞാൻ പറയുന്നത് എന്താ? എന്തുകൊണ്ട് ഫീനോൾ അസിഡിക് ആവുന്നു? എന്തുകൊണ്ട് ഫീനോൾ മോർ അസിഡിക് ആവുന്നു ആൽക്കഹോളിനേക്കാളും? അതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഫീനോൾ ആൽക്കഹോളിനേക്കാൾ മോർ അസിഡിക് ആവുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ആൽക്കോക്സൈഡ് ആണ്. ആൽക്കഹോൾ H+ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൽക്കോക്സൈഡായി മാറും.
ഫീനോൾ എച്ച് പ്ലസിനെ ലൂസ് സാറാ ഫീനോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീനോക്സൈഡായി മാറും. എന്തായി മാറും? ഫീനോക്സൈഡ്. ഫീനോക്സൈഡ് ഇത് എന്നെ വിളിക്കുന്ന പേര് ഫീനോക്സൈഡ്. ഫീനോക്സൈഡ് ഫീനോക്സൈഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മക്കൾ ഇങ്ങനെ മനസ്സിലായിക്കോ. ആൽക്കോഹോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്താൽ ആൽക്കോക്സൈഡായി മാറും. ഈ ആൽക്കോക്സൈഡ് ആൽക്കോഹോളിനേക്കാൾ ലെസ് സ്റ്റേബിൾ ആണ്, സ്ഥിരത കുറവാണ്. ആൽക്കോക്സൈഡിന് സ്റ്റെബിലിറ്റി കുറവാണ് ആരെക്കാളും? ആൽക്കഹോളിനേക്കാളും. അപ്പൊ ആൽക്കഹോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്യോ? ആൽക്കഹോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്യോ? കാരണം ആൽക്കഹോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്താൽ കിട്ടുന്ന അയോൺ ആൽക്കോക്സൈഡ് അയോൺ. ഈ ആൽക്കോക്സൈഡ് അയോൺ എന്ന് പറഞ്ഞ സംഭവം എന്താ? ലെസ് സ്റ്റേബിൾ. എന്താ പറ? ലെസ് സ്റ്റേബിൾ ആണ്. അപ്പൊ ഒരിക്കലും ആൽക്കഹോൾ ആരെ ലൂസ് ചെയ്യില്ല? എച്ച് പ്ലസിനെ ലൂസ് ചെയ്ത് ആൽക്കോക്സൈഡായി മാറാൻ പെട്ടെന്ന് ശ്രമിക്കത്തില്ല. പക്ഷേ ഫീനോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്താൽ കിട്ടുന്ന ഫീനോക്സൈഡ് അയോൺ ഹൈലി സ്റ്റേബിളാ. ഹൈലി സ്റ്റേബിളാ ആരെക്കാളും? ഫീനോളിനേക്കാളും. ബൈ റെസനൻസ്. അത് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ there is no charge separation എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ഇത്ര എഴുതിയാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ആൽക്കോഹോൾ ലൂസ് എച്ച് പ്ലസ് അയോൺ ബിക്കം ആൽക്കോക്സൈഡ് അയോൺ. That alkoxide ion is less stable than alcohol. That alkoxide is less stable than alcohol. But phenol lose H plus ion form phenoxide ion. That phenoxide ion is more stable than phenol. So phenol is more acidic in nature. Phenol എന്താണ്? acidic ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? Phenol is more acidic than alcohol. Phenol ആൽക്കഹോളിനേക്കാൾ more acidic ആണ്. എന്തുകൊണ്ടാ എന്ന് പറയാം? എങ്ങനെ പറയാ? ആൽക്കഹോൾ ലൂസ് എച്ച് പ്ലസ് അയോൺ ഫോം ആൽക്കോക്സൈഡ് അയോൺ. ആൽക്കഹോൾ ലൂസ് എച്ച് പ്ലസ് അയോൺ ഫോം പറ ആൽക്കോക്സൈഡ് അയോൺ. ദാറ്റ് ആൽക്കോക്സൈഡ് അയോൺ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ആൽക്കഹോൾ. ആൽക്കഹോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്താൽ കിട്ടുന്നത് ആൽക്കോക്സൈഡ് അയോൺ ആണ്. അത് ലെസ് സ്റ്റേബിൾ ആണ് ആരെക്കാളും? ആൽക്കഹോളിനേക്കാളും. പക്ഷേ ഫീനോൾ എച്ച് പ്ലസിനെ ലൂസ് ചെയ്താൽ കിട്ടുന്ന ഫീനോക്സൈഡ് അയോൺ ആരെക്കാൾ സ്റ്റേബിളാ? ഫീനോളിനേക്കാൾ മോർ സ്റ്റേബിളാ. ഫീനോളിനേക്കാൾ മോർ സ്റ്റേബിളാ. എങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ ബൈ റെസനൻസ് സ്റ്റെബിലൈസർ. എന്താ പറ? അങ്ങനെ ഇതാ ബൈ റെസനൻസ് സ്റ്റെബിലൈസർ. ഇതിന് റെസനൻസ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഫീനോളും റെസനൻസ് സ്റ്റെബിലൈസർ ആണ്. പക്ഷേ ഫീനോക്സൈഡ് അയോണിന് റെസനൻസ് സ്റ്റെബിലിറ്റി കൂടുതലാണ്. കിട്ടിയില്ലേ? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത്ര എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. യെസ്, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷന്റെ 2 പ്രോപ്പർട്ടി പറയാനാ പറഞ്ഞത്. എന്തൊക്കെയാ ഐഡിയൽ സൊല്യൂഷന്റെ 2 പ്രോപ്പർട്ടി? ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആണല്ലേ? ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0. രണ്ട് കമ്പോണന്റ് മിക്സ് ചെയ്ത ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യല്ല, ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യല്ല. സോ അത് സൊല്യൂഷൻ എന്താ? ഐഡിയൽ ആണ്. നൈദർ ഹീറ്റ് അബ്സോർബ് നോർ ഹീറ്റ് ലിബറേറ്റ്. അവിടെ ബോണ്ട് ഇന്റേണലി ബോണ്ട് ബ്രേക്കിങ്ങോ ബോണ്ട് മേക്കിങ്ങോ ഇല്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എക്സാമിന് പോകുന്നത് ഇത്ര എഴുതിയാൽ മതി. ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. ഐഡിയൽ സൊല്യൂഷന് 2 പ്രോപ്പർട്ടി പറഞ്ഞാൽ മക്കൾ ഇത്രയേ എഴുതുന്നു. 2 പോയിന്റ് അല്ലേ? 2 പ്രോപ്പർട്ടി അല്ലേ ചോദിച്ചു? ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ വി മിക്സ് ഈക്വൽ ടു 0. നൈദർ ഹീറ്റ് അബ്സോർബ് നോർ ഹീറ്റ് ലിബറേറ്റ്. വോളിയം ചേഞ്ച് ഈക്വൽ ടു 0. 5 ml എയും 5 ml ബിയും മിക്സ് ചെയ്ത് 10 ml സൊല്യൂഷൻ ഉണ്ടാക്കും. അത് 10 ml ആയിരിക്കും. 10ൽ കൂടുകയില്ല, 10ൽ കുറയുകയില്ല. സോ അത് ഐഡിയൽ ആണ്. എയും ബിയും മിക്സ് ചെയ്താലും എനർജി അബ്സോർബ് ചെയ്യുന്നില്ല, എനർജി ലിബറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് മക്കൾ പറ? അത് ഐഡിയൽ ആണ്. എന്താ പറ? ഐഡിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, octahedral complex CONH3 6+ is a diamagnetic complex. Explain using valence bond theory. മക്കൾ നോക്കണം, വാലൻസ് ബോണ്ട് തിയറി വെച്ച് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. മക്കൾ ശ്രദ്ധിക്കാൻ പോവാണ്. വാലൻസ് ബോണ്ട് തിയറി വെച്ച് ഈ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മക്കളൊന്ന് കമന്റ് ചെയ്യോ. റെഡിയാണ്? അപ്പൊ അതാ മക്കൾ ചെയ്യാൻ പോവാണേ. CO NH3 6 3+. ശ്രദ്ധിച്ചിരിക്കുക. സെൻട്രൽ ആറ്റം ആരാണ് മക്കളെ? മക്കൾ നോക്കിക്കോ. ഈ ഇവിടെ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. സെൻട്രൽ ആറ്റം ആരാ? കൊബാൾട്ട്. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം. മക്കൾ നോക്കിയോ. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കണ്ടുവെക്കുക. കൊബാൾട്ട് X കൊടുക്കുക. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നമുക്ക് കാണേണ്ടത്. സോ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് കൊടുക്കുക? X എന്ന് കൊടുക്കുക. അമീൻ 6/0. അമൈൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. വാട്ടർ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. എത്തിലിൻ ഡയമീൻ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ചാർജ് 0 ആയിരിക്കും. അപ്പൊ 6/0. അതിന് തലയ്ക്ക് മുകളിലുള്ള ടോട്ടൽ ചാർജ് 3+ ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് ഈക്വൽ ടു 3 എന്ന് എഴുതാം.
ക്ലിയർ ആണ്? കൊബാൾട്ട് എക്സ് ആണ്. കൊബാൾട്ട് എന്താണ്? എക്സ് ആണ്. അമോണിയ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. സോ 6 × 0 6 × 0 ടോട്ടൽ ചാർജ് ഈക്വൽ ടു ഇവിടെ 3 എഴുതിയിരിക്കുന്നത് ഇതിന്റെ തലയ്ക്ക് മുകളിലുള്ള 3 ആണ് എഴുതിയിരിക്കുന്നത്. സോ x = 3 ആണ്. x = 3. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടു. ഈ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ ആദ്യം കാണേണ്ടത് സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആയതുകൊണ്ട് എക്സ് കൊടുത്തു. അമോണിയ എത്ര? അമോണിയ 6 × 0 = 3. അപ്പൊ x = 3 3 കിട്ടി. അപ്പൊ സെൻട്രൽ ആറ്റം കൊബാൾട്ട് ആണ്. സെൻട്രൽ ആറ്റം കൊബാൾട്ടിന്റെ കോൺഫിഗറേഷൻ എത്രയായെന്ന് വെച്ചാൽ 3d7 ആണ്. 3d7 ക്ലിയർ അല്ലേ? അടുത്തല്ലേ പറയണത്. ഓക്കെ, അപ്പൊ കൊബാൾട്ട് 3+ ആവുന്ന സമയത്ത് 3 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നു അല്ലെ? കൊബാൾട്ട് 3+ ആവുന്ന സമയത്ത് സെൻട്രൽ ആറ്റത്തിൽ 3 ഇലക്ട്രോൺ ലൂസ് ചെയ്യും. 2 ഇവിടെ നിന്ന് പോവും, 2 ഇവിടെ നിന്ന് പോവും, 1 ഇവിടെ നിന്ന് പോവും. എന്തായി മാറി? 3d6 4s0 4p0 4d0. അപ്പൊ വാലൻസ് ബോണ്ട് തിയറിയുടെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ആണ് എന്താ? Every central atom possesses certain number of empty orbital for the formation of coordinate bond. നിങ്ങൾ എന്ത് ചെയ്താ? തൊട്ടടുത്തുള്ള 3 empty orbital എഴുതി വെക്കാന്ന്. സെൻട്രൽ ആറ്റത്തിന്റെ കുറച്ച് empty orbital എഴുതി വെച്ചു. ഏതൊക്കെയാ? 3d6 4. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് കൊബാൾട്ട് 3+ ആയപ്പോ 3 ഇലക്ട്രോൺ പോയത്? കൊബാൾട്ട് 3+ എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ആറ്റം 3 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. അപ്പൊ 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് ലൂസ് ചെയ്തു, 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് ലൂസ് ചെയ്തു, 1 ഇവിടെ നിന്ന് ലൂസ് ചെയ്തു. സോ 3d6 4s0 4p0 and 4d0 എന്നായി. ഡിക്ക് എത്ര ഓർബിറ്റലാ? ഡിക്ക് 5 ഓർബിറ്റലാണ്. 5 ആണ്. എത്ര ഇലക്ട്രോൺ? 6. 1 2 3 4 5 6. ക്ലിയർ അല്ലേ? 4s0 4p0 and 4d0 ക്ലിയർ അല്ലേ? 1 2 3 4 റെഡിയാണ്. മക്കളിനി ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മിക്കുക. കൊബാൾട്ട് 3+ന്റെ കൂടെ മക്കൾ നോക്കിയോ, കൊബാൾട്ട് 3+ന്റെ കൂടെ അമോണിയാണ് ലിഗാൻഡ് എങ്കിൽ, കൊബാൾട്ട് 3+ന്റെ കൂടെ അമീനാണ് ലിഗാൻഡ് എങ്കിൽ അത് സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കൊബാൾട്ട് 3+ന്റെ കൂടെ സെൻട്രൽ ആറ്റം കൊബാൾട്ട് 3+ ആണെങ്കിൽ അവിടെ അമോണിയ വന്നാൽ അത് സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് എന്ത് സ്ട്രോങ് ലിഗാൻഡ്? അമീൻ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അൺപെയർഡ് ഇലക്ട്രോണുകളൊക്കെ പെയർ ചെയ്യാൻ തുടങ്ങി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ അൺപെയർഡ് ഇലക്ട്രോണുകൾ ബോണ്ടിങ്ങിന് മുമ്പ് പെയർ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ആര് കാരണം? അമോണിയ എന്ന് പറഞ്ഞ ഈ സ്ട്രോങ് ലിഗാൻഡ് കാരണം. ഈ അമോണിയ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? കൊബാൾട്ട് 3+ന്റെ കൂടെയാണ്. ക്ലിയർ ആണ്. റെഡിയാണ്. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ എഴുതി റെഡി. അപ്പൊ 2 ഇലക്ട്രോൺ ഇവിടെ വന്നു, 2 4 6 ആയില്ലേ? ഇതൊക്കെ പെയർ ചെയ്യപ്പെട്ടു. ക്ലിയർ ആണല്ലോ? റെഡി. ഓർബിറ്റിൽ വരച്ചു. ഇനി മിക്സ് ചെയ്യണം. ക്ലിയർ ആണ്? 1 2 3 4 5 ക്ലിയർ. ഒന്നാമത്തെ ഞാൻ എന്ത് ചെയ്തു? സെൻട്രൽ ആറ്റം. ഫസ്റ്റ് ഒന്നുകൂടി പറയാം, റിവൈസ് ചെയ്യണേ. ആദ്യം സെൻട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടു. എത്രയാ? 3 ആണെന്ന് കണ്ടു. ഈ കോർഡിനേഷൻ കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 3 ആണെന്ന് കണ്ടെത്തി. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു? സെൻട്രൽ ആറ്റം കണ്ടെത്തി, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. കൊബാൾട്ട് ആണ് സെൻട്രൽ ആറ്റം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d7 പക്ഷേ കൊബാൾട്ട് 3+ ആയിട്ട് കൊബാൾട്ട് ആയിട്ടല്ലുള്ളത്, കൊബാൾട്ട് 3+ ആയിട്ടാണുള്ളത്. കൊബാൾട്ട് 3+ ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും 3 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ 3d6 4s0 4p0 4d0. എനിക്ക് തൊട്ടടുത്തുള്ള എത്ര empty ഓർബിറ്റൽ എഴുതി വെച്ചു. ക്ലിയർ അല്ലേ? 2 3 empty ഓർബിറ്റൽ അവിടെ എഴുതി വെക്കുക, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ക്ലിയർ ആണ്. അടുത്ത സംഭവിക്കേണ്ടത് ലിഗാൻഡുകൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സാറ് ഏതൊക്കെയാ സ്ട്രോങ് ലിഗാൻഡ്? സ്ട്രോങ് ലിഗാൻഡുകൾ ഒന്ന് സയനൈഡ് സ്ട്രോങ് ആണ്. പെയറിംഗ് നടക്കുന്ന കേസുകളാണ്. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഒന്ന് സയനൈഡ്, ഒന്ന് കാർബണൈൽ, ഒന്ന് അമീൻ ആരെ കൂടെ മാത്രം? അമീൻ കൊബാൾട്ട് 3+ന്റെ കൂടെ മാത്രം ഓർമ്മിക്കുക. ഈ ഒരു ഫിനോമിനൻ നടക്കുക, പെയറിംഗ് എന്നുള്ള ഈ ഫിനോമിനൻ നടക്കുന്നത് ആരൊക്കെയാ? വന്നാലാ? ഒന്നിക്കൽ സയനൈഡ് വന്നാൽ, അല്ലെങ്കിൽ കാർബണൈൽ വന്നാൽ, അല്ലെങ്കിൽ ആര് വന്നാൽ? NH3 വന്നാൽ. NH3 ആരെ കൂടെ വരണം? കൊബാൾട്ട് 3+ന്റെ കൂടെ വന്നാൽ പെയറിംഗ് നടക്കും മക്കളെ. കൊബാൾട്ട് 3+ന്റെ കൂടെ വന്നാൽ പെയറിംഗ് നടക്കും. ഇങ്ങനെ പെയറിംഗ് നടക്കും. ഇനി ഹൈബ്രിഡൈസേഷൻ ആണ്. എത്ര ഓർബിറ്റൽ മിക്സ് ചെയ്യണമെന്ന് 2 ഇവിടെ ഉണ്ട് അല്ലെ? എത്ര ഓർബിറ്റൽ മിക്സ് ചെയ്യണമെന്ന് നോക്കുക. ഹൈബ്രിഡൈസേഷനിൽ എത്ര ഓർബിറ്റൽ ടേക്ക് പാർട്ട് ചെയ്യുമെന്ന് നോക്കേണ്ടത് ഇവിടെയുള്ള കോർഡിനേഷൻ നമ്പർ ആണ്. ഈ ലിഗാൻഡിന്റെ എണ്ണമാണ്.
മക്കളെ ലിഗാൻഡിന്റെ എണ്ണം എത്ര? 6 ആണല്ലേ? 6 ലിഗാൻഡ് ഇല്ലേ? അല്ലേ? നിങ്ങൾ 6 ലിഗാൻഡ് 6 അമൈൻ കാണുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ഓർബിറ്റൽ മിക്സ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, ആരാണ്? കോർഡിനേഷൻ നമ്പർ, ഇവിടെയുള്ള അമോണിയയുടെ എണ്ണമാണ്. സോ എത്ര ഓർബിറ്റൽ മിക്സ് ചെയ്യണം? 2 ഡി. ഇവിടെ 6 അല്ലേ ഉള്ളത്? ഇവിടെ 6 അല്ലേ ഉള്ളത്? 6 ആയതുകൊണ്ട് 6 ഓർബിറ്റൽ മിക്സ് ചെയ്യണം. 2 ഡിയും 1 എസും 3 പിയും. റെഡി അല്ലേ? 2 1 2 3 4 5 6. So the hybridization is D2sp3. 2 d ഓർബിറ്റലും 1 s ഓർബിറ്റലും 3 p ഓർബിറ്റലും മിക്സ് ചെയ്യും. കോംപ്ലക്സ് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ഇതിലെ എല്ലാ ഇലക്ട്രോണുകളും പെയർഡ് ആണ്. കണ്ടില്ലേ? ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺ വീതമുണ്ട്. സോ ദ മോളിക്യൂൾ ഈസ് ഡയാമാഗ്നറ്റിക്. ഇത് മാഗ്നറ്റ് ആയിട്ട് വീക്കലി റിപ്പൽ ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ ആവണം. കോംപ്ലക്സ് ഈസ് ഡയാമാഗ്നറ്റിക് ആണ്. ക്ലിയർ ആണോ? ഹൈബ്രിഡൈസേഷൻ ക്ലിയർ അല്ലേ? അപ്പൊ പെയറിംഗ് എന്നുള്ള ഫിനോമിനൻ നടക്കുന്നത് ആരൊക്കെ വന്നാലാണ്? സയനൈഡ് വരാം, കാർബണൈൽ വരാം, അമോണിയ വരാം. ശരിയല്ലേ? സയനൈഡ് വരാം, കാർബണൈൽ വരാം, അമോണിയ, അമൈൻ വരാം. അമൈൻ ഏത് ലിഗാൻഡ്? അമൈൻ ആരെ കൂടാ? അമൈൻ കൊബാൾട്ട് 3+ കൂടെ വന്നാലാണ് എന്ത് ചെയ്യുക? പെയറിംഗ് എന്നുള്ള ഫിനോമിനൻ നടക്കുക. ക്ലിയർ ആണ്. കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് ആണ്. ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ്. ആൻഡ് ഷേപ്പ് ഈസ് ഒക്ടാഹീഡ്രൽ. റെഡിയാണ്? റെഡി അല്ലേ മക്കള്? കമന്റ് ചെയ്യുന്നില്ലേ? റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ മിസ് വന്നു. Explain the hybridization of NiCl4 Yes. മക്കളെ നോക്കോ, NiCl4 ഈ കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ആർട്ടി സർ പഠിപ്പിച്ചു കഴിഞ്ഞു. ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി നോക്കാം, ഒരു കോമ്പൗണ്ടും കൂടി നോക്കാം. സോ NiCl4 ഇതാണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തെ അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോണിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യുക മക്കളെ. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ ആരാണ്? സോൾ യൂട്യൂബ് ഒഫീഷ്യൽ വേഗം പറയൂ. നിക്കലാണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ അയോൺ അല്ലേ? ആൻഡ് നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മുൻപ് നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലോ? നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? അതിനാദ്യം നിക്കലിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ അറിയണം. നിക്കലിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 28 ആണ് മക്കളെ. 3D സീരീസിൽ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയുള്ള ആളുകളുടെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാൻ പറ്റും, എഴുതാൻ പറ്റും. ഇതിൽ ക്രോമിയം, കോപ്പർ, സിങ്ക് ഈ 3 പേരൊഴിച്ച് ബാക്കി ആരുടെ വേണമെങ്കിലും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ദാ ഇവിടെ നിക്കല് 28 ആണ്. സോ 28നെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അറ്റോമിക് നമ്പറിനെ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് 3Dയിലുള്ള എല്ലാ ആളുകളുടെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? 3D4s എന്നാ. 3Dയും 4s നിങ്ങൾ സ്കാൻഡിയം എടുത്തോ, ടൈറ്റാനിയം എടുത്തോ, വനേഡിയം എടുത്തോ, ഏത് 3Dയിലെ ആൾക്കാരെ എടുത്താലും അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വരുന്നത് 3Dയും 4s ആണ് മക്കളെ. ഇനി ആദ്യം കാണുന്ന 28നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആദ്യം കാണുന്ന 2 നിങ്ങൾ 4sലെ ഇലക്ട്രോൺ ആയിട്ട് എഴുതണം. ഇനി കാണുന്ന 8 നിങ്ങൾ 3Dയിലെ ഇലക്ട്രോൺ ആയിട്ട് എഴുതണം. 3D8 4s2. ഓക്കെ അല്ലേ? യെസ്. ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ? എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ടടാ. സോ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിക്കൽ കിട്ടി 3D8 4s2 മക്കളെ. ഇനി നിങ്ങൾ അറിയേണ്ടത് നിക്കൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്? ഇപ്പൊ ആർട്ടി സാർ പഠിപ്പിച്ചില്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ? അപ്പൊ കാൽക്കുലേറ്റ് ചെയ്താലോ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഒന്ന് കമന്റ് ചെയ്തേ. നിക്കലിന്റെ നമുക്കറിയില്ല. സോ X എന്ന് എടുത്തു. ക്ലോറൈഡ് എത്ര ക്ലോറിൻ? 4 എണ്ണം ഉണ്ട്. ഒരാളുടേത് -1 ആണെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അടുത്ത സ്റ്റെപ്പിൽ ദാ X അങ്ങനെ എഴുതിക്കോ. ഈ നിക്കലിന്റെ മിസ് ഒന്ന് മായ്ക്കട്ടെ. യെസ്, ഈ X അങ്ങനെ തന്നെ എഴുതുന്നു. പ്ലസ് എത്ര ക്ലോറിൻ? 4 ക്ലോറിൻ. ഒരാളുടെ ചാർജ് -1. സോ -1 × 4 is equal to -2. ഈ കോംപ്ലക്സിന്റെ മൊത്തം ചാർജ് 0 അല്ല, -2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -2. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ x - 4 is equal to -2. x is equal to x കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ -4 ഇവിടെ കിടന്നാൽ പറ്റില്ല, അപ്പുറത്തേക്ക് പോകണം. സോ -2 + 4 which is equal to +2. അതായത് നമ്മുടെ നിക്കൽ +2
ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലേ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ Ni2+ എന്നുള്ള അവസ്ഥയിലാണ് നിക്കൽ അയോൺ നിൽക്കുന്നത്. അപ്പൊ മക്കള് പറയൂ, Ni2+ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ചാർജ് ഉള്ള, നെഗറ്റിവിറ്റി പറയുന്ന 2 ഇലക്ട്രോൺ ചാടിപ്പോയി. എവിടുന്നാ ചാടി പോവാ? 3Dയിൽ നിന്നാണോ 4sൽ നിന്നാണോ ചാടി പോവാ? മക്കളെ ഇലക്ട്രോൺ ആദ്യം ചാടി പോകുന്നത് 4sന്നാ. 4sലെ 2 ഇലക്ട്രോൺ ആണ് ഇവിടെ ചാടി പോവാ. സോ നിക്കൽ 2+ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3D8 4s0 ആണ്. 4sലെ ഇലക്ട്രോൺ ചാടിപ്പോയി. അങ്ങനാണെങ്കിൽ യെസ് +2 കറക്റ്റ് ആണ്. അലീന കറക്റ്റ് ആണ് മോളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരുടെ ഓർബിറ്റൽ വരയ്ക്കാം. ഡിയിൽ 3D വരയ്ക്കാൻ പോവാണ് മിസ്. 3D ഇതാ 1 2 3 4 5. 3Dയിൽ എത്ര ഇലക്ട്രോൺ ആണ്? 3Dയിൽ 8 ഇലക്ട്രോൺ ആണ്. സോ 8 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം മക്കളെ. ആദ്യത്തെ ഇലക്ട്രോൺ ആദ്യത്തെ ഓർബിറ്റൽ ഹൺസ് റൂൾ അനുസരിച്ച് വേണം വരയ്ക്കാനേ. പെയറിങ് ആദ്യമേ ചെയ്യല്ലേ. രണ്ടാമത്തെ ഇലക്ട്രോൺ 3 4 5 6 7 8. സോ 3D8 8 ഇലക്ട്രോൺ ഇരുന്നു. 3D കഴിഞ്ഞു. അടുത്തത് ഇനി വരുന്ന ഓർബിറ്റൽ ഏതാ? ഇനി വരുന്ന ഓർബിറ്റൽ 4s ആ. 4sൽ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. 4s 0 ആണ്. 4sൽ 0 ഇലക്ട്രോണാണ്. 4s കഴിഞ്ഞ് വരുന്നതോ? 4s കഴിഞ്ഞ് ആരാണെടാ? യെസ് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ കമന്റ്സ് മൊത്തം മിസ് നോക്കുന്നുണ്ട്. 4s കഴിഞ്ഞ് ആരാ വരിക? 4s കഴിഞ്ഞാൽ വരുന്നത് 4p ആ. 4p വരയ്ക്കുക. പിയിൽ 1 2 3 ഓർബിറ്റൽസാ ഉള്ളത്. ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. ഇലക്ട്രോണിന്റെ എണ്ണം 0 ആണ്, 0 ആണ്. 4p0. എന്തിനു വേണ്ടിയിട്ടാ ഈ എംറ്റി ഓർബിറ്റൽസ് നമ്മൾ വരയ്ക്കുന്നത്? എടാ NiCl4 2- എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് സെൻട്രൽ മെറ്റൽ അയോൺ ആയിട്ടുള്ള നിക്കലിന്റെ അടുത്തോട്ട് ഇലക്ട്രോൺ പെയറുമായിട്ടാണ് ആര് വരുന്നത്? ലിഗാൻഡ് വരുന്നത്. കൈയും വീശിയല്ല. ഓക്കെ, സാധനങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഇലക്ട്രോൺ പെയറുമായിട്ടാണ് വരുന്നത്. അപ്പൊ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ സാധനമൊക്കെ വെക്കാൻ നമുക്ക് ഒഴിഞ്ഞ പാത്രം വേണം അല്ലേ? അതേപോലെ ഇലക്ട്രോൺ പെയറുമായിട്ട് വരുന്ന ലിഗാൻഡിനെ സ്വീകരിക്കാൻ എംറ്റി ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. ഒഴിഞ്ഞ കാലിയായിട്ടുള്ള ഓർബിറ്റൽസ് ഇവിടെ ആവശ്യമുണ്ട്. ആൻഡ് എത്ര ക്ലോറിൻ ആണ് വരുന്നത്? 4 ക്ലോറിൻ ആണ് വരുന്നത് അല്ലെ? Cl4 4 ക്ലോറിൻ. സോ 4 ഒഴിഞ്ഞ എംറ്റി ഓർബിറ്റൽസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 3Dയിലെ എംറ്റി ഓർബിറ്റൽസ് ഉണ്ടോ? ഇല്ല. 4sലോ ഉണ്ട്. ഒരു ഓർബിറ്റൽ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോൺ പെയർ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഒരു s ഉണ്ട്. പിയിലോ? പി വേക്കന്റ് ആണ്. അപ്പൊ 3 ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാം. സോ 1 2 3 4 Cl ആണ് വരുന്നത്. അപ്പൊ 1 2 3 4 ഓർബിറ്റലുകളെ ആവശ്യമുള്ളൂ. 4 എംറ്റി ഓർബിറ്റലുകളെ ആവശ്യമുള്ളൂ. സോ ഇവിടെ മിക്സിംഗ് നടക്കുന്നത് ആർക്കൊക്കെയാണ്? ഒരു എസും 3 പിയും അല്ലെ? ഒരു എസും 3 പിയും. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് യെസ് p3 ഹൈബ്രിഡൈസേഷൻ. 4 പേരാ വരുന്നത്. സോ 4 എംറ്റി ഓർബിറ്റൽസ് ആണ്. 4 ഓർബിറ്റൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അവർ തമ്മിലാണ് മിക്സ് ചെയ്യുന്നത്. സോ ഒരു എസും 1 2 3 പിയും ചേർന്ന് sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. പുതുതായിട്ടുണ്ടാകുന്ന ഈ ഓർബിറ്റൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ഒരേ എനർജി ആയിരിക്കും അല്ലെ? എസിനും പിക്കും ഒക്കെ ഒരേ എനർജിയും ഒരേ ഷേപ്പും ഒക്കെയാണ്. അല്ല, പക്ഷേ മിക്സ് ചെയ്ത് കിട്ടുന്ന അവന്മാർക്കൊക്കെ ഒരേ എനർജിയും ഒരേ ഷേപ്പും ആയിരിക്കും. ആൻഡ് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ക്ലിയർ ആണോ? യെസ് മക്കളെ, ക്ലിയർ ആണോ? +2 കാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. sp3 കറക്റ്റ് ആണ്. sp3 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു ഹൈബ്രിഡൈസേഷൻ. കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. ആർട്ടിസർ കഴിഞ്ഞു ക്വസ്റ്റ്യൻ. സോ ദ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഇനി ചോദ്യം ഇല്ലേ? യെസ്, ചോദ്യമുണ്ട്. എൻ്റെ ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു മോണോസാക്കറൈഡ്സ് ആൻഡ് ഡൈസാക്കറൈഡ്സ്. മക്കളെ, ഈ തന്നിരിക്കുന്നതിനെ മോണോസാക്കറൈഡുകളെന്നും ഡൈസാക്കറൈഡുകളെന്നും ക്ലാസിഫൈ ചെയ്യുക. ഏത് ചാപ്റ്റർ ആണ്? ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യനാ. മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും. എന്താ മോണോസാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും? നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റുകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? കാർബോഹൈഡ്രേറ്റുകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 1 മോണോസാക്കറൈഡുകൾ, 2 ഒലിഗോസാക്കറൈഡുകൾ ആൻഡ് 3 പോളിസാക്കറൈഡുകൾ. എന്തിൻ്റെ ബേസിലാണ് മക്കളെ? കാർബോഹൈഡ്രേറ്റിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ, ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആ പ്രൊഡക്റ്റിന്റെ ബേസിലാണ്
കാർബോഹൈഡ്രേറ്റുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മോണോ എന്നും ഒലിഗോ എന്നും പോളിസാക്കറൈഡ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണ്, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുകയാണ്. വാട്ടർ ആഡ് ചെയ്യുന്ന ടൈമിൽ അത് ഫർദർ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്ലൂക്കോസ് എടുക്കുക. ഗ്ലൂക്കോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണല്ലേ. ഗ്ലൂക്കോസിലേക്ക് മിസ് വാട്ടർ ആഡ് ചെയ്യുക, ഹൈഡ്രോളിസിസ് നടത്തുക. വേറൊരു സിമ്പിൾ കോമ്പൗണ്ട് ആയിട്ടും അത് മാറില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോസാക്കറൈഡുകൾ. അപ്പോൾ മോണോസാക്കറൈഡുകളിൽ ഹൈഡ്രോളിസിസ് നടത്തിയാലും ഫർദർ സിമ്പിൾ കോമ്പൗണ്ട്സ് ഒന്നും മക്കൾക്ക് കിട്ടില്ല. അപ്പോൾ ഒലിഗോസാക്കറൈഡ് എന്തായിരിക്കും മക്കളെ? ഒലിഗോസാക്കറൈഡിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സൂക്രോസ്. എന്താണ് സൂക്രോസ്? സൂക്രോസിനെ ഞാൻ ഹൈഡ്രോളിസിസ് നടത്തുക, സൂക്രോസിലേക്ക് വെള്ളം ഒഴിക്കുക. എന്താ എനിക്ക് കിട്ടാൻ പോകുന്നതെന്നറിയോ? എനിക്കൊരു ഗ്ലൂക്കോസും കിട്ടും, ഒരു ഫ്രക്ടോസും കിട്ടും. ഓക്കെ ആണോ? എനിക്ക് ഒരു ഗ്ലൂക്കോസും കിട്ടും, ഒരു ഫ്രക്ടോസും കിട്ടും. അതായത് എനിക്ക് 2 മോണോസാക്കറൈഡുകൾ കിട്ടി. 2 മോണോസാക്കറൈഡുകൾ കിട്ടി. ഗ്ലൂക്കോസ് ഒരു മോണോസാക്കറൈഡ് ആണ്, ഫ്രക്ടോസ് ഒരു മോണോസാക്കറൈഡ് ആണ്. സോ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 to 10 യൂണിറ്റ്സ് മോണോസാക്കറൈഡുകൾ കിട്ടുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഒലിഗോസാക്കറൈഡ്. ക്ലിയർ ആണോ? അപ്പോൾ സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഒലിഗോസാക്കറൈഡ് ആണ്. ആൻഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു മോണോസാക്കറൈഡ് ആണ്. ഇനി 10-ലധികം മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടിയാൽ അതിനെ പോളിസാക്കറൈഡ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? എൻ്റെ മക്കൾക്ക് ഓക്കെ ആണോ? ബയോമോളിക്യൂൾസ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഒലിഗോസാക്കറൈഡ്സ് വിച്ച് ഗീവ് 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഓൺ ഹൈഡ്രോളിസിസ്. എക്സാമ്പിൾ സൂക്രോസ്, സാഡി കറക്റ്റ് ആണ്. ഷെരീഫ് ചോദിക്കുന്നുണ്ട് എത്ര ടൈം വരെയുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ എപ്പോഴാണോ തീരുന്നത് അത്ര ടൈം വരെ ഉണ്ടായിരിക്കും മോളെ. നമ്മുടെ ക്വസ്റ്റ്യൻ തീരുന്നത് വരെ ഉണ്ടായിരിക്കും. എന്തായാലും നമ്മൾ അവസാനം വരെ ഉണ്ടായിരിക്കും, നിങ്ങൾ അവസാനം വരെ ഇരിക്കുക. സോ അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചോദിച്ചു മോണോസാക്കറൈഡ് എന്താണ്, ഡൈസാക്കറൈഡ് എന്താണ്, പോളിസാക്കറൈഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ബേസിലാണ് പറയുക. ഇനി മോണോസാക്കറൈഡുകൾക്ക് മക്കൾ പഠിക്കേണ്ട 3 എക്സാമ്പിൾ: ഒന്ന് ഗ്ലൂക്കോസ്, ഒന്ന് ഫ്രക്ടോസ് ആൻഡ് ഒന്ന് റൈബോസ്. ഓക്കെ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഇത് 3 നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള എക്സാമ്പിൾസ്. ആൻഡ് ഒലിഗോസാക്കറൈഡിൽ വരുന്ന ആളുകളാണ് ആര്? ഡൈസാക്കറൈഡുകൾ. മക്കളെ ഇപ്പോൾ നമ്മൾ സൂക്രോസിനെ ഹൈഡ്രോളിസിസ് നടത്തിയ ടൈമിൽ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും അല്ലെ, 2 മോണോസാക്കറൈഡുകൾ കിട്ടി. അങ്ങനെ 2 മോണോസാക്കറൈഡുകൾ കിട്ടിയാൽ ആ ഒലിഗോസാക്കറൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈസാക്കറൈഡ്. എന്താ? ഡൈസാക്കറൈഡ് എന്ന് പറയുന്നത് ഒരു ഒലിഗോസാക്കറൈഡാ. നിങ്ങൾ ഒലിഗോസാക്കറൈഡിനെ നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ 2 മോണോസാക്കറൈഡ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൈസാക്കറൈഡ് എന്ന് വിളിക്കും. 3 മോണോസാക്കറൈഡുകൾ കിട്ടിയാൽ ട്രൈസാക്കറൈഡുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഡൈസാക്കറൈഡുകൾക്ക് എക്സാമ്പിൾ ആണ് സൂക്രോസും മാൾട്ടോസും. ഓക്കെ, സൂക്രോസും മാൾട്ടോസും. മാൾട്ടോസിനെ നിങ്ങൾ ഹൈഡ്രോളിസിസ് നടത്തുകയാണെങ്കിൽ മക്കൾക്ക് 2 മോണോസാക്കറൈഡുകൾ കിട്ടും, 2ഉം ഗ്ലൂക്കോസ് തന്നെയാണ്. സോ അതും എന്താണ്? ഇറ്റ്സ് ഓൾസോ എ ഡൈസാക്കറൈഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ റൈബോസും ഫ്രക്ടോസും ഇതിൽ മോണോസാക്കറൈഡ് ആണ്, ആൻഡ് മാൾട്ടോസും സൂക്രോസും ഇതിൽ ഡൈസാക്കറൈഡ് ആണ്, വിച്ച് മീൻസ് അവർ ഒലിഗോസാക്കറൈഡുകൾ തന്നെയാണ് കേട്ടോ. യെസ്, അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. യെസ്, mention any 2 factors which influence the rate of a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടേഴ്സ്. യെസ്, പെട്ടെന്ന് കമന്റ് ചെയ്യോ അജി സാർ. യെസ്, ഏതെങ്കിലും 2 ഫാക്ടർ പറയൂ മക്കളെ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്, ഇതാണ് നിങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ ഫാക്ടർ അല്ലേ. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ. 2, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ടെമ്പറേച്ചർ എഴുതാം, പ്രഷർ എഴുതാം, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എഴുതാം, കാറ്റലിസ്റ്റിന്റെ ഇഫക്റ്റ് എഴുതാം. ആൻഡ് ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ അവിടെ അരീനിയസ് ഇക്വേഷൻ ഓർക്കണം. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ടെമ്പറേച്ചറിലുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുന്ന ഇക്വേഷൻ ആണ് എന്താ? അരീനിയസ് ഇക്വേഷൻ. പഠിച്ചു വെക്കണേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സ്? മക്കളെ, ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +3 ആണ്. ട്രാൻസിഷൻ എലമെന്റുകളാണ് ചോദിക്കുന്നതെങ്കിൽ +2 ആണ് കേട്ടോ, +2 ആണ്. ആൻഡ് നെയിം ദി ലാന്തനോയിഡ് വിത്ത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഉള്ള ലാന്തനോയിഡ് ഏതാണ്? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് സീറിയം ആണ്. സീറിയം കേട്ടോ, സീറിയം. യെസ്, അടുത്ത ചോദ്യം.
ആർട്ടിസ്റ്റ് വരുന്നു, ഞാൻ തളർന്നു. അടുത്ത ചോദ്യം ഇതാണ്, നെയിം ദ 2 types ഓഫ് മാഗ്നറ്റിക് ബിഹേവിയർ. 2 ടൈപ്പ് മാഗ്നറ്റിക് ബിഹേവിയർ ഏതൊക്കെയാണ്? മക്കളെ ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് പാരാമാഗ്നറ്റിക് അല്ലേ, ഒന്ന് പാരാമാഗ്നറ്റിക് ആൻഡ് രണ്ടാമത്തത് ഡയാമാഗ്നറ്റിക്. ഇത് രണ്ടുമാണ് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്താ പാരാമാഗ്നറ്റിക്? യെസ്, സരിക സുരേഷ് കറക്റ്റ് ആണ്. അനുഷ, ദെൻ ഷിഫാൻ. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും ഇനി എന്താന്ന് പറഞ്ഞേ മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരികയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുന്ന ടൈമിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ വീക്കായിട്ട് അട്രാക്ട് ചെയ്യുന്ന ആളുകളാണ് ആര്? പാരാമാഗ്നറ്റിക്. അങ്ങനെയാണെങ്കിൽ പാരാമാഗ്നറ്റിസം കാണിക്കണമെങ്കിൽ അവിടെ എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയാം? അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് അല്ലേ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള ആളുകളാണ് പാരാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിസം എന്താ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ വീക്കായിട്ട് റിപ്പൽ ചെയ്യുകയാണെങ്കിൽ, റിപ്പൽഷൻ ആണ്, വീക്ക് റിപ്പൽഷൻ ആണെങ്കിൽ ആ മെറ്റീരിയൽസിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് പറയും. എല്ലാം പെയർഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഡയാമാഗ്നറ്റിസം കാണിക്കും. ഇനി സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്, ഫെറോ മാഗ്നറ്റിസം ഒക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പഠിക്കാനില്ല. സോ പാരയും ഡയയും മാത്രം തൽക്കാലം പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യോ? മക്കളെ തുടങ്ങല്ലേ, മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കുക. എന്താണ് മോൾ ഫ്രാക്ഷൻ? ക്ലിയർ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, റെഡി മക്കളെ? എന്താണ് മോൾ ഫ്രാക്ഷൻ എന്നുള്ളതാണ്. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് 2 കമ്പോണന്റ് ആണ്. ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് മക്കൾ പറ 2 കമ്പോണന്റ് ആണ്, എയും ബിയും. സ്പീഡ് പറയണേ എന്നാലേ തീരുള്ളൂ. എയും ബിയും. Na എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആണ്. Na എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആണ്. Nb എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. Nb എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. അപ്പോൾ സൊല്യൂഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് 2 കമ്പോണന്റ് ആണ്. ഏതൊക്കെയാ? എ ആൻഡ് ബി. Na ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആൻഡ് Nb ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് എ. മക്കൾ പറ, മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. ഒന്നുമില്ല, ഒരു സൊല്യൂഷൻ മേക്ക് ചെയ്ത് 2 കമ്പോണന്റ് ആണ്, എയും ബിയും. അപ്പൊ എയുടെ മോൾ ഫ്രാക്ഷൻ എത്രയായെന്ന് വെച്ചാൽ എയുടെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് മക്കളെ. ബിയുടെ മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ ബിയുടെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 കമ്പോണന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇപ്പൊ അതൊന്നും പഠിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി? സൊല്യൂഷൻ മേഡ് അപ്പ് ഓഫ് 2 കമ്പോണന്റ് എ ആൻഡ് ബി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കൈ എന്ന് പറഞ്ഞാൽ Na ബൈ Na പ്ലസ് Nb. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കൈ ബി എന്ന് പറഞ്ഞാൽ Nb ബൈ Na പ്ലസ് Nb. റിമെമ്പർ 1 പോയിന്റ്, സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈസ് ഓൾവേസ് 1 ആണ്. മോൾ ഫ്രാക്ഷന്റെ സം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സമയമില്ല, അടുത്ത ക്വസ്റ്റിലേക്ക് പോകണ്ടേ? ഒരുപാട് ക്വസ്റ്റ്യൻ പഠിക്കണ്ടേ. വാട്ട് ആർ അസിയോട്രോപ്സ്? Constant boiling mixture, particle cannot be separated by distillation. Distillation വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ മിക്സറിന്. അത്തരം സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്പ്. ഒറ്റ പോയിന്റ്, കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സർ കമ്പോണൻസ് cannot be separated by distillation. Constant boiling mixer component cannot be separated by distillation is known as azeotropes. Clear അല്ലേ? അസിയോട്രോപ്പിന്റെ ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? Constant boiling mixer component cannot be separated by distillation. Yes. Draw the structure of chromate and draw the structure of chromate and dichromate ion. Chromate ioniന്റെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോമേറ്റ് അയോണിന്റെയും ഡൈക്രോമേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും സ്ട്രക്ചർ എവിടെയുണ്ട്? മിസ് എക്സ്പ്ലെയിൻ ചെയ്യും. യെസ് മക്കളെ, ക്രോമേറ്റ് അയോണിന്റെ അതായത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സില 4 സ്ട്രക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും 4 സ്ട്രക്ചേഴ്സ് പഠിക്കണം. ഫസ്റ്റ് വൺ ക്രോമേറ്റ് അയോൺ. ക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഫോർമുല എഴുതുക? പൊട്ടാഷ്യം ക്രോമേറ്റ് നിങ്ങൾ എങ്ങനെയാ എഴുതുക? പൊട്ടാഷ്യം ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ K2CrO4 ആണല്ലേ? K2CrO4. അതിൽ ആ പൊട്ടാഷ്യം മാറിയാൽ കിട്ടുന്ന CrO4 2- ആണ് എന്താ? ക്രോമേറ്റ് അയോൺ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വരയ്ക്കുക? സെന്ററിൽ ഒരു ക്രോമിയം, ചുറ്റും 4 ഓക്സിജൻ. മക്കളെ 2-
മൈനസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അല്ലെ, 2- ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ആൻഡ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, അത് അടുത്തത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് അയോൺ. അതായത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എങ്ങനെയാ നിങ്ങൾ എഴുതുക? K2Cr2O7 അല്ലെ, ഇതാണ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, K2Cr2O7. ഇതില് 2 പൊട്ടാഷ്യം മാറി കഴിയുമ്പോൾ കിട്ടുന്ന Cr2O7 2- അല്ലെ, ഈ അയോൺ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പൊ സെന്ററിൽ ഒരു ഓക്സിജൻ വരയ്ക്കുക, ആ 2 ഓക്സിജനെയും കണക്ട് ചെയ്ത് നമ്മുടെ ക്രോമിയത്തിന് ചുറ്റും 6 ഓക്സിജൻ 2- ചാർജ്. അങ്ങനെയാണെങ്കിൽ ഇനി 2 കോംപ്ലക്സും കൂടി വേണം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് മാംഗനേറ്റ് ആൻഡ് പെർമാംഗനേറ്റ് അയോൺ. മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ വരയ്ക്കണം. എങ്ങനെയാ വരയ്ക്കുക? ഭയങ്കര ഈസിയാണ്. നോക്കോ, ആദ്യത്തേത് മാംഗനേറ്റ് അയോൺ പോലെ, ആദ്യത്തേത് മാംഗനേറ്റ് അയോൺ ആണ്. മാംഗനേറ്റ് അയോൺ ആദ്യം പൊട്ടാഷ്യം മാംഗനേറ്റ് എങ്ങനെയാ എഴുതുക എന്ന് നിങ്ങൾ അറിയണം. പൊട്ടാഷ്യം മാംഗനേറ്റ് എങ്ങനെയാ എഴുതുക? നോക്കോ മക്കളെ, നോക്കിയേ, KMnO4 എന്ന് പറയുന്നതാണ് എന്താ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അല്ലെ, KMnO4 എന്ന് പറയുന്നതാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. അതിൽ K മാറിയാൽ വരുന്ന MnO4 മൈനസ് ആണ് എന്താ? പെർമാംഗനേറ്റ് അയോൺ. പൊട്ടാഷ്യം പെർമാംഗനേറ്റിലെ പൊട്ടാഷ്യം പോയി, പിന്നുള്ള മാംഗനേറ്റ് അയോൺ. അപ്പോൾ മാംഗനേറ്റ് അയോൺ വരയ്ക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാംഗനീസ് വരയ്ക്കുക, ചുറ്റും 4 ഓക്സിജൻ ഇടുക. മാംഗനീസ് വരച്ചിട്ട് ചുറ്റും 4 ഓക്സിജൻ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓക്സിജന്റെ തലയിൽ മൈനസ് ഇടുക. ആൻഡ് അവിടേക്ക് സിംഗിൾ ബോണ്ട് വരയ്ക്കുക. ബാക്കി വരുന്ന ആൾക്കാർക്കൊക്കെ ഡബിൾ ബോണ്ട് വരയ്ക്കുക. സോ പെർമാംഗനേറ്റ് അയോൺ കിട്ടി, പേർപ്പിൾ കളറാണ്. ആൻഡ് നെക്സ്റ്റ് വൺ മാംഗനേറ്റ് അയോൺ. ഓക്കെ, മാംഗനേറ്റ് അയോൺ എങ്ങനെയാ വരയ്ക്കുന്നത്? MnO4 2- ആണ് എന്ത്? മാംഗനേറ്റ് അയോൺ. അപ്പോൾ ഒരു മാംഗനീസ് വരയ്ക്കുക, ഇതേപോലെ ചുറ്റും 4 ഓക്സിജൻ ഇടുക. 2 ഓക്സിജന്റെ തലയിൽ മൈനസ് ചാർജ് വേണം. അപ്പോൾ ഏതെങ്കിലും 2 ഓക്സിജന്റെ തലയിൽ മൈനസ് ചാർജ് ഇടുക. മൈനസ് ചാർജ് ഇടുന്നവർക്ക് സിംഗിൾ ബോണ്ട് വരയ്ക്കുക, ബാക്കിയുള്ള ആളുകൾക്ക് ഡബിൾ ബോണ്ട് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടി? പൊട്ടാഷ്യം ഇല്ല, മാംഗനേറ്റ് അയോൺ കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊളാരിറ്റി. അപ്പോൾ മോൾ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചു, അടുത്തത് മൊളാരിറ്റി ആണ്. മൊളാരിറ്റിയും ഡിഫൈൻ ചെയ്യാൻ ആർട്ടിസർ എക്കി. യെസ്, അപ്പൊ എന്താണ് മൊളാരിറ്റി നോക്കാം. എന്താണ് മൊളാരിറ്റി? ക്ലിയർ അല്ലേ? 1 മോളാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, 1 മോളാർ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ number of moles of solute present in 1 liter solution. അപ്പോൾ molarity M is equal to number of moles of solute present in 1 liter of solution. 1 liter of solution വിളിക്കുന്ന പേരാണിത് മൊളാരിറ്റി. ഇവിടെ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മൊളാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. അവർ ചോദിക്കുക, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി? മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആൻഡ് മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ക്ലിയർ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a solution having equal osmotic pressure at a given temperature. 2 സൊല്യൂഷന് സെയിം ടെമ്പറേച്ചറിൽ ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെന്ന് പറഞ്ഞാൽ, 2 സൊല്യൂഷന് സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ്, ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണം, നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. N1 ഈസ് ഈക്വൽ ടു N ആയിരിക്കും. അത്തരം സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. എന്താ വിളിക്കുക? ഐസോട്ടോണിക് സൊല്യൂഷൻസ്. 2 സൊല്യൂഷന് സെയിം ഡിഫറെന്റ് ഒന്നുകൂടെ, solution having equal osmotic pressure at a given temperature is known as, ശ്രദ്ധിച്ചോ, ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. ഓസ്മോട്ടിക് പ്രഷറെ ഡിപ്പെൻഡ് ചെയ്ത 2 ഫാക്ടർ, ഒന്ന് കോൺസെൻട്രേഷനും ഒന്ന് ടെമ്പറേച്ചറുമാണ്. ടെമ്പറേച്ചർ 2 പേർക്കും ഈക്വൽ ആണെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണ്ടേ? അങ്ങനെ സെയിം ടെമ്പറേച്ചറിൽ സെയിം കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണെന്ത്?
എന്ത്? ഐസോട്ടോണിക്. ഒരേ ടെമ്പറേച്ചറിൽ ഒരേ കോൺസെൻട്രേഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷറും ആണെങ്കിൽ അത്തരം സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താ? എന്താ പറയാ? ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? എന്താ? എ സൊല്യൂഷൻ ഹാവിംഗ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ, ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സെയിം ടെമ്പറേച്ചറിൽ സെയിം കോൺസെൻട്രേഷൻ ആയിരിക്കും, സെയിം ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കും. അത്തരം സൊല്യൂഷൻ നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 എണ്ണമാണ്. ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറോ ബോയിലിംഗ് പോയിന്റ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് അവർ ചോദിച്ചത്. ഡെഫിനിഷൻ: ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപെൻഡ് ഓൺലി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ബട്ട് നോട്ട് ഡിപെൻഡ് അപ്പോൺ നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. അതായത് 1 ലിറ്റർ വാട്ടറിലേക്ക് നിങ്ങൾ ഏതെങ്കിലും 1 മോൾ സൊല്യൂട്ട് ഇടുന്നാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യാം? കൂടാം. ഫ്രീസിംഗ് പോയിന്റ് കുറയാം. ഓസ്മോട്ടിക് പ്രഷർ കൂടാം. വേപ്പർ പ്രഷർ കുറയാം. ഈ 4 ചേഞ്ചിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അത് ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? നിങ്ങളുടെ സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. does not depend upon nature of solute but not depend upon depend upon number of solute. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തേ, it's a properties which depend only the number of solute particle not depend upon their nature. അതിനെ വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ക്ലിയർ ആണ്? Okay, draw the diagram which indicate the splitting of d orbital of octahedral complex. Crystal field splitting diagram ആണ് മക്കൾ. ഒന്നും നോക്കണ്ട. അതാ 5 ഓർബിറ്റൽ വരയ്ക്കുക. 5 ഓർബിറ്റൽ വരയ്ക്കുക. ക്ലിയർ ആണ്? 3 4 5 ഓർബിറ്റൽ. ഇതിലെ dxy, dyz, dxz, dx square y square, dx square y square and dz square. ഡയഗ്രാം മാത്രമേ ചോദിച്ചുള്ളൂ. സ്പ്ലിറ്റിംഗ് ഡയഗ്രാം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. The T2G orbital and the T2G and EG അല്ലെ, 3 T2G എന്നും കുറവുള്ളതിന് എന്ത് വിളിക്കാം? EG ഓർബിറ്റൽ. എന്താ വിളിക്കുക? EG. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രാം. ഇവര് തമ്മിൽ ഡിഫറൻസ് വിളിക്കുന്ന പേരാണ് ഡെൽറ്റ O, സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. അപ്പൊ ഡി ഓർബിറ്റൽ 5 എണ്ണമാണ്. ഡി ഓർബിറ്റൽ എത്ര? 5. ക്ലിയർ അല്ലേ? ഏതൊക്കെയാ? dxy, dyz, dxz, dx square y square and dz square. ലിഗാൻഡുകൾ വരുന്ന സമയത്ത് ഡി ഓർബിറ്റൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എനർജി കൂടിയ ഓർബിറ്റലിനെ EG എന്നും എനർജി കുറഞ്ഞ ഓർബിറ്റലിനെ T2G എന്നും വിളിക്കാം. ഇവര് തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ O എന്ന് വിളിക്കും. സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. എന്താ വിളിക്കുക? സ്പ്ലിറ്റിംഗ് എനർജി ഓഫ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. എനർജി ഓഫ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. നമുക്കൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ് വരച്ചെങ്കിൽ ഇത് എഴുതുക. ഇനി ടെട്രാഹീഡ്രൽ ആണ് വരച്ചെങ്കിൽ നേരെ തിരിച്ചങ്ങ് എഴുതുക. അതായത് ഇവിടെയുള്ള താഴെയുള്ള 3 മുകളിൽ കൊടുക്കുക, മുകളിലെ 2 എന്ത് ചെയ്യുക? താഴെയും കൊടുക്കുക. ക്ലിയർ ആണ്? ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ആണ് വരച്ചതെങ്കിൽ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിന്റെ ഡയഗ്രാം ആണിത്. ഇനി ടെട്രാഹീഡ്രൽ ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് അങ്ങ് തിരിച്ചിട്ടേക്ക്. T2G മുകളിൽ പോകും, EG എന്ത് വരും? താഴെ വരും. ക്ലിയർ ആണ്? സെറ്റ് ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. അപ്പൊ ബയോമോൾ പറ. ഇത് ഓൾറെഡി എടുത്തു കഴിഞ്ഞാണോ? യെസ്. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അല്ല അച്ഛൻ സാർ പെൻ തരുമോ? യെസ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അതും കൂടി സിക്കന്ദർ സാർ ഒന്ന് ഇറക്കി വിട്ടിട്ട് ആ സാധനം തരും. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ഒളിഗോസാക്കറൈഡ്സ്? ഗീവ് ആൻ എക്സാമ്പിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. മക്കളെ, 0 ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെയും റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടേതാണ്? 3 ആളുകളുടെ മാത്രം പഠിച്ചാൽ മതി. 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. അങ്ങനെ വേഗം പറയൂ. ഒരു 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് എന്താ യൂണിറ്റ്? വേഗം കമന്റ് ചെയ്തേ.
മോൾ ലിറ്റർ സെക്കൻഡ് ആണ്. അപ്പൊ മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയുന്നതാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ എങ്ങനെയാ വരിക? കെയുടെ യൂണിറ്റ് എങ്ങനെയാ വരിക മക്കളെ? ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഒന്നാമത്തെ ഓർഡർ ഒരാളെ ഉള്ളൂ. ആരാണ്? സെക്കൻഡ് ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെയോ ഈ മൂന്നാളുകളുടെ മാത്രം പഠിച്ചാൽ മതി. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് എന്താണ്? വേഗം കമന്റ് ചെയ്തേ. യെസ്, നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. വേഗം കമന്റ് ചെയ്യൂ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി ലിങ്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. സിക്കു സാർ മക്കളെ നോക്കിയേ, കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ നോക്കുക, സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ഒന്ന് പറഞ്ഞേ മക്കളെ. സെക്കൻഡ് വരുന്ന ആളുടെ തലയിൽ മാത്രം 1 ആണ്, ബാക്കിയുള്ളവരുടെ തലയിൽ രണ്ടും -1 ആണ്. സോ ഇതാണ് ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. യെസ്. ആൻഡ് ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് മറ്റാരുമല്ല, ഞാനും ആർട്ടിസ്റ്റ് സാറും വിട പറയാണ് മക്കളെ. ആൻഡ് ഇനി വരുന്നത് നമ്മുടെ സ്വന്തം റാഫി സാറും അതേപോലെ ഹാഷിം സാറുമാണ്. വരണോ? അവര് വരണോ മക്കളെ? വരണ്ടെന്നൊക്കെ പറയുന്നു, അല്ല വരണം എന്നൊക്കെ പറയുന്നു. ഓടി വരൂ ഗൈസ്. ഇല്ല, എന്താ മാറ്റണ്ടേ? ഓ യെസ്, കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അവർ അഹങ്കാരത്തിനൊപ്പം ഹൈറ്റ് അവർക്കുണ്ട് മക്കളെ. അല്ല റാഫി സാർ വരുന്നില്ല, താല്പര്യം. മക്കളെ ഇപ്പൊ റെഡിയാണോ? ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? റെഡി ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ മക്കളെ. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ. യെസ് റാനിയ. ഓക്കെ, ഗുഡ്. ഓക്കെ. എടാ, അപ്പോൾ ഇതാണ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഏതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട എന്താ? 38% സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി പ്രൈമറി സെല്ലാണോ സെക്കൻഡറി സെല്ലാണോ? സെക്കൻഡറി സെല്ലാണ്. എന്താ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ? ദാറ്റ് സെൽ ക്യാൻ ബി റീചാർജ് ആൻഡ് യൂസ്ഡ് അഗെയിൻ. അല്ല, ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി ഇല്ലേ, അത് സെക്കൻഡറി സെല്ലാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്, വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയാണ്. റെഡിയാണ് മക്കളെ? അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്, റെഡി ആണല്ലോ? റാഫി സാർ പത്തും 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ്. ക്ലിയർ ആണ്? പ്രൈമറി സെൽ ഏതാ ഒരു എക്സാമ്പിൾ പറഞ്ഞേ? ഡ്രൈ സെല്ല്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചോ. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല, ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റെഡിയാ? എന്നാൽ സെക്കൻഡറി സെല്ല് റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ലെഡ് സ്റ്റോറേജ്, മറ്റേ ഡ്രൈ സെല്ല് പഠിച്ചു വെച്ചോ. ഓക്കെ ആണ്? അതിൻ്റെ സെൽ റിയാക്ഷനും പഠിക്കുന്നത് നല്ലതാണ്. 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെഡി ആണല്ലോ? ഓക്കെ ആണ്, റെഡി. അടുത്ത മക്കൾ, ദ കോൺസെൻട്രേഷൻ ടേം ദാറ്റ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ. എടാ മക്കൾ, ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ അനുസരിച്ച് വാരി ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേം എന്ന് പറയാൻ പറ്റുമോ? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പോണന്റിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ മോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മനസ്സിലായിക്കോ മക്കളെ?
ഏത് കോൺസെൻട്രേഷൻ ടേമിലാണോ വോളിയം ടേം ഉള്ളത് അതാണ് ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുക. ഏത് കോൺസെൻട്രേഷൻ ടേമിലാണോ വോളിയം ടേം ഉള്ളത് ദാറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. സോ ഓഫ് കോഴ്സ് മൊളാരിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ കാർബിലമീൻ റിയാക്ഷൻ ഇസ് ഗിവൺ ബൈ. മക്കളെ ഇവിടെ പ്ലസ് ഇല്ല കേട്ടോ, ഒന്ന് പ്ലസ് അങ്ങോട്ടേക്ക്, അത് ടൈപ്പിംഗ് എററാണ്. CH3NH2 ആണ്. എന്താണോ കാർബിലമീൻ റിയാക്ഷൻ? കാർബിലമീൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. എന്താ കാർബിലമീൻ റിയാക്ഷൻ? മക്കളെ ഒരു പ്രൈമറി അമീൻ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ക്ലോറോഫോം ആൻഡ് KOH. CHCl3 and KOH. ക്ലോറോഫോം ആൻഡ് KOHുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഫൗൾ സ്മെല്ലിംഗ് അയസോസയനൈഡ്. എഴുതി വെച്ച് പേപ്പറിൽ എഴുതിയ നോട്ടിൽ എഴുതി വെച്ചോ മക്കളെ. RNC കിട്ടിയത്, ഇയാളുടെ പേരാണ് അയസോസയനൈഡ്. ഫൗൾ സ്മെല്ലിംഗ് അയസോസയനൈഡ് എഴുതി വെക്കണം. എന്നാൽ സെക്കൻഡറി ആൻഡ് ടെറിഷറി അമൈൻസ് do not give this reaction. Secondary tertiary amines ഈ റിയാക്ഷൻ തരില്ല. ഏത് അമീൻ മാത്രമേ തരുള്ളൂ? പ്രൈമറി അമീൻ മാത്രമേ തരുള്ളൂ. സെക്കൻഡറി അമീൻ്റെ ഫോർമുല R2NH എന്നാണ്. ടെറിഷറി അമീൻ്റെ ഫോർമുല R3N എന്നാണ്. അപ്പോൾ പ്രൈമറി അമീൻ NH2 ഉണ്ട്, സെക്കൻഡറി അമീൻ NH ഉള്ള, ടെറിഷറി അമീൻ N ഉള്ള. അപ്പോൾ അത്ര മനസ്സിലാക്കാനുള്ളൂ. ഇവിടെ NH2 ഉള്ള പ്രൈമറി അമീനാണ് കാർബിലമീൻ റിയാക്ഷൻ തരുന്നത്. അപ്പോൾ കാർബിലമീൻ റിയാക്ഷൻ ഇതിന് ആൻസർ മാത്രമല്ല, മറിച്ച് ആ റിയാക്ഷനും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു വെക്കണം. റെഡിയാണോ? അപ്പോൾ അതായത് കാർബിലമീൻ റിയാക്ഷൻ ആണ് അതോടുകൂടി പഠിച്ചിട്ടുള്ള ടെസ്റ്റ് ഫോർ ഏതമീൻ? പ്രൈമറി അമീൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ചോദിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. റെഡിയാണ്? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഫോംഡ് when formaldehyde reacts with the Grignard reagent CH3MgCl methyl magnesium chlorideുമായിട്ട് ഫോമാൽഡിഹൈഡ് റിയാക്ട് ചെയ്താൽ ഏത് പ്രോഡക്റ്റ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ എന്താ ഫോമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ HCHO ആണ്. അതായത് HC ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് H, ഇതല്ലേ ഫോമാൽഡിഹൈഡ്. ഈ ഫോമാൽഡിഹൈഡിലേക്ക് ആരാ റിയാക്ട് ചെയ്യാൻ പോകുന്നത്? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആരാ ഗ്രിഗ്നാർഡ് റിയേജന്റ്? CH3MgCl. റെഡിയാ? ഈ CH3MgCl ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഫോമാൽഡിഹൈഡ് ആയിട്ട്. അപ്പൊ ഇതിലെ CH3- വന്നിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. ആൻഡ് നെഗറ്റീവ് ചാർജ് ഇവിടേക്ക് ബോണ്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവും. എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഒന്ന് പറയാവോ? HCH. കാർബണിന്റെ മുകളിൽ ആര് വന്ന് അറ്റാച്ച് ചെയ്തു? CH3 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. മീഥൈൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. ഓക്സിജന്റെ മുകളിൽ മൈനസ് ചാർജ്, അതിനെ ബാലൻസ് ചെയ്യാൻ MgCl ഇവിടെ ഉണ്ട്. ഞാൻ ഇതിന്റെ ഹൈഡ്രോളിസിസ് കൂടെ ചെയ്യുമ്പോൾ മക്കളെ ഇതൊരു ഹൈഡ്രോളിസിസ് കൂടെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറും. ഏതാ പ്രോഡക്റ്റ് പറഞ്ഞ മക്കളെ? MgBrന് പകരം H വരും, ആൽക്കഹോൾ ആയിട്ട് ടേൺ ചെയ്യും. CH3CH2OH. ഇതൊന്ന് വൃത്തിയിൽ എഴുതിയാൽ ആരാ ഇത്? ഓർഡറിൽ എഴുതിയ CH3CH2OH ആണ്, ആൽക്കഹോൾ ആണ്. എത്തനോൾ എന്ന് പറയുന്ന പ്രൈമറി ആൽക്കഹോൾ ആണ്. സോ വെൻ ഫോമാൽഡിഹൈഡ് reacts with Grignard reagent we get an addition product which on hydrolysis gives a primary alcohol. ഏതായാലും ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ 2 പോയിന്റുകൂടെ മനസ്സിലാക്കുക. ഫോമാൽഡിഹൈഡിന് പകരം മറ്റേതെങ്കിലും ആൽഡിഹൈഡ് ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പ്രൈമറി ആൽക്കഹോൾ വി ഗെറ്റ് എ സെക്കൻഡറി ആൽക്കഹോൾ. അതേസമയം കീറ്റോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെക്കൻഡറി ആൽക്കഹോളിന് പകരം നമുക്ക് കിട്ടുന്ന എങ്ങനെയുള്ള ആൽക്കഹോൾസ് ആയിരിക്കും പറഞ്ഞേ? ടെറിഷറി ആൽക്കഹോൾസ് ആയിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. റെഡി? യെസ് മക്കളെ, ദ കെമിക്കൽ ഫോർമുല ഓഫ് ഫോസ്ജീനസ് ഏതാണോ? ഫോസ്ജീന്റെ കെമിക്കൽ ഫോർമുല എന്താ? കെമിക്കൽ ഫോർമുല ഫോസ്ജീൻ COCl2 ആണ് അല്ലെ? COCl2 ആണ് ഫോസ്ജീൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അത്. എന്താ അത്? ക്ലോറോഫോം ഒരു പോളിഹാലജൻ കോമ്പൗണ്ട് ആണ്. ക്ലോറോഫോം stored in dark bottles and filled up to the neck in order to avoid air. Why എന്ന എക്സാമിന് ചോദിക്കും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ക്ലോറോഫോം stored in dark bottles and filled up to the neck in order to avoid air. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു വെച്ചാൽ ബിക്കോസ് ക്ലോറോഫോം slowly oxidized by air to highly poisonous phosgene. Chloroform is slowly oxidized by air in presence of light. Light in the presence chloroform is slowly oxidized by air to highly poisonous
ഫോസ്ജീൻ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ബാക്കി ആരാണ്? HCl ആണ്. അപ്പൊ എന്തായാലും ഈ റിയാക്ഷൻ നിങ്ങൾ അവിടെ എഴുതേണ്ടി വരും. ക്ലോറോഫോം സ്റ്റോർഡ് ഇൻ ഡാർക്ക് ബോട്ടിൽസ് ആൻഡ് ഫിൽഡ് അപ് ടു ദ നെക്ക് in order to avoid air. Why എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ക്ലോറോഫോമസ് സ്ലോലി ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ടു ഹൈലി പോയിസണസ് ഫോസ്ജീൻ. അത് എഴുതിയാൽ വിൽ ഗെറ്റ് ദ മാർക്ക്. ക്ലിയർ ആണോ മക്കളെ? ഫോസ്ജീന്റെ ഫോർമുല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന ഒരു ചോദ്യം കൂടെ അതിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഓക്കെ ആണോ? റെഡിയാണ് ഷിഫാൻ. യെസ് മക്കളെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ ആൻഡ് മെൻഷൻ എനി വൺ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്. എന്താണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ് സീരീസിൽ സീരിയം മുതൽ അങ്ങ് ലുട്ടീഷ്യം വരെ പോകുന്ന സമയത്ത്, സീരിയം 58 മുതൽ ലുട്ടീഷ്യം 71 വരെ പോകുന്ന സമയത്ത് ഈ സീരീസിൽ സൈസിൽ ഉണ്ടാവുന്ന റെഗുലർ ഡിക്രീസിനെയാണ് നമ്മൾ ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? ദ റെഗുലർ ഡിക്രീസ്, സ്റ്റഡി ബട്ട് സ്ലോ ഡിക്രീസ് എന്ന് പറയാം. വളരെ കുറഞ്ഞ അളവിലാണ് ആ ഡിക്രീസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ് ആൻഡ് അയോൺസ് ഓഫ് ലാന്തനോയിഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. ലാന്തനൈഡ് കൺട്രാക്ഷനിൽ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കാര്യം നമ്പർ 1, വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? എന്താ ലാന്തനൈഡ് കൺട്രാക്ഷൻ? ദ റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ് ആൻഡ് അയോൺസ് ഓഫ് ലാന്തനോയിഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. രണ്ടാമത്തെ കാര്യം, റീസൺ ഫോർ ലാന്തനൈഡ് കൺട്രാക്ഷൻ. ലാന്തനൈഡ് കൺട്രാക്ഷന്റെ റീസൺ ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f orbital or 4f electrons. 4f ഇലക്ട്രോണിന്റെ പുവർ ഷീൽഡിംഗ് കോൺട്രിബ്യൂഷനും ന്യൂക്ലിയർ ചാർജിൽ ഉണ്ടാവുന്ന വർധനവുമാണ് സൈസ് കുറയാനുള്ള കാരണം. ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f electrons. ഇത് എഴുതി കൊടുക്കുക. അപ്പോൾ ലാന്തനൈഡ് കൺട്രാക്ഷൻ റീസൺ ആയി. ഇവിടെ റീസൺ ചോദിച്ചിട്ടില്ല. വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ ആൻഡ് മെൻഷൻ എനി വൺ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്. എന്താ ലാന്തനൈഡ് കൺട്രാക്ഷന്റെ കോൺസിക്വൻസ്? റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. DNFലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ചോദ്യമാണ് ലാന്തനൈഡ് കൺട്രാക്ഷനും അതിന്റെ കോൺസിക്വൻസും എന്ന് പറയുന്നത്. സോ എന്താ ലാന്തനൈഡ് കൺട്രാക്ഷൻ ഓൾറെഡി പറഞ്ഞു, അതിന്റെ റീസൺ പറഞ്ഞു, അതും കൂടെ അതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, മെൻഷൻ എനി വൺ കോൺസിക്വൻസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നിടത്തിൽ നമുക്ക് എന്ത് പറയാം? ശ്രദ്ധിക്കുക, സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയൈ. അതിന് എക്സാമ്പിൾ ആണ് സിർക്കോണിയവും ഹഫ്നിയും ഒക്കെ. സിർക്കോണിയം സെക്കൻഡ് റോ ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഹാഫ്നിയം തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ ശരിക്കും സൈസ് കൂടേണ്ടതാണ്. എന്നാൽ ഇവരുടെ സൈസ് സിമിലർ സൈസ് ആണ്. ഓൾമോസ്റ്റ് ഈക്വൽ, എക്സാക്ട്ലി ഈക്വൽ എന്ന് പറയാം. They are known as chemical twins. Zirconium and hafnium have similar radii. That is due to lanthanide contraction. Zirconium hafnium മാത്രമല്ല ആ സീരീസ് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയായി. കൂടുതൽ മനസ്സിലാക്കാൻ ഒന്നും പോവണ്ട, കാരണം നമുക്ക് ഇതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനാ വരുന്നത്. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ്. ക്ലിയർ ആണ്, ശരിയാണ്. ആൻഡ് ഇതും പറയാം. എന്താ പറഞ്ഞ പോയിന്റ്? സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയായി. എക്സാമ്പിൾ സിർക്കോണിയം ആൻഡ് ഹഫ്നിയം, ദേ ഹാവ് സിമിലർ റേഡിയായി ആൻഡ് ആർ നോൺ ആസ് കെമിക്കൽ ട്വിൻസ്. റെഡിയാണോ? അപ്പൊ എന്തായാലും അതൊരു പോയിന്റാ. പിന്നുള്ളത് ഡിക്രീസ് ഇൻ ബേസിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ലാന്തനോയിഡ്സ് അലോങ് ദ സീരീസ്. ലാന്തനൈഡ് സീരീസിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡുകളുടെ ബേസിക് സ്ട്രെങ്ത് കുറയുന്നത് ലാന്തനൈഡ് കൺട്രാക്ഷന്റെ മറ്റൊരു കോൺസിക്വൻസ് ആണ്. സോ ഇത്രയൊക്കെ ലാന്തനൈഡ് കൺട്രാക്ഷന്റെ കോൺസിക്വൻസ്. അപ്പോൾ 2 പലപ്പോഴും ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ 1 കണ്ടു എന്ന് വിചാരിച്ച് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റേണ്ടതുണ്ട്. അല്ലേ സാറേ? ശരിയല്ലേ സാറേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് 2 പഠിച്ചോളൂ. ശരിയാണ്, ഓക്കെയാ? എത്തിയില്ല ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ഹിൻസ്ബർഗ് റിയേജന്റ്? വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ഹിൻസ്ബർഗ് റിയേജന്റ്? എന്താ മക്കളെ ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയേജന്റ്? ഹിൻസ്ബർഗ് റിയേജന്റ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അയാളാണ് ആര്? ഹിൻസ്ബർഗ് റിയേജന്റ്. ആരാ? ബെൻസീൻ റിങ്ങില് SO2Cl. ബെൻസീൻ റിങ്ങിൽ SO2Cl. ആൻഡ് എന്താണ് മക്കളെ ഇതിന്റെ യൂസ് എന്താന്ന് ചോദിച്ചാൽ, ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ്
primary, secondary and tertiary amines. Primary, secondary, tertiary amines-നെ വേർതിരിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ഹിൻസ്ബർഗ് റിയേജന്റ്. ലൂക്കാസ് ടെസ്റ്റ് നമ്മൾ ആൽക്കഹോൾസിൽ പഠിച്ച പോലെ അമൈൻസിൽ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമൈൻസിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഏതാ ഹിൻസ്ബർഗ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന റിയേജന്റ്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഒന്നിരി പറഞ്ഞ എന്താ ഉപയോഗിക്കുന്ന മക്കളെ? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. എടാ ഈ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ഒരു മിനിറ്റ്, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? ആ റിയാക്ഷനുകളൊന്ന് പഠിച്ചു വെച്ചോളൂ. എന്താ പ്രൈമറി അമീന്റെ ഫോർമുല? പ്രൈമറി അമീന്റെ ഫോർമുല RNH2 ആണ്. ഈ പ്രൈമറി അമീൻ വെൻ റിയാക്ട്സ് വിത്ത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെ റിങ് വരയ്ക്കുന്നതിന് പകരം C6H5 എന്ന് എഴുതിയാലും മതിയല്ലോ. സോ C6H5SO2Cl എന്ന് എഴുതി. സോ അങ്ങനെയാണ് ഉണ്ടാവുന്ന പ്രസിപിറ്റേറ്റ് ആരായിരിക്കും എന്ന് പറയാവോ? ഇതിൽ നിന്നൊരു H, ഇതിൽ നിന്നൊരു Cl പുറത്തു പോവും. ഈ അമിനോ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജന്റെ, നൈട്രജന്റെ മുകളിൽ ഒരു H-ഉം ഇവിടുത്തെ ഒരു Cl-ഉം കൂടെ പുറത്തു പോയിട്ട് ബാക്കി രണ്ട് പാർട്ട് നിങ്ങൾ ജോയിൻ ആവും. എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? C6H5SO2 NHR. ഒരു H ആണ് ബാക്കിയുണ്ട്, NHR. RNH2 ആയിരുന്നു, പ്രൈമറി അമീൻ. അതിലൊരു H പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ നിങ്ങൾ എഴുതാ. when primary amine reacts with benzene sulfonyl chloride or Hinsberg reagent, we get N-alkyl benzene sulfonamide. ഇതിന്റെ പേരാണ് എന്താ പേര്? N-alkyl benzene sulfonamide. ready? N-alkyl benzene sulfonamide. Okay. മക്കളെ ഈ N-alkyl benzene sulfonamide ന്റെ പ്രത്യേകത, it is soluble in alkali. ഇവിടെ യൂസേജ് ചോദിച്ചിട്ടുള്ള റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഉയർന്ന മാർക്കിനൊക്കെ ചോദിക്കാം, 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമൈൻസ് ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ എഴുതാൻ. അപ്പൊ ശ്രദ്ധിച്ചോ മക്കളെ, 3 പോയിന്റ് പഠിച്ചാൽ മതി. പ്രൈമറി അമൈൻ when reacts with this reagent, when benzene sulfonyl chloride, we get N-alkyl benzene sulfonamide which is soluble in alkali. And why it is soluble in alkali എന്ന് ചോദിച്ചാൽ, that is due to presence of this hydrogen. ഈ ഹൈഡ്രജൻ ആറ്റം ആണ് ഇയാൾ ആൽക്കലി ലയിക്കാനുള്ള കാരണം. നൈട്രജന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഈ ഹൈഡ്രജൻ, that is acidic due to withdrawing effect of SO2 group. ഈ ഹൈഡ്രജന്റെ അസിഡിക് നാച്ചർ ആണ്. ശ്രദ്ധിക്കുക, നൈട്രജന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത ഈ ഹൈഡ്രജന്റെ അസിഡിക് നാച്ചർ ആണ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്ത് സോൾട്ട് ആവാനുള്ള കാരണം, അല്ലെ ലയിക്കാനുള്ള കാരണം ഈ ഹൈഡ്രജന്റെ സാന്നിധ്യമാണ് ഡ്യൂ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ഓഫ് SO2 ഗ്രൂപ്പ്. എനിവേ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു പോയിന്റ് എങ്കിലും എഴുതി വെക്കുക. Primary amine when reacts with benzene sulfonyl chloride, we get N-alkyl benzene sulfonamide which is soluble in alkali. And why it is soluble in alkali എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, because the hydrogen atom attached on nitrogen is acidic due to electron withdrawing effect of SO2 group. SO2 ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് കാരണം ഈ ഹൈഡ്രോജൻ, നൈട്രജന്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ അത് അസിഡിക് നാച്ചർ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് ആൽക്കലിയിൽ ഡിസോൾവ് ആവുന്നത്. എന്നാൽ സെക്കൻഡറി അമീനിലേക്ക് വന്നാൽ എന്താ സെക്കൻഡറി അമീന്റെ ഫോർമുല? R2NH. എന്താ ഫോർമുല മക്കളെ പറഞ്ഞോളൂ? പറയുന്നില്ല. എന്താണ്? R2NH ആണ്. And when secondary amine reacts with benzene sulfonyl chloride, C6H5SO2Cl, benzene sulfonyl chloride, again ഇതിൽ നിന്നൊരു H, ഇതിൽ നിന്നൊരു Cl പുറത്തു പോയി, HCl പുറത്തു പോയി. ഇപ്പം എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? C6H5 എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണ്. C6H5SO2 NR2. NR2 ഒരു H ഉള്ളായിരുന്നു, H പുറത്തു പോയിട്ടുണ്ട്. സോ NR2. സോ അതിന്റെ പേര് NN ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. എന്താ പേര്? NN ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ്. NN dialkyl benzene sulfonamide which is insoluble in alkali.
എന്തുകൊണ്ടാണ് അപ്പൊ ഇൻസോളബിൾ ഇൻ ആൽക്കലി ആവാനുള്ള കാരണം? ഇൻസോളബിൾ ഇൻ ആൽക്കലി എന്ന് പറയാനുള്ള കാരണം എന്താ? ബിക്കോസ് ദർ ഇസ് നോ അസിഡിക് ഹൈഡ്രോജൻ. നൈട്രജന്റെ മുകളിൽ അസിഡിക് ഹൈഡ്രോജന്റെ സാന്നിധ്യം ഒന്നും തന്നെ ഇല്ല. ദർ ഇസ് നോ അസിഡിക് ഹൈഡ്രോജൻ. സോ NN ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫോണമൈഡ് ഇസ് ഇൻസോളബിൾ ഇൻ ആൽക്കലി. ക്ലിയർ ആണോ മക്കളെ? എന്നാൽ ടെറിഷറി അമീൻ എടുത്താലോ? ടെറിഷറി അമൈൻ ടെറിഷറി അമൈനിലേക്ക് വന്നാൽ എന്താ ടെറിഷറി അമൈൻ്റെ ഫോർമുല? R3N. ഇയാള് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക തന്നെയില്ല. നോ റിയാക്ഷൻ. ഓക്കെ. സോ C6H5SO2Cl can be used to differentiate 1 degree, 2 degree and 3 degree amines. ക്ലിയർ ആണ്? ഹിൻസ്ബർഗ് റിയേജന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഷിഫാന, ഫാത്തിമ, സെൻഹ, ഗുഡ് ഗുഡ്. ഓക്കെ 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 ഓക്കെ. റെഡി റെഡി. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെഡി മക്കളെ? കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 0.1 മോളാർ ഗ്ലൂക്കോസ് സൊല്യൂഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. എന്താ ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ? എന്താ ഓസ്മോട്ടിക് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ? പൈ ഇസ് ഈക്വൽ ടു RCT ആണ് അല്ലെ? പൈ ഇസ് ഈക്വൽ ടു ആരാണ്? RCT. ക്ലിയർ അല്ലേ? പൈ ഇസ് ഈക്വൽ ടു RCT. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ, R ആണ് കോൺസെൻട്രേഷൻ, C മൊളാരിറ്റി ആണ്, മൊളാർ കോൺസെൻട്രേഷൻ 0.1 മോളാർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ 27 ഡിഗ്രി തന്നിട്ടുണ്ട്. അത് കെൽവിനിലേക്ക് മാറ്റുകയും ചെയ്യുക, കാരണം ആറിൻ്റെ വാല്യൂ ഒക്കെ കെൽവിനിലാണ് പറയുന്നത്. സോ അങ്ങനെയാണ് നിങ്ങൾ പറയണ മക്കളെ. എത്രയാ ആറിൻ്റെ വാല്യൂ? 0.0821 ആണ്. 0.082 തന്നിട്ടുണ്ട്. ഇൻറ്റു കോൺസെൻട്രേഷൻ വാല്യൂ 0.1 മോളാർ ആണ്. ഇൻറ്റു ടെമ്പറേച്ചർ 27 ഡിഗ്രി എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു 27 പ്ലസ് 273 300 കെൽവിൻ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം ആണ്. ഓക്കെ റെഡി? എന്തൊരു ക്വസ്റ്റ്യൻ? ഹൗ വിൽ യു പ്രിപ്പയർ 2-methyl 2-propoxypropane? 2-propoxypropane from Williamson synthesis. ഓക്കെ. എടാ മക്കളെ, വില്യംസൺ സിന്തസിസ് ഉപയോഗിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചാലോട് പറയാനുള്ള, വില്യംസൺ സിന്തസിസ് ഉപയോഗിച്ച് നമ്മൾ ഈതർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈതറിന് ഓക്സിജന്റെ ഇരുവശത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുക. അതിലുള്ള പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പുള്ള ഹാലൈഡിനെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതായത് രണ്ട് ഭാഗത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ നോക്കുക. ഒരു ഭാഗത്ത് പ്രൈമറിയും മറുഭാഗത്ത് ടെറിഷറി ഗ്രൂപ്പും ആണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡും ആൽക്കോക്സൈഡുമാണ് വില്യംസൺ സിന്തസിസിൽ റിയാക്ട് ചെയ്യുന്നത്. അതിൽ ഹാലൈഡ് പാർട്ടിനെ പ്രൈമറി ആയിട്ട് കീപ്പ് ചെയ്യുക, ബിക്കോസ് അതൊരു SN2 റിയാക്ഷൻ ആണ്. അതൊരു SN2 റിയാക്ഷൻ ആയതുകൊണ്ട് ഹാലൈഡ് പാർട്ടിനെ പ്രൈമറി ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഓക്കെ ആണ്? അപ്പൊ മീഥൈൽ പാർട്ടിനെ ഹാലൈഡ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. ക്ലിയർ ആണ്? യെസ്. റാഫി സാറേ, സാർ വരുന്നുണ്ട്. DNF ബ്ലോക്ക് എലമെന്റ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് സാർ എത്തുന്നുണ്ട്. ഹൗ ഈസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർഡ്? ഹൗ ഈസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർഡ് എന്നുള്ളതാണ്. റാഫി സാർ നിങ്ങളെ കാണാൻ വേണ്ടി എത്തുകയാണ്. ഓക്കെ. യെസ് 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 സാർ. മക്കൾ, how is potassium permanganate is prepared? എല്ലാവരും ലൈവിൽ വരൂ, ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് ഷെയർ ആക്കിയ മക്കളെ. How is potassium permanganate is prepared? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നാണ്. ആരൊക്കെ ലൈവിൽ നോക്കട്ടെ? റാണി
ഓക്കെ, MnO2 KOH ഇൻ പ്രസൻസ് ഓഫ് എയർ. അപ്പൊ എന്താ ഫോം ചെയ്യുന്നത്? പൊട്ടാസ്യം മാംഗനേറ്റ് K2MnO4 അഥവാ MnO4 2- പൊട്ടാസ്യം മാംഗനേറ്റ് ഫോം ചെയ്യും. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഈ റിയാക്ഷൻ മറക്കല്ലേ. MnO2 ഫ്യൂസ്ഡ് വിത്ത് KOH ഇൻ പ്രസൻസ് ഓഫ് എയർ, പൊട്ടാസ്യം മാംഗനേറ്റ്. ആ പൊട്ടാസ്യം മാംഗനേറ്റ് അസിഡിഫിക്കേഷൻ അഥവാ H+മായിട്ട് അസിഡിഫിക്കേഷൻ നടത്തിയാൽ MnO4- പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടും. ഓർ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ. മക്കൾ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. അങ്ങനെ നടത്തിയാലും നമുക്ക് MnO4- കിട്ടും. ഇത് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ്. അസിഡിഫിക്കേഷൻ നടത്തുന്നത് കോമൺ പ്രിപ്പറേഷൻ ആണ്. രണ്ട് പ്രിപ്പറേഷനും ഉപയോഗിക്കാം. കോമൺ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ മറക്കണ്ട, പ്രിപ്പറേഷൻ മറക്കല്ലേ, പരീക്ഷയ്ക്ക് വരും. ആ സമയത്ത് തെറ്റിപ്പോയാൽ ആൻസറിന് മാർക്ക് കിട്ടൂല കേട്ടോ. കോമൺ ആയിട്ട് കേരളത്തിൽ എവിടെയും തെറ്റിയ മാർക്കിന് മാർക്ക് കൊടുക്കുന്നില്ല. തെറ്റി ഉത്തരത്തിന് കേരളത്തിൽ മാർക്ക് കൊടുക്കുന്നില്ല. ആയതുകൊണ്ട് എന്റെ മക്കൾ ഇത് പഠിക്കണം. MnO2 ഫ്യൂസ്ഡ് വിത്ത് KOH എയർ, പൊട്ടാസ്യം മാംഗനേറ്റ് K2MnO4, അസിഡിഫിക്കേഷൻ MnO4-. അത് എഴുതി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ഇൻ ആൽക്കലൈൻ മീഡിയം. അങ്ങനെ നടത്തിയാലും MnO4- കിട്ടും. MnO4- കിട്ടും മക്കളെ. ഓക്കെ, നെക്സ്റ്റ്. What are storage? What are the two stages involved in the conversion of aniline into phenol? The two stages involved in the conversion of aniline into phenol. മകൾ, aniline, benzene ring മേൽ NH2. Aniline is an aromatic primary amine. Aniline. ഈ അനിലിനെ ഫീനോൾ ആക്കി മാറ്റണം. നമ്മളെ കണ്ടന്റ് വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ കൺവേർഷനും പ്രിപ്പറേഷനും പറഞ്ഞിട്ടുണ്ട്. ഈ അനിലിനെ ഫീനോൾ ആക്കി മാറ്റാൻ ഡയസോണിയം സോൾട്ട് ആക്കി മാറ്റണം. ദാറ്റ് പ്രോസസ് ഈസ് ഡയസോട്ടൈസേഷൻ. That means aniline is treated with nitrous acid, HNO2. നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡയസോണിയം സോൾട്ട് കിട്ടുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഈ ഡയസോണിയം സോൾട്ട് നല്ലൊരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ അനിലിനെ പല കോമ്പൗണ്ടുകളാക്കി മാറ്റുന്ന രണ്ട് സ്റ്റേജിലുള്ള പ്രോസസ്സുകൾ ചോദിച്ചാൽ അത് ഒരു പക്ഷേ അധിക റിയാക്ഷനും ഡയസോട്ടൈസേഷനിലൂടെ ആയിരിക്കും. അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും. നമ്മൾ ഇതിന്റെ റിയാക്ഷൻസ് കണ്ടന്റ് വീഡിയോ ടെക്ക് അടിച്ചിട്ടുണ്ട്. HNO2 ഉണ്ടാകുന്ന NaNO2 ആൻഡ് HCl, സോഡിയം നൈട്രൈറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ HNO2 ആണ് റിയേജന്റ്. ടെമ്പറേച്ചർ 0 to 5 ഡിഗ്രി, 273 to 275 കെൽവിൻ ഒക്കെ 0 to 5 ഡിഗ്രി വരെ ടെമ്പറേച്ചർ എടുക്കുന്നു. ആസ് എ റിസൾട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. മക്കൾ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നല്ലൊരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് മറക്കണ്ട. അനിലിൻ ഡയസോട്ടൈസേഷൻ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഞാൻ എപ്പോഴും HM സാറോട് ഞാൻ പറയാറുണ്ട്, എന്ത് പറയാറുണ്ട്, എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഡയസോണിയം സോൾട്ട് ആയിട്ട് ജനിക്കണം. കാരണം ഒരു ജന്മം ഏറ്റവും നല്ല ജന്മമാകുന്നത് ഒരുപാട് ജന്മങ്ങൾ കൊടുക്കുമ്പോഴാണ്. RT സാർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, റാഫി, ജന്മം നന്നാവുന്നത് ഒരുപാട് ജന്മം കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഡയസോണിയം സാൾട്ടിന് ഒരുപാട് കോമ്പൗണ്ട് ഉണ്ടാവും. അഥവാ ജസ്റ്റ് വാം വിത്ത് വാട്ടർ. ഡയസോണിയം സാൾട്ട് സ്റ്റേബിളാ. ആലിഫാറ്റിക്കിനെ പോലെയല്ല, മോയ്സ്ചറുമായിട്ട് അത്ര റിയാക്ഷൻ വരില്ല. ഒന്ന് ചൂടാക്കണം. ജസ്റ്റ് വാം വിത്ത് വാട്ടർ. ദ പ്രൊഡക്റ്റ് ഈസ് ഫീനോൾ. അപ്പൊ അനിലിൻ ഫീനോളായി മാറുന്ന 2 stages. That means diazotization, then just warm with water. മറക്കൂലല്ലോ. ഈ ഡയസോണിയം സോൾട്ടിനെ ഫീനോൾ ആക്കും പോലെ ഡയസോണിയം സോൾട്ടിനെ ക്ലോറോബെൻസീൻ ആക്കാം, ബ്രോമോബെൻസീൻ ആക്കാം, അയഡോബെൻസീൻ ആക്കാം, ഫ്ലൂറോബെൻസീൻ ആക്കാം, ബെൻസീനും ആക്കാം. ഇതെല്ലാം നമ്മുടെ കണ്ടന്റ് വീഡിയോയിലുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് കേട്ടോ ഡയസോണിയം സോൾട്ടിലൂടെയുള്ള എല്ലാ റിയാക്ഷനും. ഓക്കെ,
A first order reaction is 90% completed in 20 seconds. 20 seconds, rate constant and half life T half calculate ചെയ്യുന്നു HM sir. ഓക്കെ ആ റെഡി മക്കളെ? ഓക്കെ ഓക്കെ. എടാ മക്കളെ ഒന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. എടാ മാക്സിമം ഷെയർ ചെയ്യട്ടോ. റെഡി? എടാ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ 90% 20 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ഹാഫ് ലൈഫ് പീരീഡ് കാണാനാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്താ മക്കളെ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഏതാ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K is equal to 2.303 by T log R0 by R. T log R0 by R. റെഡിയാ? അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഓർഡറിന്റെ പ്രോബ്ലം വരുമ്പോൾ കോൺസെൻട്രേഷന്റെ റേഷ്യോ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിലൊക്കെ പ്രോബ്ലം വരുമ്പോൾ ഇനീഷ്യൽ എമൗണ്ട് നിങ്ങൾ 100 എടുത്താൽ മതി. ഇനീഷ്യൽ എമൗണ്ട് 100 എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 90% കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ എത്ര ബാക്കിയുള്ളത്? ഇനീഷ്യൽ R0 by R നമുക്ക് വേണ്ടതുള്ളൂ. ശരിക്കും R എന്ന് പറഞ്ഞാൽ 90% കംപ്ലീറ്റ് ചെയ്യുന്ന 10% ഓഫ് R0 ആയിരിക്കും റിമെയിൻ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യണമെന്നില്ല. പകരം നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. ആ പെർസെൻറ്റേജിൽ പ്രോബ്ലം വന്നാൽ ഇനീഷ്യൽ എമൗണ്ട് R0 എന്നുള്ളത് ഞാൻ എത്ര എന്നെടുത്തു? 100 എന്നെടുത്തു. എത്ര ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്? 90% കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം റിമെയിൻ ചെയ്യുന്നത്? വെറും 10% എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ 10 ആണ്. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. സോ R0 by R. സോ എന്താ കെയുടെ ഇക്വേഷൻ? K is equal to മനസ്സിലാക്കുക. R എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് റിമൈനിങ് ആണ്, കൺസ്യൂംഡ് അല്ല. 90% കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ 10% ആണ് റിമെയിൻ ചെയ്യുന്നത്. സോ കെയുടെ വാല്യൂ K is equal to 2.303 by ടിയുടെ വാല്യൂ എത്രയാ? എത്ര സെക്കൻഡ്സാ? 20 സെക്കൻഡ്സ് ഇൻറ്റു ലോഗരിതം ഓഫ് R0 by R. എത്ര? R0 എന്നത് 100 ആണ്. R എന്ന് പറയുന്നത് 10 ആണ്. സോ 100 by 10 10 വരും. ലോഗ് 10ന്റെ വാല്യൂ 1 ആണ്. ലോഗ് 10ന്റെ വാല്യൂ എത്ര? 1. വെറും 1 ആണ്. സോ കെയുടെ വാല്യൂ 2.303 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടിയിരിക്കുക കെയുടെ വാല്യൂ. അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. റെഡിയാ? 2.3ന്റെ പകുതി പറഞ്ഞാൽ 1.15 വരും. റെഡി? അപ്പോൾ 0.115 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. സോ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കെ മാത്രമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹാഫ് ലൈഫ് പീരീഡ്. എന്താ ഹാഫ് ലൈഫ് ആണ്? ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ആണുള്ള ഫോർമുല ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 by K. 0.693 by K. 0.693 by K. എത്രയത്? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എത്രയാ? 2.303 ഡിവൈഡഡ് ബൈ 20 എന്നാണ്. ഇപ്പോൾ 20 മുകളിലെത്തും. അതുപോലെ 0.693 എന്ന് പറഞ്ഞാൽ 2.303 ലോഗ് 2 ആണ്. അങ്ങനെയൊന്നും ചെയ്യേണ്ട. കാൽക്കുലേറ്റർ അടിച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത്രയും സെക്കൻഡ് ആയിരിക്കും നമുക്ക് ആൻസർ ലഭിക്കുന്നുണ്ടാവും. റെഡിയാണ്? സോ ഹാഫ് ലൈഫിന്റെ വാല്യൂം അതേപോലെ കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുവാണ്. സോ ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K ഈക്വൽ ടു 2.303 by T log R0 by R. അതുപോലെ ഹാഫ് ലൈഫ് ആണ് ഇക്വേഷൻ 0.693 by K. എടാ മക്കളെ ഒരു കാര്യം ഇവിടെ, സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണുള്ള ഫോർമുല എന്താ? സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണുള്ള ഫോർമുല ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0 by 2K ആണ്. എന്താണ് ഫോർമുല? R0 by 2K ആണ് ഹാഫ് ലൈഫ് ആണുള്ള ഫോർമുല ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. സോ സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഹാഫ് ലൈഫിന്റെ ഫോർമുലയിലുള്ള ഒരു വ്യത്യാസം, ഇൻ സീറോ ഓർഡർ റിയാക്ഷൻ R0 എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് കാണാം. സോ ഹാഫ് ലൈഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0 ആണ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. എന്നാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ദർ ഇസ് നോ R0 ടേം, വിച്ച് മീൻസ് ഹാഫ് ലൈഫ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചോളൂ. ഹാഫ് ലൈഫ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഏത് ഓർഡർ റിയാക്ഷന്റെ ഫീച്ചർ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഫീച്ചർ ആണ്. ഇൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. നിങ്ങൾ നോക്കിയ ഹാഫ് ലൈഫിന്റെ എക്സ്പ്രഷനിൽ ദർ ഇസ് നോ R0 ടേം. എന്താ പോയിന്റ്? ഹാഫ് ലൈഫ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഏത് ഓർഡർ? ഫസ്റ്റ് ഓർഡർ. എന്ന ഹാഫ് ലൈഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R0. ഏത് ഓർഡർ? സീറോ ഓർഡർ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ മക്കളെ? ഈ പ്രോബ്ലം ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. മക്കളെ അടുത്ത സ്ലൈഡ്
ഓ അതിൻ്റെ സ്ലൈഡ് ചേഞ്ചർ. ഓക്കെ റെഡി സാർ? ഓക്കെ, താങ്ക് യു. ആ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വില്യംസൺ സിന്തസിസ് ആൻഡ് ഹൗ ഈസ് ഇറ്റ് യൂസ്ഡ് ടു പ്രിപ്പയർ മെത്തോക്സി ബെൻസീൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് വില്യംസൺ സിന്തസിസ്? മക്കളെ വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡിലെ വില്യംസൺ സിന്തസിസ് ആൽക്കൈൽ ഹാലൈഡിന്റെ റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ് ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സോഡിയം ആൽക്കോക്സൈഡ്. മക്കളേതാ ഞാൻ പറയുന്നു, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാം. വില്യംസൺസ് ഈഥർ സിന്തസിസ്. വില്യംസൺസ് ഈഥർ സിന്തസിസ് എന്താ? വില്യംസൺസ് ഈഥർ സിന്തസിസ് സോഡിയം ആൽക്കോക്സൈഡും ആൽക്കൈൽ ഹാലൈഡും റിയാക്ട് ചെയ്യാണ്. എന്താ റിയാക്ഷൻ? ഇറ്റ് ഈസ് ജസ്റ്റ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ത്? SN2 റിയാക്ഷൻ ആണ്. ബൈമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒന്നുമില്ല, ആൽക്കോക്സൈഡ് ഇവിടേക്ക് വരുന്നു, പകരം X- പുറത്തേക്ക് പോകുന്നു. X- പുറത്തേക്ക് പോകുന്നു, ആൽക്കോക്സൈഡ് ബോണ്ട് ചെയ്യുന്നു. എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? ROR പ്ലസ് NaX പുറത്തേക്ക് പോയി. അങ്ങനെയാണ് ഈ RORന്റെ പേരാണ് എന്ത്? ഈഥർ. ദിസ് റിയാക്ഷൻ is called Williamson's ether synthesis. So what is Williamson's ether synthesis? Alkyl halide reacts with sodium alkoxide to form ether. This reaction is called Williamson's ether synthesis, which is a SN2 reaction, nucleophilic substitution reaction. എന്താ? ആൽക്കോക്സൈഡ് പോയിട്ട് ബോണ്ട് ചെയ്യുന്നു, X- പുറത്തേക്ക് പോകുന്നു, അത്രേ സംഭവിക്കുന്നുള്ളൂ. ബട്ട് SN2 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നേരത്തെ ഒരാൾ കമന്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, അയാൾക്കും ഈ പോയിന്റിന് ആൻസർ കിട്ടും. എന്താ കണ്ടീഷൻ എന്നറിയോ? നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് used should be alkyl halide used should be methyl halide. ഒന്നെങ്കിൽ അത് മീഥൈൽ ഹാലൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈമറി ഹാലൈഡ് ആയിരിക്കണം. ദാറ്റ് ഷുഡ് നോട്ട് ബി സെക്കൻഡറി ഹാലൈഡ് ഓർ ടെറിഷറി ഹാലൈഡ്. ശ്രദ്ധിക്കുക, വില്യംസൺസ് ഈഥർ സിന്തസിസ് മുഖേന ഈഥർ മേജർ പ്രോഡക്റ്റ് ആയിട്ട് ലഭ്യമാവണമെങ്കിൽ there is a condition. What is that? Alkyl halide used should be methyl halide or primary halide. If it is secondary or tertiary halide, we get alkene as the major product and you won't get either as the major product. ആരെ കിട്ടില്ല? either major product ആയിട്ട് കിട്ടില്ല, പകരം ആരെ കിട്ടുന്നത്? ആൽക്കീൻ ആണ് മേജർ പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ നമ്മുടെ ചോദ്യം, what is Williamson synthesis and how is it used to prepare methoxy benzene എന്നാണ്. കണ്ടീഷൻ ഞാൻ പറഞ്ഞു, ആൽക്കൈൽ ഹാലൈഡ് യൂസ്ഡ് should be methyl halide or primary halide. നമുക്ക് ആരെ ഉണ്ടാക്കേണ്ട? മെത്തോക്സി ബെൻസീൻ ആണ്. ആരാ? ഏത് ഈഥറാ ഉണ്ടാക്കേണ്ട മക്കളെ പറ? ഏത് ഈഥറാ ഉണ്ടാക്കേണ്ട? മെത്തോക്സി ബെൻസീൻ, അതായത് അനീസോൾ ആണ് ഉണ്ടാക്കേണ്ടത്. ഇയാളാണ് മെത്തോക്സി ബെൻസീൻ. അപ്പൊ നമുക്ക് ആരെയാണ് ആ ഹാലൈഡ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്? രണ്ട് എൻഡ് ഉണ്ടല്ലോ, മീഥൈലുണ്ട് ഫിനൈലുണ്ട്, മീഥൈലുണ്ട് ഫിനൈലുണ്ട്, ബെൻസീൻ റിംഗ് ഉണ്ട്, മീഥൈലുണ്ട്. അതിൽ നിങ്ങൾ മീഥൈലിനെയാണ് ഹാലോ പാർട്ടിൽ ചൂസ് ചെയ്യേണ്ടത്. CH3Br പ്ലസ് അരോമാറ്റിക് റിംഗിൽ ആൽക്കോക്സൈഡ് കൊടുക്കുക. സോ സോഡിയം ഫിനോക്സൈഡ്, സോഡിയം ഫിനോക്സൈഡ്, സോഡിയം ഫിനോക്സൈഡ് Na പ്ലസും ഇവിടെ ഒരു O- ഇട്ടാലും ഒക്കെയാണ്. സോഡിയം ഫിനോക്സൈഡ് ആണ്. സോ സോഡിയം ഫിനോക്സൈഡും CH3Br കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോഴേ ഈ റിയാക്ഷൻ വർക്ക് ആവുള്ളൂ. ബിക്കോസ് ദാറ്റ് ഈസ് എൻ SN2 റിയാക്ഷൻ. ഇവിടെ മീഥൈൽ ബ്രോമൈഡ് എളുപ്പം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. ഇതാണ് മെത്തോക്സി ബെൻസീൻ ഉണ്ടാക്കാനുള്ള മാർഗം ബൈ SN2 വയ SN2 പാത്ത്. ഏതാ റിയാക്ഷൻ? വില്യംസൺസ് ഈഥർ സിന്തസിസ്. നേരെ തിരിച്ചായിരുന്നെങ്കിലോ മക്കളെ? നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഇവിടെ ബെൻസീൻ റിംഗിൽ Br ഉപയോഗിക്കുന്നെങ്കിലോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു അരൈൽ ഹാലൈഡ് ആണ്. ആൻഡ് അരൈൽ ഹാലൈഡ്സ് ആർ extremely less reactive towards nucleophilic substitution. Aryl halides are extremely less reactive towards nucleophilic substitution. So Williamson's ether synthesis നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാലൈഡ് that should not be aryl halide, that must be alkyl halide. അത് തന്നെ ഏതായിരിക്കണം? മീഥൈലോ അല്ലെങ്കിൽ പ്രൈമറിയോ ആയിരിക്കണം. റെഡിയാ? ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ ആണോ? മീഥൈൽ ഹാലൈഡോ അല്ലെങ്കിൽ പ്രൈമറി ഹാലൈഡോ ആയിരിക്കണം. നോമ്പ് തുറന്നതിന് ശേഷം സാറിൻ്റെ കിളി പോയോ?
വെറുതെ ചിരിക്കുന്നു. റെഡി? എക്സാമിൻ്റെ തലേന്നാണ് അവൻ്റെ ചിരി എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? റെഡിയാണ്? ഓക്കെ 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 ഓക്കെ. പഠനത്തിൽ മുഴുകൂ നിങ്ങൾ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇതിനുള്ള സമയങ്ങൾ നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. എക്സാമിന് കൂടുതൽ പേടിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, യെസ്, റെഡി റെഡി റെഡി. അപ്പോൾ ഇതാണ് ഹൗ ഇസ് ഇറ്റ് യൂസ് ടു പ്രിപ്പയർ മെത്തോക്സി ബെൻസീൻ എന്നുള്ള ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് വാൻഡോ ഫാക്ടർ? എന്താണ് വാൻഡോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ സേ എക്സ്പെക്റ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആക്ച്വൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്, ആക്ച്വൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്. ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം വാൻഡോ ഫാക്ടറിനെ സംബന്ധിച്ച്. ദെൻ ദ മോളാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ് മെഷേർഡ് ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഷോസ് അബ്നോർമൽ വാല്യൂ. എക്സ്പ്ലെയിൻ. അതിന് കാരണം ബെൻസോയിക് ആസിഡ് ബെൻസീൻ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അസോസിയേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ബെൻസോയിക് ആസിഡ് സോൾവെന്റിലൂടെ molar mass of benzoic acid measured from colligative property shows abnormal value. അപ്പോൾ ഇത്രയേ ഉള്ളൂ. benzoic acid when dissolved in benzene it associates. അത് ഡൈമറൈസ് ചെയ്യും അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളുടെ എണ്ണം കുറയും. ഇത്ര മക്കളെ മനസ്സിലാക്കുക. benzoic acid when dissolved in benzene എന്താ സംഭവിക്കുക? association of molecules and due to association number of particles എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്താൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിക്രീസ് ആവും. ആൻഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഡിക്രീസ് ആയാൽ മോളാർ മാസ് ഇൻക്രീസ് ചെയ്യും. മോളാർ മാസ് എന്ത് ചെയ്യും പറഞ്ഞേ? ഇൻക്രീസ് ചെയ്യും. സോ അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ ആണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെയാണ്. അതുപോലെ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ട് തന്നെ സംഭവിക്കുക ഡിസോസിയേഷൻ ആണ്. ഡിസോസിയേഷൻ കാരണം പാർട്ടിക്കിളിന്റെ എണ്ണം വർദ്ധിക്കുകയാണ്. പാർട്ടിക്കിൾ എണ്ണം വർദ്ധിച്ചാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വർദ്ധിക്കും. ആൻഡ് മോർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വന്നാൽ മോളിക്കുലർ മാസ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെ ചെയ്യുന്ന മോളിക്കുലർ മാസ് യഥാർത്ഥ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. അതിനെ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ ഡിസോസിയേഷൻ, പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുന്നു. പാർട്ടിക്കിളിന്റെ എണ്ണം കൂടിയ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വർദ്ധിക്കുന്നു. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വർദ്ധിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മോളിക്കുലർ മാസ് ഏതിലൂടെ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിലൂടെ കണ്ടെത്തുന്ന മോളിക്കുലർ മാസ് യഥാർത്ഥ മോളിക്കുലർ മാസിനേക്കാളും കുറവായിരിക്കും. ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എന്ന അസോസിയേഷൻ കാരണം നേരെ റിവേഴ്സ് ആണ് സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. വൈ? എന്താ മക്കളെ? ഹാലോ അരീൻസ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു ഹാലോ അരീൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഹാലോ അരീൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഇതാ നോക്കൂ, ഇതാണ് ഹാലോ അരീൻ. അരോമാറ്റിക് റിംഗിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്ത ആൾ ഹാലോ അരീൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ആവാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഈ ഫീനൈൽ കാറ്റയോണിന്റെ ഇൻസ്റ്റെബിലിറ്റി ആണ്. സോ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ അവിടെ പ്ലസ് ചാർജിന് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഇല്ല. സോ ഫസ്റ്റ് പോയിന്റ്, ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ. മക്കളത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിച്ചു വെച്ചോ. അരൈൽ ഹാലൈഡ്സ് ആർ എക്സ്ട്രീംലി ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ആൻസർ 2 മാർക്ക് ചോദ്യമായിട്ട് നമ്മുടെ എക്സാമിന് വരിക. അപ്പോൾ 2 പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ എഴുതണം. 4 നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 1 ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ. 2 മക്കളെ ഈ കാർബൺ ഹാലജൻ ബോണ്ടിന് ഹാലജന് പകരം ചിലപ്പോൾ ക്ലോറോബെൻസീൻ ആയിരിക്കും. ഓക്കെ, കാർബൺ ഹാലജൻ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട് ഡ്യൂ ടു റെസൊണൻസ്. അപ്പൊ അത് ക്ലീവ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്, ബ്രേക്ക് ചെയ്യൽ പ്രയാസമാണ്, ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ പ്രയാസമാണ്. സോ നെക്സ്റ്റ് പോയിന്റ്, കാർബൺ ഹാലജൻ ബോണ്ട് ഹാസ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. CX bond has partial double bond character due to resonance. Okay.
ഓക്കെ. റെസൊണൻസ് കാരണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ടു ദിസ് കാർബൺ ഹാലജൻ ബോണ്ട്. ഈ അതുപോലെ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിംഗ്, ഇതെല്ലാം അരൈൽ ഹാലൈഡ്സ് ലെസ് റിയാക്റ്റീവ് ആവാനുള്ള കാരണങ്ങളാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ? എന്താ മക്കളെ വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ? എടോ, ഈ വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡും. ഉദാഹരണം, എൻ്റെ കയ്യിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡും. യെസ്, ഹാലൈഡിന് പകരം നമുക്കൊരു Cl ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എൻ്റെ കയ്യിൽ ക്ലോറോ ബെൻസീൻ ഉണ്ട്, അതുപോലെ മീഥൈൽ ക്ലോറൈഡ് ഉണ്ട്. ആൻഡ് ഇയാൾ റിയാക്ട് ചെയ്യാണ് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ. സോഡിയം ഇൻ ഡ്രൈ ഈതർ. അപ്പൊ എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ മക്കളെ? എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക? ഒന്നുമില്ല. പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്ക്? ഇവിടുന്ന് ഈ Cl-ഉം ഇവിടുത്തെ Cl-ഉം ഈ 2 എണ്ണയും കൂടെ അങ്ങ് കളയാ. ആരാ പുറത്തു പോയത്? 2NaCl. 2NaCl. ബാക്കി റിമൈനിങ് പാർട്ട് ഒന്ന് ജോയിൻ ചെയ്തേ. നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് CH3 വരുന്നു. ഇവന്റെ പേര് ആൽക്കൈൽ ബെൻസീൻ, മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊളുവിന കിട്ടിയിട്ടുള്ളത്. ദ റിയാക്ഷൻ ഇസ് കോൾഡ് വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ പറ? വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ. യെസ് 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 യെസ്. ഗുഡ് 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 ഗുഡ്. അക്ഷിത, ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ, കാർബൺ ഹാലജൻ ബോണ്ട് ആസ് പാർഷ്യൽ ഡബിൾ പറഞ്ഞു. റെഡി മക്കളെ? ഇതിൽ 2 മീഥൈൽ ഹാലൈഡ് ഉപയോഗിക്കുന്നെങ്കിലോ? 2 മീഥൈൽ ഹാലൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, 2 മീഥൈൽ ഹാലൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 മീഥൈൽ ഹാലൈഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ CH3Cl 2 CH3Cl ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. സെയിം റിയാക്ഷൻ 2 മീഥൈൽ ക്ലോറൈഡ് മോളിക്യൂളിനിടയിലാണ് നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. ഡ്രൈ ഈതർ. അപ്പൊ ആരാ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ? പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്ക്? സെയിം കാര്യം ഫോളോ ചെയ്യുക. ഈ 2 Cl-ഉം ഈ എണ്ണയും കൂടെ പോയി ആര് പുറത്തു പോയി? 2NaCl. ബാക്കി 2 മീഥൈൽ ഗ്രൂപ്പ് ജോയിൻ ആവുന്നു. അപ്പൊ ആരെ കിട്ടി? CH3CH3 എന്ന് കിട്ടി. റിയാക്ഷൻ ഇസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷനും വുഡ്സ്-വിറ്റിക് റിയാക്ഷനും അതുപോലെ ഫിറ്റിക് റിയാക്ഷനും ഉണ്ട്. എന്താ ഫിറ്റിക് റിയാക്ഷൻ? 2 അരൈൽ ഹാലൈഡ് ആണെങ്കിലോ, 2 അരൈൽ ഹാലൈഡിനിടയിലായി റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ 2 ക്ലോറോബെൻസീൻ മോളിക്യൂൾസ് ആണ് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇൻ ഡ്രൈ ഈതർ. ഓക്കെ, ആരായിരിക്കും പ്രോഡക്റ്റ്? അവിടെ 2NaCl ആണ് ബൈ പ്രോഡക്റ്റ്. ബാക്കി ഭാഗം 2 ബെൻസീൻ റിങ്ങുകൾ ജോയിൻ ആവുകയാണ്. യെസ്, ബൈഫീനൈൽ. ബൈഫീനൈൽ അല്ലെങ്കിൽ ഡൈഫീനൈൽ ആണ് പ്രോഡക്റ്റ്. ആൻഡ് ദ റിയാക്ഷൻ ഇസ് കോൾഡ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ അത് 3 റിയാക്ഷനും പഠിച്ചു വെച്ചേക്ക്. വുഡ്സ് റിയാക്ഷൻ, വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ ആൻഡ് ഫിറ്റിക് റിയാക്ഷൻ. ഇതാണ് വുഡ്സ്-വിറ്റിക് റിയാക്ഷൻ. ദിസ് ഇസ് വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ 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 ഗുഡ്. റെഡി മക്കളെ? എക്സ്പ്ലെയിൻ ദ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഓഫ് പ്രൊപ്പീൻ. വാട്ട് ഈസ് വുഡ് സ്പിരിറ്റ്? എന്താ വുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ആൽക്കഹോൾ ആണ്, CH3OH ആണ്. എന്നാൽ അടുത്ത മക്കളെ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഓഫ് പ്രൊപ്പീൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഓഫ് പ്രൊപ്പീൻ. എന്താ പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ മക്കളെ? പ്രൊപ്പീൻ്റെ ഫോർമുല CH3CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് 2 റിയാക്ഷൻ നിങ്ങൾ പഠിപ്പിച്ചു തരാം. ഒന്ന് ഈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്, അടുത്തത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. 2 ഒരുമിച്ച് പഠിച്ചു വെച്ചോളൂ. റെഡി? ഒന്നാമത്തത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. വാട്ടർ ആഡ് ചെയ്യാണ്, ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ആസ് കാറ്റലിസ്റ്റ്. ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യാണ് ടു ആൻ ആൽക്കീൻ. എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക? പ്രോഡക്റ്റ് ഏതാന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ HOH ആണ്. അപ്പൊ മാർക്കോണിക്കോസ് റൂൾ ഉപയോഗിച്ച് ആഡ് ചെയ്താൽ മതി. എന്താ മാർക്കോണിക്കോസ് റൂൾ പറയുന്നത്? ഇതിലെ നെഗറ്റീവ് പാർട്ട് ജോയിൻസ് വിത്ത് കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം. നെഗറ്റീവ് പാർട്ട് ജോയിൻസ് വിത്ത് കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം. അപ്പൊ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. പകരം ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് നെഗറ്റീവ് പാർട്ട് ചേർത്തു, മറ്റിടത്തിലേക്ക് ഹൈഡ്രജനും ചേർത്തു. കിട്ടിയ പ്രോഡക്റ്റ് പ്രൊപ്പാൻ-2-ol. എന്താണ്? പ്രൊപ്പൻ-2-ol. ഇതാണ്
ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ. ഒന്നുകൂടി പറഞ്ഞ എന്താണ്? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ. ക്ലിയർ ആണോ? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ. എന്നാ മക്കളെ അടുത്തത് പറയാൻ പോകുന്നത് ഇതാ പ്രൊപ്പീനിലേക്ക്. എന്താ പ്രൊപ്പീന്റെ ഫോർമുല? CH3 CH ഡബിൾ ബോണ്ട് CH2 ആവുന്ന പ്രൊപ്പീനിലേക്ക് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുമ്പം ആദ്യം ഒരു സ്റ്റെപ്പ് ഡൈബോറൈനുമായിട്ടുണ്ട്, B2H6 ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ട്രൈ പ്രൊപ്പൈൽ ബോറൈൻ ഉണ്ടാവും, ട്രൈപ്രൊപ്പൈൽ ബോറൈൻ ഉണ്ടാവും. അയാളെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഹൈഡ്രോബോറേഷന് ശേഷം ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യണം. 1 ഹൈഡ്രോബോറേഷൻ 2 ഓക്സിഡേഷൻ. മെത്തേഡ് HBO എന്ന് പറയും, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, HBO മെത്തേഡ്. റെഡി? ആ മക്കളെ ഇതിൽ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്കാ സാറ് പറയുന്നത്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്ക് എത്ര ഉള്ളൂ മക്കളെ? ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ യു ആഡ് എ വാട്ടർ മോളിക്യൂൾ across this double bond in a way opposite to Markovnikov's rule, anti-Markovnikov addition. റെഡിയാ മക്കളെ? ഇത്രയേ ഉള്ളൂ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷന്റെ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്ക്? You add a water molecule against Markovnikov's rule. Add a water molecule across the double bond against Markovnikov's rule. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് പാർട്ട് എവിടേക്കാ ജോയിൻ ചെയ്യുക? മോർ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് H+ ഇവിടേക്കും ജോയിൻ ചെയ്യുക. സോ എന്താ പ്രോഡക്റ്റ് ഏതാണുള്ള ട്രിക്ക് ആണ് പറഞ്ഞത്. സോ എന്താ പ്രോഡക്റ്റ് ഫോംഡ് എന്ന് പറഞ്ഞ മക്കളെ? CH3 CH2 ആര്? CH2OH. ഇയാളുടെ പേര് പ്രൊപ്പൻ 1-ol. എന്നാൽ നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയത് പ്രൊപ്പൻ 2-ol. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരാം, ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 2-ol? മെത്തേഡ്സ് ഹൈഡ്രോബോറേഷൻ മെത്തേഡ്സ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. ആൻഡ് ഹൗ വിൽ യു കൺവേർട്ട് പ്രൊപ്പീൻ ടു പ്രൊപ്പൻ 1-ol? മെത്തേഡ്സ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണേ കമന്റ് ചെയ്യടാ മക്കളെ, പറയടാ. ഓക്കെ, സ്ലൈഡ് അപ്ലോഡ് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ ഇത് ക്ലിയർ ആണ്? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ് മക്കളെ, വാട്ട് ആർ ഫ്യൂൽ സെൽസ്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. ദ ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാല് നോൺ പൊല്യൂട്ടിംഗ് സെൽസ് ആണ്. ഫ്യൂൽ സെല്ലിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താ ഫ്യൂൽ സെല്ലില് കാർബൺ റോഡ്സ്, പോറസ് കാർബൺ റോഡ്സ് ആണ് ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചത് കോൺസെൻട്രേറ്റഡ് NaOH ആണ്. ഈ സെല്ലിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോൺ പൊല്യൂട്ടിംഗ് സെല്ലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് എഫിഷ്യൻറ്റും ആണ്. സോ എഫിഷ്യൻസിയും അതേപോലെ നോൺ പൊല്യൂട്ടിംഗ് ആണ്. നെറ്റ് റിയാക്ഷനിൽ വാട്ടറിന്റെ ഫോർമേഷൻ മാത്രമാണ് സാധ്യമാവുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ എന്തായാലും ഫ്യൂൽ സെല്ലിന്റെ റിയാക്ഷൻ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും. എന്താ ഫ്യൂൽ സെല്ലിന്റെ റിയാക്ഷൻ? ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് ഒക്കെ എഴുതാൻ ചോദിക്കാം. ഇലക്ട്രോഡ് റിയാക്ഷൻ ഏതാ? ആനോഡിലെ റിയാക്ഷൻ 2H2 plus 4OH minus gives 4H2O plus 4 electron. ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. ഏതാ മക്കളെ? കാഥോഡിലെ റിയാക്ഷൻ. യെസ്, റെഡി ആണല്ലോ? ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ, ആനോഡ് റിയാക്ഷൻ. ദീസ് ആർ ദ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ഇൻ ഹൈഡ്രോജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ.
ഇലക്ട്രോഡ് റിയാക്ഷൻ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ലിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ എഴുതാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഇത് പഠിക്കാതെ പോകണ്ട. റെഡിയാണേ? ഏതാ അതിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ? ഓവറോൾ സെൽ റിയാക്ഷൻ രണ്ടുകൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 4 ഇലക്ട്രോണും 4 ഇലക്ട്രോൺ കട്ട് ചെയ്ത് പോകും. 4 OH മൈനസും 4 OH മൈനസും കട്ട് ചെയ്ത് പോകും. ഇത്രേ ഉള്ളൂ. 4 ഇലക്ട്രോൺ അപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുക. 4 OH മൈനസ് അപ്പുറവും ഇപ്പുറവും ഉണ്ടെന്ന് ഓർക്കുക. പിന്നെന്താ ബാക്കിയുള്ള ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് 2H2 plus O2 gives 2H2 ആണ്. 2H2 plus O2 gives 2H2 ആണ് ഓവറോൾ റിയാക്ഷൻ. കാരണം ഇവിടെ 2 വാട്ടർ മോളിക്യൂൾ 4 വാട്ടർ മോളിക്യൂൾ 2 കട്ട് ചെയ്ത് പോകും. സോ ദിസ് ഇസ് ഓവറോൾ റിയാക്ഷൻ. വാട്ടർ ആണ് സെൽ റിയാക്ഷനിൽ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. സോ സെൽ റിയാക്ഷൻ, anode cathode reaction of hydrogen oxygen fuel cell, very very important reaction. Most probable question, മറക്കരുത്. ബാലൻസിങ് തെറ്റിയാൽ സീൻ ഉണ്ടോ? വലിയ സീനൊന്നുമില്ല, പേടിക്കാനില്ല. റെഡിയാ? ഓക്കെ. ബാലൻസിങ് തെറ്റാതെ എഴുതാൻ ശ്രമിക്കുക പരമാവധി. റെഡി? 2H2 plus 4 OH minus gives 4H2O plus 4 ഇലക്ട്രോൺ. അടുത്തത് 4 ഇലക്ട്രോൺ plus O2 plus 2H2O gives 4 OH minus. റെഡിയാണേ? അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടുന്നത്, ഓവറോൾ സെൽ റിയാക്ഷൻ കിട്ടുന്നത്. 2H2 plus O2 gives 2H2O. ക്ലിയർ ആണോ? സോ വാട്ട് ആർ ഫ്യൂൽ സെൽസ്? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. അതിന്റെ അഡ്വാൻറ്റേജ് ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് റോസൻമൺസ് റിഡക്ഷൻ? എന്താ മക്കളെ റോസൻമൺസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് എ പാർഷ്യൽ റിഡക്ഷൻ മെത്തേഡ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി റെഡ്യൂസ് ചെയ്യുന്ന റിഡക്ഷന്റെ പേരാണ് റോസൻമൺസ് റിഡക്ഷൻ, വിച്ച് ഈസ് എ പാർഷ്യൽ റിഡക്ഷൻ മെത്തേഡ്. ഏതാ ഉപയോഗിക്കുന്ന റിയേജന്റ്? H2 bar PD ബേരിയം സൾഫേറ്റ്. ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കണം. റിയേജന്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ബേരിയം സൾഫേറ്റിന് റോളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോകണമെന്നില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത റോസൻമൺസ് റിഡക്ഷന്റെ മാർക്കായി. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി ടേൺ ചെയ്യാനുള്ള റിയാക്ഷൻ ആണ് റോസൻമൺസ് റിഡക്ഷൻ. അടുത്ത ആൾഡോൾ കണ്ടൻസേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ തൊട്ടുമുമ്പത്തെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ലൈവിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. CH3CHO എക്സാമ്പിൾ ആക്കി എടുത്തുകൊണ്ട് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞായിരുന്നു. ആ സമയത്ത് ഞാൻ നിങ്ങളോട് ട്രിക്ക് പറഞ്ഞായിരുന്നു. എന്താണ് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വിച്ച് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ആസിഡ്? അസെറ്റിക് ആസിഡ്, ക്ലോറോ അസെറ്റിക് ആസിഡ് ഓർ ഫ്ലൂറോ അസെറ്റിക് ആസിഡ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് ഞാൻ ഓൾറെഡി ചെയ്താണ്, ഇന്നത്തെ ലൈവ് തന്നെ ചെയ്താണ്. തുടങ്ങിയ സമയത്ത് ആൽഡിഹൈഡ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാ? റെഡി? ഏതാ? വിച്ച് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആസിഡ്? അസെറ്റിക് ആസിഡ്, ക്ലോറോ അസെറ്റിക് ആസിഡ്, ഫ്ലൂറോ അസെറ്റിക്, അതിലാരാ സ്ട്രോങ്സ്റ്റ് ആസിഡ്? മക്കളെ അസെറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH. ക്ലോറോ അസെറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH2ClCOOH. ഇവന്റെ പേരാ ക്ലോറോ അസെറ്റിക് ആസിഡ്. അടുത്തത് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്. എന്താ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH2FCOOH. ഇതാണ് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്. ക്ലോറോ അസെറ്റിക് ആസിഡ്, ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ആൻഡ് അസെറ്റിക് ആസിഡ്. മക്കൾ അസെറ്റിക് ആസിഡിനേക്കാൾ അസിഡിക് ആണ് ക്ലോറോ അസെറ്റിക് ആസിഡ്, ബിക്കോസ് ക്ലോറോ ഗ്രൂപ്പ് is electron withdrawing and presence of electron withdrawing group increases the acidic character. Now fluoro group is more withdrawing. Fluoro group is more withdrawing than chloro. Fluoro group ക്ലോറോ ഗ്രൂപ്പിനേക്കാൾ വിഡ്രോയിങ് ആണ്. സോ ദ മോസ്റ്റ് അസിഡിക് അമംഗ് ദീസ് ഇസ് ഫ്ലൂറോ അസെറ്റിക് ആസിഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകട്ടോ. ഇത് റെഡിയാണോ മോനെ? ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ആൻഡ് ക്ലോറോ അസെറ്റിക് ആസിഡ് എടുത്താൽ ഫ്ലൂറോ അസെറ്റിക് ആസിഡ് ആ സ്ട്രോങ്സ്റ്റ്, കാരണം ഫ്ലൂറോ ഗ്രൂപ്പ് ഇസ് മോർ വിഡ്രോയിങ് ദാൻ ക്ലോറോ ഗ്രൂപ്പ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. റെഡി? നെക്സ്റ്റ്, ഗിവ് ദ IUPAC നെയിം ഓഫ് CONS3 5 times BrSO4. എന്താ ഇതിന്റെ IUPAC നെയിം ഒന്ന് കമന്റ് ചെയ്ത മക്കളെ. CONS3 5 times BrSO4 ആണ്. അമോണിയ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അമോണിയ ന്യൂട്രൽ ലിഗാൻഡ്, ചാർജ് 0. Br -1 ആണ് ബിആറിന്റെ ലിഗാൻഡിന്റെ ചാർജ്. കൗണ്ടർ അയോൺ സൾഫേറ്റ് SO4 2-. അങ്ങനെയാണ് കൊബാൾട്ടിന്റെ സ്റ്റേറ്റ് +3 ആണ്. അപ്പൊ എന്താ ഇതിന്റെ പേരൊന്ന് പറഞ്ഞ മക്കളെ?
പെന്റാഅമീൻ ബ്രോമിഡോ കൊബാൾട്ട് 3 സൾഫേറ്റ്. എന്താ പേര് ഒന്നുകൂടി പറഞ്ഞോ? പെന്റാഅമീൻ ബ്രോമിഡോ കൊബാൾട്ട് 3 സൾഫേറ്റ്. പെന്റാഅമീൻ ബ്രോമിഡോ കൊബാൾട്ട് 3 സൾഫേറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത NiCO 4 ടൈംസ്. ഇതിൽ കാർബോണൈലിന്റെ ചാർജ് 0 ആണ്. അപ്പൊ നിക്കലിനും 0. പേര് ടെട്രാ കാർബോണൈൽ നിക്കൽ 0. ടെട്രാ കാർബോണൈൽ നിക്കൽ 0 എന്നാണ് പേര്. എക്സ്പ്ലെയിൻ ലിങ്കേജ് ഐസോമറിസം വിത്ത് ആൻ എക്സാമ്പിൾ. എന്താ ലിങ്കേജ് ഐസോമറിസം? ദാറ്റ് അറൈസസ് ഇൻ പ്രസൻസ് ഓഫ് ആംപിഡൻഡേറ്റ് ലിഗാൻഡ്. അപ്പൊ ആദ്യം ഇതുണ്ട് ലിങ്കേജ് ഐസോമറിസം അറൈസസ് ഇൻ പ്രസൻസ് ഓഫ് ആംപിഡൻഡേറ്റ് ലിഗാൻഡ്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് CONS3 5 times NO2 2+ and CONH3 5 times ONO2+. Okay, these are linkage isomers. They have different colors. CONS3 5 times NO2 2+ and CONS3 5 times ONO2+. These are linkage isomers. കാരണം ഇതിൽ ലിങ്കിലാണ് മാറ്റം. ഇവിടെ നൈട്രജൻ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്തതെങ്കിൽ ഇവിടെ ഓക്സിജൻ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബൈൻഡ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്, കളർ ഡിഫറെന്റ് ആണ്. ആൻഡ് ദിസ് ഐസോമറിസം ഇസ് കോൾഡ് ലിങ്കേജ് ഐസോമറിസം. സോ എന്താ എഴുതേണ്ട പോയിന്റ്? ലിങ്കേജ് ഐസോമറിസം അറൈസസ് ഇൻ പ്രസൻസ് ഓഫ് ആംപിഡൻഡേറ്റ് ലിഗാൻഡ്സ്. റെഡിയാണോ? ഓക്കെ, ഗുഡ്. റെഡി മക്കളെ? അടുത്തത് റെപ്രസെന്റ് ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് CONS3 4 times Cl2. റെപ്രസെന്റ് ദ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് CONS3 4 times Cl2. അതിന് 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉള്ള ഏതൊക്കെയാ? അത് CONS3 5 times CONS3 4 times Cl2. CONS3 4 times Cl2. അപ്പോൾ 4 NH3 ഉണ്ട്, 2 Cl ഓപ്പോസിറ്റ് വരച്ചു. ഇതാണ് ട്രാൻസ് ഐസോമർ. അടുത്തതിൻ്റെ സിസ് ഐസോമർ വരച്ചോ. എന്താ? 2 ക്ലോറിൻ അടുത്തടുത്ത് വരച്ചു, ബാക്കി NH3 പ്ലേസ് ചെയ്തു. സിസ് പൊസിഷനിൽ വരച്ചാൽ മതി. റെഡി. അപ്പൊ ഇതാണ് സിസ് ഐസോമർ. തൽക്കാലം ഇത് രണ്ടും ഇങ്ങനെ വരച്ചു വെച്ചോളാം. CONS3 4 times Cl2യുടെ 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ്, ഒന്ന് സിസ് ഐസോമറും അടുത്ത ട്രാൻസ് ഐസോമറും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്, റെഡിയാണ്. യെസ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. IUPAC നെയിം, ലിങ്കേജ് ഐസോമറിസം, ജോമെട്രിക്കൽ ഐസോമേഴ്സ് പറഞ്ഞു. ഓക്കെ, ഏതാ മക്കളെ? ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അഗൈൻ നേരത്തെ പറഞ്ഞായിരുന്നു 38% സൾഫ്യൂരിക് ആസിഡ് ആണ്. ഗിവ് 1 എക്സാമ്പിൾ ഫോർ പ്രൈമറി സെൽ. ഡ്രൈ സെൽ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ആണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് K2ZNOH 4 times. K2ZNOH 4 times. എന്താ ഇതിന്റെ പേര്? K2ZNOH 4 times എന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കിക്കോ. എത്രയാ? പൊട്ടാഷ്യം +1 ആണ്, OH -1 ആണ്, 4 OH- ഉണ്ട്, 2 പൊട്ടാഷ്യം ഉണ്ട്. അപ്പോൾ സിങ്ക് +2 ആയിരിക്കും. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. സോ എന്താ ഇതിന്റെ പേര്? ആദ്യം കൗണ്ടർ അയോൺ പേര് കൊടുക്കണം. കാറ്റയോൺ ആണ്. സോ പൊട്ടാഷ്യം എന്താ ഇതിന്റെ പേരൊന്ന് പറഞ്ഞ മക്കളെ? പൊട്ടാഷ്യം ടെട്രാഹൈഡ്രോക്സോ. പൊട്ടാഷ്യം ടെട്രാഹൈഡ്രോക്സോ സിങ്കേറ്റ് 2. സിങ്ക് എന്നല്ല, സിങ്കേറ്റ്, ബിക്കോസ് ആനയോണിക് കോംപ്ലക്സ് പാർട്ട് ആണ്. സോ നെയിം ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് ATEയിലാണ് എൻഡ് ചെയ്യേണ്ടത്. സിങ്കേറ്റ്. റെഡിയാ? യെസ്. ഓക്കെ ആണ്. ഓക്കെ. എപ്പോഴാണ് ക്ലാസ് കഴിയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അത് നമ്മൾ അഞ്ജിത മിസ് വരുന്നുണ്ട്. അഞ്ജിത മിസ് പറയും, മറുപടി പറയും. ഓക്കെ. ഹലോ ഡിയർ സ്റ്റുഡൻസ്. പിന്നെ റെഡി സാറ് താഴെ ആൽക്കഹോൾ തുറക്കുന്നുണ്ട്. പറയൂ സാറേ. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ചാപ്റ്റർ ബേസിൽ ഇപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇങ്ങനെ പറയായിരുന്നു. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചാപ്റ്റർ വൈസിൽ എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാവുക.
ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാനുള്ള കോൺഫിഡന്റ് ആണ് നമ്മളിപ്പോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ യെസ്, ക്ലോറോഫിലുള്ള മെറ്റൽ മഗ്നീഷ്യം ആണ്, ഗ്രീൻ കളർ ആണ്. ഹീമോഗ്ലോബിൻ അയൺ. ഓക്കെ, ഹീമോഗ്ലോബിൻ അയൺ ഇട്ടോ. അപ്പൊ മഗ്നീഷ്യം ആണെന്ന് ഓർത്തെക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഗ്രീൻ കളറിന് കാരണമായ മെറ്റൽ ക്ലോറോഫിൽ ഗ്രീൻ കളർ ആണല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ താഴെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. നമ്മൾ ഇനി ചാപ്റ്റർ വൈസ് റിവിഷനുകളാണ് പോകുന്നത്. ആൽക്കഹോൾ ഫീനോൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഹാഫ് ആൻ അവറിനുള്ളിൽ ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ വ്യക്തമായിട്ട് ആർ ടി സാറ് ചാപ്റ്റർ വൈസ് റിവിഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ആർ ടി സാർ ലൈവിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, yes. അപ്പൊ നമ്മൾ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന ചാപ്റ്ററിൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ചാപ്റ്റർ വൈസ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കങ്ങ് പോവാം. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഒരുമിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ കിട്ടി. ഇനി ചാപ്റ്ററിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ പാർട്ടായിട്ട് നമുക്ക് പോവാം. ഇതിൽ ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിൽ ഫീനോളിൻ്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. മക്കളെ പറയണേ, ഇതാണ് ബെൻസീൻ ഡയാസോണിയം സാൾട്ട്. മക്കളത് പറയേ, ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വരിക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താണ് കിട്ടുക? മക്കളൊന്ന് കമന്റ് ചെയ്തേ, പൊന്നു മക്കളൊന്ന് കമന്റ് ചെയ്തേ. ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് കമന്റ് ചെയ്തേ. പറയൂ മക്കളെ, പറടാ, കേട്ടിട്ടൂടെ പറ. ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? ഇപ്പോഴൊന്നും കഴിയില്ല. ഷിഫാന ചോദിക്കുന്നത് എപ്പോഴാ കഴിയും? ഒരു കഴിയില്ല, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫീനോൾ കിട്ടും ഷിഫാന, ഫീനോൾ കിട്ടും, റെഡിയാണ്. ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയാ ചെയ്യുക. പ്രോഡക്റ്റ് മക്കൾ എഴുതൂലേ? ക്ലിയർ അല്ലേ റാണിയ? ക്ലിയർ അല്ലേ? ഫീനോൾ കിട്ടും. റാണിയ കറക്റ്റ് ആണ്, ഫീനോൾ കിട്ടും. ഇനി ശ്രദ്ധിച്ചോ, ക്ലോറോബെൻസീനിൽ നിന്നും ശ്രദ്ധിക്കണേ, ക്ലോറോബെൻസീനിൽ നിന്നും ഫീനോൾ കിട്ടും മക്കളെ. ക്ലോറോബെൻസീനിൽ നിന്ന് ഫീനോൾ കിട്ടും. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് കമന്റ് ചെയ്താൽ മക്കൾ കമന്റ് ചെയ്യൂ. റിസ്വാനെ, ഇതാ ക്ലോറോബെൻസീനെ ഫീനോൾ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണെന്ന് കമന്റ് ചെയ്യൂ. റാണിയ പോരട്ടെ, ക്ലോറോബെൻസീനെ ഫീനോൾ ആക്കി മാറ്റാൻ ഏത് റിയേജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക? ഡൗസ് പ്ലസ് കാറ്റിറ്റ്യൂഡ് ഡൗസ് പ്രോസസ് എന്ന് പറയുന്ന സംഭവം ഓക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ക്ലോറോബെൻസീന ഫീനോൾ ആക്കി മാറ്റാൻ നമ്മൾ റിയേജന്റ് ഉപയോഗിക്കും. എന്താണ്? എത്ര ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുക? സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വരട്ടെ മക്കൾ, എന്താ പറയാത്തത്? ക്ലോറോബെൻസീന ഫീനോൾ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ എന്ന് പൊന്നുമക്കൾ പറയാത്തത് എന്താ? യെസ്, ഇറ്റ് ഈസ് കാറ്റിറ്റ്യൂഡ്, NaOH. 623 കെൽവിൻ, 300 atm പ്രഷർ. ഷിഫാൻ അടിപൊളിയാണ്. റിയേജന്റ് ഏതാണെന്ന് ആൻസർ ചെയ്തല്ലേ? NaOH ആണ്. ഈസി ആയിട്ട് പറയാം, NaOH ആണ്. NaOH 623 കെൽവിൻ ആണ്, 300 atm പ്രഷർ ആണ് മക്കളെ. സെറ്റ് ആണ്. അപ്പൊ ക്ലോറോബെൻസീന ഫീനോൾ ആക്കി മാറ്റി. റാണിയ റെഡിയാണ്. NaOH കിട്ടിയല്ലോ. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഫീനോളിന്റെ പ്രിപ്പറേഷൻ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഞാൻ ചോദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ, ക്യുമീനിൽ നിന്ന് ഫീനോൾ പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ വിൽ യു പ്രിപ്പയർ ഫീനോൾ ഫ്രം ക്യുമീൻ? നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യുമീനിൽ നിന്ന് എങ്ങനെയാണ് ഫീനോൾ പ്രിപ്പയർ ചെയ്യുക? അതിന് ക്യുമീൻ വരയ്ക്കാൻ അറിയണ്ടേ? ഒന്നുമില്ലടാ, പ്രൊപ്പെയിൻ ചെയ്ത പ്രൊപ്പെയിൻ CH3 CH2 CH3 CH3 CH2 CH3 ഇതല്ലേ പ്രൊപ്പെയിൻ. ഞാൻ ക്യുമീൻ വരയ്ക്കാൻ പോകാൻ അത്രയ്ക്ക് എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ് ക്യുമീൻ വരയ്ക്കാൻ. പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ എഴുതിയിട്ട് എന്ത് നോക്കുക? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനെ മെല്ലെ ഒഴിവാക്കുക. പ്രൊപ്പൈന്റെ നടുക്കുന്ന ഹൈഡ്രജനെ പോകുക, ഒരു ബെൻസീനെ കൊടുക്കുക. ബെൻസീൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ക്യുമീൻ. എന്താ വിളിക്കുക? ക്യുമീൻ. ക്ലിയർ അല്ലേ? പ്രൊപ്പൈൻ മക്കളെ പറ, പ്രൊപ്പൈന്റെ മിഡിൽ പാർട്ടിൽ ഹൈഡ്രജൻ പോയിട്ട് എന്ത് കൊടുത്തു? ബെൻസീൻ കൊടുത്തു. എന്നാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? ക്യുമീൻ ആണ്. ക്യുമീൻ. ഇനി ക്യുമീനിൽ നിന്ന് എങ്ങനെ ഫീനോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം എങ്ങനെയാ? എന്താ ക്വസ്റ്റ്യൻ? ഫീനോൾ മാനുഫാക്ചർ റിയാക്ഷൻ ക്യുമീൻ. സാർ ഇത് അറിയാവോ? ഫീനോൾ മാനുഫാക്ചർ അത് തന്നെ ക്ലിയർ. ക്യുമീനിൽ നിന്ന് എങ്ങനെയാണ് ഫീനോൾ കിട്ടുക എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഇതിലേക്ക് എയർ ഓക്സിഡേഷൻ നടത്തി ഹീറ്റ് ചെയ്താൽ മതി. എയർ ഓക്സിഡേഷൻ നടത്തിയിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും, ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. എന്നിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫീനോൾ കിട്ടും. എന്ത് കിട്ടും പറ? ഫീനോൾ കിട്ടും. പ്ലസ് അസറ്റോൺ. വളരെ ഷോർട്ട് മെത്തേഡിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്.
ക്ലിയർ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ക്യുമീനിൽ നിന്ന് എങ്ങനെ ഫീനോൾ കിട്ടുമെന്നാണ്. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. അപ്പൊ 3 ക്വസ്റ്റ്യൻ പഠിച്ചു. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞ് 3 ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ബെൻസീൻ ഡയാസോണിയം സാൾട്ടിനെ ഫീനോൾ ആക്കി മാറ്റുന്ന എങ്ങനെ എന്ന് ചോദിച്ചാൽ എന്ത് മതി? വെള്ളം ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ ചോദിക്കും ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിക്കും. പ്രോഡക്റ്റ് ഏതാ? ഫീനോൾ ആണ്. രണ്ടാമത് ക്ലോറോ ബെൻസീനെ ഫീനോൾ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണെന്ന് ചോദിക്കും. NaOH ആണ്. 623 കെൽവിൻ ആണ്. 300 atm പ്രഷർ ആണ്. ദാറ്റ് പ്രോസസ് നോൺ ആസ് ഡൗസ് പ്രോസസ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? അസലെ ഡൗസ് പ്രോസസ് ആണ്. ഷിഫാന അസലെ സെറ്റ് ആണ്. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? സെറ്റ് ആണ്. അടുത്തത് ക്യുമീന ഫീനോൾ. റിസ്വാൻ റെഡിയാണ്. ക്യുമീന ഫീനോൾ ആക്കി മാറ്റാൻ നമ്മൾ എന്താ മതി? ക്യുമീന എയർ ഓക്സിഡേഷൻ നടത്തുക, എന്നിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മാറി ഫീനോൾ പ്ലസ് അസറ്റോൺ. ഒരു വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്യുമീനിൽ നിന്നും ഫീനോൾ ഉണ്ടാക്കുന്ന സമയത്ത് ബൈ പ്രോഡക്റ്റ് ഏതാണ് എന്ന് 1 മാർക്കിന് ചോദിച്ചിരുന്നു. ക്യുമീനിൽ നിന്നും ഫീനോൾ ഉണ്ടാക്കുന്ന സമയത്ത് ബൈ പ്രോഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചിരുന്നു. ഏതാ ബൈ പ്രോഡക്റ്റ്? അസറ്റോൺ ആണ് മക്കളെ ബൈ പ്രോഡക്റ്റ്. എന്താ പറ? അസറ്റോൺ ആണ് ബൈ പ്രോഡക്റ്റ്. ക്ലിയർ ആണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? മക്കൾ നോക്കിയടുത്ത് അടുത്ത കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇവിടെ നോക്കിയാൽ ഇത് ഫീനോൾ ആണ്. മക്കൾ ശ്രദ്ധിക്കുക, ഇത് ഫീനോൾ ആണ്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഫീനോളിലേക്ക് മക്കൾ കമന്റ് ചെയ്യണേ. ഫീനോളിലേക്ക് ഡയല്യൂട്ട് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞേ. ഒന്ന് കമന്റ് ചെയ്യ്. ഫീനോളിലേക്ക് ഡയല്യൂട്ട് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യൂ. ഫീനോളിലേക്ക് ഡയല്യൂട്ട് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് മക്കളൊന്ന് കമന്റ് ചെയ്യൂ. സ്പീഡപ്പ് ഷിബാന, സ്പീഡപ്പ്. പറയട്ടെ. ഓർത്തോ നൈട്രോഫീനോൾ എന്താ കിട്ടുക? ഡയല്യൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിൽ ഓർത്തോ റാണിയ ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അല്ലേ? ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും കിട്ടും. റെഡിയാണ്. ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും കിട്ടും. ഷിഫാൻ പറഞ്ഞു, ജോൽ പറഞ്ഞു പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡ് കിട്ടണമെങ്കിൽ ഞാൻ പറയാം. പിക്രിക് ആസിഡ് കിട്ടണമെങ്കിൽ ഞാൻ പറയാം. അച്ഛലെ ഓർത്തോ ഉണ്ടാവും, പാര ഉണ്ടാവും കേട്ടോ. ഫീനോളിലേക്ക് ഡയല്യൂട്ട് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഇട്ടാൽ ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും കിട്ടും. അടുത്തത് ഇതൊന്ന് കമന്റ് ചെയ്തേ. ഈ പ്രോഡക്റ്റ് മക്കളൊന്ന് കമന്റ് ചെയ്തേ. ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് കമന്റ് ചെയ്തേ. ഷിഫാന can use നൈട്രിക് ആസിഡ്. ഇവിടെ നൈട്രിക് ആസിഡ് മാത്രം മതി, സൾഫ്യൂരിക് ആസിഡ് വേണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒഴിവാക്കി. ഫീനോളിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്താൽ ചാപ്റ്റർ വൈസ് ആണ്. ഈ ചാപ്റ്ററിലെ മുഴുവൻ പോയിന്റ് പറയും. ആസ്പിരിൻ പറയുമ്പോൾ ഇപ്പൊ പറയാം. കാറ്റിലൂടെ ഇപ്പൊ പറയാം ആസ്പിരിൻ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, പിക്രിക് ആസിഡ് അച്ഛൽ പറഞ്ഞു പിക്രിക് ആസിഡ് ആണ്. എന്താ കിട്ടുക? പിക്രിക് ആസിഡ്. കാറ്റിലൂടെ ഡോൺ പറയും, ഇപ്പൊ പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, ആസ്പിരിൻ എന്താണെന്ന് റെഡിയാണേ. 2,4,6 ട്രൈനൈട്രോഫീനോൾ. 2,4,6 ട്രൈനൈട്രോഫീനോൾ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് പിക്രിക് ആസിഡ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലിയർ ആയാലും ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇങ്ങനെ ഉണ്ടാവുക. ഫീനോൾ എഴുതും മക്കളെ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് എഴുതും. പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ മക്കൾ പറയണം 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ് സാറേ പ്രോഡക്റ്റ്. ക്ലിയർ ആണ്. അടുത്ത പ്രോഡക്റ്റ് ചോദിക്കും. അടുത്ത പ്രോഡക്റ്റ്. അപ്പം കാറ്റിനോട് ചോദിച്ചതിക്ക് അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെ എഴുതാം. ഓക്കെ, ഫീനോള് മക്കൾ അത്രയും ഷോർട്ടായിട്ട് പഠിപ്പിക്കുക. ഇന്നിപ്പൊ പഠിച്ചാൽ പോലും എഴുതാവുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ പഠിപ്പിക്കാൻ പോവാണ്. ഫീനോളിലേക്ക് നമ്മൾ ഇത്തിരി കാർബൺ ഡയോക്സൈഡ് ഇച്ചിരി NaOH അടയും. എന്താ പറയുക? ഇച്ചിരി കാർബൺ ഡയോക്സൈഡ് അടയും. പ്രോഡക്റ്റ് നോക്കിയേ, കാർബൺ ഡയോക്സൈഡ് അടയും, NaOH അടയും, ലേശം ആസിഡ് അടയും. എന്താ പ്രോഡക്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് പ്രോഡക്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ആദ്യം കമന്റ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് ആണെങ്കിൽ രണ്ടാമത് കമന്റ് ചെയ്യേണ്ടത് ആ റിയാക്ഷന്റെ പേരാണ്. PDF പോസ്റ്റ് ചെയ്യും. പറയൂ മോനെ. ഇത് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. റാണിയ സാലിസിലിക് ആസിഡ് ആണ്. റാണിയ കറക്റ്റ് ആണ്. ആ റിയാക്ഷന്റെ പേര് മോള് പറഞ്ഞേ. സാലിസിലിക് ആസിഡ് ആണ്. റാണിയ സാലിസിലിക് ആസിഡ് ആണ്. ആ റിയാക്ഷന്റെ പേരെന്ന് കമന്റ് ചെയ്യോ. സാലിസിലിക് ആസിഡ് അഗൈൻ കാറ്റിനോട് രണ്ടും ഒരുമിച്ച് ചെയ്തു. സാലിസിലിക് ആസിഡും ആ റിയാക്ഷന്റെ പേര് കോൾട്സ് റിയാക്ഷനുമാണ്.
റെഡിയാണ്. കോൾപ്സ് റിയാക്ഷൻ ആണ്. ക്ലിയർ? അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിയേ, ഫീനോളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും NaOH ആസിഡും. ഒന്നും അറിയാത്തവർക്കും ഇപ്പൊ ആൻസർ ചെയ്താം. ഷിഫാൻ റെഡിയാണ്, സിത്താര റെഡിയാണ്. സിത്താര കോപ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഫ്സൽ കോപ്സ് റിയാക്ഷൻ ആണ്. ആ പ്രോഡക്റ്റ് എഴുതാൻ എളുപ്പമാണ് മക്കളെ. OH ഫീനോൾ എഴുതുക. ഫീനോളിന്റെ ഓർത്തോപ്പോസിൽ എന്ത് കൊടുക്കുക? COOH കൊടുക്കുക, സാലിസിലിക് ആസിഡ്. എന്നിട്ട് സാലിസിലിക് ആസിഡ്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? കോൾപ്സ് റിയാക്ഷൻ ആണ്. ഇനി കാറ്ററ്റിനോട് ചോദിച്ചു ആസ്പിരിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാറ്ററ്റിനോട് ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സാലിസിലിക് ആസിഡിൽ നിന്നും ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഈ റിയാക്ഷന്റെ പേര് കോൾപ്സ് റിയാക്ഷൻ ആണ്. എല്ലാവരും പറഞ്ഞോ, കോൾപ്സ് റിയാക്ഷൻ. കോൾപ്സ് റിയാക്ഷൻ ആണ്. ക്ലിയർ ആണ്? കോൾപ്സ് റിയാക്ഷൻ ക്ലിയർ അല്ലേ? കോൾപ്സ് റിയാക്ഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി കഴിഞ്ഞ വർഷം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ, വാല്യുവേഷൻ സെന്ററിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? സാലിസിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, ആസ്പിരിന്റെ പ്രിപ്പറേഷൻ. സാലിസിലിക് ആസിഡിൽ നിന്നും ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. വലിയ ടഫ് ഒന്നുമല്ല, ഈസിയാണ്. നമ്മൾ സാലിസിലിക് ആസിഡ് എഴുതുക. സാലിസിലിക് ആസിഡ് റെഡി അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. ശ്രദ്ധിച്ച മക്കള്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആസ്പിരിൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സാലിസിലിക് ആസിഡ് എഴുതിയിട്ട് അതിലേക്ക് ആസിഡ് ക്ലോറൈഡ് ചേർക്കുക. ആസിഡ് ക്ലോറൈഡ് മക്കൾ നോക്കിക്കോ. ആസിഡ് ക്ലോറൈഡിന്റെ ഫോർമുല CH3COCl. മക്കളെ ശ്രദ്ധിച്ചാൽ മതി. ഇത് ആസിഡ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇവിടെയുള്ള ആൽക്കഹോൾ റിയാക്ട് ചെയ്യും. എന്ത് റിയാക്ട് ചെയ്യും? ആൽക്കഹോൾ. ഫീനോളിൽ ആൽക്കഹോൾ ഏതാ? OH അല്ലേ? വെക്കുന്നത് ആസിഡ് ആണ്. ഇവിടെ വെക്കുന്നത് മക്കളെ, ഇവിടെ വെക്കുന്നത് ആസിഡ് ആണെങ്കിൽ ഈ ആസിഡ് ആൽക്കഹോളുമായിട്ടാണ് റിയാക്ട് ചെയ്യുക എന്നുള്ള ആദ്യത്തെ നിഗമനത്തിൽ മക്കൾ എത്തുക. മക്കൾ കേൾക്കുന്നുണ്ടോ? അലീന, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ഫോർ ടെർഷ്യറി സെക്കൻഡറി. ആൻസർ ഒന്ന് പറയാം. അലീന മോളെ പറഞ്ഞു. ഡോണ്ട് വറി, ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ പറഞ്ഞുതരാം. ഓക്കെ, അലീന ചോദിച്ച ക്വസ്റ്റിന് ആൻസർ പറഞ്ഞുതരേ. ഓക്കെ, അപ്പം ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സാലിസിലിക് ആസിഡ് നിന്നും ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സനഹ പറഞ്ഞു അസൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്. റെഡിയാണ്? സാലിസിലിക് ആസിഡിന് അസൈലേഷൻ നടത്തിയാൽ കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് അസൈലേഷൻ. നോക്കിയേ, ഇത് സാലിസിലിക് ആസിഡ് ആണ്. ഇത് ഇത് ആസിഡ് ക്ലോറൈഡ് ആണ്. മക്കൾ, ആസിഡ് വെച്ചാൽ ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നത് നോക്കിക്കോ. ഇതിലെ ആസിഡിലെ Cl പോവും, ഇവിടെ നിന്ന് H പോവും. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എവിടെ നിന്നാ Cl പോവാ? ആസിഡിൽ നിന്ന് Cl പോവും, ആൽക്കഹോൾ നച്ച് പോവും. എന്താ കിട്ടുക? മക്കൾ നോക്കിയതാ ഓ ഈ ഭാഗം മക്കളെ, ഈ CO ഭാഗം ഇവിടെ പോയി ചേരും. ഇവിടെ ഈ CO ഭാഗം ഇവിടെ പോയി ചേർന്നു. എന്താ കിട്ടുക? COCH3 COOH, അസൈലേറ്റഡ് സാലിസിലിക് ആസിഡ്. ദാറ്റ് ഇസ് നോൺ ആസ് aspirin used as analgesics as well as antipyretics. പനിയും തലവേദനയും ഒരുമിച്ച് വന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു ഡ്രഗാണ് ആസ്പിരിൻ. റെഡി അല്ലേ? ആസ്പിരിൻ സെറ്റ് ആണ്. പറഞ്ഞു അസൈലേഷൻ ഓഫ് സാലിസിലിക് ആസിഡ് ഗീവ്സ് ആസ്പിരിൻ. കിട്ടി മോളെ അലീന, ഞാൻ ഡീഹൈഡ്രേഷന്റെ റിയാക്ഷൻ പറയാം. ഡോണ്ട് വറി, ഡീഹൈഡ്രേഷന്റെ റിയാക്ഷൻ ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ കിട്ടിയില്ലേ? അപ്പോ കാറ്റിറ്റ്യൂഡ് കിട്ടിയില്ലേ? കാറ്റിറ്റ്യൂഡ് ഓക്കെ അല്ലേ? ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? സാലിസിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. അടുത്ത ഫീനോളിന്റെ അടുത്ത റിയാക്ഷനിലേക്ക് പോവാണ്. അപ്പൊ എന്താണ് കോൾപ്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഇനി ചോദിക്കോ, അടുത്ത പ്രോഡക്റ്റ് പറയണേ മക്കൾ. അടുത്ത പ്രോഡക്റ്റ് അങ്ങ് പറഞ്ഞേ. ഫീനോളിലേക്ക് ക്ലോറോഫോം CHCl3, ഇച്ചിരി NaOH, ലേശം NaOH ആഡ് ചെയ്യുക, കുറച്ച് ആസിഡും. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയാ. ഫീനോളിലേക്ക് ലേശം ക്ലോറോഫോം ആഡ് ചെയ്യുന്നു, NaOH ആഡ് ചെയ്യുന്നു, കുറച്ച് ആസിഡും ആഡ് ചെയ്യുന്നു. എന്താ കിട്ടുക? പ്രോഡക്റ്റ് പറയോ? കാറ്റിറ്റ്യൂഡ് പ്രോഡക്റ്റ് പറയോ? ഫീനോളിലേക്ക് റേസിംഗ് വേൾഡ്, ഇറ്റ്സ് സാലിസിൽ ആൽഡിഹൈഡ്. നിതിൻ മോനെ ബെൻസാൽഡിഹൈഡിന്റെ കൂടെ OH ഉണ്ട്. ബെൻസാൽഡിഹൈഡിന്റെ കൂടെ തലയ്ക്ക് മുകളിൽ OH ഉണ്ട്. അത് ഓക്കെയാണ്. ബെൻസാൽഡിഹൈഡ് അല്ല, സാലിസിൽ ആൽഡിഹൈഡ്. നിതിൻ പറഞ്ഞത് കറക്റ്റാണ്, ചെറിയ വ്യത്യാസം. അലീന, സാലിസിൽ ആൽഡിഹൈഡ്. ഒന്നാ റിയാക്ഷന്റെ പേര് പറയോ? ഞാൻ അറിയാത്തവർക്ക് പറയാം. ഫീനോളിലേക്ക് ക്ലോറോഫോം NaOH ആസിഡ് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ എളുപ്പമാടാ. ഇതങ്ങ് എഴുതിയാൽ മതി. ഇത് OH CHO. ഇതിനെ വിളിക്കുന്ന പേരാണ് സാലിസിൽ ആൽഡിഹൈഡ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റീമർ ടൈമൻ റിയാക്ഷൻ. അപ്പൊ റീമർ ടൈമൻ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ രണ്ട് രീതി ചോദിക്കാം. കാറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണ്. റൈസിംഗ് വേൾഡ് കാറ്റിറ്റ്യൂഡ് കറക്റ്റ്. അഫ്സല കറക്റ്റ് ആണ്. റീമർ ടൈമൻ റിയാക്ഷൻ ആണ്. സിതാര കറക്റ്റ് ആണ്. റീമർ ടൈമൻ റിയാക്ഷൻ ആണ്. സൻഹ റീമർ ടൈമൻ റിയാക്ഷൻ ആണ്. അപ്പൊ റീമർ ടൈമൻ റിയാക്ഷൻ പറഞ്ഞാൽ എന്ത് എഴുതണം? ഫീനോൾ എഴുതുക. മക്കൾ ഇത്ര എഴുതുന്നുണ്ട്. ഫീനോൾ എഴുതുക, സാലിസിൽ ആൽഡിഹൈഡ് എഴുതുക. ഫീനോളിന്റെ
എടാ ഫീനോൾ എഴുതുക, ഫീനോൾ എഴുതിയിട്ട് ഫീനോളിന്റെ ഓർത്തോ ഓപ്പോസിഷനിൽ CHO കൊടുക്കുക. ഫീനോളിന്റെ ഓർത്തോ ഓപ്പോസിഷനിൽ എന്ത് കൊടുക്കുക? CHO കൊടുത്താൽ സാലിസിൽ ആൽഡിഹൈഡ് ആയി മാറി. എന്നിട്ട് ഇതിന് മുകളിൽ എന്ത് ചെയ്താ? ക്ലോറോഫോം NaOH ആസിഡ്, ക്ലോറോഫോം NaOH ആസിഡ്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? റീമർ ടൈമൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? റീമർ ടൈമൻ റിയാക്ഷൻ. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഫീനോളിനെയും ആൽക്കഹോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫീനോളിനെയും ആൽക്കഹോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? മക്കൾ ചോദിക്കോ ഫീനോൾ. ഇനി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ അല്ലേ? റീമർടൈമൻ റിയാക്ഷൻ ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. റീമർടൈമൻ റിയാക്ഷൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫീനോളിലേക്ക് ക്ലോറോഫോം വെക്കുക, NaOH വെക്കുക, ആസിഡ് ചേർക്കുക, എന്ത് കിട്ടും? ഫീനോളിന്റെ ഓർത്തോപോസിലേക്ക് CHO വന്നു, സെറ്റ് ആണെന്ന് അച്ഛൽ പറഞ്ഞു. ഇനി ഞാൻ പോവാണ്, റെഡി? സമയമില്ല. പ്രോഡക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഫീനോളിലേക്ക് ബ്രോമിനും കാർബൺ ഡൈസൾഫൈഡും വെക്കുക, കാർബൺ ഡൈസൾഫൈഡും. കംപ്ലീറ്റ് ദ റിയാക്ഷൻ ഒന്ന് പറഞ്ഞേ. അലീന പറഞ്ഞു ഓക്കെ ആണ്. കംപ്ലീറ്റ്. അലീന, ബ്രോമിനും കാർബൺ ഡൈസൾഫൈഡും വെച്ചാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ. മക്കള് പറ, പ്രോഡക്റ്റ് പറ. പ്രോഡക്റ്റ് എന്താ പറയാത്തത്? പ്രോഡക്റ്റ് എന്താ? പെട്ടെന്ന് പറയൂ. ഫീനോളിലേക്ക് ബ്രോമിൻ കാർബൺ ഡൈസൾഫൈഡ് വെച്ചാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയൂ. മക്കളൊന്ന് പറയൂ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. കംപ്ലീറ്റ് പ്രോഡക്റ്റ് പറയാൻ പറയൂ. 2,4,6 ടൈബ്രോമോഫീനോൾ. സിത്താര പറഞ്ഞു ഓർത്തോ ബ്രോമോ പൊസിഷൻ. റെഡിയാണ്? ആരൊക്കെയാ പറയാൻ നോക്കട്ടെ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആൻസർ പറഞ്ഞില്ല. വെയിറ്റ്, ഞാൻ ആൻസർ പറയാം. അപ്പൊ 2,4,6 ടൈബ്രോമോഫീനോൾ അല്ല കിട്ടുക. അങ്ങനെ പറഞ്ഞവർക്ക് ചെറുങ്ങനെ തെറ്റിപ്പോയി. അതാണ് എക്സാമിന് മുമ്പ് ഒന്നുകൂടി പറഞ്ഞിരുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് നോക്കിയാൽ മതി, കാർബൺ ഡൈസൾഫൈഡ്. ഇവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ഫീനോളിന്റെ 2 ഓർത്തോ പൊസിഷനിലും 1 പാരാ പൊസിഷനിലും ബ്രോമിൻ വരും. അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് വാട്ടർ ആണെങ്കിൽ കിട്ടുന്നത് 2,4,6 ടൈബ്രോമോഫീനോൾ. 2,4,6 ടൈബ്രോമോഫീനോൾ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷേ ഞാൻ ഉപയോഗിച്ചത് വാട്ടർ അല്ല മക്കളെ, ഞാൻ ഉപയോഗിച്ചത് വാട്ടർ അല്ല. അതാണ് ഞാൻ കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ചോദിച്ചത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാർബൺ ഡൈസൾഫൈഡ് ആണ് മക്കളെ. അപ്പൊ എന്താണ് പ്രോഡക്റ്റ്? ഓർത്തോ ബ്രോമോഫീനോളും. മക്കൾ പറ, ഓർത്തോ ബ്രോമോഫീനോളും ഓർത്തോ ബ്രോമോഫീനോളും പാരാ ബ്രോമോഫീനോളുമാണ്. യെസ്, ഇതിൽ ഏതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം പാരാ പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ്. ചിലപ്പോൾ ചോദിക്കും ഇതാ ഫീനോൾ ഓൺ ബ്രോമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അനലൈസ് ദ മേജർ പ്രോഡക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ മക്കൾ പറയും ഇതാണ് മേജർ പ്രോഡക്റ്റ്. കാരണം പാരാപ്പൊസിഷൻ സിമ്മട്രിക്കൽ ആണ് അല്ലേ? പാരാപ്പൊസിഷൻ റിപ്പൾഷൻ. മക്കൾ നോക്കിയേ, OH ഗ്രൂപ്പ് ഇവിടെയാണുള്ളത്, ബ്രോമിൻ ഇവിടെയാണുള്ളത്. റിപ്പൾഷൻ കുറവാണ്, അത്ര മതി. റിപ്പൾഷൻ കുറവാണ്. സോ പാരാ പ്രോഡക്റ്റ് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. പാരാ പ്രോഡക്റ്റ് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ നമ്മള്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫീനോളിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഞാൻ പറഞ്ഞത് ഫീനോളിന്റെ ക്വസ്റ്റ്യൻ ബ്രോമിൻ വാട്ടർ നൈട്രിക് ആസിഡ്. ഇനി ഒന്ന് പ്രോഡക്റ്റ് പറഞ്ഞേ പൊന്നു മക്കൾ. അലീന ബ്രോമിൻ കാർബൺ. ഓക്കെ, അലീന ചോദിച്ച ക്വസ്റ്റ്യൻ ബ്രോമിൻ കാർബൺ ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ചൂടെ? ബ്രോമിൻ കാർബൺ ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ചാലും സെയിം പ്രോഡക്റ്റ് ആണ്. അതായത് കാർബൺ ഡൈ സൾഫൈഡിന് പകരം അലീന ചോദിച്ച പോലെ CCl4 ഉപയോഗിച്ചാലും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കും. അടുത്ത എന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫീനോളിന്റെ തലവെട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫീനോളിന്റെ തലവെട്ടും ആര്? ജിങ്കം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒന്ന് കമന്റ് ചെയ്തേ. അച്ഛലെ പ്രോഡക്റ്റ് ഒന്ന് കമന്റ് ചെയ്തടാ. ഫീനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് വെച്ചാൽ എന്ത് കിട്ടുമെന്ന് കമന്റ് ചെയ്യും. ഫീനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് വെച്ചാൽ എന്ത് കിട്ടുമെന്ന് കമന്റ് ചെയ്യാം. ഫീനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് വെച്ചാൽ അതിലെ കമന്റ് ചെയ്യും. അലീന മോളെ കമന്റ് ചെയ്യും. ഷിഫാന അല്ലെങ്കിൽ ബെൻസീൻ കിട്ടും. സിത്താറ ബെൻസീൻ. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. സൻഹ പറയുന്നുണ്ട്, അബ്ദുൾ കമ്പീർ പറയുന്നുണ്ട്, അമൻ പറയുന്നുണ്ട്, ഷിഫാൻ പറയുന്നുണ്ട്. ബെൻസീനാ കിട്ടുക. ഫീനോളിന്റെ തലവെട്ടാൻ ആർക്ക് പറ്റും? ഫീനോളിന്റെ തലവെട്ടാൻ ജിങ്കത്തിന് പറ്റും. ജിങ്കം തലവെട്ടും. എന്ത് കിട്ടും? ഇത് റാവിസാറ ഡയലോഗാണ്, എന്റെ ഡയലോഗല്ല, കടമെടുത്തതാണ് ഞാൻ. സിങ്കം തലവെട്ടി. സിങ്കം ആര് തലവെട്ടി? ഫീനോളിന്റെ തലവെട്ടി. എന്ത് കിട്ടി? ബെൻസീൻ കിട്ടും. എന്ത് കിട്ടും പറ? ബെൻസീൻ. ക്ലിയർ ആണ്. കിട്ടി റാണിയ ബെൻസീൻ കിട്ടി. മോളെ കറക്റ്റ് ആണ്. ഓക്കെ, ഓർത്തോപാരാ ബ്രോമിൻ ആയില്ല സാർ. കാറ്റിറ്റ്യൂഡ് സാർ CS2 പകരം അവർ CHCl3 ചോദിച്ചാൽ ഓർത്തോപാരാ ബ്രോമോ ആയില്ല സാർ. ക്ലോറോഫോം അല്ലല്ലോ മോനെ, ക്ലോറോഫോം ഇല്ലല്ലോ.
കാർബൺ ടെട്രാക്ലോറൈഡ് ആയിരിക്കണം. ക്ലോറോഫോം ചെറുങ്ങനെ പോളാറാ, അതിലേക്ക് നമ്മൾ പോകണ്ട, നമ്മളെ സിലബസിൽ അത് പറയുന്നില്ലല്ലോ. അപ്പൊ ക്ലോറോഫോമിനെ പറ്റി ബോധർ ചെയ്യണ്ട. ഒന്നിക്കൽ വാട്ടർ അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് കേട്ടോ. ഞാൻ കാറ്റിറ്റ്യൂഡിന് ആൻസർ കൊടുത്താണ്, കാറ്റിറ്റ്യൂഡ് ചോദിച്ചൊരു മെസ്സേജിന് ആൻസർ കൊടുത്താണ്. ക്ലോറോഫോമിനെ പറ്റി ചിന്തിക്കണ്ട, കാർബൺ ടെട്രാക്ലോറൈഡ് തന്നെ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫീനോളിലേക്ക് സിങ്ക് ഡസ്റ്റ് വെച്ചാൽ എന്ത് കിട്ടി? ബെൻസീൻ കിട്ടി. അപ്പൊ റെഡി അല്ലേ? ഇനി ഈതറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഈതറിലേക്ക് പോവുകയാണെങ്കിൽ ഈതറിലേക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം. റിയാക്ഷൻ വിത്ത് HI, എഡിഷൻ ഓഫ് HI ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഉറപ്പിച്ചോ? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ HIന്റെ റിയാക്ഷൻ ചോദിച്ചിരിക്കും. നിങ്ങൾ നോക്കിക്കോ, മൂന്ന് ക്വസ്റ്റ്യൻ ആണുള്ളത്. നോക്കിയേ, പഠിക്കണേ. CH3 CH2O CH3 CH2 CH3 ഇതിലേക്ക് ഹൈഡ്രജൻ അയോഡൈഡ് വെക്കുക. ഹൈഡ്രജൻ അയോഡൈഡ്. എന്റെ ക്വസ്റ്റ്യൻ അയോഡിൻ എവിടെ പോകും? ഞാൻ ഇതാ മക്കളെ ശ്രദ്ധിക്കണേ, ഞാൻ പറയാം. ഇവിടെ നോക്കേണ്ടത് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ നന്നായി ശ്രദ്ധിച്ചോ. വളരെ ഈസി ആയിട്ട് 2 മാർക്ക് കിട്ടാവുന്ന, വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രൈമറി ആണ്. ഇത് മക്കൾ എന്താ ഇതിനെ വിളിക്കുന്ന പേര്? പ്രൈമറി. എന്തുകൊണ്ട് ഇതിനെ പ്രൈമറി എന്ന് വിളിക്കുന്നു? ശ്രദ്ധിച്ചേ, ഒരു ഈതര കിട്ടിക്കഴിഞ്ഞാൽ 2 സൈഡിലുള്ള കാർബൺ റിയാക്ഷൻ വിത്ത് HI എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പിച്ചോ. ഇത് പഠിച്ചു പോയാൽ 3 മാർക്കോ 2 മാർക്കോ കിട്ടും. ഉറപ്പിക്കാം, 100% ഉറപ്പിക്കാം. റിയാക്ഷനിൽ HIയുമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഈതറിലേക്ക് HI വെച്ചാൽ അയോഡിൻ എവിടെ പോകുന്ന? നിങ്ങൾ 2 സൈഡ് നോക്കുക, ഓക്സിജന്റെ 2 സൈഡ് നോക്കുക. ഇത് പ്രൈമറിയാണ്, ഇതും പ്രൈമറിയാണ്. ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ കാർബൺ ഒരു കാർബണായിട്ട് മാത്രമേ ഇടച്ചുള്ളൂ. സോ ഇത് പ്രൈമറിയാണ്, ഇതും പ്രൈമറിയാണ്. അപ്പൊ പ്രൈമറിയാണ്, രണ്ടും പ്രൈമറിയാണ്. 2 സൈഡിലുമുള്ള കാർബൺ പ്രൈമറിയാണ്. അതിലേക്ക് നമ്മൾ HI. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചോ, അയോഡിൻ പോകേണ്ടത് എവിടെയാന്ന് പറഞ്ഞാൽ ഏതാണോ ചെറിയ കാർബൺ അതിന്റെ കൂടെ അയോഡിൻ നിൽക്കും. ഏതാണ്? ഷിഫാന പറഞ്ഞ ആൻസർ, ഒരുപാട് ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അയോഡിൻ ആരോട് നിൽക്കും? ചെറിയ കാർബണിന്റെ കൂടെ നിൽക്കും. യെസ്. പ്രോഡക്റ്റ് എന്താ കിട്ടുക? പ്രോഡക്റ്റ് മക്കൾ പറ, മക്കളൊന്ന് കമന്റ് ചെയ്തേ, എന്താ കിട്ടുക? അടുത്തേന് കമന്റ് ചെയ്തേ, ഇതിന് വേണ്ട, അടുത്തേന് കമന്റ് ചെയ്തോ. CH3 CH2OH പ്ലസ് CH3I. ഓക്കെയാണ്, ഞാൻ പറയുന്നത് ഓക്കെയാണ്. അതായത് ശ്രദ്ധിക്കേണ്ടത്, ഓക്സിജന്റെ 2 സൈഡിലും കാർബൺ പ്രൈമറി ആണോ നോക്കുക. രണ്ടും പ്രൈമറി ആണോ നോക്കുക. പ്രൈമറി ആണെങ്കിൽ അയോഡിൻ ആരെ കൂടെ നോക്കും? HIയിൽ അയോഡിൻ ആരെ കൂടെ നോക്കും? H ആരെ കൂടെ നോക്കും? അയോഡിൻ ഏതാണോ ചെറിയ കാർബൺ അതിന്റെ കൂടെയാണ് അയോഡിൻ നിൽക്കുക. ഏതാണോ വലിയ കാർബൺ അതിന്റെ കൂടെയാണ് H നിൽക്കുക. ക്ലിയർ അല്ലേ? എന്റെ മാത്രം ക്വസ്റ്റ്യൻ ഇതാ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. OCH3 മക്കളൊന്ന് പ്രോഡക്റ്റ് പറഞ്ഞേ. HI, ഹൈഡ്രജൻ അയോഡൈഡ്. എന്താണ് പ്രോഡക്റ്റ് കിട്ടുക എന്ന് ഇപ്പൊ കമന്റ് ചെയ്യ്. ഷിഫാന കമന്റ് ചെയ്യോ. ഈ പ്രോഡക്റ്റ് എന്താ കിട്ടുക? ഇതിനെ വിളിക്കുന്ന പേരാണ് അനിസോൾ. എന്താ വിളിക്കുക? അനിസോൾ. ഇതിലേക്ക് HI വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടുക എന്ന് കമന്റ് ചെയ്യൂ. Yes, it's category with a phenol plus methyl iodide. അയോഡിൻ ആരെ കൂടെ നിൽക്കും? നേരത്തെ ഫീനോൾ. ഷിഫാൻ മോളെ റെഡി. ഫീനോൾ. സൻഹ എവിടെ പോയി? സൻഹ അസൽ ഫീനോൾ ആണ് കിട്ടുക. റെഡിയാണ്. അയോഡിൻ ആരെ കൂടെ നിൽക്കുക? അയോഡിൻ ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ. റെഡിയാണ്. അയോഡിൻ നിൽക്കുന്നത് ചെറിയ ഗ്രൂപ്പിന്റെ കൂടെയാണ് നിൽക്കുക. I+H കിട്ടും. HI അല്ലേ? ക്ലിയർ അല്ലേ? ആൻസർ അല്ലേ? മാർക്കാണ്. ഞാൻ പറയുന്നു ഉറപ്പിച്ച് 2 മാർക്ക് ഷുവർ ആണ്. പഠിച്ചു പോയിക്ക്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ട്. ഉറപ്പിച്ച് എന്താ കിട്ടുക? ഫീനോൾ പ്ലസ് HI, ഫീനോൾ പ്ലസ് മീഥൈൽ അയോഡൈഡ് കിട്ടും. ക്ലിയർ ആണ്. സെറ്റ് ആണ്. റെഡി അല്ലേ? അടുത്ത എന്റെ ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ അല്ലേ? ഈ സെറ്റ് ക്ലിയർ അല്ലേ? 2 സൈഡും പ്രൈമറി ആണെങ്കിൽ മക്കളെ ഓക്കെ, കോൾ മീ ആകാശ് എന്ന് പറഞ്ഞ ക്രിയേഷൻ, ക്രിയേഷൻ. ഓക്കെ, ക്രിയേഷൻ. ഞാൻ ആകാശ് എന്ന് വിളിച്ചല്ലോ. ആകാശ് മോനെ, ആകാശ് റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, കോൾ മീ ആകാശ്. റെഡി. ആകാശ് ഞാൻ കണ്ടു. ആകാശെ കണ്ടു. ഓക്കെ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ക്രിയേഷൻ. ഓക്കെ, ആകാശ് ഏറ്റവും ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ അയോഡിൻ നിൽക്കും. ക്ലിയർ ആണ്. ഏറ്റവും ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ അയോഡിൻ നിൽക്കും. ഓക്സിജന്റെ 2 സൈഡിലോ കാർബൺ നോക്കുക. രണ്ടും പ്രൈമറി ആണെങ്കിൽ ആരെ കൂടെ നിൽക്കും? അയോഡിൻ ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കടാ. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്. അടുത്ത ടോപ്പിക് ഞാൻ പറയാണ്. ഇനി എടാ സജ്ജെ, 2 സൈഡും ഈക്വൽ ആണെങ്കിൽ 2 സൈഡും പ്രൈമറി ആണ്. മക്കൾ നോക്കിക്കോ, 2 സൈഡും പ്രൈമറി ആണ്. 2 സൈഡും ഈക്വൽ ആണ്. മക്കൾ നോക്കേണ്ടത്, ഇതും പ്രൈമറി ആണ്. 2 സൈഡ് അല്ലെ? ഓക്സിജന്റെ 2 സൈഡിലും മക്കൾ നോക്ക്, ഓക്സിജന്റെ 2 സൈഡിലും പ്രൈമറി കാർബൺ ആണ്. ഈ കാർബൺ ഒരു കാർബണായിട്ട് ടച്ചുള്ളൂ, ഈ കാർബണും ഒരു കാർബണായിട്ട് ടച്ചുള്ളൂ. 2 സൈഡും പ്രൈമറി ആണ്. നോക്കേണ്ടത് 2 സൈഡും പ്രൈമറി ആണോ നോക്കുക. 2 സൈഡും പ്രൈമറി ആണ്. 2 സൈഡിലും ഈക്വൽ ആണ്.
പ്രോഡക്റ്റ് മാറുക. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്, അങ്ങനെ പറഞ്ഞിരുന്നത്. ആകാശേ റെഡി. ഏഗൺ ഫോർ അവർ എന്ന് ആകാശ് പറയുന്നുണ്ട്. താങ്ക് യു ആകാശ്. റെഡി. രണ്ട് സൈഡും പ്രൈമറി ആണ്. ഈ കാർബൺ ഒരു കാർബണായിട്ട് മാത്രമേ ടച്ചുള്ളൂ, ഈ കാർബണും ഒരു കാർബണായിട്ട് മാത്രമേ ടച്ചുള്ളൂ. രണ്ട് കാർബണും പ്രൈമറി ആണ്, രണ്ടും ഈക്വൽ ആണ്. അത് അവിടത്തേക്ക് ഇതാ HI വെക്കുക, 2 HI വെക്കുക, 2 HI. അത്തരം കേസിൽ 2 H ഉണ്ട്, 2 അയോഡിൻ ഉണ്ട്. 2 HIക്ക് 2 ഹൈഡ്രജൻ ഉണ്ടാവും, 2 അയോഡിൻ ഉണ്ടാവും. ശരിയല്ലേ? പ്രോഡക്റ്റ് എന്ത് കിട്ടുന്നല്ലേ? സിമ്മട്രിക്കൽ. കാറ്റിറ്റ്യൂഡ് പറഞ്ഞു ഇതിനെ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക്കൽ ഈതർ. എന്ത് കിട്ടുമെന്നല്ലേ? നോക്കിക്കോ മക്കൾ, നോക്കുക. ഇതാ ഇങ്ങനെ പോകും, ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, രണ്ട് സൈഡും ബ്രേക്ക് ചെയ്യും. ഇവിടെയും അയോഡിൻ വരും, ഇവിടെയും അയോഡിൻ വരും, ഇവിടെ H2 വരും. നമുക്ക് എന്താണ്? നമുക്ക് 2 അയോഡിൻ ഉണ്ട്, 2 H അല്ലേ? 2 അയോഡിൻ ഉണ്ട്, 2 അയോഡിൻ ഉണ്ട്, 2 H ഉണ്ട്. അപ്പൊ 2 H പോയി. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞേ 2CS3 CH2I പ്ലസ് H2O. മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ് H2O. ക്ലിയർ ആണ് സിമ്മട്രിക്കൽ ഈതർ ആണെങ്കിൽ. കാരണം ഇത് 3 റിയാക്ഷൻ, ഈ 2 റിയാക്ഷൻ കഴിഞ്ഞു, 1 2 3 റിയാക്ഷൻ കഴിഞ്ഞു. 4 റിയാക്ഷൻ പഠിച്ചാൽ 3 മാർക്കാ. അത്രയും നല്ല ക്വസ്റ്റ്യൻ എവിടെയുള്ളത്? 4 റിയാക്ഷൻ പഠിച്ചാൽ 3 മാർക്ക്. അതാ ഈതറിൽ ഇതേ ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ. അതുകൊണ്ടല്ലേ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കുക പേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എഴുതി നോക്കിക്കോ. ഓക്കെ, RF സാർ ഭയങ്കര സപ്പോർട്ടാണ്, റെഡിയാണ്. ഞങ്ങൾ 3 പേരും 4 പേരും 4 പേരും HM എത്തിയ മറന്നുപോയി. HM ദുബായിലൊക്കെ കറങ്ങി വന്നതാ. ഓക്കെ, നോക്കേണ്ട കാര്യം മക്കളെ, ഒരു സ്ഥലത്ത് മക്കൾ നോക്കിയാൽ കാറ്റിറ്റ്യൂഡ് കാറ്റിറ്റ്യൂഡ് ഇവിടെ പ്രൈമറി, ഞാൻ കോഴിക്കോട് നാടാ. ഓക്കെ, കാറ്റിറ്റ്യൂഡ്. ഓക്കെ, കാറ്റിറ്റ്യൂഡാ ചോദിച്ച് ഇവിടെ പ്രൈമറിയും ഇവിടെ ടേഴ്സറിയും ആണെങ്കിൽ ഒരു സൈഡ് പ്രൈമറിയും ഒരു സൈഡ് ടേഴ്സറിയും. റെഡി അല്ലേ മക്കളെ? ഇത് പ്രൈമറി ആണ്, ഇത് ടേഴ്സറി ആണെങ്കിൽ രണ്ട് സൈഡും പ്രൈമറി ആണെങ്കിൽ അയോഡിൻ നിൽക്കുന്നത് ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും. 2 സൈഡും പ്രൈമറി ആണെങ്കിൽ അയോഡിൻ നിൽക്കുന്നത് ചെറിയ ആളെ കൂടാ. 2 സൈഡും ഈക്വൽ ആണെങ്കിൽ അയോഡിൻ 2 പേരെയും കൂടെ നിൽക്കും. പക്ഷെ ഒരു സൈഡ് ടേഴ്സറിയും ഒരു സൈഡ് പ്രൈമറിയും ആണെങ്കിൽ മക്കളെ, നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല അയോഡിൻ നിൽക്കുക ടേഴ്സറിന്റെ കൂടെയാ, H നിൽക്കുക പുറത്താണ് നിൽക്കുക. മാറി. 2 സൈഡും പ്രൈമറി ആണെങ്കിൽ അയോഡിൻ നിന്ന് ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു. 2 സൈഡും ഈക്വൽ ആണെങ്കിൽ അയോഡിൻ 2 പേരെയും കൂടെ നിന്നു. ഒരു സൈഡ് ടേഴ്സറിയും ഒരു സൈഡ് പ്രൈമറിയും വന്നപ്പോൾ അയോഡിൻ ആരെ കൂടെ നിന്നു? നിങ്ങൾ വിചാരിച്ച പോലെയല്ല, അയോഡിൻ നിന്നത് ടേഴ്സറിന്റെ കൂടെയാണ്. ഈതറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണിത്. പ്ലസ് CH3OH കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? റെഡിയാണ്, സെറ്റ് അല്ലേ? യെസ്, അയോഡിൻ ഗോസ് ടു ടേഴ്സറി കാർബൺ. അപ്പൊ ഒന്ന് പറഞ്ഞേ 2 സൈഡും പ്രൈമറി ആണ്. അങ്ങനെയാണെങ്കിൽ അയോഡിൻ ചെറിയ ഗ്രൂപ്പിനെ കൂടെ നിൽക്കും അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 സൈഡും പ്രൈമറി ആണ്, അയോഡിൻ ചെറിയ ഗ്രൂപ്പിനെ കൂടെ നിന്നു. 2 സൈഡും പ്രൈമറി ആണ്, അയോഡിൻ ചെറിയ ഗ്രൂപ്പിനെ കൂടെ നിന്നു. ഇനി ഒരു സൈഡ് 2 സൈഡും ഈക്വൽ ആണെങ്കിൽ അയോഡിൻ 2 പേരെ കൂടെ നിൽക്കും. ഒരു സൈഡ് ടേഴ്സറിയും ഒരു സൈഡ് പ്രൈമറി ആണെങ്കിൽ അയോഡിൻ ആരോട് നിൽക്കും? ചെറിയ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കും. ക്ലിയർ ആണ്? കാറ്റിറ്റ്യൂഡ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക മക്കള്. ആൽക്കഹോളിലേക്ക് പോകുക. അപ്പൊ ഈതർ ക്ലിയർ അല്ലേ? ഈതറിന്റെ കേസൊക്കെ ക്ലിയർ അല്ലേ? ഇനി ആൽക്കഹോളിലേക്ക് നമ്മൾ പോകുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക. ഹൗ വിൽ യു കൺവേർട്ട് 1 butanol and 2 butanol from 1 butene? 1 buteneൽ നിന്നും ശ്രദ്ധിച്ചോ, ഡീഹൈഡ്രേഷൻ ആൻസർ ഒന്ന് പറയോ? അലീന ഇപ്പൊ പറയാം. മോളോ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അലീന ഇപ്പൊ പറയാം. ഓക്കെ, പറയുന്നതാണ് how will you prepare 1 butanol and 2 butanol from 1 butene? 1 butene നിന്നും 1 butanolum 2 butanolum കിട്ടും. ഇതാണ് മക്കളെ 1 butene. 4 കാർബൺ മക്കൾ നോക്കിയേ, ഇതാണ് 4 കാർബൺ. 1 butene നിന്ന് ഒന്ന് നമ്പർ ചെയ്യാം. 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യാം. എനിക്ക് കിട്ടുന്നത് 1 butanol ആണ്. How will you prepare 1 butanol and 2 butanol from 1 butene എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് ആദ്യം എഴുതി വെക്കുക. സിമ്പിൾ പ്രോഡക്റ്റ് ആദ്യം എഴുതി വെക്കുക. ഒന്നാമത്തെ പൊസിഷൻ OH വന്നാൽ 1 butanol, രണ്ടാമത്തെ പൊസിഷൻ OH വന്നാൽ 2 butanol. ആൻസർ ആയി. ഒന്നാമത്തെ പൊസിഷൻ OH വന്നാൽ 1 butanol ആണ്, രണ്ടാമത്തെ പൊസിഷൻ OH വന്നാൽ 2 butanol ആണ്. നിന്നോട് ചോദിച്ചത് 1 butanolum 2 butanolum എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള. അപ്പൊ ഒന്നാമത്തെ പൊസിഷൻ OH കൊടുക്കുക. സി ഒന്നാമത്തെ പൊസിഷൻ ഞാൻ OH കൊടുത്തു. ഇറ്റ് ഈസ് 1 butanol. ക്ലിയർ അല്ലേ? യെസ്. സറ ചോദിച്ച ഫീനോൾ അസിഡിക് ആണ്, വൈ എന്ന് പറയാ. ഓക്കെ,
ഇനി ദാ സി ഞാൻ നേരത്തെ ഫീനോൾ അസിഡിക് ആണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു മോളെ. എനിക്ക് മോൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. 2 ബ്യൂട്ടനോൾ. അപ്പൊ 1 ബ്യൂട്ടനോളും 2 ബ്യൂട്ടനോളും കിട്ടി. ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ പോവാണേ. ഇവിടെ 2 ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം, ഇവിടെ 1 ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം, ഇവിടെ 2 ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം, ഇവിടെ 3 ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം, ഇവിടെ 2 ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ CH3 CH2 OH. എനിക്കറിയേണ്ടത് ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? മക്കളെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ആ റിയാക്ഷന്റെ പേര് ഒരു തവണ ചോദിച്ചതാണ്. റൂള് ചോദിച്ചില്ലെങ്കിലും ആ റിയാക്ഷന്റെ പേര് ചോദിക്കാറുണ്ട്. 1 ബ്യൂട്ടീൻ പറ. 1 ബ്യൂട്ടീനിൽ നിന്ന് 1 ബ്യൂട്ടനോളും കിട്ടണം, 2 ബ്യൂട്ടനോളും കിട്ടണം. റിയേജന്റെ പേരെന്ന് പറയാൻ പറ്റുമോ? എന്താ കമന്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഇറ്റ്സ് റാണിയ കമന്റ് ചെയ്തു. റാണി ആദ്യമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. 1 ബ്യൂട്ടനോൾ കിട്ടണമെങ്കിൽ റാണിയ ആസിഡ് ഡീഹൈഡ്രേഷൻ അല്ല, ഇറ്റ് ഈസ് ഡൈബോറേൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ബേസിക് മീഡിയം. അതിന് വിളിക്കുന്ന പേരാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്. 1 ബ്യൂട്ടീനിൽ നിന്ന് 1 ബ്യൂട്ടനോളും 2 ബ്യൂട്ടനോളും കിട്ടാൻ 1 ബ്യൂട്ടീനിൽ നിന്ന് 1 ബ്യൂട്ടനോൾ കിട്ടാൻ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ 2 ബ്യൂട്ടനോൾ കിട്ടണമെങ്കിൽ എന്താ ഉപയോഗിക്കുക? 2 ബ്യൂട്ടനോൾ കിട്ടണമെങ്കിൽ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്. B2X ഡൈബോറേൻ ഹൈഡ്രജൻ പെറോക്സൈഡ് OH മൈനസ് പറഞ്ഞിട്ടുണ്ട്. സൻഹ പറഞ്ഞിട്ടുണ്ട്. റെഡിയാണ്. റാണിയ 2 ബ്യൂട്ടനോൾ ബൈ ആസിഡ് കാറ്റലൈസ്. റെഡിയാണ്. റാണിയ കറക്റ്റ് ആണ്. 2 ബ്യൂട്ടനോൾ ബൈ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. റെഡിയാണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആൽക്കോളിലേക്ക് വരുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മക്കൾ നോക്കിക്കോ. മെത്തനോൾ ശ്രദ്ധിച്ചോ. മെത്തനോൾ ശ്രദ്ധിച്ചേ. ഇത് ക്വസ്റ്റ്യൻ ആണ്. എത്തനോൾ സെക്കൻഡറി ആൽക്കോൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. സെക്കൻഡറി ആൽക്കോൾ ആൻഡ് ടേർഷ്യറി ആൽക്കോൾ. ആരാണ് മോർ അസിഡിക് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആരാ മക്കളെ മോർ അസിഡിക്? പറഞ്ഞോ. മെത്തനോൾ ആണോ എത്തനോൾ ആണോ? ഇത് പ്രൈമറി, ഇത് മെത്തനോൾ, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടേർഷ്യറി. ആരാണ് മോർ അസിഡിക് ഒന്ന് പറയോ? ഏഞ്ചൽ വെച്ചു. ഓക്കെ, CH3OH ആണ് മോർ അസിഡിക്. CH3OH ഏറ്റവും അസിഡിക് ഇയാളാണ്. പിന്നെ എത്തനോൾ ആണ്, പിന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കോൾ ആണ്, പിന്നെ ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കോൾ. എന്താണ് റീസൺ എന്ന് അവർ ചോദിക്കും. ആരാണ് മോർ അസിഡിക്? എന്താണ് റീസൺ? വളരെ ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്ന 2 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് ആൻസർ പറയാനും പറ്റും, 2 മാർക്ക് വാങ്ങാനും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെത്തനോൾ, എത്തനോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കോൾ ആൻഡ് ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കോൾ. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് സൻഹ എന്ത് ചെയ്തിട്ടുണ്ട്? കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് റീസൺ എന്ന് പറയാൻ പറ്റുമോ? ബ്രാഞ്ചിങ്ങിന് എണ്ണം കൂടുന്നു എന്നാണ് സൻഹ പറഞ്ഞത്. മോളെ അത് കുറച്ചുകൂടി നന്നായിട്ട് പറയണം. മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടിയാൽ മക്കളെ, പ്ലസ് ഐ എഫക്റ്റ് കൂടും. പ്ലസ് ഐ എഫക്റ്റ് മാക്സിമം അങ്ങനെ എഴുതി വെച്ചാൽ മതി. പ്ലസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ആൻസർ ആയി. 2 മാർക്കായി. 2 പോയിന്റ് എഴുതണ്ടു അല്ലേ? 2 പോയിന്റ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ മെത്തനോൾ ഉണ്ട്, എത്തനോൾ ഉണ്ട്, ഐസോപ്രോപ്പൈൽ ആൽക്കോൾ ഉണ്ട്, ടേർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കോൾ ഉണ്ട്. ആരാണ് മോർ അസിഡിക് എന്ന് വെച്ചാൽ ആരാണ് മോർ അസിഡിക്? മെത്തനോൾ മോർ അസിഡിക് ആണ്. പിന്നെ എത്തനോൾ, പിന്നെ ഐസോപ്രോപ്പൈൽ, ടേർഷ്യറി ബ്യൂട്ടൈൽ ലീസ്റ്റ് ആസിഡ് ആവാൻ കാരണം മീഥൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്ന സമയത്ത് പ്ലസ് ഐ എഫക്റ്റ് കൂടും. പ്ലസ് ഐ എഫക്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയാം. പ്ലസ് ഐ എഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്നും നോക്കണ്ട, മീഥൈൽ ഗ്രൂപ്പ് എവിടെയാണ് ഉള്ളത്? അയാൾ ലീസ്റ്റ് അസിഡിക് ആയിരിക്കും. കിട്ടിയോ? ഇനി ആരാണ് ചോദിച്ചത്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ മക്കളെ ഇത് എല്ലാ ചാപ്റ്ററും കൂടി ആകെ പ്രശ്നമാകെ. ഓക്കെ മോർ പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്, അസൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും അവസാനം ഡൗട്ട് ക്ലിയർ ഞാൻ ഈ പറയുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതിനിടയിൽ പറയുന്ന ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഡീഹൈഡ്രേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കോൾ പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കോൾ ചോദിച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് ഡീഹൈഡ്രേഷൻ നടത്തുന്ന ആൽക്കോൾ ഏതാണെന്ന് വെച്ചാൽ ടേർഷ്യറി ആൽക്കോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും പഠിക്കണു. ഇതാണ് ടേർഷ്യറി ആൽക്കോൾ. ഏറ്റവും ഈസി ആയിട്ട് ഡീഹൈഡ്രേഷന് പോകുന്നത് ടേർഷ്യറി ആണ്. റീസൺ പറയാം. ഷിഫാൻ പറയാം. ഷിഫാൻ എല്ലാം പറഞ്ഞു കേട്ടോ. എല്ലാം പറയും. ഷിഫാൻ എല്ലാം പറയും. വെയിറ്റ് എല്ലാം കൂടി ചോദിച്ച ചാപ്റ്റർ എല്ലാം കൂടി മിക്സ് ചെയ്ത പ്രശ്നമല്ല. ഷിഫാനെ ഓരോ ചാപ്റ്റർ ആയിട്ട് ഓരോരുത്തർ എടുത്തു തരും. ഇത് ടേർഷ്യറി ആണ്. മോനെ പറയും ഷിഫാൻ. അത് പറഞ്ഞിട്ടേ പോളൂ. റെഡിയാക്കാം. ഓക്കെ, അടുത്ത സെക്കൻഡറി ആൽക്കോൾ. ഇത് സെക്കൻഡറി ആൽക്കോൾ ആണ്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണേ. എല്ലാം കൂടി ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവും. സെക്കൻഡറി ആണ്. ഇത് പ്രൈമറി ആണ്. ആരാണ് മോർ ഡീഹൈഡ്രേഷൻ?
ഈസി ഡീഹൈഡ്രേഷൻ, ഏറ്റവും ഈസി ആയിട്ട് ഡീഹൈഡ്രേഷന് പോകുന്ന ആരാ? ടേഴ്സറി ആണ്, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ പ്രൈമറി ആണ്. ഓക്കെ, സൻഹ പറഞ്ഞു ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി. എന്താണ് റീസൺ എന്ന് അവർ ചോദിക്കും. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ഇത്ര പോയിന്റ് ആണ് എഴുതേണ്ടത്. ഡീഹൈഡ്രേഷൻ ത്രൂ കാർബോകാറ്റയോൺ ഫോർമേഷൻ. ഡീഹൈഡ്രേഷൻ എന്ത് വഴി പ്രൊസീഡ് ചെയ്യുന്നു? ഒറ്റ 2 മാർക്ക് ഇത്ര എഴുതിയാൽ മതി. ആരാണ് ഈസി ആയിട്ട് ഡീഹൈഡ്രേഷന് പോവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതണ്ടു. ടേഴ്സറി ആൽക്കഹോൾ ആണ് ഈസി ആയിട്ട് ഡീഹൈഡ്രേഷന് പോവുക, പിന്നെ സെക്കൻഡറി ആണ്, പിന്നെ പ്രൈമറി ആണ്. Dehydration proceed through dehydration proceed through carbocation formation. Proceed through carbocation formation. Dehydration proceed in the carbocation formation variant. So tertiary carbocation is more stable than secondary than primary and Upper dehydration clear alle. Dehydration clear alle. Formation of carbocation. That's Alina ചോദിച്ചതല്ലേ? അലീന ചോദിച്ചു ഡീഹൈഡ്രേഷന്റെ ഓർഡർ പറയാൻ പറഞ്ഞു. ഡീഹൈഡ്രേഷന്റെ ഓർഡർ ഇതാണ്: ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി. ക്ലിയർ അല്ലേ? ഡീഹൈഡ്രേഷൻ എന്തുകൊണ്ട് ടേഴ്സറി, സെക്കൻഡറി, പ്രൈമറി ആവുന്നു എന്ന് വെച്ചാൽ ടേഴ്സറി കാർബോകാറ്റോൺ ഡീഹൈഡ്രേഷൻ പ്രൊസീഡ് ത്രൂ കാർബോകാറ്റോൺ മെക്കാനിസം. ടേഴ്സറി കാർബോകാറ്റോൺ ഈസ് ഹൈലി സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി. ക്ലിയർ ആണല്ലോ? ഇനി അവർ ചോദിക്കും എത്തനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുക, വാറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് ചോദിക്കും. വാറ്റ എങ്ങനെയാണെന്ന് ചോദിക്കും. മൊളാസസ്, മദർ ലിക്കർ ഓഫ് ഷുഗറിനെ വിളിക്കുന്ന പേരാണ് മൊളാസസ്. എന്താ പറയുക? മദർ ലിക്കർ ഓഫ് ഷുഗർ ഈസ് നോൺ ആസ് മൊളാസസ്. അതായത് ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി കിട്ടുന്ന സൊല്യൂഷൻ എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളൊക്കെ അതിൽ കൂട്ടിയിടൂലേ, അതിൽ പുഴുവൊക്കെ ഉണ്ടാവും. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് മൊളാസസ്. അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കുക, ഡൈലൂട്ട് ചെയ്യുക. ഡൈലൂട്ട് അറ്റ് 40%. എന്നിട്ട് വീട്ടിൽ അപ്പത്തിനൊക്കെ കൊണ്ടുവച്ച പൗഡർ ഉണ്ട്, ഈസ്റ്റ് അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുക. Yeast provide 2 types of enzyme, invertase and zymase. Invertase convert sugar into glucose and fructose, and glucose are converted to alcohol by zymase. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. C12H22O11 ശരിയല്ലേ? അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എക്സസ് വാട്ടർ ആണ്, എക്സസ് വാട്ടർ ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇൻവെർട്ടേസ് എന്ത് ചെയ്യും? ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഇതിനെ C6H12O6 ആയി മാറി. ഒന്നിനെ ഗ്ലൂക്കോസ് എന്നും മറ്റൊന്നിനെ ഫ്രക്ടോസ് എന്നും വിളിക്കാം. ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനെയും വിളിക്കാം. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ഒന്ന് ആൽഡിഹൈഡ് ആണെങ്കിൽ മറ്റത് കീറ്റോൺ ആണ് മക്കളെ. ക്ലിയർ അല്ലേ? ഇത് ഗ്ലൂക്കോസ് ആണ്, ഇത് പറ ഗ്ലൂക്കോസ് ആണ്. ഇതോ ഫ്രക്ടോസ് ആണ്, എന്താ പറ ഫ്രക്ടോസ് ആണ്. റെഡിയാണ്? അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഗ്ലൂക്കോസിന്റെ മൊളാസസ്, മദർ ലിക്കർ ഓഫ് ഷുഗർ ഉണ്ട്. ഇതിൽ ഷുഗർ ഉണ്ട്. ഷുഗറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, അതിലേക്ക് ഈസ്റ്റ് ഇട്ടു. ഈസ്റ്റ് 2 ടൈപ്പ് എൻസൈമിന് സപ്ലൈ ചെയ്യും. ഏതൊക്കെയാ? ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് കൺവേർട്ട് ഷുഗർ ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഈ ഗ്ലൂക്കോസിനെ ആൽക്കഹോളാക്കി മാറ്റാൻ C6H12O6 ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സൈമേസ് എന്ന് പറയുന്ന സൈമേസ് അത് എത്തനോളാക്കി മാറ്റാം. എന്താക്കി മാറ്റാം? എത്തനോൾ. ക്ലിയർ അല്ലേ? ഇങ്ങനെ കിട്ടുന്ന ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് റക്ടിഫൈഡ് സ്പിരിറ്റ്. 96% ആൽക്കഹോൾ വാട്ടർ മിക്സർ. 96% ആൽക്കഹോളും ബാക്കിയുണ്ടായിരിക്കും വാട്ടർ ആയിരിക്കും. അതിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ക്ലിയർ അല്ലേ? നമ്മള് ബീവറേജ് ആൽക്കഹോൾ അബ്സല്യൂട്ട് എന്നൊക്കെ പേര് കാണുന്നില്ല. അത് 100% ആൽക്കഹോളാണ്. 100% ആൽക്കഹോൾ, വാട്ടർ ഉണ്ടാവില്ല. അപ്പൊ എന്താണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വെച്ചാൽ 100% ആൽക്കഹോളിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താ വിളിക്കുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ. അപ്പം എന്താണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ? 100% ആൽക്കഹോൾ. എന്താ റക്ടിഫൈഡ് സ്പിരിറ്റ്? 96% എത്തനോൾ വാട്ടർ മിക്സർ. ഇനി അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് പറഞ്ഞാൽ എന്താണ് മെത്തിലേറ്റഡ് സ്പിരിറ്റ് അഥവാ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്? എത്തനോൾ എന്താണ്? ബീവറേജ് കഴിക്കാൻ ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? അതിന്റെ മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി ലബോറട്ടറി പർപ്പസിന് വേണ്ടി എല്ലാവർക്കും എത്തനോൾ മുൻപ് കാലത്ത് വിൽക്കാൻ പറ്റുമായിരുന്നു. ആൾക്കാർ അത് വാങ്ങി അടിക്കാൻ തുടങ്ങി. ലബോറട്ടറി പർപ്പസിന് വേണ്ടിയുള്ള സാധനം വിൽക്കുന്ന ലബോറട്ടറി പർപ്പസിന് വേണ്ടി എത്തനോൾ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാർ ബോട്ടിൽ വാങ്ങി നന്നായിട്ട് എന്ത് ചെയ്തു? അടിക്കാൻ തുടങ്ങി. അത് ഒഴിവാക്കാൻ വേണ്ടി അതിലേക്ക് എന്ത് ചെയ്യുക? കോപ്പർ സൾഫേറ്റും പിരിഡിനും ചേർത്തു. അതിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ്. നാച്ചുറൽ സ്പിരിറ്റിന് ഡീനാച്ചുറേഷൻ നടത്തുക. ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് കിട്ടി. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.
ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എത്തനോളിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. എത്തനോളിന്റെ പ്രിപ്പറേഷൻ ഇനി അതിൽ പഠിക്കാനുള്ളത് മെത്തനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കുന്ന ഈസി ആയിട്ട് ഒറ്റ ലൈൻ എഴുതിയാൽ 2 മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെത്തനോളിന്റെ പ്രിപ്പറേഷൻ. മെത്തനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിക്കും. ഒന്നുമില്ല, കാർബൺ മോണോക്സൈഡിനെയും ഡൈഹൈഡ്രജനെയും സിങ്ക് ഓക്സൈഡും ക്രോമിയം ട്രയോക്സൈഡും വെച്ച് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മെത്തനോൾ. ക്ലിയർ അല്ലേ? കാർബൺ മോണോക്സൈഡും ഹൗ വിൽ യു പ്രിപ്പയർ മെത്തനോൾ എന്ന് വെച്ചാൽ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുക. വുഡ് അല്ലേ, വുഡ് സ്പിരിറ്റ്, മരത്തിൽ നിന്നുണ്ടാക്കുന്നത് വുഡ് സ്പിരിറ്റ്, കരിയിൽ നിന്നുണ്ടാക്കുന്നത്. കാർബൺ മോണോക്സൈഡും ഡൈഹൈഡ്രജനും സിങ്ക് ഓക്സൈഡും ക്രോമിയം ട്രയോക്സൈഡിനും ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് മെത്തനോൾ. കുറച്ച് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല, കണ്ണും കാതൊക്കെ അടിച്ചു പോകും. കൂടുതൽ കഴിച്ച ആളങ്ങ് വടിയായി പോകും. സ്മോൾ ക്വാണ്ടിറ്റി മേ കോസ് ബ്ലൈൻഡ്നെസ് ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി മേ കോസ് ഡെത്ത് എന്നാ പറയുന്നത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ബ്ലൈൻഡ്നെസിനും ലാർജ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഡെത്തിനും കാരണമാക്കുന്ന ഒരു ആൽക്കഹോൾ ആണ് എന്തടാ മെത്തനോൾ. കിട്ടിയില്ലേ? മെത്തനോളിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂലേ? മെത്തനോളിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂലേ? ചെയ്യാൻ പറ്റൂലേ? പറ്റണം, നമുക്ക് പറ്റണം. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവുക വളരെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കോ CH3CHO വളരെ ഈസി. CHO ഇനി CH3CO ഇത് കീറ്റോൺ ആണ്. എന്താ പറയുക? കീറ്റോൺ. ഒന്നാമത്തത് ആൾഡിഹൈഡ് അല്ലെ? എടാ ശ്രദ്ധിച്ചേ വളരെ ഈസിയാണ്. CO ഗ്രൂപ്പ് ഇവിടെ കാണുന്നു. CO ഗ്രൂപ്പ് കാണുന്നല്ലോ. CO ഗ്രൂപ്പിന്റെ ഒരു സൈഡിൽ H ആണെങ്കിൽ ആൾഡിഹൈഡ് ആണ്. CO ഗ്രൂപ്പിന്റെ കൂടെ H ആണുള്ളതെങ്കിൽ ആൾഡിഹൈഡ് ആണ്. CO ഗ്രൂപ്പിന്റെ 2 സൈഡിലും കാർബൺ ആണെങ്കിൽ അത് കീറ്റോൺ ആണ്. ഇതിനെ റിഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. ഈ ഒന്നും ആലോചിക്കണ്ട. CH ഇങ്ങനെ വെച്ചോ, ഇത് ആലോചിച്ചാൽ മതി. CHO ഗ്രൂപ്പ് എന്തായി മാറും എന്ന് പറഞ്ഞാൽ CH2OH ആയി മാറും. ഇതേ ആലോചിക്കണ്ടു, ഇതേ പഠിക്കണ്ടു. CHO ഗ്രൂപ്പ് എന്തായി മാറും? CH2OH ആയി മാറും. CO ഗ്രൂപ്പ് എന്തായി മാറും? CHOH ആയി മാറും. മക്കൾ ശ്രദ്ധിച്ചോ, CHOH ആയി മാറും. ഇതേ പഠിക്കണ്ടു. ആൻസർ ആയി അല്ലേ? ആൻസർ ആയി സനക ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ഓക്സൈഡ്. സനക മെത്തനോളിന്റെ പ്രിപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണ്. ആൻസർ ആയി. നോക്കിക്കോ, നിന്നോട് ചോദിച്ചാൽ റിഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഏതാ? CH3CHO. ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിട്ടെ. നോക്കിക്കോ, CH3 മക്കൾ നോക്കിയേ, CH3CHO റിഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ? ഞാൻ എന്താ പറഞ്ഞത്? നിക്കൽ റിഡക്ഷന് വേണ്ടി നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എന്തായി മാറും? ഈ CHO എന്തായി മാറി? ഈ CHO CH2OH ആയി മാറി. ഈ CHO CH2OH ആയി മാറി. കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH2OH. പ്രോഡക്റ്റ് എഴുതിയില്ലേ? ഈസി അല്ലേ? രാവിലെ ക്ലാസ് ഉണ്ടോ? രാവിലെ ക്ലാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. ഈ CHO എന്തായി മാറി? CH2OH ആയി മാറി. അടുത്ത കീറ്റോൺ നോക്കിക്കോ, CH3CO ഞാൻ എന്താ പറഞ്ഞത്? കീറ്റോൺ റെഡ്യൂസ് ചെയ്യാൻ നിക്കലോ, പ്ലാറ്റിനോ, പലേഡിയോ വെച്ചാൽ കീറ്റോൺ റെഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ആൾ വേണം. സോഡിയം ബോറോ ഹൈഡ്രേറ്റ് ഒക്കെ വേണം. അല്ലെങ്കിൽ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. CO ഗ്രൂപ്പ് എന്തായി മാറും? CO ഗ്രൂപ്പ് CHOH ആയി മാറും. CHOH. RF സാർ പറയൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ എന്ത് ചെയ്യാ? ഒറ്റ പോയിന്റ് കൂടി നമുക്ക് പറയാം. ആൾഡിഹൈഡും കീറ്റോൺ ഒറ്റ പോയിന്റ് RF സാർ കൂടി ചേർന്ന് പറയാം. റിലല്ലേ? RF സാർ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. എയർ ഡ്രോപ്പ് ചെയ്യണോ? ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യണോ? ഓക്കെ, പറയൂ മക്കളെ, പറയൂ. കഴിഞ്ഞു സാർ പറയൂ. അപ്പൊ മക്കളെ പറ. അപ്പം അടുത്ത ചാപ്റ്ററുമായിട്ട് RF സാർ വന്നിരിക്കുകയാണ്. സാർ എയർ ഡ്രോപ്പ് ചെയ്തു. പറയൂ. അപ്പം ഇതിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി ആൽക്കഹോളിന്റെയും സെക്കൻഡറി ആൽക്കഹോളിന്റെയും ടെർഷ്യറി ആൽക്കഹോളിന്റെയും പ്രിപ്പറേഷൻ ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ച് ഒന്നുമില്ല. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചാൽ പ്രൈമറി, അതർ ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചാൽ സെക്കൻഡറി, ആൻഡ് കീറ്റോണും ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ചാലോ ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും മക്കളെ. എങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നല്ലേ? ഹൗ വിൽ യു പ്രിപ്പയർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ ഫ്രം ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്? ഓർ വി ആർ പ്രൊവൈഡിംഗ് ആൽഡിഹൈഡ്സ് ആൻഡ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. We are providing formaldehyde, acetaldehyde, acetone with Grignard reagent. How will you prepare primary, secondary and tertiary alcohol using this reagent? അസൽ പറഞ്ഞു സാർ മുത്താണെന്ന് പറഞ്ഞത്. മുത്താനടാ, നീ എനിക്ക് മുത്താനടാ, എല്ലാവരും മുത്താനടാ. റെഡി അല്ലേ? നന്നായിട്ട് പഠിക്കണേ മക്കളെ. ഞാൻ പോകുന്നൊന്നുമില്ല, നന്നായിട്ട് പഠിക്കണേ. ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചു. ഒരു തവണ എഴുതിയാൽ ഒരുപാടൊന്നും കളിക്കണ്ടേ, ഒരുപാടൊന്നും സർക്കസ് കളിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് CHO CH2OH, CO CHOH അങ്ങനെയായി മാറും എന്നങ്ങ് പഠിച്ചാൽ മതി. ഒരുപാട് സർക്കസ് കളിക്കണ ചാപ്റ്റർ സൊല്യൂഷൻ ആണ്. Ready? Calculate molarity of 500 ml NaOH solution containing 8 gram of NaOH. ഇത് മാറ്റുമ്പോഴത്തേക്ക് ഞാൻ എഴുതി തരാം മക്കളെ. കാൽക്കുലേറ്റ് മൊളാരിറ്റി. ഒരു നിമിഷം പോലും നമുക്ക് പോവാനില്ലാത്ത
കട്ടായിട്ടുണ്ടോ? എടാ ലൈവ് എടാ ഒന്ന് കട്ടായാനോ വിളിച്ചത്? അത് നീക്കിയപ്പോൾ മോളാരിറ്റി സാർ ചെയ്തോളൂ. മക്കളെ ചെയ്യൂലേ സാർ? ചെയ്യും. മക്കളെ, സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം എന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്, മൊളാരിറ്റി എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ അറിയാം. മക്കൾ എല്ലാവരും ലൈവിൽ വാ, ഒന്ന് കമന്റ് ചെയ്ത് യെസ്. മൊളാരിറ്റി, ഞാൻ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. അതിന് നമ്മൾ എന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ W2 ഡിവൈഡഡ് ബൈ M2, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട്. യെസ് എല്ലാവരും കമന്റ് ചെയ്യും. യെസ്, സൗണ്ട് പോയി എന്ന് പറയുന്നു, ഒന്ന് ചെക്ക് ചെയ്ത്. സൗണ്ട് പോയി എന്ന് പറയുന്നു. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് W2 ബൈ M2 ഇൻറ്റു വോളിയം മില്ലിലിറ്റർ ആണെങ്കിൽ ഇൻറ്റു 1000. ഈ ഇക്വേഷൻ മൈൻഡിൽ വേണം. സൗണ്ട് ക്ലിയർ ആണോ? W2 ബൈ M2 ഇൻറ്റു വോളിയം മില്ലിലിറ്റർ ആണെങ്കിൽ ഇൻറ്റു 1000 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ W2 ഗിവൺ മാസ് 8 ഗ്രാം, അപ്പൊ 8 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH 40, വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലിലിറ്ററിൽ 500 ml. അത് ml ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു 1000 മുകളിൽ കൊടുക്കുന്നു. 500ഉം 1000ഉം ക്യാൻസൽ ചെയ്താൽ 2 ഇൻറ്റു 8 by 40 2 into 8 by 40, that means 16 by 40 equal to 0.4 അടുത്ത് വരുമായിരിക്കും. 16 by 40. ഓക്കെ. അപ്പോൾ മൊളാരിറ്റി കാണാൻ നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലിലിറ്റർ ആണെങ്കിൽ ഇൻറ്റു 1000. മൊളാരിറ്റിയുടെ പ്രോബ്ലം തെറ്റിക്കരുത്, വേറെയും ക്വസ്റ്റ്യൻ വരും. ഞാൻ ഇത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു അരമണിക്കൂർ സമയം സൊല്യൂഷന് വേണ്ടി നിങ്ങൾ എനിക്കൊന്ന് മാറ്റിത്താ. നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷന്റെ ആൻസർ ഞാൻ നിങ്ങളെ പേപ്പറിൽ വന്ന് ഞാൻ എഴുതും. ഇത് വിടലല്ല, ഞാൻ എഴുതുന്നു പറഞ്ഞാൽ എന്റെ ക്ലാസിന്റെ ഓർമ്മയിൽ നിങ്ങൾ എഴുതും. 250 ml 4 molar solution diluted to 750 ml. What will be the molarity? Dilution formula M1V1 equal to M2V2. മറക്കല്ല, dilution formula M1V1 equal to M2V2. M1V1 before dilution, M2V2 after dilution. ഓക്കെ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന മൊളാരിറ്റി 4 ഇൻറ്റു ആദ്യം ഉണ്ടായിരുന്ന വോളിയം 250 ml ഈക്വൽ ടു റിസൾട്ടിംഗ് മൊളാരിറ്റി അറിയില്ല, റിസൾട്ടിംഗ് ഫൈനൽ വോളിയം 750 ml. സോ M2 ഈസ് ഈക്വൽ ടു 4 into 250 divided by 750. That means 1000 by 750. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് 1.33 അടുത്ത് എവിടെയെങ്കിലും വരുമായിരിക്കും. 4/3. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഡയലൂഷൻ ഫോർമുല M1V1 ഈക്വൽ ടു M2V2. മറക്കല്ല, മൊളാരിറ്റിയുടെ ഡയലൂഷൻ ഫോർമുല M1V1 ഈക്വൽ ടു M2V2, M1V1 ഈക്വൽ ടു M2V2 ഡയലൂഷൻ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് H2C2O4.2H2O required to prepare 0.1 molar 250 ml aqueous solution. മൊളാരിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് ചോദിച്ചത്. ദാറ്റ് മീൻസ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ W2 മാസ് ഓഫ് സൊല്യൂട്ട് അതാണ് ചോദിച്ചത്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം മില്ലിലിറ്ററിൽ തന്നതുകൊണ്ട് ഇൻറ്റു 1000 കൊടുത്തു. ഈ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. W2 by M2V ഇൻറ്റു 1000. ഇതിന്ന് മാസ് ഓഫ് സൊല്യൂട്ട് W2 കാണാൻ
molarity into molecular mass into volume divided by 1000. Mass of solute divided by 1000. സ്ക്രീനിൽ കാണുന്നില്ലേ? എങ്കിൽ വാല്യൂസ് കൊടുത്താൽ ആൻസർ ആണ്. മൊളാരിറ്റി ക്വസ്റ്റ്യൻ 0.1 into molecular mass of solute H2C2O4.2H2O. ഹൈഡ്രജന്റെ മാസ് ടോട്ടൽ 2 കാർബൺ 24, 4 ഓക്സിജൻ 64 പ്ലസ് 2 വാട്ടർ 2 × 18 ഈക്വൽ ടു 126. കാൽക്കുലേറ്റർ വെച്ച വേഗം കിട്ടും. അപ്പൊ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് 126 ഇൻറ്റു വോളിയം 250 ഡിവൈഡഡ് ബൈ 1000. ഇത് കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾ ചെയ്യുക. വെട്ടി ചെയ്താൽ ആൻസർ കിട്ടും. ഇത് ചെയ്താൽ 3.15 എന്ന ആൻസർ വരുമായിരിക്കും എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചേ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ കുടുങ്ങരുത്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ്. സൊല്യൂട്ടിന്റെ മാസ് റിക്വയർഡ് ടു പ്രിപ്പയർ 0.1 മോളാർ 250 ml സൊല്യൂഷൻ. മൊളാരിറ്റി തന്നു, മാസ് ഓഫ് സൊല്യൂട്ട് ചോദിച്ചു, നേരെ ഇക്വേഷനിൽ കൊടുക്കുക. 1.33. യെസ്, ആൻസർ പറഞ്ഞു 1.33. അത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കോമ്പണന്റ് ഓഫ് 20 gram NaOH ആൻഡ് 36 gram വാട്ടർ. മക്കളെ, മോൾ ഫ്രാക്ഷൻ ഓഫ് NaOH ചോദിച്ചാൽ ആ പേരിൽ തന്നെ ഇല്ലേ, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോളിന്റെ ഫ്രാക്ഷൻ, നമ്പർ ഓഫ് മോൾ ഓഫ് NaOH ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾ ഓഫ് NaOH പ്ലസ് നമ്പർ ഓഫ് മോൾ ഓഫ് വാട്ടർ. മോൾ ഫ്രാക്ഷൻ, മോളിന്റെ ഫ്രാക്ഷൻ, അതിന്റെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഓഫ് NaOH ഗിവൺ മാസ് 20, മോളിക്കുലാർ മാസ് ഓഫ് NaOH 40. 20/40 ഡിവൈഡഡ് ബൈ 20/40 പ്ലസ് 36/18 ഈക്വൽ ടു 20/40 0.5. 0.5 divided by 0.5 plus 36/82. So 0.5/2.5 equal to 0.8. 0.8. ഒരാളെ മോൾ ഫ്രാക്ഷൻ 0.8 ആണെങ്കിൽ അടുത്ത ആളെ മോൾ ഫ്രാക്ഷൻ കിട്ടാൻ 1 minus 0.8 equal to 0.2. മോൾ ഫ്രാക്ഷൻ 0.5/2.5. വെരി ഗുഡ്, വെരി ഗുഡ്. അഭിരാം പറഞ്ഞു, ആൻസർ പറഞ്ഞു 0.5/2.5. അടിപൊളിയായിട്ട് നിങ്ങൾ ലൈവിൽ നിൽക്കുന്നുണ്ട്. പൊളിക്ക് മക്കളെ, നമ്മുടെ നാളത്തെ ദിവസം നമ്മുടേതാണ്. അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾ കട്ടക്ക് കൂടെ നിൽക്കി. അരമണിക്കൂർ സമയത്തുള്ള ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ മുമ്പിൽ വെച്ചിട്ടില്ല. കാരണം ഇത് ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതാ. ഇന്നത്തെ ഓർമ്മയാണ് നാളത്തെ പരീക്ഷ, ഒരു സംശയവും വേണ്ട. ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കൂടെ നിന്ന് ചെയ്യും. കൃഷ്ണ 0.2 കറക്റ്റ് ആൻസർ. 0.8 0.2 ആൻസർ പറയുന്നു. അടിപൊളിയായിട്ട് പറയുന്നു. ഇങ്ങനെ ഉത്തരം പറയുന്ന കുട്ടികൾ എവിടെയുണ്ട് കേരളത്തിൽ? അടിപൊളിയായിട്ട് കൂടെ നിൽക്കും മക്കളെ, നമുക്ക് പൊളിക്കാം. ഓക്കെ സാർ, യെസ് അജൽ, ഓക്കെ സാർ, ഓക്കെ ഓക്കെ, പൊളിക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെൻസിറ്റി ഓഫ് 3 മോളാർ, വാട്ട് ഈസ് മാസ് പെർസെൻറ്റേജ്? മാസ് പെർസെൻറ്റേജ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. പരീക്ഷ കിട്ടിയ മാർക്കിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണുക? കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അല്ലേ ചെയ്യുക? അപ്പം സൊല്യൂഷന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് പെർസെൻറ്റേജ് ഓഫ് 45 gram NaOH. അപ്പോൾ മാസ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് 45 in 100 gram വാട്ടർ. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ 45 പ്ലസ് 100 ഇൻറ്റു 100. Okay, this is the mass percentage. 45/145 into 100. Percentage മാറ്റുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണ് കിട്ടുക. ഓക്കെ 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 ഓക്കെ, ഷിഫാന ഷിൽക്ക്, ഓക്കെ 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 ഓക്കെ.
45/100 into 100. 45 into 100/100 plus 45. വെരി കറക്റ്റ് ആണ്. ഓക്കെ. സ്റ്റേറ്റ് ഹെൻറിസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതാ. സ്റ്റേറ്റ് ഹെൻറിസ് ലോ. എന്താ ഹെൻറിസ് ലോ? The solubility of a gas in liquid is directly proportional to the pressure of the gas. Mention the application of Henry's law. The partial pressure of gas in vapor phase is proportional to mole fraction. Henry's law and application. Scuba divers, bends എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ. പിന്നെ അടുത്തൊരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ സോഫ്റ്റ് ഡ്രിങ്ക് സീൽഡഡ് അണ്ടർ ഹൈ പ്രഷർ. ഓക്കെ ഓക്കെ. ബെൻസ്, സോഡ മേക്കിംഗ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു ഗ്യാസസ് ഓൾവേസ് ടെൻഡ് ടു ബി ലെസ് സോലുബിൾ ഇൻ ലിക്വിഡ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഗ്യാസ് ലയിക്കുന്ന അളവ് കുറയാനുള്ള കാരണം എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. ഇവിടെ മക്കളെ ശ്രദ്ധിക്ക്. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസ് ലിക്വിഡിൽ ലയിക്കുന്ന അളവ് കുറയും. നിങ്ങൾ സോഡ വാങ്ങുമ്പോൾ ഫ്രിഡ്ജിന്റെ അകത്തുള്ള സോഡ വാങ്ങി കുടിക്കുക. പറ്റുമെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്ത് കയറി കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടെമ്പറേച്ചർ കൂട്ടിയാൽ സൊലബിലിറ്റി കുറയും. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ്, ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് KH ഇൻക്രീസ്, ദെർഫോർ സൊല്യൂബിലിറ്റി ഡിക്രീസ്. ഇതുകൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസിന് കോൾഡ് വാട്ടർ ആണ് കംഫർട്ടബിൾ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് റോൾസ് ലോ. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയ സൊല്യൂബിലിറ്റി കുറയുന്ന മക്കൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇന്നത്തെ ലൈവിൽ പറഞ്ഞിരുന്നു സോഫ്റ്റ് ഡ്രിങ്ക്. അപ്പൊ ഒരു കുട്ടി എന്നോട് ക്ലാസ്സിൽ നിന്ന് ചോദിച്ചു, സാറേ അതുകൊണ്ടാണോ നമ്മൾ മത്സ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്ന്? അത് ശക്ത മത്സ്യം, അതിന് ഓക്സിജന്റെ ആവശ്യമില്ല. ഓക്കെ, അത്ര അങ്ങ് പോവണ്ട ശാസ്ത്രബോധം. സ്റ്റേറ്റ് റോൾസ് ലോ, യെസ്, അതൊരു എക്സോതെർമിക് റിയാക്ഷനാ. അവിടെ ടെമ്പറേച്ചർ കൂട്ടിയ സോലബിലിറ്റി കുറയാണ് ചെയ്യുക. ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് വെച്ചും ആൻസർ പറയാം. ഓക്കെ, സ്റ്റേറ്റ് റോൾസ് ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് the partial vapor pressure of each component in the solution is directly proportional to mole fraction. Directly proportional to എന്ത്? mole fraction. അഥവാ partial pressure of a component is directly proportional to mole fraction of that component in solution. P1 directly proportional to Chi1. P1 equal to P01 into Chi1. P2 equal to P02 into Chi2. ഈ ഇക്വേഷൻ റൗൾസ് ലോ നിർബന്ധമായിട്ട് പഠിച്ചിട്ടോ റൗൾസ് ലോന്റെ ആൻസർ കിട്ടുമെന്ന് ഉറപ്പിച്ച് പരീക്ഷയ്ക്ക് പോവുക. ഉറപ്പല്ലേ? ഓക്കെ അല്ലേ? റൗൾസ് ലോ ഓക്കെ എന്ന് പറഞ്ഞ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. റൗൾസ് ലോ ഓക്കെ എന്ന് പറഞ്ഞ് ഷോപ്പ് കീപ്പർ ചീത്ത പറയും. യെസ്, ഷോപ്പ് കീപ്പർ ചീത്ത പറയും, കുഴപ്പമില്ല, സോഡ വാങ്ങി വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജിൽ കയറിയാൽ മതി. ഓക്കെ, അപ്പം റൗൾസ് ലോ ഓക്കെ അല്ലെന്ന് പറഞ്ഞ് നാളത്തെ പരീക്ഷ റൗൾസ് ലോ എഴുതുമല്ലോ. ഓക്കെ പറഞ്ഞ് ഓക്കെ പറ, നാളത്തെ പരീക്ഷ റൗൾസ് ലോ എഴുതുമെന്ന് ഓക്കെ പറ. സെറ്റ്, ഗുഡ്. വാട്ട് ആർ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? Ideal solutions are the solution which obey Raoult's law over the entire range of concentration. Ideal പ്രത്യേകത delta H mix 0, delta V mix equal to 0. Okay. Non-ideal solution are solution which do not obey Raoult's law. Delta H mix not equal to 0, delta V mix not equal to 0. Non-ideal. Okay. ഓക്കെ, അപ്പൊ ഐഡിയലും നോൺ ഐഡിയലും ഓക്കെ. റൗൾട്സ് ലോ ഒബേ ചെയ്യുന്നു, റൗൾട്സ് ലോ ഒബേ ചെയ്യാത്തതും. ടെൻഷൻ ആവില്ല. അടിപൊളിയായിട്ട് നാളത്തെ പരീക്ഷയിൽ ഈ ചാപ്റ്ററിന് മാർക്ക് പോവില്ല. നിങ്ങൾ പേടിക്കേണ്ട. നാളത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റിൽ എഴുതും. ഇതൊക്കെയാണ് ചോദിക്കുക. ഇത്ര ഉറപ്പിൽ സാർ എങ്ങനെ പറയുന്നു എന്നായിരിക്കും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ, വരാൻ പറഞ്ഞോ, സൊല്യൂഷനിലെ നാളത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നു. Draw the vapor pressure mole fraction curve for non-ideal solution having positive deviation. If A and B are the two volatile components. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഐഡിയലിന്റെ ഗ്രാഫ് നമ്മൾ വരക്കുന്നു, എന്നിട്ട് മുകളിലൂടെ കർവായി കാണിക്കുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്
നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് ചോദിച്ചാൽ ഐഡിയലിന്റെ ഗ്രാഫ്, നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്, പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിരിക്കണം. ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എത്തനോൾ അസറ്റോൺ മിക്സർ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. സൊല്യൂഷൻ മിക്സ് ചെയ്യുമ്പോൾ ഇന്ററാക്ഷൻ കുറഞ്ഞാൽ, ഇപ്പൊ ക്ലാസ് റൂമിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മിക്സ് ചെയ്തപ്പോൾ ഇന്ററാക്ഷൻ കുറഞ്ഞു, അപ്പൊ ഇവരെല്ലാവരും വിട്ടു നിൽക്കും. സൊല്യൂട്ടും സോൾവെന്റ് ഇന്ററാക്ഷൻ കുറഞ്ഞാൽ പിന്നെ വേപ്പർ ആകുന്ന അളവ് കൂടും, വേപ്പർ പ്രഷർ കൂടും, പോസിറ്റീവ് ഡീവിയേഷൻ സംഭവിക്കും. മിക്സ് ചെയ്താൽ ഇന്ററാക്ഷൻ കുറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ, മിക്സ് ചെയ്യുമ്പോൾ ഇന്ററാക്ഷൻ കൂടിയാൽ നെഗറ്റീവ് ഡീവിയേഷൻ, വേപ്പർ പ്രഷർ ആവുന്ന കഴിവ് കുറയും. അതാണ് അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ഡീവിയേഷൻ. യെസ്, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ഡീവിയേഷൻ, എത്തനോളും അസറ്റോണും പോസിറ്റീവ് ഡീവിയേഷൻ. ഡസ് ദി സൊല്യൂഷൻ ഒബേ റൗൾസ് ലോ? നോ. റൗൾസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കണം. ഗിവ് ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഓഫ് ദി സൊല്യൂഷൻ. ഇറ്റ് ഈസ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ ശ്രദ്ധിച്ചോ. അപ്പം എത്തനോളും അസറ്റോണും പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. കാരണം എത്തനോളുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അത് അസറ്റോണുമായി മിക്സ് ചെയ്യുമ്പോൾ ആ ബോണ്ട് വീക്ക് ആകും. അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ഡീവിയേഷൻ. ശ്രദ്ധിച്ചോ, അസറ്റോണും ക്ലോറോഫോമും നെഗറ്റീവ് ഡീവിയേഷൻ. വാട്ട് ആർ അസിയോട്രോപ്പ്? വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ അസിയോട്രോപ്പ് കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഡെഫിനിഷൻ ഓർമ്മയില്ലല്ലോ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ബൈഹാർട്ട് ചെയ്യ്, അസിയോട്രോപ്പ് ബൈഹാർട്ട് ചെയ്യ്. ദേ ആർ ബൈനറി മിക്സ്ചർ having same composition. Azeotropes are the binary mixture having same composition in liquid and vapor phase and boils at a constant temperature. അപ്പൊ 3 പോയിന്റുകളാണ് വരേണ്ടത്. Azeotropes are binary mixture, same composition in liquid and vapor phase, boils at a constant temperature. 3 points. Binary mixture, same composition, vapor and liquid phase, boils at a constant temperature. Azeotrope, binary mixture, same composition in liquid and vapor, boils at a constant temperature. മറക്കല്ല. അസിയോട്രോപ്പിന്റെ 3 പോയിന്റ്: ബൈനറി മിക്സ്ചർ, സെയിം കോമ്പോസിഷൻ, വേപ്പർ ആൻഡ് ലിക്വിഡ്, ബോയിൽസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഗുഡ്. അസിയോട്രോപ്പ് മറക്കില്ല എന്ന് പറ. അസിയോട്രോപ്പ് മറക്കില്ല. ഓക്കെ എന്ന് പറയാം. അസിയോട്രോപ്പ് ഓക്കെ എന്ന് പറഞ്ഞാൽ സ്ലൈഡാണ് നീങ്ങുള്ളൂ, അതിൽ വേറെ വർത്താനില്ല, വേറെ സംസാരമില്ല. അസിയോട്രോപ്പ് മനസ്സിലായി എന്ന് പറഞ്ഞാലേ സ്ലൈഡ് നീങ്ങുകയുള്ളൂ. അസിയോട്രോപ്പ് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് മാത്രമാണ് മാത്സ് എക്സാമിന് വന്ന്. യെസ്, അതെ, കെമിസ്ട്രിയും അങ്ങനെ തന്നെ. ഓക്കെ സാർ, ഗുഡ്. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വിത്ത് എക്സാമ്പിൾ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷനിലാണ്. ഡ്യൂറിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ മാക്സിമം വേപ്പർ പ്രഷർ ഈസ് ഒക്കർ. അറ്റ് ദാറ്റ് കോമ്പോസിഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിരിക്കും. HNO3 ആൻഡ് H2O, HNO3യുടെയും H2Oയുടെയും മിക്സ്ചർ 95% HNO3യും 5% വാട്ടറും. പോസിറ്റീവ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കെ. Among the following which is not a colligative property. Osmotic pressure colligative property ആണ്. Elevation of boiling point colligative property ആണ്. Elevation. Vapor pressure is not a colligative property. Relative lowering of vapor pressure ആണ് colligative property. Yes, 3. അഭിരാം കറക്റ്റ് ആൻസർ ഇങ്ങനെ കിടുത്തിങ്ങനെ വീഴ്ചയാണ്. അഭിരാം ആൻസർ ഇങ്ങനെ ടക്ക് വീഴ്ചയാണ്. നാളത്തെ എക്സാം അഭിരാം പൊളിക്കും, എല്ലാവരും പൊളിക്കണം. ഓക്കെ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് വേപ്പർ പ്രഷർ ആണ്. ഓക്കെ. നേരത്തത് പോസിറ്റീവ് ഡീവിയേഷൻ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാ ചോദിച്ചത്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് പോസിറ്റീവ് ഡീവിയേഷൻ അല്ലാട്ടോ. എത്തനോൾ പ്ലസ് വാട്ടർ
95% എത്തനോൾ. ഞാൻ നൈട്രിക് ആസിഡ് പറഞ്ഞിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ ആണല്ലോ, അപ്പോൾ മാറിപ്പോവരുത്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് പോസിറ്റീവ് ഡീവിയേഷനിലാണ്. എത്തനോളും വാട്ടറും മിക്സ് ചെയ്താൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. എക്സാമ്പിളുകൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ എല്ലാ എക്സാമ്പിളുകളും പറഞ്ഞതാണ്. ഓക്കെ, സമയമില്ല. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ. ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് 353.23. ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് 353.23. എത്തനോൾ പ്ലസ് അസറ്റോൺ. യെസ്, കാറ്റിറ്റ്യൂഡ്സ്. എത്തനോൾ പ്ലസ് അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ പറഞ്ഞാൽ മതി. എത്തനോളിക് സൊല്യൂഷൻ 95% എത്തനോളിക് സൊല്യൂഷൻ. ഓക്കെ, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ 353.23 Kelvin. When 1.80 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point is raised to 354.1. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് 354.11 മൈനസ് 353.23 ഈക്വൽ ടു 0.88 ആകുമെന്ന് ഞാൻ കരുതുന്നു. ഡെൽറ്റ ടി ബി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് M2. മക്കളെ, ഈ മോളാർ മാസ് കാണുന്ന ഇക്വേഷൻ നിർബന്ധമായിട്ടും 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലും പഠിക്കണം. M2 is equal to KB into W2 divided by delta TB into W1 into 1000. M2 is equal to KB into W2. KB into W2 divided by delta TB into W1 into 1000. KB into W2 divided by delta TB into W1 into 1000. KB എത്ര തന്നിരിക്കുന്നത്? 2.53 into W2 1.80 into 1000 divided by delta TB 0.88 into 1.80 W1 1.80 gram of non-volatile solute ആണ് W1. W2 പിന്നെ W1 weight of solvent 90 gram. ഓക്കെ, ഡെൽറ്റ ടി ബി 1.80. വാല്യൂസ് നോക്കൂ. KB 2.53 and W1 90 gram. M2 delta TB W1 into 1000. Okay, അപ്പോൾ KB is എത്ര? 2.53 into W2 1.80 gram solute. KB into W2 divided by delta TB 0.88 into W1 90 into 1000. ഓക്കെ, ഇത് വെച്ച് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 gram of a non-electrolyte solute dissolved in 50 gram of benzene. അപ്പോൾ W2 എന്ന് പറയുന്നത് 1 gram. ശ്രദ്ധിക്ക. ലൈവിൽ വാ മക്കളെ, ലൈവിൽ വാ. W2 1 gram. 1 gram non-electrolyte solute dissolved in 50 gram of benzene. W1 solvent 50 gram. Freezing point of benzene by 0.40. Lowered the freezing point. Delta TF 0.40. The freezing point depression constant of benzene, so that is KF 5.12. Find the molar mass. Molar mass of solute is equal to KF into W2 divided by delta TF into W1 into 1000. KF 5.12 into W2 1 gram into 1000 divided by delta TF 0.40 into W1 50. വളരെ സിമ്പിളായിട്ട് വാല്യൂസുകൾ കൊടുക്കുക, നേരിട്ട് വാല്യൂസ് കൊടുക്കുക, കാൽക്കുലേറ്റർ വെച്ച് തെറ്റാതെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാമല്ലോ. സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂസ് പഠിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യം മാത്രം, ഇക്വേഷൻ പഠിക്കുക, തന്നിരിക്കുന്ന ടേം ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ മോളാർ മാസ് കാണുന്ന ഇക്വേഷൻ M2 is equal to KF into W2 divided by delta TF into W1 into 1000.
KF into W2 divided by delta TF into W1 into 1000. Okay. അടുത്തത് calculate the depression freezing point of 0.2 molar solution if KF of water is 1.86. Depression and freezing point delta TF is equal to KF into molality. Delta TF is equal to മക്കളെ ഒന്ന് കമന്റ് ചെയ്യണം. Delta TF is equal to KF into molality. KF 1.86, molality 0.2. 1.86 into molality 0.2. So the answer is 0.372 ന്റെ അടുത്ത് വരും എന്ന് തോന്നുന്നു. ഡെൽറ്റ TF 0.372 ന്റെ അടുത്ത് വരും. ഓക്കെ, യെസ് കൃഷ്ണ, സെറ്റ്. ഓക്കെ ഇക്വേഷൻസ് പഠിച്ചാൽ മതി. KF തന്നു, മൊളാലിറ്റിയും തന്നു, നേരിട്ട് പ്രോബ്ലം ചെയ്യുക, അത്രേ ഉള്ളൂ. KF തന്നു, മൊളാലിറ്റി തന്നു, ഡെൽറ്റ TF നേരിട്ട് കാണുക. മക്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മൊളാരിറ്റിയുടെ ക്വസ്റ്റ്യൻ, ഹെൻഡ്രിസ് ലോ, റോൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, അവയുടെ എക്സാമ്പിളുകൾ, അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. 95% എത്തനോൾ സൊല്യൂഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. നമ്മൾ തന്നെ സ്പീഡിൽ പറയുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. അപ്പൊ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് പോസിറ്റീവ് ഡീവിയേഷനിലാണ്. എക്സാമ്പിളുകൾ മാറിപ്പോവരുത്. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? ഇതറിയാത്ത ആരുമില്ല. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദ പ്രഷർ ടു സ്റ്റോപ്പ് ദ ഓസ്മോസിസ്. The hydrostatic pressure on solution side to stop the osmosis. Explain reverse of osmosis and mention of this application. Reverse of osmosis, when the pressure on solution side is greater than osmotic pressure. When pressure is greater than osmotic pressure, the flow of solvent molecule from solution to solvent is occur. ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസാലിനേഷൻ ഓഫ് സീ വാട്ടർ. യെസ്, ദ പ്രഷർ ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ അറിയണം, റിവേഴ്സ് ഓഫ് ഓസ്മോസിസ് അറിയണം. റിവേഴ്സ് ഓഫ് ഓസ്മോസിസിന്റെ അപ്ലിക്കേഷൻ ഡിസാലിനേഷൻ ഓഫ് സീ വാട്ടർ. ഓക്കെ. വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻ? ഇന്നത്തെ ലൈവിലും പറഞ്ഞതാണ്. ടു സൊല്യൂഷൻ ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, ദേ ആർ നോൺ ആസ് ഐസോട്ടോണിക് സൊല്യൂഷൻ. മക്കൾ, ഐസോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ 0.9% NaCl വിത്ത് ഫ്ലൂയിഡ്സ് ഇൻ RBC. ഇതുകൊണ്ടാണ് മെഡിസിൻ മിക്സ് വിത്ത് ദീസ് സൊല്യൂഷൻ, നോർമൽ സലൈൻ സൊല്യൂഷൻ എന്നാണ് പറയുക. ഐസോട്ടോണിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആർ ദ സൊല്യൂഷൻ ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. എക്സാമ്പിൾ നമുക്കറിയാം, 0.9% NaCl സൊല്യൂഷൻ വിത്ത് ഫ്ലൂയിഡ്സ് ഇൻ RBC. സോ ദ മെഡിസിൻ ഈസ് മിക്സ്ഡ് വിത്ത് ദിസ് സലൈൻ സൊല്യൂഷൻ. ഓക്കെ. For determining molecular mass of polymers, osmotic pressure is preferred other than other properties. Why? Due to low solubility of polymers. അടുത്ത ക്വസ്റ്റ്യൻ, for intravenous injection only solution with osmotic pressure equal to that of, yes, question വന്നു, that of 0.9% NaCl solution is used. Why? പറയുന്നു, ഈ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് വരും. Because that solution 0.9% NaCl solution is isotonic with fluids of RBC. So it prevents the shrinking or bursting of red blood cell RBC. മറക്കണ്ട, ഓസ്മോസിസ് എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, റിവേഴ്സ് ഓഫ് ഓസ്മോസിസ് എന്താണ്, പോളിമേഴ്സിന്റെ മോളാർ മാസ് കാണാൻ ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം ഡ്യൂ ടു ലോ സൊല്യൂബിലിറ്റി ഓഫ് പോളിമേഴ്സ് ആണ്. ഇൻട്രാവേനസ് ഇഞ്ചക്ഷൻ മെഡിസിൻ ഈസ് മിക്സ്ഡ് വിത്ത് 0.9% സൊല്യൂഷൻ. റീസൺ, ഇറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് ഫ്ലൂയിഡ്സ് ഓഫ് RBC. ഐസോട്ടോണിക് വിത്ത് ഫ്ലൂയിഡ്സ് ഓഫ് RBC. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. 3 ക്വസ്റ്റ്യൻസ്.
3 ക്വസ്റ്റ്യനോട് കൂടി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നാളത്തെ ഇനി നമ്മൾ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യൂല. നമ്മളെ സൊല്യൂഷന്റെ അവസാന ഭാഗമാണ്. ഇനി നിങ്ങളെ മുമ്പിൽ സൊല്യൂഷനുമായിട്ട് നമ്മളുടെ ലൈവ് ഒരു ചാപ്റ്റർ ആയിട്ട് വരില്ല. അതുകൊണ്ട് ഈ ലൈവിൽ പറഞ്ഞ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചോ. എക്സാമിന് ഇതിന്റെ അകത്തുനിന്ന് വരൂ. ഇത് ഞാനാ പറയുന്നത്. മോളാർ മാസ് കാണണം. എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നിന്നും മോളാർ മാസ് കാണുന്ന ഇക്വേഷൻ പഠിക്കണം. മോളാർ മാസ് ഇക്വേഷൻ പഠിക്കാതെ പോവല്ല. ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് മോളാർ മാസ് ചോദിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പൊ അവിടുന്ന് ഇക്വേഷൻ നമുക്ക് എഴുതിയെടുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് മോളാർ മാസിന്റെ ഇക്വേഷൻ മക്കൾ പഠിക്കണം. ഇവിടുത്തെ ഇക്വേഷൻ W2RT/πV, W2RT/πV, W2 മാസ് ഓഫ് സൊല്യൂട്ട് 1.26, ആറിന്റെ വാല്യൂ 0.083, ടെമ്പറേച്ചർ 300 കെൽവിൻ. നേരെ വാല്യൂ കൊടുക്കാണ്. പൈ ഓസ്മോട്ടിക് പ്രഷർ 2.57 into 10⁻³ 10⁻³. വോളിയം എത്ര? 100 സെന്റിമീറ്റർ ക്യൂബ്. 100 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ. 100 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 100 മില്ലി, ദാറ്റ് മീൻസ് 1 ലിറ്റർ. 100 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ നിങ്ങൾ മുകളിൽ ഇൻറ്റു 100 ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് 1 ലിറ്റർ. വോളിയം അവിടെ ലിറ്ററിലായിരിക്കണം. 100/1000. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ് മില്ലി ലിറ്റർ തന്നെയാണ്. ഇനി വാല്യൂസുകൾ വെച്ച് ചെയ്യുക. സമയം കളയുന്നില്ല ഞാൻ. നമ്മളെ മുമ്പിൽ 11:30 മണിയാവാനായി. 11:10, 1.26, 0.08, അത് 8.3 എന്നാകും. ഇൻറ്റു 3, 2.57 ഇൻറ്റു 10⁻³ ഇൻറ്റു 1. 100 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. ഓക്കെ, വോളിയം ഷുഡ് ബി ലിറ്ററിലായിരിക്കണം. അത് മൊളാരിറ്റിയിലെ വോളിയമാണ്. ഷുഡ് ബി ലിറ്റർ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 100/1000, സോറി 100 സെന്റിമീറ്റർ ക്യൂബ് അല്ല, ഐ എം റിയലി സോറി, 1000 സെന്റിമീറ്റർ ക്യൂബ്. 1000 സെന്റിമീറ്റർ ക്യൂബ് 1 ലിറ്റർ. അപ്പോൾ 1000/1000 എന്ന് വരും 1 ലിറ്റർ. ഓക്കെ, വൃത്തിയിൽ ചെയ്യണം. കാൽക്കുലേറ്റ് ദ വാൻ ഹോ ഫാക്ടർ ഓഫ് ദ ഫോളോവിങ്. സോഡിയം ക്ലോറൈഡ് 100% ഡിസോസിയേറ്റ് ചെയ്താൽ വാൻ ഹോ ഫാക്ടർ I = 2. AlCl3 ഐന്റെ വാല്യൂ പറ. AlCl3 എത്ര അയോണായി മാറും? ഒന്ന് ടൈപ്പ് ചെയ്ത്. AlCl3 ഐന്റെ വാല്യൂ, AlCl3 ഐയുടെ വാല്യൂ. കാറ്റിറ്റ്യൂഡ് 2. യെസ്, ഗുഡ്. ഷിഫാന MK2, കൃഷ്ണ 2. AlCl3 I, AlCl3 എത്ര അയോണായി മാറും? 3 അല്ല. AlCl3 Al3+ഉം 3 Cl- ടോട്ടൽ അയോൺ എത്ര? തെറ്റിക്കല്ല. AlCl3 അലൂമിനിയവും 3 ക്ലോറിനും. ഉണ്ട്. അപ്പൊ ഐ വാല്യൂ എത്ര? ഐ വാല്യൂ 4. ഓപ്ഷൻ സിന്റെ ഐ വാല്യൂ Mg2+ഉം 2OH-ഉം. അപ്പോൾ I = 3. യെസ്. NaCl I2, AlCl3 I4, MgOH twice മെഗ്നീഷ്യം 2 ഹൈഡ്രോക്സൈഡും I3. അടുത്ത ക്വസ്റ്റ്യൻ. വാല്യൂ ഓഫ് വാൻ ഹോ ഫാക്ടർ I4 KCl is nearly 2. KClന്റെ I nearly 2 ആണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇന്നലെയും നമ്മൾ പറഞ്ഞതായിരുന്നു. എത്തനോൾ I4 എത്തനോൾ ഈസ് നിയർലി 0.5. സോറി, I4 എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ് മാറിപ്പോകുന്നു കേട്ടോ, രാത്രി ആയതുകൊണ്ടാണ്. അസറ്റിക് ആസിഡ് I 0.5 ആവാനുള്ള കാരണം ഇറ്റ് അണ്ടർഗോ അസോസിയേഷൻ സംഭവിച്ചത് കൊണ്ടാണ് അതിന്റെ ഐ വാല്യൂ 1/2 ആയത്, 0.5 ആയത് എന്നറിയണം. എത്തനോൾ അല്ല കേട്ടോ, എത്തനോയിക് ആസിഡ് CH3COH. ഹലോ അഭിരാം, എത്തനോൾ അല്ല, എത്തനോയിക് ആസിഡ്, അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ് undergo association. The extent to which a solute is dissociate or associate can be expressed by Van Hoff factor. Substantiate the statement. Yes, Van Hoff factor is used to
for the extent of association or dissociation. Some solute particle may associate or dissociate. So molar mass may change. That is abnormal molar mass. To correct the abnormality in molar mass, we use the term Van Hoff factor. Yes, അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് അല്ല, അസോസിയേറ്റ് ആയതുകൊണ്ടാണ് 0.5. അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ആണ്. വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യും, ബെൻസിൽ അസോസിയേഷൻ ആണ്. ഇവിടെ 0.5 വരാൻ കാരണം അസോസിയേഷൻ ആണ്. ക്ലിയർ ചെയ്യാം. ഓഫ് വാൻ ഡെ ഹോഫ് ഫാക്ടർ, മോഡിഫൈഡ് ക്വസ്റ്റ്യൻസ് ഓഫ് വാൻ ഡെ ഹോഫ് ഫാക്ടർ എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ മക്കൾ, അപ്പോൾ വാൻ ഡെ ഹോഫ് ഫാക്ടർ ഈസ് യൂസ്ഡ് ടു സ്ലൈഡ്സ് എപ്പോഴാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇടുക? സ്ലൈഡ്സ് നമ്മൾ ലൈവ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടും. ഓക്കെ, ദ എക്സ്റ്റെന്റ് ഓഫ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ വാൻ ഡെ ഹോഫ് ഫാക്ടർ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇവിടെ നിങ്ങളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ, ഞാൻ ലൈവിൽ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഫോർ പോസിറ്റീവ് ഡീവിയേഷൻ 95% എത്തനോൾ സൊല്യൂഷൻ ആണ്. എക്സാമ്പിൾ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റിപ്പോവരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധ പോയിട്ട് തെറ്റോ എന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. ശ്രദ്ധിച്ചല്ലോ, ഞാൻ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിച്ചില്ലേ? ഹെൻഡ്രിസ് ലോ, വേപ്പർ പ്രഷർ, റോൾസ് ലോ, പോസിറ്റീവ് ഡീവിയേഷൻ, ഐഡിയൽ സൊല്യൂഷൻ, ഗ്രാഫുകൾ, വാൻ ഡെ ഹോഫ് ഫാക്ടർ, അസിയോട്രോപ്പ്, ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. ഹെൻഡ്രിസ് ലോന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. മക്കളെ സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? റെഡിയാണ്. അപ്പൊ യെസ്, ആർട്ടിന്റെ ടാബ് ഇതാണോ? കൊടുത്തു. HM പോയോ? ഫ്രീ സ്ലൈഡ് ഒന്ന് വിളിച്ച്. ഒരു സെക്കൻഡ് മക്കൾ, ഒരു സെക്കൻഡ്. അതിൽ ഫ്രീ സ്ലൈഡ് മക്കളെ ഒരു സെക്കൻഡ്. മക്കളെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാലോ അറൈൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങ് ഡിസ്കസ് ചെയ്യും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അത്രയും ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ്. ഓക്കെ, അപ്പോൾ അതിലെ കോപ്പിഡ് അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ്, യെസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണ്? അപ്പോൾ മക്കളെ ആൻസർ പറയണം. ഈ റിയാക്ഷൻ ആൻസർ ഒന്ന് പറഞ്ഞേ മക്കൾ, ഈ ആൻസർ ഒന്ന് പറഞ്ഞേ, കംപ്ലീറ്റ് ചെയ്യണേ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു 10 റിയാക്ഷൻ ഞാൻ അങ്ങ് എഴുതും. ആ 10 റിയാക്ഷൻ്റെയും പ്രോഡക്റ്റ് പറയണം. 10 റിയാക്ഷൻ്റെയും പ്രോഡക്റ്റ് ഇതാ. ഒന്ന് പറയാം, CS3 CH2Cl. മക്കൾ നോക്കുക, CS3 CH2Cl പ്ലസ് NaI ആൻഡ് അസറ്റോൺ. ഒന്ന് പ്രോഡക്റ്റ് പറഞ്ഞേ, ഒന്ന് പ്രോഡക്റ്റും പറയണം. ആ റിയാക്ഷൻ്റെ നെയിം ഒന്ന് പറഞ്ഞേ. റിയാക്ഷൻ്റെ പ്രോഡക്റ്റും പറയണം, റിയാക്ഷൻ്റെ പേരും പറയണം. ഒന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. പറയൂ, അസലെ പറയടാ കൃഷ്ണ. കാറ്റിറ്റ്യൂഡ് പറയൂ. ആൽക്കൈൽ ഹാലൈഡിലേക്ക് സോഡിയം അയഡൈഡ് അസറ്റോൺ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുക? കാറ്റിറ്റ്യൂഡ് റിയാക്ഷൻ, ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് പറയടാ, പ്രോഡക്റ്റ് പറ. റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംഗിൾസ്റ്റൈൻ. ഓക്കെ ആണ്, റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംഗിൾസ്റ്റൈൻ. അതിൽ ഡൗട്ട് ഒന്നുമില്ല. പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞേ. CH3CH2I ആണ് പ്രോഡക്റ്റ്. കൃഷ്ണ കറക്റ്റ് ആണ് മോളെ, CH3CH2I ആണ്. ക്ലോറിൻ മാറിയിട്ട് ആര് വരും? അയോഡിൻ വരുന്ന റിയാക്ഷൻ ആണ് ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ. ഉപയോഗിക്കുന്ന സോൾവെന്റ് അസറ്റോൺ ആണ്. പ്രോഡക്റ്റ് പറഞ്ഞു. അബിറാം ആൻസർ പറഞ്ഞു, ഷിഫാൻ ആൻസർ പറഞ്ഞു, കാറ്റിറ്റ്യൂഡ് ആൻസർ പറഞ്ഞു, അജൽ ആൻസർ പറഞ്ഞു. ക്ലിയർ അല്ലേ? റെഡിയാണ്. അടുത്ത് CH3, അടുത്ത നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത രണ്ടാമത്താണ് CH3CH2Br പ്ലസ് AgF സിൽവർ ഫ്ലൂറൈഡ്. ആ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയോ?
മക്കളെ ഷിഫ, ആ റിയാക്ഷന്റെ പ്രോഡക്റ്റ് ഇതാണ് പ്രോഡക്റ്റ്. ഇതാ ഇങ്ങനെ എഴുതി പഠിച്ചോ, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, ഈസി ആയിട്ട്. CH3CH2Br+AgF എന്താണ് കിട്ടുക? എന്താണ് ഷിഫാൻ പറയൂ, എന്താണ് കിട്ടുക? പ്രോഡക്റ്റ് പറ. CH3CH2F കിട്ടി. ഷിഫാൻ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ബ്രോമിൻ മാറിയിട്ട് ആര് വന്നു? ബ്രോമിൻ മാറിയിട്ട് ഫ്ലൂറിൻ വന്നെന്ന്. ബ്രോമിൻ മാറിയിട്ട് ഫ്ലൂറിൻ വരുന്ന റിയാക്ഷൻ ആണിത്, സ്വാട്സ് റിയാക്ഷൻ. CH3CH2F കിട്ടി, റിയാക്ഷൻ ഫ്ലൂറിൻ വന്നു. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണിത് സ്വാട്സ് റിയാക്ഷൻ. ക്ലിയർ ആണ്? റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സ്വാട്സ് റിയാക്ഷൻ. ക്ലിയർ? അടുത്ത് നോക്കിക്കോ, CH3CH2OH. അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് SOCl2. ഒന്ന് പ്രോഡക്റ്റ് പറഞ്ഞേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് പറയൂ. റിഷ ഷിഫ റെഡിയാണ്. ഇതിന്റെ പ്രോഡക്റ്റ് ഓക്കെയാണ് മോളെ. ഇതിന്റെ പ്രോഡക്റ്റ് ലാസ്റ്റ് ചെയ്ത റിയാക്ഷന്റെ പ്രോഡക്റ്റ് പറ. ലാസ്റ്റ് ചെയ്ത റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ. ലാസ്റ്റ് ചെയ്ത റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറയോ. CH3CH2Cl ആണ്. CH3CH2Cl ഒന്നുമില്ല. OH പോയിട്ട് Cl വരും. OH പോയിട്ട് Cl. CH3CH2Cl പ്ലസ് SO2 പ്ലസ് HCl. Both the byproducts are gas. Okay. അപ്പൊ ആര് പോയിട്ട് ആര് വരും? OH പോയിട്ട് Cl വരും അല്ലേ? OH പോയിട്ട് Cl വരികയാണ് ചെയ്യുന്നത്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? ആ റിയാക്ഷൻ എന്തുകൊണ്ട് ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് തയോണൈൽ ക്ലോറൈഡ്. തയോണൈൽ SOCl2. അപ്പൊ അവർ ക്വസ്റ്റ്യൻ അറിയാ. അപ്പു പറഞ്ഞു, നാജി പറഞ്ഞു, ഷിഫാൻ പറഞ്ഞു, കാറ്റിറ്റ്യൂഡ് പറഞ്ഞു, അബിറാം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ക്വസ്റ്റ്യൻ ഇതാണ്, തയോണൈൽ ക്ലോറൈഡ് is the best reagent. Thionyl chloride is the best reagent for the preparation of alkyl chloride from alcohol. മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ്, ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ആൽക്കഹോളിൽ നിന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണെന്ന്. എന്തുകൊണ്ടാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ആൽക്കഹോളിൽ നിന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണ്. എന്തുകൊണ്ടാണ് അഞ്ജലെ? എന്തുകൊണ്ടാണ്? ബോത്ത് ബൈ പ്രോഡക്ട്സ് ആർ ഗ്യാസ്. രണ്ട് ബൈ പ്രോഡക്റ്റുകളും ഗ്യാസ് ആണ്. സോ ആൽക്കഹോളിൽ നിന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ്. അബിറാം പറഞ്ഞിട്ടുണ്ട് ബോത്ത് ബൈ പ്രോഡക്ട്സ് ആർ ഗ്യാസ്. സോ സെപ്പറേഷൻ ഈസ് നോട്ട് നെസസറി. സെപ്പറേഷന്റെ ആവശ്യമില്ല സാറേ. അത് ക്ലിയർ ആണ്. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പൊ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ പഠിച്ചു, സ്വാട്സ് റിയാക്ഷൻ പഠിച്ചു, അതുപോലെ തയോണൈൽ ക്ലോറൈഡ് റിയാക്ഷൻ, തയോണൈൽ ക്ലോറൈഡ് പഠിച്ചു. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ് പറയണേ. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ഇങ്ങനെ ഉണ്ടാവുക, കംപ്ലീറ്റ് ദ റിയാക്ഷൻ. പ്രൊപ്പീൻ ഉണ്ട്, HBr ഉണ്ട്, HBr. പ്രോഡക്റ്റ് ഏതാണ്? പെറോക്സൈഡ്. പ്രോഡക്റ്റ് ഒന്ന് പറയോ? ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയാം മക്കള്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, കംപ്ലീറ്റ് ദ റിയാക്ഷൻ. പ്രോഡക്റ്റ് എഴുതാനുണ്ടാവും. മേജർ പ്രോഡക്റ്റ് എന്ന് പറയോ? മക്കളൊന്ന് കമന്റ് ചെയ്യോ? അബ്രാമേ കമന്റ് ചെയ്യ്. അജലെ നാജി ഒന്ന് കമന്റ് ചെയ്യോ? ബ്രോമിൻ എവിടെ പോകുമെന്ന് പഠിച്ചാൽ മതി. ബ്രോമിൻ എവിടെ പോകും, H എവിടെ പോകും എന്ന് പറഞ്ഞാൽ മതി. യെസ്, CH3CH2CH2Br. യെസ്, അപ്പു പറഞ്ഞു, കാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ക്ലിയർ ആണ്. മാർക്കോണിക്കോഫ്സ് റൂൾ അല്ല. ഓക്കെ, ആകാശ് മാർക്കോണിക്കോഫ്സ് റൂൾ. ചെറിയൊരു വ്യത്യാസമുണ്ട്. മക്കൾ ശ്രദ്ധിക്കുക, Br മൈനസ് പോവുക, ബ്രോമൈഡ് അയോൺ അറ്റാച്ച് ചെയ്യുക. ശ്രദ്ധിച്ചോ, H+ഉം Br മൈനസ് അല്ലേ? ഈ Br മൈനസ് പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഡബിളി ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് അവിടത്തേക്കാണ് Br പോവുക. കാരണം ഇവിടെ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെറോക്സൈഡ് ആണ്. ആൻഡ് അഡിഷൻ ഫോളോസ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. അഡിഷൻ എന്താ ഫോളോ ചെയ്യുക? ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ ആണ് ഫോളോ ചെയ്യുക. കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH2Br. ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. പ്രോഡക്റ്റ് ക്ലിയർ അല്ലേ? കറാഷ എഫക്റ്റ് ആണ്. അബ്രാം പറഞ്ഞു കറാഷ എഫക്റ്റ് ആണ്. സെയ്സേഫ്സ് റൂൾ അല്ല. സെയ്സേഫ്സ് റൂൾ അല്ല മോനെ. സെയ്സേഫ്സ് റൂൾ എന്താ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് ഇത് നോക്കിയോ. അടുത്ത ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. ഈ പ്രിപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയേ പഠിക്കാനല്ലേ. പ്രിപ്പറേഷൻ പാർട്ടിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടിയേ പഠിക്കാനല്ലോ. അത് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ പാർട്ട് കഴിഞ്ഞു. ഹാലോ ആൽക്കൈൻ വളരെ ഈസിയാണ് പഠിക്കാൻ. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒറ്റ ക്വസ്റ്റ്യൻ. ഇത് പ്രൊപ്പീൻ ആണ്. പ്രൊപ്പീൻ CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. പെറോക്സൈഡ് ഇല്ല. എന്താണ് പ്രോഡക്റ്റ് പറയാൻ പറ്റുമോ ഷിഫാൻ? ഓക്കെ, ഇതിന്റെ പ്രോഡക്റ്റ് ഷിഫാനെ, ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയോ? ആൻസർ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്താണ് പ്രോഡക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും.
ഓക്കെ, ആൾഡിഹൈഡ് എടുക്കുമോ? ആൾഡിഹൈഡ് കാറ്റഗറിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ആൾഡിഹൈഡ് സാർ എന്താ ഹാഷിം സാർ നേരത്തെ ആൾഡിഹൈഡിൽ എടുത്ത് ഞാൻ പറഞ്ഞുതരാം, സ്പീഡ് പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞിട്ട് ആൾഡിഹൈഡ് എടുത്തുതരാം. ഓക്കെ, BR- എങ്ങോട്ടാ പോവുക? BR- എങ്ങോട്ടാ പോവുക? ഡബിളി ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതലുള്ളത് ആണോ കുറവുള്ളിടത്തിലേക്കല്ലേ മാർക്കോണിക് ഓഫ് റൂൾ അല്ലേ? BR- അറ്റാച്ച് ചെയ്യുക. BR- വിൽ അറ്റാച്ച്, ഇവിടെ പോവും. എന്താ പ്രോഡക്റ്റ് കിട്ടുക? CS3 കിട്ടി, കാറ്റിറ്റ്യൂഡ് കിട്ടി, ആൻസർ കിട്ടി. റെഡി? CS3 CH റൈറ്റ്, CH3 പറ മക്കളെ, പറ CHBr CH3. അതായത് ഇവിടെ പെറോക്സൈഡ് ഇല്ലെങ്കിൽ മക്കളെ, ഇവിടെ പെറോക്സൈഡ്, നോ പെറോക്സൈഡിന്റെ പ്രസൻസ്, പെറോക്സൈഡിന്റെ ആബ്സെൻസ് അല്ലേ? ഇവിടെ പെറോക്സൈഡ് ഇല്ല. പെറോക്സൈഡ് ഇല്ലെങ്കിൽ എന്താണ് പ്രോഡക്റ്റ്? ബ്രോമിൻ ഡബിളി ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ എണ്ണം കുറവുള്ള സ്ഥലത്തേക്ക് പോയി. ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഹൈഡ്രജനും ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജനുമാണുള്ളത്. BR എങ്ങോട്ടാ പോയത്? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ എണ്ണം കുറവുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പൊ പ്രിപ്പറേഷന്റെ ഭാഗത്ത് ക്ലിയർ ആണ് അജ്ജൽ, അപ്പു, അഭിറാം സെറ്റാണ്. അടുത്തത്, നിങ്ങളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്കിത് വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ വരുമെന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് SN1 ആൻഡ് SN2 റിയാക്ഷൻ. SN1നെയും SN2നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. SN1 ആൻഡ് SN2 റിയാക്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. ഈ ക്വസ്റ്റ്യൻ ഉറപ്പിച്ച് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റും. SN1 ആൻഡ് SN2 റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. നോക്കാണ് കൃഷ്ണ, നോക്കുകയാണേ, 4 പോയിന്റ് ചെയ്താ റേറ്റ് ഓഫ് റിയാക്ഷൻ റിയാക്ടന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. 4 പോയിന്റ് പഠിച്ചാൽ മതി. അവസാന നിമിഷം ഈ 4 പോയിന്റ് പഠിക്കണ്ടു. അറിയാം സാർ, അപ്പു എന്താ പറയുക, അറിയാം, വേം പറയാം അപ്പു, വേം പറയാം. റേറ്റ് ഓഫ് റിയാക്ഷൻ റിയാക്ടന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. SN2 ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടന്റ് ആൻഡ് റിയേജന്റ്. വേഗം പറയാം അപ്പു, റിയാക്ടന്റ് ആൻഡ് റിയേജന്റ്. ക്ലിയർ ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്, ഇത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. വേം പറയാം, ഡിഫറൻസ് വേം പറയാം. ഇത് പഠിച്ചാൽ മതി. ഇത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ മറ്റേ സെക്കൻഡ് ഓർഡർ ആണ്. ഇത് 2 സ്റ്റെപ്പ് ആണ്. 2 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. ഇതൊരു സിംഗിൾ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുക. സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ റീടെൻഷൻ ആസ് വെൽ ആസ് ഇൻവേർഷൻ ആണ്. റീടെൻഷൻ ആസ് വെൽ ആസ് ഇൻവേർഷൻ. 4 പോയിന്റ് റീടെൻഷൻ ആസ് വെൽ ആസ് ഇൻവേർഷൻ. ഇവിടെ നടക്കുന്നത് ഇൻവേർഷൻ മാത്രം. 4 പോയിന്റ് പഠിച്ചാൽ മതി. SN1 SN2 പഠിക്കാൻ. SN1 SN2 പഠിക്കാൻ 4 പോയിന്റുകളെ പഠിക്കണ്ടു. ക്ലിയർ അല്ലേ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ക്ലിയർ അല്ലേ? കുറച്ച് വെള്ളം കുടിക്കട്ടെ മക്കളെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഒറ്റ മിനിറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഭയങ്കര സൗണ്ടാണ് അവിടുന്ന്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ ആണോ? റേറ്റ് ഓഫ് റിയാക്ഷൻ റിയാക്ടന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. SN1 SN2 ക്ലിയർ അല്ലേ? 4 പോയിന്റ് പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? SN1 SN2 ഡിഫറൻഷിയേറ്റ് ക്ലിയർ ആണോ? റെഡിയാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. കൃഷ്ണ പറയുന്നു ഓക്കെ ആണ് സാർ, സെറ്റാണ് സാർ എന്ന് പറയുന്നത്. 4 പോയിന്റ് ആണ് പഠിക്കേണ്ടത്. 4 പോയിന്റ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അബ്രാമി നോക്കിയേ, അടുത്തതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പറയും. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് അഥവാ HBF4 ആഡ് ചെയ്താൽ എന്താണ് പ്രോഡക്റ്റ് എന്ന് ചോദിക്കും. വേഗം പറഞ്ഞോ ഋഷാദ, വേഗം പറഞ്ഞു. പ്രോഡക്റ്റ് പെട്ടെന്ന് പറഞ്ഞോളെ. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് പറയൂ. പ്രോഡക്റ്റ് എന്താ? ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് ആണ് ആഡ് ചെയ്തത്. പ്രോഡക്റ്റ് പറയൂ. കാറ്റിറ്റ്യൂഡ്, യെസ്. എയർ ഓഫ്, യെസ്. എല്ലാം പറയൂ. ക്ലിയർ അല്ലേ? ഇറ്റ്സ് ഫ്ലൂറോബെൻസീൻ ആണ്. എന്താ കിട്ടുക? ഫ്ലൂറോബെൻസീൻ ആണ്. ക്ലിയർ അല്ലേ? ഫ്ലൂറോബെൻസീൻ ആണ്. ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് ചോദിച്ചു. ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് ചേർത്ത് ഹീറ്റ് ചെയ്താൽ എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? ഫ്ലൂറോബെൻസീൻ. ഉറപ്പിച്ച നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ പേര് പറയാൻ പറയും. ഈ റിയാക്ഷന്റെ പേര് ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് CuClHCl എന്ത് കിട്ടി? ക്ലോറോബെൻസീൻ. CuBr മക്കൾ പേര് പറഞ്ഞേ. ഈ റിയാക്ഷന്റെ പേര് പറയൂ. CuBr എന്ത് കിട്ടി? ബ്രോമോബെൻസീൻ. ഈ റിയാക്ഷന്റെ പേരെന്ന് പറയൂ. ഈ റിയാക്ഷന്റെ പേര് ചോദിക്കും.
അച്ഛലെ ഈ റിയാക്ഷന്റെ പേര് ചോദിക്കും. എന്താ റിയാക്ഷന്റെ പേര്? റിയാക്ഷന്റെ പേരെന്താ? യെസ് ശിവാന, സാൻമേയസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ പേരെന്താ? സാൻമേയസ് റിയാക്ഷൻ. എന്താ വിളിക്കുക? സാൻമേയസ് റിയാക്ഷൻ. സാൻമേയസ് റിയാക്ഷൻ. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? സാൻമേയസ് റിയാക്ഷൻ എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ബെൻസീൻ ഡയാസോണിയം സാൾട്ടിലേക്ക് CuCl വെച്ചാൽ ക്ലോറോ ബെൻസീൻ, CuBr HBr വെച്ചാൽ ബ്രോമോ ബെൻസീൻ കിട്ടും. ആ റിയാക്ഷന്റെ പേരെന്താണെന്ന് വെച്ചാൽ ആ റിയാക്ഷന്റെ പേരാണ് സാൻമേയസ് റിയാക്ഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഹാലോ ആൽക്കൻ പടപെടാന്ന് പറഞ്ഞ് തീരല്ലേ? തീരാൻ പോയിന്റ് കഴിഞ്ഞില്ല, മെയിൻ പോയിന്റുകളൊക്കെ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ അത് മെയിൻ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. മെയിൻ പോയിന്റുകൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. ഹാലോ അറൈൻസ് ആർ ലെസ് റിയാക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. ഹാലോ അറൈൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാ ചോദിക്കുക. ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് വെച്ചേ. ഈ റിയാക്ഷൻ നടക്കില്ല എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഹാലോ ആരൻസിൽ Cl- OH- വരില്ല. 2 പോയിന്റ് എഴുതി പഠിച്ചോ. 2 പോയിന്റ്. കാർബൺ ഹാലോജൻ ബോണ്ട് സ്ട്രോങ് ആണ്, 1 പോയിന്റ്. കാർബൺ ഹാലോജൻ ബോണ്ട് സ്ട്രോങ് ആണ്, 1 പോയിന്റ്. കിട്ടിയില്ലേ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? കാർബൺ ഹാലോജൻ ബോണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കിയോ. കാർബൺ ഹാലോജൻ ബോണ്ട് ഇൻ ഹാലോ അറീൻ having some partial double bond character. ശിവാന പറയുന്നുണ്ട് റിയാക്ഷൻ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഹാലോ കാർബൺ ഹാലജൻ, ഞാൻ പറയാ വേർഡ്സ് പറഞ്ഞുതരാം, കംപ്ലീറ്റ് ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ. റീസൺ വൈ ഹാലോ അറൈൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹാലോ അറൈൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോവാറില്ല. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എഴുതേണ്ട 2 പോയിന്റ്. ഒന്ന്, ഫീനൈൽ കാർബോകാറ്റോൺ ഈസ് ലെസ് സ്റ്റേബിൾ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? എന്താ പറയാ? ഫീനൈൽ കാർബോകാറ്റോൺ ഈസ് ലെസ് സ്റ്റേബിൾ. ഫീനൈൽ കാർബോകാറ്റോൺ ലീസ്റ്റ് സ്റ്റേബിൾ ആണെന്ന്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഫീനൈൽ കാർബോകാറ്റോൺ ലീസ്റ്റ് സ്റ്റേബിൾ. രണ്ടാമത്തെ പോയിന്റ്, ഇൻ ഹാലോ അറൈൻസ് കാർബൺ ഹാലോജൻ ബോണ്ട് ഹാവിംഗ് സം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ബൈ റെസൊണൻസ്. In halo arrays, carbon halogen bond having some partial double bond character by resonance. So bond become less polar, shorter, stronger. Clear ആണ്? ഈ പോയിന്റ് പഠിച്ച ഫുൾ മാർക്ക് ആണ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? വൈ ഹാലോ അറൈൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ടു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് ഹാലോ അറൈൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോവാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ. എന്തുകൊണ്ടാണ് ഹാലോ അറൈൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് പോവാത്തത് എന്ന് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? Carbon halogen bond having some partial double bond character. Bond become shorter, stronger, and the bond breaking become difficult. രണ്ടാമത്തെ പോയിന്റ്, ഫീനൈൽ കാർബോകാറ്റോൺ is least stable. ഫീനൈൽ കാർബോകാറ്റോൺ എന്താ? least stable. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അത് പഠിച്ചിട്ട് പോയാൽ മതി. Halo arrays are less reactive towards to nucleophilic substitution. Halo array nucleophilic substitution reaction പോകത്തില്ല. വീണ്ടും ഞാൻ പറയാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫീനൈൽ കാർബോകാറ്റോൺ ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. 2, കാർബൺ ഹാലോജൻ ബോണ്ട് ഹാവിംഗ് സം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ റെസൊണൻസ് എന്ന് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ബോട്ടിൽ. എന്തുകൊണ്ടാണ് ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നത്? വാക്സ് ലൈനിങ് ഉള്ള ബോട്ടിൽ ക്ലോറോഫോം എന്തുകൊണ്ട് സൂക്ഷിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, രാവിലെ മോർണിംഗ് കൃഷ്ണ വേഗം പറയാം. എന്തുകൊണ്ട് ക്ലോറോഫോം ബോട്ടിൽ സൂക്ഷിക്കുന്നു? ഇതാണ് ക്ലോറോഫോം. CHCl3. ക്ലോറോഫോം സൺലൈറ്റിന്റെ പ്രസൻസിൽ വളരെ സ്ലോ ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് പോസ്റ്റ്ജീൻ അഥവാ കാർബണൈൽ ക്ലോറൈഡ് ഉണ്ടാവും. പോസ്റ്റ്ജീൻ. ഈ റിയാക്ഷൻ എഴുതാൻ പഠിക്കണേ. ക്ലോറോഫോമിന് പാർഷ്യൽ ഓക്സിഡേഷൻ നടത്തിയാൽ പോസ്റ്റ്ജീൻ ഉണ്ടാവും. ക്ലോറോഫോം പാർഷ്യൽ ഓക്സിഡേഷൻ നടത്തിയാൽ എന്തുണ്ടാവും? പോസ്റ്റ്ജീൻ അഥവാ കാർബണൈൽ ക്ലോറൈഡ് ഉണ്ടാവും. ഇറ്റ്സ് എ ഹൈലി പോയ്സണസ് ഗ്യാസ്. അപ്പൊ വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ബോട്ടിൽ. എന്തുകൊണ്ടാ? ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ക്ലോറോഫോം അണ്ടർഗോ സ്ലോ ഓക്സിഡേഷൻ ഫോം പോസ്റ്റ്ജീൻ. ഇറ്റ് ഈസ് കാർബണൈൽ ക്ലോറൈഡ്. ഇറ്റ്സ് എ ഹൈലി പോയ്സണസ് ഗ്യാസ് ആണ്. അതുകൊണ്ട് ക്ലോറോഫോം എപ്പോഴും വാക്സ് ലൈനിങ് ഉള്ള ബോട്ടിലാണ് സൂക്ഷിക്കാറ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ റിവിഷൻ ആക്കാൻ സർ പെട്ടെന്ന് തീർക്കുമോ? ക്ലിയർ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ക്ലോറോഫോം കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് DDTയുടെ സ്ട്രക്ചർ എഴുതാൻ പറയും. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് DDT. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥേൻ അഥവാ DDT. എന്താ പറയാ? DDT, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥേൻ. DDTയുടെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയും. ട്രൈക്ലോറോ ഈഥേൻ വരയ്ക്കാം. 3 ക്ലോറിനുള്ള ഈഥെയിൻ ട്രൈക്ലോറോ ഈഥെയിൻ ആണ്.
ട്രൈക്ലോറോഈഥെയ്ൻ, ട്രൈക്ലോറോഈഥെയ്ൻ. ഇനി ഡൈക്ലോറോഡൈഫീനൈൽ, ഡൈക്ലോറോഡൈഫീനൈൽ, ഡൈക്ലോറോഡൈഫീനൈൽ എഴുതി, ഡൈക്ലോറോഡൈഫീനൈൽ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഡൈക്ലോറോ പറ, ഡൈക്ലോറോഡൈഫീനൈൽ ട്രൈക്ലോറോഈഥെയ്ൻ. ഡൈക്ലോറോ പറ DDT സ്ട്രക്ചർ എന്താ? ഡൈക്ലോറോ പറ, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോഈഥെയ്ൻ. ഇതിന് വിളിക്കുന്ന പേരെന്താ? DDT. DDT is used as a pesticide. എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? DDT ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രിയോണിന്റെ സ്ട്രക്ചർ. ഫ്രിയോൺ എന്താണ്? ഫ്രിയോൺ വാട്ട് ഈസ് ഫ്രിയോൺ എന്ന് ചോദിക്കും. എന്താണ് ഫ്രിയോൺ? CF2Cl2 ഡൈക്ലോറ. സ്പീഡ് പറയാണ്. CF2Cl2 ഡൈക്ലോറോ ഡൈഫ്ലൂറോമീഥെയ്ൻ. ഡൈക്ലോറോ ഡൈഫ്ലൂറോമീഥെയ്ൻ എന്ന് വിളിക്കുന്ന പേരാണിത്. ഡൈഫ്ലൂറോമീഥെയ്ൻ എന്ന് വിളിക്കുന്ന പേരെന്താ? ഫ്രിയോൺ. ഫ്രിയോൺ 12 യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. എന്തായിട്ട് ഉപയോഗിക്കും? റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും. എന്താണ് കാർബൺ ടെട്രാക്ലോറൈഡ്? CCl4. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ പൈറീൻ ആണ്. പറ പൈറീൻ. PYRANE. പൈറീൻ. കാർബൺ ടെട്രാക്ലോറൈഡിന്റെ പേരെന്താ? പൈറീൻ. യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇൻ ദ ട്രേഡ് നെയിം ഓഫ് പൈറീൻ. പൈറീൻ എന്നുള്ള ട്രേഡ് നെയിമിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണിത് കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ ചാപ്റ്ററിലെ എല്ലാ പോയിന്റുകളും കവർ ചെയ്തില്ലേ നമ്മള്? അല്ലേ? ആ ചാപ്റ്ററിലെ എല്ലാ പോയിന്റുകളും കവർ ചെയ്ത് ആദ്യം തൈനൽ ക്ലോറൈഡ് പുറത്തോട്ട് എല്ലാം പറഞ്ഞില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അടുത്ത് നോക്കിക്കോ, അടുത്ത ചാപ്റ്റർ നോക്കിക്കോ. ബേസ് നോക്കിക്കോ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലേക്ക് പോകുന്ന സമയത്ത് മക്കൾ പറഞ്ഞോ, ഇതാ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേ കാർബൺ മോണോക്സൈഡും HCl-ഉം അൺഹൈഡ്രസ് AlCl3. ഒന്ന് പ്രോഡക്റ്റ് പറഞ്ഞു തരോ? അൺഹൈഡ്രസ് AlCl3 പ്രോഡക്റ്റ് പറഞ്ഞു തരോ? അതല്ലേ? വേഗം റിവൈസ് ചെയ്യാം, സ്പീഡിൽ റിവൈസ് ചെയ്യാം. ബെൻസീനിലേക്ക് കാർബൺ മോണോക്സൈഡും HCl-ഉം അൺഹൈഡ്രസ് AlCl3 എന്ത് കിട്ടി? ഒന്ന് അതല്ലേ പ്രോഡക്റ്റ് പറ, വേഗം പ്രോഡക്റ്റ് പറ. ഓക്കെ പറ. ഇറ്റ്സ് ബെൻസാൾഡിഹൈഡ്. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഗട്ടർമാൻസ് റിയാക്ഷൻ. എന്താ വിളിക്കുക? പറ ഗട്ടർമാൻസ് റിയാക്ഷൻ. ബെൻസാൾഡ് ഗട്ടർ കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ് പറഞ്ഞു, കാറ്റിറ്റ്യൂഡ് പറഞ്ഞു. കറക്റ്റ് ആണ്. ഞാൻ നിൽക്കുന്നില്ല, സ്പീഡായിട്ട് പോവുക. ഇനി ടൊളീനെ ബെൻസാൾഡിഡാക്കി മാറ്റുക. ടൊളീനെ ബെൻസാൾഡിഡാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജന്റെ പേര് പറയോ? ടൊളീനെ ബെൻസാൾഡിഡാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജന്റെ പേരെന്ന് പറയോ? സ്പീഡ് പറയും. ഈ റിയാക്ഷന്റെ പേരും പെട്ടെന്ന് കമന്റ് ചെയ്യ്, സ്പീഡാക്കി കമന്റ് ചെയ്യ്. ടൊളീന ബെൻസ് പറയോ മക്കൾ? പറ. എറ്റ്വാർഡ്സ് റിയാക്ഷൻ. കൃഷ്ണ, എറ്റ്വാർഡ്സ് റിയാക്ഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജൻ ആണ് ക്രൊമൈൽ ക്ലോറൈഡ്. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജനെ വിളിക്കുന്ന പേരെന്താ? ക്രൊമൈൽ ക്ലോറൈഡ്. എന്താ പറ? ക്രൊമൈൽ ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ്, അടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി സയനൈഡിനെ ആൽഡിഹൈഡാക്കി മാറ്റുക മക്കളെ. സയനൈഡിനെ ആൽഡിഹൈഡാക്കി മാറ്റുക. CH3CHO. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റെ പേരെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റെ പേര് മക്കളൊന്ന് കമന്റ് ചെയ്യോ? സയനൈഡിനെ ആൽഡിഹൈഡാക്കി മാറ്റുക. സയനൈഡിനെ CHO ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജന്റെ പേരെന്ന് പറഞ്ഞുതരോ? റിയേജന്റെ പേര് പറ മക്കള്. ആ സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. അങ്ങനെ പറയണം, പെടപെടാന്ന് പറയണം. SnCl2HCl ഫോളോഡ് ബൈ ഹൈഡ്രോളിസ് ആണ്. ഹൈഡ്രോളിസ്. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. കൃഷ്ണ കറക്റ്റ് ആണ് മോളെ, കറക്റ്റ് ആണ്. കാറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണ്. സയനൈഡിനെ ആൽഡിഹൈഡാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന റിയേജൻ ആണിത് സ്റ്റീഫൻസ് റിഡക്ഷൻ അഥവാ SnCl2HCl ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഒറ്റ പോയിന്റ് കൂടി. ഇതാ ഇവിടെ ബെൻസീനിലേക്ക് ആസിഡ് ക്ലോറൈഡ് ചേർക്കുക. ബെൻസീനിലേക്ക് ആസിഡ് ക്ലോറൈഡ് അൺഹൈഡ്രസ് AlCl3. ഒന്ന് പ്രോഡക്റ്റ് പറയോ? ബെൻസീനിലേക്ക് ആസിഡ് ക്ലോറൈഡ് ചേർക്കുക ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഒരു പ്രോഡക്റ്റ് എന്ന് പറയോ മക്കളൊന്ന്? പ്രോഡക്റ്റ് പറയോ? ഇവിടെ എല്ലാ കാർബണിൽ H ഉണ്ട്. ഈ H ഇവിടെ നിന്ന് Cl പോയി. എനിക്ക് സമയമില്ല കൃഷ്ണ. അസറ്റോഫീനോൺ. ഇറ്റ്സ് റൈറ്റ്, അസറ്റോഫീനോൺ ആണ്. മീഥൈൽ ഫീനൈൽ കീറ്റോൺ. ഈ റിയാക്ഷന്റെ പേരെന്ന് കമന്റ് ചെയ്തേ. ഈ റിയാക്ഷന്റെ പേരെന്ന് കമന്റ് ചെയ്തേ. ഈ റിയാക്ഷന്റെ പേര് കൃഷ്ണ, ഈ റിയാക്ഷന്റെ പേര് കമന്റ് ചെയ്യൂ. ഞാൻ ടിക്കറ്റ് റിയാക്ഷന്റെ പേരെന്ന് കമന്റ് ചെയ്ത് നോക്കൂ. ഞാൻ ടിക്കറ്റ് റിയാക്ഷന്റെ പേരെന്ന് കമന്റ് ചെയ്തേ. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യാം. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് അടുത്ത റിയാക്ഷനിലേക്ക് പോവാം. പേര് കമന്റ് ചെയ്യൂ. ഇറ്റ്സ് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. എന്താ പറയാ? ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. FC അസൈലേഷൻ ആണ്. ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ, അനിലിൻ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് പോവാറില്ല. അനിലിൻ ഓൾമോസ്റ്റ് എല്ലാ ആരോമാറ്റിക് കോമ്പൗണ്ടും ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് പോവാറുണ്ട്. പക്ഷേ ഫീനോളും അനിലിനും ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് ജനറലി പോവാറില്ല. എന്തുകൊണ്ട് എന്ന് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്.
എന്തുകൊണ്ട് അനിലിൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ AlCl3 അനിലിന് നൈട്രജന് മുകളിൽ ലോൺ പെയർ ഉണ്ട്. അനിലിൻ അഥവാ ബെൻസനമൈനിൽ നൈട്രജന് മുകളിൽ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ AlCl3 ഉപയോഗിച്ച് ഒരു കോംപ്ലക്സ് സാൾട്ട് ഫോം ചെയ്യും. സോ ഓർമ്മിക്കുക, അനിലിൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ ബിക്കോസ് ലോൺ പെയർ ഓൺ നൈട്രജൻ റിയാക്ട് വിത്ത് AlCl3 ഫോം സാൾട്ട് ഫോർമേഷൻ. AlCl3 നോട്ട് അവൈലബിൾ ഫോർ ഇലക്ട്രോഫിലിക് പ്രൊഡക്ഷൻ. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ആര് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ക്വസ്റ്റിന് കൂടി ഈ റിയാക്ഷൻ ബെൻസോയിൽ ആസിഡ് ക്ലോറൈഡ് ഇതിനെ റെഡ്യൂസ് ചെയ്യാണ് പലേഡിയം ബേരിയം സൾഫൈഡ് ബെൻസാൾഡിഹൈഡ് കിട്ടും. ഈ റിയാക്ഷനെ പേരെന്ന് കമന്റ് ചെയ്യോ? മകളെ പേരെന്ന് കമന്റ് ചെയ്തേ. ആസിഡ് ക്ലോറൈഡ് മകളെ പറ. ആസിഡ് ക്ലോറൈഡിലേക്ക് റെഡ്യൂസ് ചെയ്യുക. എന്ത് വെക്കാം? റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, പറയൂ. റോസൻമൽ കൃഷ്ണ റോസൻമൽ റിഡക്ഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് പലേഡിയം ബേരിയം സൾഫേറ്റ് ആണ് വിത്ത് സൾഫർ ഓർക്കിനോൺ. HCl പോയിട്ട് എന്ത് കിട്ടി? ബെൻസാൾഡിഹൈഡ് കിട്ടി. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരെന്താ? റോസൻമൽസ് റിഡക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ഫ്രം ബെൻസോയിൽ ക്ലോറൈഡ്? ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൾഡിഹൈഡ് ഫ്രം ബെൻസോയിൽ ക്ലോറൈഡ്? ബെൻസോയിൽ ക്ലോറൈഡ് നിന്നും ബെൻസാൾഡിഹൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിക്കും. എന്താ? റോസൻമൽസ് റിഡക്ഷൻ. ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ? പലേഡിയം ബേരിയം സൾഫേറ്റ് വിത്ത് സൾഫർ ഓർക്കിനോൺ. യെസ്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് വരുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചേ. ഇത് ഒന്ന് കാനിസറോ റിയാക്ഷൻ. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന റിയാക്ഷൻ ആണ് കാനിസറോ റിയാക്ഷൻ. ഇതാ HCHO പ്ലസ് HCHO രണ്ട് ആൽഡിഹൈഡ് ആണ് മക്കളെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഇവിടെ ആൽഫ കാർബൺ ഇല്ല. സാർ ഒരു ഡൗട്ട്, ഫീനോൾ ഫ്രിഡൽക്രാഫ്റ്റ് നടക്കില്ലേ? അനിലിൻ ആൻഡ് കാർബോക്സിലിക് ആസിഡ് അല്ലേ ഇതിൽ? ഓക്കെ മക്കളെ പറഞ്ഞാൽ ഫീനോളിൽ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കും, പക്ഷേ ഈൽഡ് കമ്പാരിറ്റീവ്ലി പുവർ ഈൽഡ് ആണ്. ഇതേ സംഭവം എന്തിലും നടക്കും? ഫീനോളിൽ നടക്കും. ഫീനോൾ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് പോവോ എന്ന് വെച്ചാൽ ഫീനോൾ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് പോവും, പക്ഷേ ഈൽഡ് ഈസ് കമ്പാരിറ്റീവ്ലി പുവർ ഈൽഡ് ആയിരിക്കും മാത്രം. പക്ഷേ അനിലിനും എന്ത് ചെയ്യുക? കാർബോക്സിലിക് ആസിഡ് നോർമലി എന്ത് ചെയ്യുക? അനിലിന് തീരെ പോകില്ല. കാരണം അനിലിന് പോകാത്തത് കാരണം ലോൺ പെയർ നൈട്രജൻ ഹൈലി ബേസിക് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണ ക്ലിയർ അല്ലേ? മോളെ ക്ലിയർ അല്ലേ? ഫീനോൾ ഫ്രിഡൽക്രാഫ്റ്റ് റിയാക്ഷന് പോകും എന്ന് വെച്ചാൽ പോകും. ഈൽഡ് ഈസ് കമ്പാരിറ്റീവ്ലി പുവർ ഈൽഡ്. ക്ലിയർ? അനിലിന് തീരെ പോകത്തില്ല. ക്ലിയർ? ഓക്കെ. അപ്പൊ കാനിസ്റ്ററോ റിയാക്ഷൻ മക്കളെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പിലെ CHO. ഇത് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഇവിടെ ആൽഫ കാർബൺ ഇല്ല മക്കളെ, ഇത് CHO ആണ്. ഇത് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഇവിടെ ആൽഫ കാർബൺ ഇല്ല, അതുകൊണ്ട് ആൽഫ ഹൈഡ്രജനും ഇല്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത രണ്ട് ആൽഡിഹൈഡ് ആണിത്. ഒന്ന് ഫോർമാൽഡിഹൈഡ്, രണ്ട് ആൽഡിഹൈഡ് ആണ്. രണ്ട് ഫോർമാൽഡിഹൈഡ്. എന്താ സംഭവിക്കുക എന്നാൽ ഒരു CHO എന്തായി മാറും? CH2OH ആയി മാറും. അടുത്ത CHO എന്തായി മാറും? COONA ആയി മാറും. COONA പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഒരു CHO എന്തായി മാറി? CH2OH. അപ്പൊ കോൺസെൻട്രേറ്റഡ് NaOH പ്രോഡക്റ്റ് ചെയ്ത് നോക്കിയേ. കോൺസെൻട്രേറ്റഡ് NaOH പ്രോഡക്റ്റ് ചെയ്താൽ ഭയങ്കര എളുപ്പമാണ്. ഈ CHO ഗ്രൂപ്പ് എന്തായി മാറി? CH2OH ആയി മാറി. ഈ CHO ഗ്രൂപ്പ് എന്തായി മാറി? CH2OH ആയി മാറി. ഈ CHO എന്തായി മാറി? COONA ആയി മാറി. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കിക്കോ. CH2OH പ്ലസ് HCOONA. സമയമില്ല, വേമേം പറഞ്ഞു പോവാണ്. ക്ലിയർ ആണ്. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് കാനിസറോ റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ ആണ് ആൾഡോൾ കണ്ടൻസേഷൻ. ആ ചാപ്റ്ററിൽ അടുത്ത റിയാക്ഷൻ ആണ് ആൾഡോൾ കണ്ടൻസേഷൻ. ആൽഫ ഹൈഡ്രജനുള്ള രണ്ട് ആൽഡിഹൈഡ് ഇതാ. രണ്ടാമത്തെ ആൽഡിഹൈഡ് എന്തിനും രണ്ട് ആൽഫ ഹൈഡ്രജനെ മാറ്റി എഴുതണം. രണ്ടാമത്തെ ആൽഫ ഹൈഡ്രജനെ മാറ്റി എഴുതുക മക്കളെ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിന് ഹൈഡ്രജൻ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പൊ റിയാക്ട് ചെയ്യാൻ എന്താ കിട്ടുക? H2O വാട്ടർ എലിമിനേറ്റ് ചെയ്തു. കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? CH3 CH ഡബിൾ ബോണ്ട് CHO. ക്ലിയർ അല്ലേ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഫോം ചെയ്തു. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ആൾഡോൾ കണ്ടൻസേഷൻ. എന്താ പറയാ? ആൾഡോൾ കണ്ടൻസേഷൻ. ക്ലിയർ ആണ് മിസ്സേ? ഓക്കെ ആണോ? ഒറ്റ റിയാക്ഷൻ കൂടി പറഞ്ഞാട്ടെ മിസ്. വരുന്ന ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല. ആൻഡ് HV അടുത്ത റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ അഥവാ ഹെൽവാർഡ് സെലിൻസ്കി റിയാക്ഷൻ. എന്താ? കാർബോക്സിലിക് ആസിഡ്. ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് ആണ്. ഹാലോജനായിട്ട് റിയാക്ട് ചെയ്യാം.
ഇത് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹൗ വിൽ യു കൺവേർട്ട് അസറ്റിക് ആസിഡ് ടു ക്ലോറോ അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡിനെ ക്ലോറോ അസറ്റിക് ആസിഡ് ആക്കി മാറ്റുക എങ്ങനെയാ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കാണുന്നുണ്ടോ? ആൽഫ ഹൈഡ്രജൻ മക്കൾ കാണുന്നുണ്ടോ? ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിൽ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ഈ കോമ്പൗണ്ടിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എന്ന് വെച്ചാൽ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇത് ഹാലോജൻ റെഡ് ഫോസ്ഫറസ്, ഹാലോജൻ റെഡ് ഫോസ്ഫറസ് ആയിട്ട് റിയാക്ട്. റെഡ് ഫോസ്ഫറസ് ഒരു ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ഹാലോജൻ വരും മക്കളെ. ഒരു ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് ഹാലോജൻ വരും. HVZ റിയാക്ഷൻ, ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് HVZ. എന്താ കിട്ടുക? CH2Cl COH. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? HVZ റിയാക്ഷൻ. എന്താ വിളിക്കുക? പറ. HVZ റിയാക്ഷൻ. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. മിസ് അത് എയർ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിന് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. കാർബോക്സിലിക് ആസിഡിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ആൽക്കഹോളിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് കാർബോക്സിലിക് ആസിഡിന് കൂടുതലാണ്. ഈവൻ ദോ ഇറ്റ് ഹാവിംഗ് ഹൈഡ്രജൻ ബോണ്ട്. ആൽക്കഹോളിലും ഹൈഡ്രജൻ ബോണ്ട്, കാർബോക്സിലിക് ആസിഡിലും ഹൈഡ്രജൻ ബോണ്ട്. പക്ഷേ കാർബോക്സിലിക് ആസിഡിന് ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ പറയണം കാർബോക്സിലിക് ആസിഡിൽ ഡൈമറൈസേഷൻ ഉണ്ട്. 2 മോളിക്യൂൾ ചേർന്ന ഒരു സിംഗിൾ മോളിക്യൂളായി മാറും. ആ പ്രോസസ് വിളിക്കുന്ന പേരാണ് ഡൈമറൈസേഷൻ. ഒറ്റ പോയിന്റ് ചെയ്താൽ മതി. ഡ്യൂ ടു ഡൈമറൈസേഷൻ കാർബോക്സിലിക് ആസിഡ് ഷോസ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാർബോക്സിലിക് ആസിഡ് ഈസ് ഹൈലി അസിഡിക്. എന്തുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡ് ഹൈലി അസിഡിക് ആവുന്നത്? കാർബോക്സിലിക് ആസിഡ് H+ ലൂസ് ചെയ്താൽ കാർബോക്സിലേറ്റ് അയോണായി മാറും. കാർബോക്സിലിക് ആസിഡ് H+ ലൂസ് ചെയ്താൽ കാർബോക്സിലേറ്റ് അയോണായി മാറും. കാർബോക്സിലേറ്റ് അയോൺ ഹാവിംഗ് ഐഡന്റിക്കൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. കാർബോക്സിലേറ്റ് അയോൺ എന്നിട്ട് ഐഡന്റിക്കൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ, ഐഡന്റിക്കൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. അതുകൊണ്ട് കാർബോക്സിലിക് ആസിഡ് ഹൈലി അസിഡിക്. കാർബോക്സിലിക് ആസിഡ് എന്താ? ഹൈലി അസിഡിക്. അപ്പൊ പറ വൈ കാർബോക്സിലിക് ആസിഡ് ഈസ് ഹൈലി അസിഡിക് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ കാർബോക്സിലിക് ആസിഡ് ലൂസ് H+ അയോൺ. ക്ലിയർ അല്ലേ? കാർബോക്സിലിക് ആസിഡ് ലൂസ് H+ അയോൺ ആൻഡ് ഫോം കാർബോക്സിലേറ്റ് അയോൺ. ക്ലിയർ ആണ്? കാർബോക്സിലേറ്റ് അയോൺ ഹൈലി സ്റ്റേബിൾ ആണ് അല്ലേ? കാർബോക്സിലേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റി കാരണം എന്താ? ഐഡന്റിക്കൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. പറ ഐഡന്റിക്കൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. ക്ലിയർ ആയില്ലേ മിസ്? തുടങ്ങാൻ സ്റ്റുഡിയോ ബോയ്സിൽ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റി തരാൻ പറയാം സർ. യെസ് മക്കളെ, അടുത്ത ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഓർഗാനിക്കിലെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി പഠിക്കാനുള്ളത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. നിങ്ങൾ റെഡി അല്ലേ? കൈനറ്റിക്സ് പഠിക്കാൻ മക്കൾ റെഡിയാണോ? നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് കൈനറ്റിക്സിൽ പഠിക്കാനുണ്ട്. കൈനറ്റിക്സിൽ നിന്ന് ഒരുപാട് ന്യൂമറിക്കൽസ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് ആക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ആദ്യം തന്നെ ഒരു ന്യൂമറിക്കലാണ്, ചെറിയൊരു ന്യൂമറിക്കലാണ്. ക്വസ്റ്റ്യൻ വായിച്ചോ. ദ കൺവേർഷൻ ഓഫ് ദി മോളിക്യൂൾ X to Y follows a second order kinetics. If the concentration of X is increased to double times, how will it affect the rate of reaction? Okay, question എന്താണ്? X Y ആകുന്ന കൺവേർഷൻ, X എന്ന് പറയുന്ന റിയാക്ടന്റ്, Y എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആകുന്നു. മക്കളെ, ആ റിയാക്ഷൻ ഏത് കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ആ കൃഷ്ണ പറയുന്നുണ്ട് 4 times increases എന്ന് പറയുന്നുണ്ട്. ദെൻ എസെൻഷ്യൽ. ഓക്കെ, എസെൻഷ്യൽ എന്താണ് എസെൻഷ്യൽ? ഗ്ലൈസിൻ ആൻഡ് അലാനിൻ, എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ കുറിച്ചൊക്കെയാണ് മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ് മക്കൾ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. സൂം ഔട്ട് ചെയ്യണം. ഓക്കെയാ? യെസ്. അപ്പോൾ നോക്കിയേ മക്കളെ, ഞാൻ എങ്ങനെയാണ് ഈ റിയാക്ഷൻ എഴുതാൻ പോകുന്നതെന്ന് നിങ്ങളോട് പറയാൻ പോവാണ്. X to Y ഫോളോസ് എ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് റേറ്റ് ലോയാ. ആ ഇക്വേഷൻ്റെ റേറ്റ് ലോ, എക്സ് വൈ ആയിട്ട് മാറുന്ന ഇക്വേഷൻ്റെ റേറ്റ് ലോ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക? എക്സിൻ്റെ കോൺസെൻട്രേഷൻ എഴുതുക. എന്നിട്ട് അത് ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് കാണിക്കാൻ തലയിൽ 2 ഇടുക. കഴിഞ്ഞോ? ഇല്ല. ഒരു റേറ്റ് കോൺസ്റ്റന്റ് K വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ റേറ്റ് ലോ കിട്ടി. എന്താ? റേറ്റ് ഇസ് ഈക്വൽ ടു K × X² എന്ന് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഈ റേറ്റിനെ മിസ് R1 എന്ന് എടുക്കുക. ആദ്യത്തെ റേറ്റ് ആണെന്ന് കാണിക്കാനാണ്. യെസ് ഷിഫാൻ, ശ്രദ്ധിച്ചോ മോനെ? യെസ്. അടുത്തത് ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് X ഈസ് ഇൻക്രീസ് ടു ഡബിൾ ടൈംസ്. മക്കളെ, നമ്മൾ ആദ്യം എടുത്ത റിയാക്റ്റന്റ് X ആണെന്ന് കരുതിക്കോ. അത് ഇരട്ടിയായി, ഡബിളായി. അപ്പോൾ എക്സിന് പകരം എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ എഴുതാൻ പോകുന്നത്? അടുത്ത റേറ്റ് എഴുതുമ്പോൾ
റേറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് അറിയാമോ? റേറ്റ് കോൺസ്റ്റന്റ് കെ അങ്ങനെ തന്നെ എക്സിന് പകരം എൻ്റെ മക്കൾ 2x എന്ന് എഴുതണം. ഓക്കെ അല്ലേ? എക്സിന് പകരം 2x എന്ന് എഴുതുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. 2x സ്ക്വയർ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആയതുകൊണ്ടാണ് തലയിൽ 2 ഇട്ടത്. ഇനി ബാക്കി നിങ്ങൾ ശ്രദ്ധിച്ചേ, റേറ്റ് കെ അങ്ങനെ തന്നെ എഴുതുക. 2ന്റെ സ്ക്വയർ എത്രയാ? 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? ആൻഡ് എക്സിന്റെ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുക. യെസ്, വെരി ഗുഡ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നെന്ന് അറിയാമോ? ഞാൻ ആ 4 എന്ന് പറയുന്ന നമ്പറിനെ ആദ്യം ഒന്ന് എടുത്ത് എഴുതാൻ പോവാ. വേറൊരു മാറ്റവും ഞാൻ വരുത്തുന്നില്ല. എന്താ ചെയ്യാൻ പോകുന്നത്? 4 എന്ന് പറയുന്ന നമ്പറിനെ ആദ്യം എടുത്ത് എഴുതാൻ പോവാണ്. ബാക്കിയുള്ള കെ എക്സ് സ്ക്വയറിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇനി ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? മുൻപ് എവിടെയെങ്കിലും കണ്ടു അല്ലെ? എവിടെയാ കണ്ടത്? ദാ നോക്കിക്കേ, ഈ കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് R1 ആണ്, ആദ്യത്തെ റേറ്റ് ആണ്. അപ്പൊ കെ എക്സ് സ്ക്വയറിന് പകരം മക്കൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 R1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 4R1. ആദ്യത്തെ റേറ്റ് എത്രയാണോ, യെസ്, ആദ്യത്തെ റേറ്റ് എത്രയാണോ അതിന്റെ 4 ടൈംസ് ആയിരിക്കും ഇപ്പോഴുള്ള റേറ്റ്. എപ്പോഴുള്ള റേറ്റ്? റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കുമ്പോഴുള്ള റേറ്റ്. അപ്പൊ മക്കളോട് ഇപ്പൊ ചോദിക്കുക, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ 3 ടൈംസ് ആക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 2ന് പകരം നിങ്ങൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ 4 ടൈംസ് ആയെന്ന് പറഞ്ഞാൽ മക്കൾ ഇവിടെ 4x സ്ക്വയർ എന്ന് എഴുതണം. എന്നിട്ട് 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16ഉം എഴുതണം, എക്സിന്റെ സ്ക്വയർ അങ്ങനെയും എഴുതണം. അപ്പൊ എന്ത് കിട്ടിയാലും നിങ്ങൾ ചെയ്യുമല്ലോ. 9 ടൈംസ്. വെരി ഗുഡ് കൃഷ്ണ, കറക്റ്റ് ആണ് മക്കളെ. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ സമയം 11:50 ഈ സമയത്തും ഇവിടെ ഇരുന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള മാർക്ക് മക്കൾക്ക് നാളെ കിട്ടട്ടെ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. മക്കളൊന്നും ടെൻഷൻ അടിക്കാതെ നാളെ എക്സാം ഹോളിൽ കയറി എക്സാം എഴുതണം. ഇന്ന് നമ്മുടെ ക്ലാസ് കഴിയുന്ന ഉടനെ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി ഒരുപാട് ഉറക്കം ഒളിച്ചിരിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് അച്ഛൻ്റെ ഫോൺ ഇവിടെ അവിടെയാണ്. ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ വിച്ച് ഹാസ് ദ റേറ്റ് എക്സ്പ്രഷൻ. നിങ്ങളോട് എപ്പോഴും റേറ്റ് ലോ തന്നതിന് ശേഷം മാത്രമേ ഓർഡർ എഴുതാൻ പറയൂ. അതെന്തുകൊണ്ടാണ്? കാരണം റേറ്റ് ലോയിലുള്ള ഈ എയുടെ തലയിലും ബിയുടെ തലയിലുള്ള ഈ വാല്യൂസ് എക്സ്പീരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. എക്സ്പീരിമെൻ്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ. ഒരിക്കലും എക്സാം ഹോളിൽ പോയിരുന്നിട്ട് എക്സ്പീരിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റേറ്റ് ലോ തന്നിട്ട് ഓർഡർ എഴുതാൻ നിങ്ങളോട് ചോദിക്കൂ. ഓക്കെ കൃഷ്ണ മോനെ, എന്താ ആൻസർ പറഞ്ഞോ? ആദ്യത്തെ ഇതിൻ്റെ റേറ്റ് എത്രയാ? ഞാൻ ഒരു പേജ് ഒന്ന് കോപ്പി ചെയ്തോട്ടെ. എൻ്റെ മക്കൾ അതിനുള്ളൊരു സമയം തരണേ. ഒരു പേജ് ഒന്ന് കോപ്പി ചെയ്ത് മിസ് എടുത്തോട്ടെ. യെസ്, മക്കൾ വേഗം പറഞ്ഞേ, ആദ്യത്തതിൻ്റെ റേറ്റ് ആദ്യത്തിൻ്റെ ഓർഡർ എത്രയാ വരിക? ആദ്യത്തതിൻ്റെ ഓർഡർ എത്രയാണ് വരിക? നോക്കുക നിങ്ങൾ. ആദ്യത്തതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എയുടെ തലയിലുള്ള 1/2ഉം ബിയുടെ തലയിലുള്ള 3/2ഉം കൂടി ആഡ് ചെയ്യുക. 1/2 + 3/2 which is equal to 4/2, അതായത് 2 അല്ലേ? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. യെസ്, വെരി ഗുഡ് സോൾ യൂട്യൂബ് ഒഫീഷ്യൽ. കറക്റ്റ് ആണ് മോനെ. എന്താണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ദാ എയുടെ തലയിലുള്ള 1, ബിയുടെ തലയിലുള്ള 1/2, രണ്ടും കൂടെ ആഡ് ചെയ്തേ. 1 + 1/2 which is equal to എത്രയാ കിട്ടുക? 3/2. 3/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആണ് കിട്ടുക. അപ്പൊ മക്കൾക്ക് എന്ത് മനസ്സിലായി? ഓർഡർ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആവാം. 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, 1/2 ആകാം, 3/2 ആകാം, എന്തു ആകാം. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ദ റേറ്റ് എയുടെ തലയിലുള്ള 1ഉം ബിയുടെ തലയിലുള്ള 1ഉം കൂടെ ആഡ് ചെയ്തേ. 1 + 2, ദാ ഇത് തമ്മിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. 1 + 2 which is equal to 3. സോ ഇതിന്റെ ഓർഡർ എത്രയാണ്? ദിസ് ഈസ് എ തേർഡ് ഓർഡർ റിയാക്ഷൻ. യെസ്, വെരി ഗുഡ് ലിയോ. ഹൃതിക് കറക്റ്റ് ആണ്. കാറ്റിറ്റ്യൂഡ് മോനെ കറക്റ്റ് ആണ്. അജൽ കറക്റ്റ് ആണ്. കൃഷ്ണ കറക്റ്റ് ആണ്. യെസ്, മക്കളൊക്കെ സൂപ്പർ ആണ്. അടുത്ത ലാസ്റ്റ് റിയാക്ഷൻ A⁻1 B⁻1. മക്കൾ ഈ 1 എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടിയതാണ്. യെസ്, അപ്പൊ ഈ 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുക. 1ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ വി ഗെറ്റ് 3 അല്ലേ? അല്ല സോറി, 1ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 2 കിട്ടും. ഈശ്വര, അപ്പോഴത്തെ അനസറും അതേപോലെ സിക്കന്ദർ സാർക്ക് ഇരുപണ്ട് ഞാൻ 3 എന്ന് പറഞ്ഞാൽ അവർ കേൾക്കാഞ്ഞ ഭാഗ്യം. യെസ്, അപ്പോൾ 1ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 2 കിട്ടും. സോ ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് അല്ലേ? കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയല്ലോ, സെറ്റ് ആണല്ലോ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം മക്കളെ 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്.
ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയണം, അത്രയും വർഷങ്ങളായിട്ട് മിസ് ഈ ചാപ്റ്റർ പഠിപ്പിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ +2 സ്റ്റേറ്റുകാർക്ക് ഏതൊക്കെ ചോദ്യം വരുമെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും മിസ്സിന് ഉറപ്പായിട്ടും പറഞ്ഞു തരാനായിട്ട് പറ്റും കേട്ടോ. നജ്മ മോളെ, യെസ്, ഉറപ്പായിട്ടും പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാണ്, അരീനിയസ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അരീനിയസ് ഇക്വേഷൻ ചോദിക്കും. അരീനിയസ് ഇക്വേഷൻ ചോദിക്കുക മാത്രമല്ല, അതിൽ ഓരോ ടേമും എന്താണെന്ന് എഴുതാനായിട്ട് ചോദിക്കും. അപ്പം ലിയോ എൻ്റെ ലിയോമോൻ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തു കറക്റ്റാണ്. അരീനിയസ് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ K = എന്ന് എഴുതണം. K = AE⁻ ഡിവൈഡഡ് ബൈ RT. അല്ലേ, നമ്മുടെ RT സർ, RTനെ ഓർത്താൽ മതി. അപ്പം അരീനിയസ് ഇക്വേഷൻ ചോദിക്കുമ്പോൾ ആരെ ഓർക്കണം? RTനെ ഓർക്കണം. യെസ്, എന്താണ്? അപ്പോൾ എന്താണ് അരീനിയസ് ഇക്വേഷൻ? K = AE⁻ യെസ്. അപ്പോൾ K എന്താണ്? K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓരോ ടേമും നിങ്ങളോട് എഴുതാൻ ചോദിക്കും. K എന്താണ്? K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A എന്താണ്? കമന്റ് ചെയ്യൂ ഷിഫാനെ, കമന്റ് ചെയ്യൂ. A എന്താണ്? A എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ ആണ്. ഇത് അരീനിയസ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ? അരീനിയസ് ഫാക്ടർ. ഇനി അരീനിയസ് ഫാക്ടർ അറിയാത്ത കുഞ്ഞുങ്ങൾ എന്ത് എഴുതണം? ഫ്രീക്വൻസി ഫാക്ടർ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം, ഇഷ്ടമുള്ള പേരല്ല, ഈ മൂന്നിൽ ഏത് പേരും വിളിക്കാം. അരീനിയസ് ഫാക്ടർ എന്ന് വിളിക്കാം, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കാം, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കാം. ആൻഡ് എന്താണ് മക്കളെ? എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജിയാണ്. മക്കൾ എഴുതി വെച്ചോ, നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടായിരിക്കും. ഇപ്പൊ സമയം 11:54 മക്കൾ എഴുതി വെച്ചോ. എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് മിസ് പഠിപ്പിക്കും, അത് പഠിപ്പിച്ചിട്ടേ മിസ് ഇറങ്ങത്തുള്ളൂ. യെസ്. അടുത്തത് R എന്താണ്? R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെ. അതിന്റെ വാല്യൂ എന്താ? 8.314 J/K/mol. 8.314 J/K/mol. And T is absolute temperature. കെൽവിനിലുള്ള ടെമ്പറേച്ചർ ആണ് T. അരീനിയസ് ഇക്വേഷൻ നമുക്ക് പഠിക്കാം. അരീനിയസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അരീനിയസ് ഇക്വേഷൻ്റെ ലോഗരിതമിക് ഫോം വെച്ചിട്ടാണ് എന്ത് പ്രോബ്ലം ചോദിക്കുക. ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മിസ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ അവസാനം വരെ ക്ലാസ് ഇരിക്കുകയാണെങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണത്. അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ മിസ് ഇറങ്ങത്തുള്ളൂ കേട്ടോ. യെസ്. അടുത്ത ചോദ്യം മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ. ഓക്കെ, ഇതാണ്. ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ്. മക്കള് 3 റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് പഠിച്ചാൽ മതി. അതിൽ കൂടുതൽ നാളത്തെ എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ഏതൊക്കെയാണ്? 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഈ 3 ആൾക്കാരുടെ മാത്രം റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ആണ് ചോദിക്കുക. റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ആണ് ചോദിക്കുക. യെസ് അമർനാഥ്, ഹായ് ഡിയർ. അപ്പോൾ എല്ലാ മക്കളും എന്താ കമന്റ് ചെയ്യുന്നത്? സി ആണ് കമന്റ് ചെയ്യുന്നത് അല്ലേ? വെരി ഗുഡ്. സെക്കൻഡ് ഓർഡർ ആണ് ഫസ്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഫസ്റ്റ് ഓർഡർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും സി എന്താ കമന്റ് ചെയ്യുന്നത്? സി ടൈം ഇൻവേഴ്സ് ആണോ കമന്റ് ചെയ്യുന്നത്? ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞേ. CFT ചോദിക്കുമെന്നൊക്കെ. CFT വെച്ചിട്ട് CFT നീ ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? 1 മണി വരെ ഉണ്ടാവുമോ എന്നൊക്കെ. 1 മണി വരെ നോക്കാടാ, മിസ് ഇപ്പം തന്നെ വീഴും. യെസ്. അപ്പോൾ നോക്കുക, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സി ആണോ കമൻറ്റ് ചെയ്യുന്നത്? നോക്കുക, സി ആണോ മക്കളെ? ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് mol⁻1 L⁻−1 S⁻−1 ആ. എടാ ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ടൈം ഇൻവേഴ്സ്. ടൈം സാധാരണയായിട്ട് നമ്മൾ സെക്കൻഡിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് സെക്കൻഡ് ഇൻവേഴ്സ്. അതാരുടെയാ? ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് കേട്ടോ, ഫസ്റ്റ് ഓർഡറിൻ്റെയാണ്. ആൻഡ് സെക്കൻഡ് ഓർഡറിൻ്റെ വരുന്നത് mol⁻−1 L⁻1 2/−1. ഇതാണ് സെക്കൻഡ് ഓർഡറിൻ്റെ കാണുന്നത്. ഇനി mol⁻−1 2/−1 എന്ന് മാത്രം കണ്ടാലും അത് എന്തിൻ്റെ ആണെന്ന് നിങ്ങൾ എടുക്കണം, അത് സെക്കൻഡ് ഓർഡറിൻ്റെ ആണ്. യെസ്, ലിയോ കറക്റ്റ് ആണ്, ഷിഫാൻ കറക്റ്റ് ആണ്. യെസ്, രാവിലെ ക്ലാസ് ഉണ്ടല്ലോ അൽഫറിയ മോളെ. രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ.
യെസ്, ഡി ആണ് കറക്റ്റ്. ഡി ആണ് എല്ലാവരും പറയുന്നത്. ഇതിലില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഓപ്ഷൻ തരില്ലായിരിക്കും. എന്താണേലും നിങ്ങൾ ഇത് മൂന്നും പഠിച്ചു വെക്കുക. ഇതിനപ്പുറം ഒന്നും പഠിക്കേണ്ട. ഈ 3 പേരുടെ റേറ്റ് കോൺസ്റ്റന്റ് നിങ്ങളോട് ചോദിക്കത്തുള്ളൂ നാളത്തെ എക്സാമിന്. അതിനപ്പുറം മക്കൾ പഠിക്കേണ്ട കേട്ടോ. റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് അഗെയിൻ ചോദിച്ചിരിക്കുകയാണ്. സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് എന്താ? സീറോ ഓർഡർ റിയാക്ഷൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? മോൾ റേസ് ടു 1, എൽ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ഇനി പറയണ്ടല്ലോ. യെസ്, സെറ്റാണ്. ആ ക്വസ്റ്റ്യൻ വായിച്ചില്ല, സാരമില്ല കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം പറയുക. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. നോക്കിയേ, എക്സാമിൻ ദ ഗ്രാഫ് ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ കറസ്പോണ്ടിങ് ടു ഇറ്റ്. കുഞ്ഞുങ്ങളെ നോട്ട് ചെയ്ത് വെച്ചോ. സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എൻ്റെ മക്കളോട് ചോദിക്കില്ല. പക്ഷേ സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കില്ല കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കില്ല. പക്ഷേ ആ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഇക്വേഷൻ എന്താ? ചില ആളുകൾ എഴുതുന്ന ഇക്വേഷൻ ഇതായിരിക്കുമേ. 2 ആളുകളുണ്ട്. ചില ആളുകൾ എഴുതുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to -KT plus R0. ഇതായിരിക്കും ചില മക്കൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത്. കറക്റ്റ് ആണ്. ഇത് എഴുതി വെച്ചാൽ ഈസി ആയിട്ട് ഗ്രാഫും പ്ലോട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? എക്സും വൈയും എടുക്കുന്നു, എക്സ് ആക്സിസിൽ ടൈം കൊടുക്കുന്നു. ഗ്രാഫ് പഠിക്കണേ, 3 ഗ്രാഫ് പഠിക്കണേ. യെസ്, എക്സ് ആക്സിസിൽ ടൈം കൊടുക്കുന്നു, വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് കൊടുക്കുന്നു. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഗ്രാഫൊക്കെയാണ്. അതൊന്നും ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. യെസ്, ആൻഡ് ദാ ഇവിടെ എന്ത് കൊടുക്കണം? R0 എന്ന് കൊടുക്കണം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -K എന്ന് കൊടുക്കണം. ഈ ഒരൊറ്റ ഗ്രാഫ് പഠിക്കുക. സീറോ ഓർഡറിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാമേ. സീറോ ഓർഡർ കാറ്റിറ്റ്യൂഡ് മിസ് പഠിപ്പിക്കും പ്രോബ്ലം. യെസ്, അപ്പോൾ ഈ ഒരു ഒറ്റ ഗ്രാഫ് പഠിച്ചാൽ മതി. ആർക്ക്? സീറോ ഓർഡറിന്. നിങ്ങൾ ഈ ഒരു ഒറ്റ ഗ്രാഫ് പഠിച്ചാൽ മതി സീറോ ഓർഡർ റിയാക്ഷന്. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ്റെ അടുത്ത പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണിത്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇനി ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ വേറൊരെണ്ണം തരാം. ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. K is equal to, നിങ്ങൾ പറഞ്ഞേ, K is equal to R0 minus R/T. ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ഈ ഇക്വേഷൻ എഴുതാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ എന്തെഴുതുക? ഈ ഇക്വേഷൻ എഴുതുക. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. മക്കളെ മിസ് അത്ര ഉറപ്പിച്ച് പറയാ, മക്കളോടുള്ള സ്നേഹം കൊണ്ട് പറയാ. 1 മാർക്കിന് ചോദിക്കും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. നിങ്ങൾ പഠിച്ചിട്ടേ പോവാവൂ. ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മിസ്സിനോട് പഠിച്ചിട്ട് നിങ്ങൾ പോവാ. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇത് വെച്ചിട്ട് പ്രോബ്ലംസും കൂടി ചോദിക്കും കേട്ടോ. റേറ്റ് കോൺസ്റ്റന്റ് K കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം കൂടെ ചോദിക്കുവേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർഡറിന്റെ ഇനി എന്താ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങൾ എഴുതുക? യെസ്, വേഗം പറഞ്ഞു. ഷിഫാൻ കറക്റ്റ് ആണേ. റിസ്വാൻ, നീ ലേറ്റ് ആയോ റിസ്വാനെ? യെസ്, നോക്കുക എങ്ങനെയാണ് ചില ആളുകൾ എഴുതുക. K is equal to 2.303/T into log R0/R എന്നായിരിക്കും ചില മക്കൾ എഴുതുക. ഓക്കെ, log R0/R എന്നായിരിക്കും എഴുതുക. ഇനി ചില മക്കൾ എഴുതുക, അതാ നോക്കിയേ, ഇവിടെ നമ്മുടെ സീറോ ഓർഡറിന്റെ ഇവിടെ ലോഗ് ആറും ലോഗ് R0യും കൊടുത്താൽ ഫസ്റ്റ് ഓർഡറിൻ്റെ ആയി. എടാ, അതായത് നോക്കിയേ, log R is equal to -KT plus log R0 എന്ന് കൊടുത്താൽ എന്തായി? ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ഓക്കെ ആണോ? ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. സെറ്റാണ്, ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷയവും ഇല്ല, മാർക്ക് ഉറപ്പാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചാലോ? അടുത്ത ചോദ്യം. അപ്പൊ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്ക്, ഷിഫാനെ മോനെ ജിന്നെ ശ്രദ്ധിക്കടാ, ക്ലാസ് ശ്രദ്ധിക്കടാ. ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു മക്കൾ, ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലുണ്ട്. അതായത് നിങ്ങളുടെ ഗ്രാഫിൽ ഈ വൈ ആക്സിസിൽ മക്കള് LOG ലോഗോ, LN ലോഗോ കണ്ടാൽ അത് ഫസ്റ്റ് ഓർഡറാ. കേട്ടോ? LOG ലോഗോ, LN ലോഗോ വൈ ആക്സിസിൽ കണ്ടാൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. അല്ല, ലോഗ് ഇല്ല, ലോഗിന്റെ ടേം നിങ്ങളുടെ ഗ്രാഫിൽ എവിടെയും ഇല്ലെങ്കിൽ അത് സീറോ ഓർഡറാ. അപ്പൊ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും ഓർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ രാത്രിയിൽ ഒരുപാടൊന്നും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ഓർത്താൽ മതി? ലോഗ് കണ്ടാൽ ഫസ്റ്റ് ഓർഡർ, ലോഗ് ഇല്ലെങ്കിൽ സീറോ ഓർഡർ. പറഞ്ഞേ, ലോഗ് കണ്ടാൽ ഫസ്റ്റ് ഓർഡർ, ലോഗ് ഇല്ലെങ്കിൽ സീറോ ഓർഡർ.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്താലോ മക്കളെ? നമുക്ക് പ്രോബ്ലംസ് ചെയ്താലോ? നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ് വേണ്ടത്. സോ നമ്മൾ ഇനി ന്യൂമറിക്കൽസ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ന്യൂമറിക്കൽസ് ആണ്. ജിന്നെ, റിസ്വാനെ, കൃഷ്ണ, ന്യൂമറിക്കൽസ് ആണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണേ. നിങ്ങൾ ആദ്യം ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക, ഒരു പെന്നും പേപ്പറും എടുത്ത് വെക്കുക, എന്നിട്ട് മിസ്സിന് ആൻസർ കമന്റ് ചെയ്ത് തരണേ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? സോ ന്യൂമറിക്കൽസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റന്റ് K is equal to 5.5 into 10 raised to minus 14 second inverse. Find out the half life of the reaction. മക്കളെ, നിങ്ങൾ കെയുടെ ഇക്വേഷനും ടി ഹാഫിൻ്റെ ഇക്വേഷനും ആക്ടിവേഷൻ എനർജിയുടെ ഇക്വേഷനും വെറും 3 ഇക്വേഷൻ പഠിച്ചാൽ കൈനറ്റിക്സിലെ ഏത് ന്യൂമറിക്കലും ചെയ്യാം. കൈനറ്റിക്സിലെ ഏത് ന്യൂമറിക്കലും ചെയ്യാൻ 3 ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ ഏത് ഇക്വേഷനാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യേണ്ടത്? റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ടി ഹാഫ് ആണ്. കാറ്റിറ്റ്യൂഡേ പറയടാ, ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്താ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഒന്ന് കമന്റ് ചെയ്യൂ കുഞ്ഞുങ്ങളെ. ഒന്ന് കമന്റ് ചെയ്യൂ. നമിത മോളെ അങ്ങനെ പറയരുത് കേട്ടോ, നമ്മൾ പഠിക്കണം. നമുക്ക് അവസാനമാണ്. +2കാരെ സംബന്ധിച്ച് ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് ഇനി കെമിസ്ട്രി എക്സാം എഴുതാൻ നിങ്ങൾ കൊതിച്ചാൽ പോലും നിങ്ങൾക്ക് കെമിസ്ട്രി എക്സാം ഇല്ല. നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ആണ്. അപ്പോൾ മോള് മടിയൊക്കെ കളഞ്ഞിട്ട് ഇന്നൊരു ദിവസം കൂടെ ഉറക്കൊളിച്ചോ. നാളെ എക്സാം ഹോളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോ. മോള് പിന്നെ ഉറങ്ങിക്കോ. നാളത്തെ ദിവസം മൊത്തം ഉറങ്ങിക്കോ കേട്ടോ. യെസ്, റിയാക്ഷൻസ് ഒക്കെ വേർഡ്സിൽ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടുമോ? റിയാക്ഷൻസ് ഒക്കെ ഇക്വേഷൻ വെച്ച് എഴുതണേടാ. അപ്പോൾ ടി ഹാഫിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ. 0.693 ഡിവൈഡഡ് ബൈ കെ ആണ് മക്കളെ. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുള്ളത്? 5.5 into 10 raised to minus 14 second inverse. കാൽക്കുലേറ്റർ ഉള്ള മക്കൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. 0.693യെ 5.5 into 10 raised to minus 14, 5.5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ 10 raised to 14നെ സെക്കൻഡ് ഇൻവേഴ്സിനെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 10 raised to 14 സെക്കൻഡ്സ് എന്നാകും. ഈ 6.693യെ 5.5 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഫൈനൽ ആൻസർ ആയി. യെസ്, മാധവ് കറക്റ്റ് ആണ്. ഷിഫാൻ ആൻസർ വരെ കമന്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ആക്ടിവേഷൻ എനർജിയുടെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തെടുത്ത് പറയാം. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നാളെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ആക്ടിവേഷൻ എനർജി. ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ് ഫോർ ഇൻക്രീസ് ഓഫ് 10 Kelvin ഇൻ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഫ്രം 300 Kelvin. രണ്ട് ടെമ്പറേച്ചർ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടെമ്പറേച്ചർ 300. അപ്പോൾ T1 പെട്ടെന്ന് പോയി എഴുതിക്കോ. T1 is equal to 300 Kelvin. ഒന്നാമത്തെ ടെമ്പറേച്ചർ 300. ഇനി പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടി, 10 കെൽവിൻ കൂടി. 300 കെൽവിനിൽ നിന്ന് 10 കെൽവിൻ കൂട്ടിയാൽ എത്ര എൻ്റെ മക്കൾക്ക് കിട്ടുന്നത്? രണ്ടാമത്തെ ടെമ്പറേച്ചർ 310 കെൽവിൻ. 300 10 കൂട്ടിയാൽ 310 അറിയാത്ത ഒരു കുഞ്ഞുങ്ങൾ എൻ്റെ ക്ലാസ്സിലില്ല അല്ലേ? യെസ്. അടുത്തത് മക്കളെ, ഇനി ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. അരീനിയസ് ഇക്വേഷൻ പഠിച്ച മക്കളാണ് നിങ്ങൾ. അവിടെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒരുപാട് ഗ്രാഫുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. ടെമ്പറേച്ചറിൽ ഒരു 10 ഡിഗ്രി റൈസ് വന്നാൽ അവിടെ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് ഡബിൾ ആകുമെന്ന് പഠിച്ച മക്കളാണ് നിങ്ങൾ. ഒരു ടെമ്പറേച്ചർ എത്രയും ആയിക്കോട്ടെ, 10 ഡിഗ്രി കൂട്ടുകയാണെങ്കിൽ നമ്മുടെ റേറ്റും എന്താകും? ഡബിൾ ആകും എന്ന് പഠിച്ച മക്കളാണ് നിങ്ങൾ. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റേറ്റിനെ ഞാൻ K1 എന്ന് എടുക്കുകയാണ്. ആ റേറ്റ് ഞാൻ X എന്ന് കൊടുക്കുകയാണ് മക്കളെ. രണ്ടാമത്തെ റേറ്റിനെ ഞാൻ 2X എന്ന് കൊടുക്കാം. എന്തിനാ ഞാൻ 2X എന്ന് കൊടുത്തത്? ഞാൻ ടെമ്പറേച്ചർ 10 കെൽവിൻ കൂട്ടിയപ്പോൾ റേറ്റ് ഇരട്ടിച്ചു, റേറ്റ് ഡബിൾ ചെയ്തു. അപ്പോൾ എൻ്റെ ആദ്യത്തെ റേറ്റ് X ആണ്, എൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 2X ആ. ഡബിൾ ചെയ്തു, ഇരട്ടിച്ചു. റിസ്വാനെ എത്തിച്ചടാ, നമ്മൾ അടുത്ത ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മുടെ എക്സാമിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 12 മണി കഴിഞ്ഞു. ഇന്ന് ഡേറ്റ് 14-ാം തീയതിയാണ്. ഇന്നാണ് നിങ്ങളുടെ എക്സാം. ഇന്നാണ് എൻ്റെ മക്കൾ എക്സാം എഴുതാൻ പോകേണ്ട ദിവസം. അപ്പം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറുന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ പഠിച്ചാൽ അവിടെ നിങ്ങൾക്ക് കൂളായിട്ടിരിക്കാം. ഓക്കെ. യെസ് റൈഹാൻ, ഹായ് ഡിയർ. യെസ്, അപ്പോൾ എല്ലാവർക്കും ഋത്തിക്ക ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി ചില മക്കൾക്ക് ഉറക്കം വന്നിട്ട് ഇടയ്ക്ക് ഇറങ്ങിപ്പോയാൽ അവരോട് ഞാൻ ഇപ്പോഴേ ഓൾ ദ ബെസ്റ്റ് പറയാണ്. മക്കൾ അടിപൊളിയാണ്, പവറാണ്, സെറ്റാണ്. അടിപൊളിയായിട്ട് എക്സാം എഴുതണം കേട്ടോ. യെസ്.
ഇന്നത്തെ എക്സാം ശരിക്കും പഠിച്ചോളൂ. ഇന്നാണ് നമ്മുടെ എക്സാം, ഇന്നാണ് നമ്മുടെ കെമിസ്ട്രി എക്സാം. 12 മണി കഴിഞ്ഞ് നമ്മൾ 14-ാം തീയതിയിലേക്ക് കടന്നിരിക്കുകയാണ്. സോ ടെൻഷൻ ആക്കാനല്ല റിസ്വാന മോള്, ടെൻഷനൊന്നും അല്ല കേട്ടോ. മിസ് ഭയങ്കര ചിരിച്ചിട്ടല്ലേ പറയുന്നത്. അടിപൊളിയാണ്. ഇതൊക്കെ എന്താണല്ലേ, ഒരു സിംഗിൾ പേപ്പറിന് നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ കഴിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് നല്ല മാർക്ക് വേണം, എന്നാലേ അഡ്മിഷനൊക്കെ കിട്ടത്തുള്ളൂ മക്കളെ. യെസ്, അപ്പോൾ നോക്കിക്കോ, K1 X എന്നും K2 2X എന്നും എടുത്ത് എൻ്റെ മക്കൾ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വാ. പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വാ. ഓക്കെ, ഇനി പറയുന്നത് 6 തന്നിട്ടുണ്ട്. വേഗം എഴുതിക്കോ. 6 തന്നിട്ടുണ്ട്. ഇന്ന് എക്സാം എഴുതേണ്ട മക്കളാണ്. 8.314 ആണ് 6ന്റെ വാല്യൂ. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EA ആണ്. അപ്പം ഞാൻ എല്ലാം എഴുതി വെച്ചു. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EA ആണ്. മക്കളെ ഇക്വേഷൻ പറ. യെസ്, ഇക്വേഷൻ എന്താണ്? log K2/K1. നമ്മൾ ഇന്ന് എക്സാം എഴുതാൻ പോവാടാ. log K2/K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. ഈ ഇക്വേഷൻ പഠിക്കാതെ നാളത്തെ എക്സാമിനല്ല, ഇന്നത്തെ എക്സാമിന് ആരും പോരുത് കേട്ടോ. ഈ സമയത്ത് തന്നെ മിസ് പാട്ട് പാടണോ? എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ 12 മണിക്ക് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിച്ച് എങ്ങനെ എക്സാം എഴുതാം, എങ്ങനെ ഫുൾ മാർക്ക് നേടാം, എങ്ങനെ A+ നേടാം എന്നൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അവരുടെ അടുത്ത് മിസ് ആവശ്യമില്ലാണ്ട് പാടാൻ അറിയാത്ത മിസ് പാട്ട് പാടിയിട്ട് എന്താടാ? ആ സമയം കൊണ്ട് ആക്ടിവേഷൻ എനർജിയുടെ ഒരു ഇക്വേഷൻ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഫുൾ മാർക്ക് ഉറപ്പാവില്ലേ? മിസ് പാട്ടൊക്കെ പാടാം. നിങ്ങൾ എക്സാം ഒക്കെ എഴുതി തകർത്ത് വരുമ്പോൾ മിസ് പാട്ടൊക്കെ പാടാം. യെസ്, അപ്പോൾ log K2/K1 is equal to EA divided by 2.303 R into T2 minus T1 by T1 T2. ഇക്വേഷൻ പഠിച്ചോ? ഇക്വേഷൻ പഠിക്കാതെ നാളെ എക്സാം ഹോളിലേക്ക് പോവരുത്. യെസ്, ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. log K2/K1. K2 എത്രയാ? 2x ആണ്. K1 എത്രയാ? x ആണ്. EA എത്രയാ? അറിഞ്ഞൂടാ. ഡിവൈഡഡ് ബൈ 2.303. R എത്രയാ? 8.314. T2 minus T1. T2 minus T1 എത്രയാ? രണ്ടാമത്തെ ടെമ്പറേച്ചർ 310 കെൽവിൻ, ഒന്നാമത്തെ ടെമ്പറേച്ചർ 300 കെൽവിൻ. ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? എക്സും എക്സും കൂടി ക്യാൻസൽ ചെയ്യുക. മുകളിലും താഴെയും x ആണ്. 20 മക്കൾ കാണാണ് ആപ്റ്റിസർ. യെസ്, എക്സും എക്സും ക്യാൻസൽ ചെയ്യാണ്. സോ കിട്ടുന്നത് log 2 ആണ്. log 2 is equal to EA divided by 2.303 into 8.314. മക്കളെ 310 നിന്ന് 300 കുറച്ചാൽ മക്കൾക്ക് 10 കിട്ടും. ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310. 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 3 9 3 0 30. log 2ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടടാ. 0.301 ആണ് log 2ന്റെ വാല്യൂ. ഇനി തന്നിട്ടില്ല, പോവാൻ പറ. കാൽക്കുലേറ്റർ എടുക്കുക, log 2 അടിച്ചു കൊടുക്കുക. log 2 അടിച്ചു കൊടുക്കുമ്പോൾ മക്കൾക്ക് കിട്ടാൻ പോകുന്നത് 0.301 is equal to EA divided by 2.303 into 8.314 divided by 10 divided by 93,000 ആണ്. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ലാസ്റ്റ് EAയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. ഇവിടെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.301 ഇൻറ്റു താഴെ കിടക്കുന്ന ഈ വാല്യൂസ് 2.303 ഇൻറ്റു 8.314 ഇൻറ്റു മക്കളെ കഴിഞ്ഞിട്ടില്ലേ 93,000 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മക്കൾക്ക് ആക്ടിവേഷൻ എനർജി EA കിട്ടി. റിസ്വാന ഇപ്പം കഴിയടാ. കുറച്ച് പ്രോബ്ലംസും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. കുറച്ച് ന്യൂമറിക്കൽസും കൂടെ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ, വിഷമിക്കല്ലേ. യെസ്, അടുത്തത് മക്കളെ, അടുത്ത ചോദ്യം. ആക്ടിവേഷൻ എനർജി പഠിക്കാതെ പോരുത്. മിസ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തല്ല് കിട്ടും കേട്ടോ. എന്തായാലും പഠിച്ചിട്ടേ പോവാവൂ. 3 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. 3 പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ സാച്ചുറേറ്റഡ് ആയി, മൊത്തം പഠിച്ചു കഴിഞ്ഞു, സെറ്റായി, സൂപ്പർ സാച്ചുറേറ്റഡ് ആയി. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് 1.15 ഇൻറ്റു 10⁻⁻² സെക്കൻഡ് ഇൻവേഴ്സ്. എഴുതിക്കോ. റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ, റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ തന്നിരിക്കുന്നു. റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു 1.15 ഇൻറ്റു 10⁻⁻² സെക്കൻഡ് ഇൻവേഴ്സ്. ചോദ്യം എന്താണ്? How long will 5 gram of this reactant take to reduce to 3 gram? എടാ 5 ഗ്രാം റിയാക്റ്റൻ്റ് 3 ഗ്രാം ആകാൻ എത്ര സമയമെടുക്കും?
നിന്റെ കയ്യിൽ 5 ഗ്രാം റിയാക്ടന്റ് ഉണ്ട്, അത് 3 ഗ്രാം ആവാൻ എത്ര സമയം എടുക്കും എന്ന് വെച്ചാൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. മക്കളുടെ കയ്യിൽ തുടക്കത്തിലുള്ള റിയാക്ടന്റിന്റെ അമൗണ്ട്, അളവ് എത്രയാ? 5 ഗ്രാം. ഓക്കെ, 5 ഗ്രാം എത്രയാകണം? 3 ആവണം. അതായത് അവസാനം നിങ്ങളുടെ കയ്യിൽ 3 ഗ്രാമേ കാണാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇസ് ഈക്വൽ ടു 3 ഗ്രാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? K കിട്ടി, R0 കിട്ടി, R കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് അവര്? ഇനി ഒന്നും ചോദിച്ചിട്ടില്ല. സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വേഗം പറഞ്ഞു, ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? മക്കളെ ഉറങ്ങിയോ മക്കളെ? ഇല്ല, എൻ്റെ മക്കളൊക്കെ ഇവിടെയുണ്ട്. മക്കൾ പറയൂ. ഷിഫാൻ, ആൽബർട്ട്, ജോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒക്കെ പോലെ. യെസ് ആൽബർട്ട് പറയൂടാ. നജ്മ, റിസ്വാൻ പോയോ? യെസ്, വേഗം പറയൂ. റിസ്വാനുണ്ട്, റിസ്വാന മോളുണ്ട്. വേഗം പറയൂ. യെസ്, വെരി ഗുഡ്. മക്കളെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ ഇക്വേഷനാണ്. റേറ്റ് കോൺസ്റ്റന്റ് കെ ഇസ് ഈക്വൽ ടു 2.303/T ഇൻറ്റു log R0/R. log R0/R. ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. പഠിച്ചു വെച്ചോ. അത്രയും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ മിസ്സിനെ ഓർക്കണേ നിങ്ങൾ. മിസ്സിനെ ഓർക്കാണ്ടിരിക്കല്ലോ കേട്ടോ. യെസ്, K is equal to 2.303/T into log R0/R. യെസ്, വെരി ഗുഡ്. മക്കളെ ഫസ്റ്റ് ഓർഡറിന് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് മക്കളെ നമ്മുടെ ഇക്വേഷൻ K is equal to 2.303/T into log R0/R. മിസ്സിൻ്റെ കൂടെ പറയണേ, log R0/R. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടൈമാ, സമയ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ T കിടക്കുന്നിടത്ത് K കിടക്കുന്നിടത്ത് T കൊണ്ടുവരിക. മനസ്സിലായോ? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സമയമാണ്. ഓക്കെ ആണോ? അഭിജിത്ത് നീ ജയിക്കോടാ. അപ്പൊ T is equal to 2.303/K into log R0/R. മക്കളെ log R0/R. ഇനി ടൈം is equal to 2.303/K. Kയുടെ വാല്യൂ എത്രയാ? Kയുടെ വാല്യൂ 1.15 into 10⁻² സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ ആണോ? 1.15 into 10⁻² സെക്കൻഡ് ഇൻവേഴ്സ്. എഴുതിക്കേ, 1.15 into 10⁻² സെക്കൻഡ് ഇൻവേഴ്സ്. ആൻഡ് log R0 എത്രയാ? R0 എന്ന് പറയുന്നത് 5 ആണ്, R എന്ന് പറയുന്നത് 3 ആണ്. മക്കളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്തോളൂ, ടൈം കണ്ടുപിടിച്ചോളൂ. അജാലെ ടൈം കണ്ടുപിടിച്ചോളൂ. നോക്കുക, ഇവിടെ ലോഗ് ഇത് ചെയ്യുമ്പോൾ മക്കൾക്ക് സംശയമൊന്നും വരരുത്. ഒന്നെങ്കിൽ നിങ്ങൾ 5/3 എത്രയാണെന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, ആ കിട്ടുന്ന വാല്യൂവിൻ്റെ ലോഗ് കാണുക. അല്ലെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷനും കൂടെയുണ്ട്. ലോഗ് 5/3യെ നമ്മൾക്ക് ലോഗ് A/Bനെ നമുക്ക് ലോഗ് നോക്കിയേ, ലോഗ് 5/3നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാമോ? ലോഗ് 5 മൈനസ് ലോഗ് 3 എന്ന് എഴുതാം. ഓക്കെ ആണോ? അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ 5/3യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലോഗ് എടുക്കുക. ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ആണോ? കുഞ്ഞുങ്ങൾക്ക് സെറ്റാണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എൻ്റെ A+ മക്കളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് സമയം കളയാനില്ല, നമുക്ക് ടൈം കളയാനേ ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ റെഡിയാണോ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ആണ്, കണ്ടിട്ട് പേടിക്കല്ലേ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കല്ലേ. ക്വസ്റ്റ്യൻ ഇതാണ്: ആഫ്റ്റർ 24 hours only 0.125 gram out of the initial quantity of 1 gram of a radioactive isotope remains behind. ഇതൊന്നും ഇല്ല മക്കളെ. വാട്ട് ഈസ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ്? മക്കളെ ഇതൊന്നും ഇല്ല കേട്ടോ. ചോദിച്ചിരിക്കുന്നത് എന്താ? 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ടൈം കിട്ടി. വേഗം പോയിട്ട് എഴുതിക്കോ. അത്രയൊക്കെ നമുക്ക് മനസ്സിലാകുന്നതൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് എഴുതുക. ടൈം കിട്ടി, 24 hours ആണ് സമയം. മക്കളെ 24 hours ആണ് സമയം. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? 1 ഗ്രാം ഇനിഷ്യൽ ക്വാണ്ടിറ്റി 0.125 ഗ്രാം ആയിട്ട് മാറി. അതായത് ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത് 1 ഗ്രാമാ. R0 എന്ന് പറയുന്നത് 1 ഗ്രാമാ. കിട്ടിയേ മക്കൾക്ക്? കിട്ടിയേ. അടുത്തത് 1 ഗ്രാം എത്രയായിട്ട് മാറി? 0.125 ഗ്രാം ആയിട്ട് മാറി. അതായത് R എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ 125 ആണ്. സംശയമൊന്നും ഇല്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ T കിട്ടി, സമയം കിട്ടി, R കിട്ടി, R0 കിട്ടി. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹാഫ് ലൈഫ് പീരീഡാ, T½ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹാഫ് ലൈഫ് T². ഞാനൊന്ന് ചോദിച്ചോട്ടെ റിസ്വാന മോളെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ.
എടാ ടീച്ചർ ഇവിടെ നിൽക്കുന്നില്ലടാ, നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നമ്മുടെ കെമിസ്ട്രിയുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. +2 മക്കൾക്കുള്ള കെമിസ്ട്രിയുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. മിസ് ഒന്ന് നിന്നോട്ടെ, മിസ്സിന് കൊതി കൊണ്ടാ. യെസ്, നോക്കുക മക്കളെ, T½ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 ഇക്വേഷൻ അറിയാം. 0 ഓർഡറിൻ്റെ ഇക്വേഷനും അറിയാം, ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷനും അറിയാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മിസ്സിനോട് പറ, ഇത് 0 ഓർഡർ റിയാക്ഷൻ ആണോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണോ? വേഗം പറ എൻ്റെ കുഞ്ഞുങ്ങൾ, വേഗം പറ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്നോട് പറയണം ഇത് 0 ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്ന് നിങ്ങൾ വേഗം പറയണം. യെസ്, വേഗം പറയൂ, വേഗം പറയൂ, വേഗം പറയൂ. ഇത് 0 ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ? വേഗം 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 വേഗം. ഇത് 0 ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ? വേഗം പറയണേ. ഐൻസ്റ്റീനെ, എടാ ആൽബർട്ട് ഐൻസ്റ്റീനെ പറയടാ. ഏതാണ് മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ കാര്യമാണ്. റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഷിഫാനെ കേട്ടോ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്കിപ്പ് അടിക്കല്ലേ. മിസ്സിന് ചൈഡിൽ, മിസ്സിന് ഭയങ്കര ആവേശമാണ്. യെസ്, ഫസ്റ്റ് ഓർഡർ, വെരി ഗുഡ്. അജാൽ കറക്റ്റ് ആണ്, റെയ്ഹാൻ കറക്റ്റ് ആണ്. അപ്പം നിങ്ങൾ കണ്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് 0 ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്നൊന്നും തരില്ല. 0 ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്നൊന്നും തരില്ല. ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ആയിരിക്കും തരിക, സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിരിക്കും തരിക കെയുടെ വാല്യൂ. അപ്പോൾ ആ യൂണിറ്റ് കണ്ടിട്ട് മനസ്സിലാക്കുക ഇത് ഫസ്റ്റ് ഓർഡർ ആണെന്ന്. ചിലപ്പോൾ ഇതേപോലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീകെയും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. മക്കളെ എഴുതി വെച്ചേ, എല്ലാ റേഡിയോ ആക്റ്റീവ് ഡീകെയും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. സോ T½ ഫസ്റ്റ് ഓർഡറിൻ്റെ T½ ആണ്. 0.693 ഡിവൈഡഡ് ബൈ K ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് മക്കൾക്ക് മനസ്സിലായി. അടുത്ത പ്രശ്നം, K അറിഞ്ഞാൽ മാത്രമേ T½ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇവിടെ K തന്നിട്ടില്ല. K തരാതെ എങ്ങനെ T½ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പം ആദ്യം K കണ്ടുപിടിക്കണം. അല്ലെ, ആദ്യത്തെ ടാസ്ക് അതാടാ. K തന്നിട്ടില്ലടാ, അപ്പോൾ K കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ K എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റേറ്റ് കോൺസ്റ്റന്റിൻ്റെ ഇക്വേഷൻ എന്താ? 2.303 divided by T into log R0 by R. അല്ലേ മക്കളെ? K is equal to 2.303 by T into log R0 by R. ആദർശേ അല്ലേ? ആണ്. എന്നാൽ ഇനി ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. K is equal to 2.303 by T. സമയം എത്രയാ? 24 hours, 24 മണിക്കൂറാ. ലോഗ് R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 1 ഗ്രാമാ. ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാ? 0.125 മക്കളെ, ഇത് ചെയ്താൽ K കിട്ടും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് K കിട്ടും. Kയുടെ വാല്യൂ എത്രയാ കിട്ടുന്നതെന്ന് അറിയാമോ? K is equal to 0.8666 അവർ ഇൻവേഴ്സ്. 0.08 കേട്ടോ. 0.0866 അവർ ഇൻവേഴ്സ് ആണ് Kയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ Kയുടെ വാല്യൂ കിട്ടി. ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? T½ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Kയുടെ വാല്യൂ കിട്ടിയാൽ പിന്നെ ഈസി ആയിട്ട് T½ കാൽക്കുലേറ്റ് ചെയ്യാം. T½ is equal to 0.693 divided by K. മക്കളെ, ഫസ്റ്റ് ഓർഡർ ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ്. അതെന്താണ്? അത് ഫസ്റ്റ് ഓർഡർ ആണ് അല്ലേ? സോ T½ is equal to 0.693 divided by K. Kക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0.0866 അവർ ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ആണോ? ആൻഡ് ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 8 hours എന്നുള്ളതായിരിക്കും. T½ എത്രയാണ്? 8 മണിക്കൂറാണ്. അവർ ഇൻവേഴ്സ് എങ്ങനെ അവറായി? അവർ ഇൻവേഴ്സ് ഡിനോമിനേറ്ററിലാണ്. മുകളിൽ ചെന്നപ്പോൾ അത് അവറായി. തളർന്നോ മക്കളെ? തളരല്ലേ. സെക്കൻഡ് ആക്കണ്ടേ? അവറിലെടുത്താലും മതി. ഇവിടെ അവറിലല്ലേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ അവറിലെടുക്കുക. ഇനി സെക്കൻഡിലാക്കേണ്ട മക്കൾ സെക്കൻഡിലാക്കിക്കോ. ഒരു ടെൻഷനും വേണ്ട, ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 factors which influence the rate of a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഫാക്ടർ. ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കാറ്റലിസ്റ്റ് ഉണ്ട്. അല്ല, ഏത് വേണമെങ്കിലും എഴുതാം. ടെമ്പറേച്ചർ എഴുതാം, പ്രഷർ എഴുതാം, കാറ്റലിസ്റ്റ് എഴുതാം. യെസ്, ഏത് വേണമെങ്കിലും എഴുതിക്കോളൂ. അല്ലെങ്കിൽ ഇഫക്റ്റ് ഓഫ് റേഡിയേഷനോ എന്ത് വേണമെങ്കിലും എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്, നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ്, മക്കൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. യെസ്, അയ്യോ മിസ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സല്ലേ ഇതെന്നൊക്കെ. ആടാ, നിങ്ങൾക്കുള്ള ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഇനി ഏതെങ്കിലും ചോദ്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മിസ് ഒന്ന് നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ വേണോ? നിങ്ങൾക്ക് ഡെറിവേഷൻ വേണമെങ്കിൽ മിസ് പഠിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ വേണോ മക്കളെ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ അതും കൂടി പഠിപ്പിച്ചിട്ട് മിസ് നിർത്താം. അല്ലെങ്കിൽ മിസ് നിർത്തുകയാണ്. നാളെ രാവിലെ മിസ് ഉണ്ടാവും.
നിർത്തിയാലോ? നിർത്താം അല്ല? യെസ്. അപ്പോൾ മക്കളെ നാളെ രാവിലെ കൃത്യം 6 മണിക്ക്, നാളെ അല്ല ഇന്നല്ലേ, ഇന്ന് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ പുതിയ ദിവസമായിട്ടുണ്ട്, 14-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ രാവിലെ കൃത്യം 6 മണിക്ക് മറക്കാതെ എത്തുക. നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ആർട്ടി സർ ഒന്ന് വരുമോ? നമുക്ക് അവർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കാം. യെസ്, നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അനുസർ വരുന്നോ? അനുസർ വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ 19 മക്കളൊക്കെ വന്നിട്ടുണ്ട്. മക്കളെ ലാസ്റ്റ് ടൈമിൽ പോലും നിങ്ങൾ ഇപ്പൊ നിന്നു എന്ന് പറയുന്ന സമയത്തുള്ള ഒരു സന്തോഷം, ഇപ്പൊ എത്ര 12 മണി അല്ലേ? 12:30 12:30 പോലും നിങ്ങൾ നിന്നു പഠിച്ചു, നമ്മളെ കൂടെ നിന്ന് പഠിച്ചു എന്ന് പറയുന്ന സമയത്ത് വലിയൊരു സന്തോഷമുണ്ട്. മോട്ടിവേഷൻ 12:30 മോട്ടിവേഷൻ വേണ്ട. ഓക്കെ, അപ്പൊ നന്നായിട്ട് എക്സാം എഴുതാ, നല്ല രീതിയിൽ എക്സാം എഴുതാ, പഠിച്ചതൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് പോവാ കേട്ടോ. ടെൻഷൻ അടിക്കാതെ പരീക്ഷ ചെയ്താ ഒരു ടെൻഷൻ വേണ്ട. പഠിച്ചത് മുഴുവൻ തലയിലേക്ക്, ലൈവ് ക്ലാസ്സിൽ വന്നതൊക്കെ റൊട്ടേറ്റ് ചെയ്ത് തലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. രാവിലെ 6 മണിക്ക് ഞാൻ ഉണ്ടാവത്തില്ല, 5 മിനിറ്റ് ബാക്കി എല്ലാവരും, കാരണം എനിക്ക് കുറച്ചുറങ്ങണം. അപ്പൊ അടിച്ചു പൊളിച്ച് പരീക്ഷ ഇവിടെയും വന്നു എവിടെ പോയാലും കണ്ടിട്ടാണ് ഇതുവരെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. മക്കളെ.